Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് CA ഫൈനൽ ഓഡിറ്റിങ്ങിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ്. നമ്മുടെ സിലബസിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ്, ചാപ്റ്റർ 19, പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഓഡിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പഠിക്കുന്ന ലാസ്റ്റ് ചാപ്റ്റർ. അതിൻ്റെ പാർട്ട് 1 ആണ്. ഇത് വളരെ വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് 2 പാർട്ടായിട്ട് എന്താണ് നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ, കവർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. So, first chapter overview. This chapter covers the professional ethics, guidelines and expected standards of conduct for chartered accountants. അപ്പോൾ എന്താണ് ഇത് ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യുന്ന ടോപ്പിക് എന്തൊക്കെയാണ്? ഒരു ഓഡിറ്റർ, ഒരു ചാർട്ടേഡ് ഒരു CA കാരൻ, അയാൾ ഫോളോ ചെയ്യേണ്ട പ്രൊഫഷണൽ എത്തിക്സ്, അതിൻ്റെ ഗൈഡ് ലൈൻസ് ആൻഡ് എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കണ്ടക്ട്, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സെക്ഷൻസ് ഓഫ് സിസ്റ്റമാറ്റിക് ലേണിംഗ്. ഇപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ലേണിംഗ് ആയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ സ്റ്റഡി മെറ്റീരിയലിൽ എന്താണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഓവർവ്യൂവിൽ ഫസ്റ്റ് നോക്കാനുള്ള ടോപ്പിക്കാണ് എന്ത്? ഓവർവ്യൂ ഓഫ് ദ കോഡ് ഓഫ് എത്തിക്സ്. കോഡ് ഓഫ് എത്തിക്സിൻ്റെ ഓവർവ്യൂ എന്താണ്? The Code of Ethics sets ethical guidelines for chartered accountants, ensuring they uphold professional integrity. അപ്പോൾ എന്താണ്, എല്ലാ ചാർട്ടേഡ് അക്കൗണ്ടൻസും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് എന്ത്? കോഡ് ഓഫ് എത്തിക്സ്. ഓക്കെ, ഇത് ICAI ആണ് എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. കോഡ് ഓഫ് എത്തിക്സ് ICAI ഇഷ്യൂ ചെയ്തിട്ട് അത് ഒരു ഗൈഡ് ലൈൻസ് ആയിട്ട് CA കാർ ഫോളോ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? അവർ പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി എന്ന് വെച്ചാൽ ഹോണസ്റ്റി അവരുടെ വർക്കിൽ ഫോളോ ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ഈ ഒരു കോഡ് ഓഫ് എത്തിക്സ് അവർ ഫോളോ ചെയ്യും. സോ അതിൽ CA ആക്ട് 1949. ഇതിലെ ഒരു കോഡ് ഓഫ് എത്തിക്സിൽ കണ്ടക്റ്റാണ് CA ആക്ട് എന്ന് വെച്ചാൽ CA ആക്ടിലും നമ്മളെ കോഡ് ഓഫ് എത്തിക്സ് പറയുന്നുണ്ട്. ദിസ് ആക്ട് റെഗുലേറ്റ്സ് ദ ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രൊഫഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ CA പ്രൊഫഷൻ ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്ന ആക്ടാണ് CA ആക്ട് 1949. നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് എന്താണ് 2 കൊല്ലത്തിന് ശേഷം വന്ന ആക്ടാണിത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടാണ് CA ആക്ട്. സെറ്റിംഗ് റൂൾസ് ഫോർ പ്രൊഫഷണൽ കണ്ടക്ട്. പ്രൊഫഷണൽ നമ്മളൊരു CA പ്രൊഫഷൻ ഈ ഒരു ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യാനുള്ള റൂൾസ് ആണ് CA ആക്ടിൽ പറയുന്നത്. ദെൻ കൗൺസിൽ ഗൈഡ് ലൈൻസ്. The Council of ICAI issues guidelines to help members adhere to ethical and professional standards. അപ്പോൾ എന്താണ്, എത്തിക്കലും അതേമാതിരി തന്നെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ആണ് ICAI ഇഷ്യൂ ചെയ്യുന്ന ICAIൻ്റെ കൗൺസിൽ ഓഫ് ICAI. Then recommended self-regulatory measures. Chartered accountants should voluntarily follow ethical guidelines to maintain professional integrity. അപ്പോൾ ഒരു റൂളും റെഗുലേഷനൊന്നും ഇല്ലാതെ തന്നെ നമ്മളുടെ ഒരു സ്വയം നമ്മൾ എന്ത് ചെയ്യണം? വോളണ്ടറി ആയിട്ട് നമ്മൾ കുറേ എത്തിക്കൽ ഗൈഡ് ലൈൻസ് നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ CA ആക്ടിൽ പറയുന്ന ഗൈഡ് ലൈൻസും അതേമാതിരി തന്നെ എന്താണ് നമ്മളുടെ ICAIൻ്റെ കൗൺസിൽ പറയുന്ന ഗൈഡ് ലൈൻസും അതിന് പുറമെ നമ്മളുടെ ഒരു CA കാരൻ്റെ സ്വന്തമായിട്ടുള്ള അവരുടെ ഒരു വോളണ്ടറി എത്തിക്സും എത്തിക്കൽ ഗൈഡ് ലൈൻസും ഫോളോ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? CA പ്രൊഫഷൻ ഇന്ത്യയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ. സോ ദാറ്റ് ഈസ് ദ ഓവർവ്യൂ ഓഫ് കോഡ് ഓഫ് എത്തിക്സ്. ഇനി അടുത്ത വെച്ചാൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്.
A person becoming a member of ICAI after completing the prescribed qualification and training, നമുക്കറിയാം എന്താണ് നമ്മളുടെ എക്സാമും അതേമാതിരി തന്നെ നമ്മളുടെ ആർട്ടിക്കിൾഷിപ്പും അതിനുശേഷം ഒരു മെമ്പർ എന്താണ് ഒരു മെമ്പർ ICAIൻ്റെ മെമ്പർ ആവുകയാണെങ്കിൽ ദ മെമ്പർ മസ്റ്റ് ഫോളോ ദ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. അപ്പോൾ ആ ഒരു മെമ്പർ എന്ത് ചെയ്തിരിക്കണം? എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ഫോളോ ചെയ്തിരിക്കണം. ഇതൊക്കെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഓവർവ്യൂ മാത്രമാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പോകാൻ പോവുകയാണ്. സോ ഇത് വലിയ ചാപ്റ്ററാണ്. ദെൻ ടൈപ്സ് ഓഫ് മിസ്കണ്ടക്ട് ഓർ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ്. മിസ്കണ്ടക്ട് റിഫേഴ്സ് ടു എനി വയലേഷൻ ഓഫ് എത്തിക്കൽ ഗൈഡൻസ്. അപ്പോൾ ഒരു നമ്മൾ ഫോളോ ചെയ്യേണ്ട എത്തിക്കൽ ഗൈഡ് ലൈൻസ് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതിലെന്തെങ്കിലും വയലേഷൻസ് വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുക? മിസ്കണ്ടക്ട് എന്ന് പറയാം. ICA ഹാസ് സ്ട്രക്ചേർഡ് ഡിസിപ്ലിനറി പ്രോസസ് ടു ഹാൻഡിൽ സച്ച് കേസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നമ്മളൊരു എന്താണ് വയലേഷൻസ് വരുന്ന കേസുകളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ICA എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സും അവർ ഓൾറെഡി സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പണിഷ്മെൻറ്റുമായി അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട്. ദെൻ ഷെഡ്യൂൾസ് ടു ദ ആക്ട്. ദ ആക്ട് കണ്ടെയ്ൻ 2 ഷെഡ്യൂൾസ്. നമ്മളെ CA ആക്ട് 2 ഷെഡ്യൂൾസ് ആണെന്ത് പറയുന്നത്. ലിസ്റ്റിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിസ്കണ്ടക്ട്. അപ്പോൾ ഓരോ CAക്കാരും ചെയ്യുന്ന മിസ്കണ്ടക്ട് എന്ന് വെച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് മിസ്കണ്ടക്ട് പറയുന്ന 2 ഷെഡ്യൂൾസാണ് നമുക്ക് CA ആക്ടിലുള്ളത്. ടൈപ്സ് ഓഫ് മിസ്കണ്ടക്റ്റും ആൻഡ് റിലേറ്റഡ് ഡിസിപ്ലിനറി ആക്ഷൻസും. അതേമാതിരി തന്നെ അങ്ങനത്തെ ഒരു മിസ്കണ്ടക്ട് നമ്മൾ ചെയ്താൽ, ഒരു CAക്കാർ ചെയ്താൽ എന്താണ് അതിൻ്റെ ഡിസിപ്ലിനറി ആക്ഷൻ, എന്താണ് നമുക്ക് വരുന്ന ആക്ഷൻ, നമുക്കെതിരെ വരുന്ന ഒരു ആക്ഷൻ എന്നുള്ള ഈ 2 കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് 2 കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതും അത് ചെയ്താൽ എന്ത് ആക്ഷനാണ് നമുക്കെതിരെ വരിക എന്നുള്ള 2 കാര്യങ്ങളും പറയാൻ 2 ഷെഡ്യൂൾസാണ് CA ആക്ടിലുള്ളത്. ഓക്കെ. ദെൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ പ്രാക്ടീസ്. CA whose provide audit, taxation and advisory services must follow professional ethics strictly. അപ്പോൾ എന്ത് ചെയ്യണം? ഓഡിറ്റും ടാക്സേഷനും അതേമാതിരി തന്നെ അഡ്വൈസറി സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു CAക്കാരൻ എന്ത് ചെയ്യണം? അയാൾ പ്രൊഫഷണൽ എത്തിക്സ് എന്തായാലും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ സർവീസ് ആൻഡ് അതർവൈസ് ഓക്യുപ്പൈഡ്. CAs വർക്കിംഗ് ഇൻ എ കമ്പനീസ് ഓർ അതർ റോൾസ് മസ്റ്റ് ഓൾസോ അഡർ ടു എത്തിക്കൽ ഗൈഡൻസ്. അപ്പോൾ എന്താണ്? ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റോൾ എന്നൊരു എംപ്ലോയ്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന CA ആണെങ്കിൽ പോലും അയാൾ പല എത്തിക്കൽ ഗൈഡ് ലൈൻസും ഫോളോ ചെയ്തിരിക്കണം. എൻഷുറിങ് ഫെയർനെസ് ആൻഡ് ഇൻറ്റഗ്രിറ്റി. ദെൻ പ്രൊഫഷണൽ ആൻഡ് അതർ മിസ്കണ്ടക്ട്. മിസ്കണ്ടക്ട് ക്യാൻ ബി പ്രൊഫഷണൽ ഓർ അതർ മിസ്കണ്ടക്ട്. അപ്പോൾ എന്താണ്? ഒന്ന് പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റും അതേമാതിരി തന്നെ അതർ മിസ്കണ്ടക്റ്റും ഉണ്ട്. സോ വയലേറ്റിംഗ് CA റെഗുലേഷൻസ് ആണെങ്കിൽ അത് പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റും. ഇനി ആക്ട് ഹാമിങ് ദ പ്രൊഫഷൻസ് റെപ്യൂട്ടേഷൻ, നമ്മളുടെ പ്രൊഫഷൻ്റെ റെപ്യൂട്ടേഷനെ മോശം രീതിയിൽ ബാധിക്കുന്ന എന്തെങ്കിലും മിസ്കണ്ടക്റ്റ് ആണെങ്കിൽ അതിന് അതർ മിസ്കണ്ടക്റ്റും എന്നുള്ള 2 കാറ്റഗറീസിലാണ് നമ്മൾ എന്ത് ചെയ്തത്? മിസ്കണ്ടക്റ്റിനെ ഡിവൈഡ് ചെയ്തത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മിസ്കണ്ടക്റ്റുകളെ ഈ CA ആക്ട് 2 ഷെഡ്യൂൾസിലായിട്ടാണ് പറഞ്ഞത്. ഫസ്റ്റ് ഷെഡ്യൂളും സെക്കൻഡ് ഷെഡ്യൂളും. സോ അതിൽ ഫസ്റ്റ് ഷെഡ്യൂള് ലിസ്റ്റ് ലെസ് സീരിയസ് ഒഫൻസസ്. അത്ര സീരിയസ് അല്ലാത്ത ഒഫൻസുകളാണെന്ത് ഫസ്റ്റ് ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് പ്രൊഫഷണൽ നെഗ്ലിജൻസ്, ഇംപ്രോപ്പർ അഡ്വർടൈസിങ് ഓർ ഷെയറിങ് ഫീസ് ഇംപ്രോപ്പർലി. അപ്പോൾ അധികം ഒരു ഒഫൻസീവ് അല്ലാത്ത മിസ്കണ്ടക്റ്റുകളാണെന്ത് ഫസ്റ്റ് ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് പ്രൊഫഷണൽ നെഗ്ലിജൻസ്, എന്തെങ്കിലും നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത് അത്ര പ്രോപ്പർ അല്ല, അതേമാതിരി തന്നെ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. സെക്കൻഡ് ഷെഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ ലിസ്റ്റ് സീരിയസ് ഒഫൻസസ്. സീരിയസ് ഒഫൻസുകളാണെന്ത് സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞത്. എന്തൊക്കെയാണ് അതിൽ പറഞ്ഞത്? ഫ്രോഡ്, ഡിസോണസ്റ്റി ആൻഡ് ഗ്രോസ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. ഇതൊക്കെയാണെന്ത് സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞത്. സോ ഫസ്റ്റ് ഷെഡ്യൂൾ അത്ര ഒരു സീരിയസ് അല്ലാത്ത മാറ്റേഴ്സും സെക്കൻഡ് ഷെഡ്യൂൾ വളരെ സീരിയസ് ആയ മാറ്റേഴ്സുമാണ് എന്ത് ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ CA ആക്ടിൽ പറയുന്നത്, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഇൻട്രൊഡക്ഷൻ ടു എത്തിക്സ്. എന്താണ് എത്തിക്സ്? എത്തിക്സ് റിഫേഴ്സ് ടു മോറൽ പ്രിൻസിപ്പിൾസ് ഗൈഡിങ് ബിഹേവിയർ. അപ്പോൾ നമ്മളുടെ ഒരു ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്ന ഒരു മോറൽ പ്രിൻസിപ്പിളാണ് എത്തിക്സ്. ഒരു വ്യക്തി എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അയാൾക്ക്. ഓക്കെ. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് എന്ത് ചിന്തിക്കാം? ഒന്നുകിൽ അയാൾക്ക് ചിന്തിക്കാം, ഓക്കെ, ഈ സ്ഥാപനത്തിനോട് ഞാൻ വലിയൊരു ഹോണസ്റ്റ് ആവേണ്ട കാര്യമില്ല, എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യം മാത്രം നോക്കിയാൽ മതി, എനിക്കിപ്പോൾ അവരെ ഒന്ന്
ഒരു എക്സ്ട്രാ ഒരു പൈസ എവിടെയെങ്കിലും കിട്ടുന്നത് അവരറിയാണ്ട് കിട്ടുന്നൊരു വഴി എനിക്കുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്തിട്ട് എന്താണ് എനിക്ക് എൻ്റെ പേഴ്സണൽ ബെനിഫിറ്റ് മാത്രം നോക്കിയാൽ മതി ചിന്തിക്കുന്ന ഒരാളും ആവാം. അത് അയാളുടെ ഒരു പ്രിൻസിപ്പിളാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു വ്യക്തി 2 വ്യക്തികളുണ്ടെന്ന് വിചാരിക്കുക. ഒരാളാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞ മാതിരി അയാൾ ചിന്തിക്കുകയാണ് അയാൾക്ക് പൈസ ഉണ്ടാക്കിയാൽ മതി, അയാൾക്ക് പൈസയാണ് മെയിൻ, അല്ലാതെ അയാൾക്ക് എന്താണ് ഒരു മോറലൊന്നുമില്ല. സോ അയാൾക്ക് എന്തുണ്ട്, അയാളുടെ പ്രിൻസിപ്പിളാണ്, അയാളുടെ ബിഹേവിയർ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അയാളുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്ന പ്രിൻസിപ്പിളാണിത്. മറ്റൊരാൾക്ക് എന്താണ്, അയാൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം നന്നാവണം, അതിനോട് അയാൾക്കൊരു അവസരം തന്ന സ്ഥാപനമാണത്. സോ അയാൾ എന്ത് ചെയ്യണം, ആ ഒരു എന്താ പറയുക നന്ദി അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ബിഹേവിയറൽ പ്രിൻസിപ്പിളാണത്. പക്ഷേ അയാൾക്ക് എന്തും കൂടി ഉണ്ട്, അയാളുടെ ജസ്റ്റ് പ്രിൻസിപ്പിളല്ല, അയാളുടെ മോറൽ പ്രിൻസിപ്പിളാണത്. ഇയാൾക്ക് ജസ്റ്റ് അയാളുടെ ബിഹേവിയറൽ പ്രിൻസിപ്പിൾ മാത്രമാണ് ഇയാൾക്ക്. പക്ഷേ ഇയാൾക്ക് എന്താണ്, അത് അയാളുടെ ഒരു മോറൽ പ്രിൻസിപ്പിളാണ്, മറ്റൊരാളെ കൂടി കൺസിഡർ ചെയ്തിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ. സോ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, എത്തിക്സ് എന്ന് വിളിക്കുക. സോ ഇതൊക്കെ കീവേഡ്സ് ആണ്, മോറൽ പ്രിൻസിപ്പിൾസ് ഗൈഡിങ് ബിഹേവിയർ, അതാണ് എത്തിക്സ്. സോ അതൊരു മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കഥ പറഞ്ഞത്. പ്രൊഫഷണൽ എത്തിക്സ് ഡിഫൈൻ ദ കണ്ടക്ട് എക്സ്പെക്റ്റഡ് ഫ്രം പ്രൊഫഷണൽ. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണലിനെ, നമ്മളൊരാളെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്, ഒരു വ്യക്തിനെ, ഒരു പ്രൊഫഷണലിനെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുമ്പം അയാളുടെ അടുത്ത് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനാണ് നമ്മൾ എന്ത് പറയുക, പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയാം. സോ പ്രൊഫഷണൽ എത്തിക്സ് ഡിഫൈൻസ് ദ കണ്ടക്ട് എക്സ്പെക്റ്റഡ് ഫ്രം പ്രൊഫഷണൽസ്. എത്തിക്സ് ഇസ് ദ മോറൽ പ്രിൻസിപ്പിൾ. എത്തിക്സ് എന്ന് വെച്ചാൽ മോറൽ പ്രിൻസിപ്പിളാണ്, സാധാ പ്രിൻസിപ്പിളല്ല, മോറൽ പ്രിൻസിപ്പിളാണ് എത്തിക്സ്. ദാറ്റ് ഗവേൺസ് എ പേഴ്സൺസ് ബിഹേവിയർ ഓർ ഹൗ എൻ ആക്ടിവിറ്റി ഈസ് കണ്ടക്റ്റഡ്. ഇത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ്. എത്തിക്സ് ഇസ് ദ മോറൽ പ്രിൻസിപ്പിൾ ദാറ്റ് ഗവേൺസ് എ പേഴ്സൺസ് ബിഹേവിയർ ഓർ ഹൗ എൻ ആക്ടിവിറ്റി ഈസ് കണ്ടക്റ്റഡ്. Professional ethics ensure that chartered accountants act responsibly towards the public, shareholders, government and other stakeholders. അപ്പോൾ പ്രൊഫഷണൽ എത്തിക്സ് എന്താ എൻഷുർ എന്ന് വെച്ചാൽ CA ആക്ട് എന്താണ്, പബ്ലിക്കിനോടും ഷെയർ ഹോൾഡേഴ്സിനോടും ഗവൺമെൻറ്റിനോടും അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും എന്താണ് റെസ്പോൺസിബിളാണ് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാനാണ് നമ്മൾ CAയിൽ പ്രൊഫഷണൽ എത്തിക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് നോക്കുന്ന മറ്റ് ടോപ്പിക്കുകളാണെന്ത്, വൈ കോഡ് ഓഫ് എത്തിക്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് കോഡ് ഓഫ് എത്തിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ദ ക്രെഡിബിലിറ്റി ഓഫ് CA പ്രൊഫഷൻ ഈസ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ്. അപ്പോൾ ഒരു CA പ്രൊഫഷൻ എന്താണ്, ട്രസ്റ്റാണ്. കാരണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റിപ്പോർട്ട്, നമ്മൾ കൊടുക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഏത് റിപ്പോർട്ടും ആയിക്കോട്ടെ, വാട്ട് എവർ റിപ്പോർട്ട്, റിവ്യൂ റിപ്പോർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് അഷുറൻസ് റിപ്പോർട്ട് ആയിക്കോട്ടെ, ഏത് റിപ്പോർട്ടാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടിനെ മറ്റൊരാൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ ട്രസ്റ്റിൻ്റെ ബേസിലാണ് എന്തുള്ളത്, CA പ്രൊഫഷൻ ഉള്ളത്. എത്തിക്സ് എൻഷുർ ദാറ്റ് മെമ്പേഴ്സ് മെയിൻറ്റെയിൻ ഇൻറ്റഗ്രിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇൻറ്റഗ്രിറ്റിയും ഇൻഡിപെൻഡൻസും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യമാണ് എത്തിക്സ് എൻഷുർ ചെയ്യുന്നത്. എത്തിക്സ് ഹാവ് എക്സിസ്റ്റഡ് സിൻസ് ഏൻഷ്യൻ ടൈംസ് ആസ് റൂൾസ് ഓഫ് അക്സെപ്റ്റബിൾ ബിഹേവിയർ. അപ്പോൾ ഏൻഷ്യൻ ടൈംസ് മുതൽ എന്തുണ്ട്, എത്തിക്സ് ഉണ്ട്. ദ CA പ്രൊഫഷൻ റിലൈസ് ഓൺ ക്രെഡിബിലിറ്റി വിച്ച് ഈസ് ബിൽഡ് ത്രൂ എത്തിക്കൽ ബിഹേവിയർ. അപ്പോൾ ഒരു ക്രെഡിബിലിറ്റീൻ്റെ ബേസിലാണ് CA പ്രൊഫഷൻ ഉള്ളത്. അത് നമ്മളെങ്ങനെയാണ്, ഒരു എത്തിക്കൽ ബിഹേവിയർ നമ്മൾ ചെയ്തിട്ടാണ് മറ്റുള്ളവർക്ക് നമ്മളൊരു വിശ്വാസം വരിക. നമ്മൾ വളരെ ഒരു ഫ്രോഡായ രീതിയിൽ നമ്മളൊരു ഓഡിറ്റ് വർക്ക് ചെയ്തിട്ട് അവസാനം നമ്മൾ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മളെ റിപ്പോർട്ട് അവർ വിശ്വസിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ ബിഹേവിയർ എത്തിക്കലാണെങ്കിൽ മാത്രമേ നമ്മളുടെ റിപ്പോർട്ടിൽ അവർ എന്ത് ചെയ്യുള്ളൂ, റിലൈ ചെയ്യുള്ളൂ. ഇൻഡിപെൻഡൻസ് ഈസ് എ കീ പ്രിൻസിപ്പിൾ. ഇൻഡിപെൻഡൻസ് എന്താണ്, കീ പ്രിൻസിപ്പിളാണ്. കാരണം നമ്മൾ ആരെ വർക്കാണോ ചെയ്യുന്നത് അവരെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഓഡിറ്റർ മസ്റ്റ് റിമെയിൻ അൺബയസ്ഡ്. ഓഡിറ്റർ എന്താണ്, ബയസ്ഡ് ആവാൻ പാടില്ല. ഓഡിറ്റർ എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ദ കോഡ് ഓഫ് എത്തിക്സ് ഹെൽപ്സ് പ്രൊട്ടക്ട് ദ റെപ്യൂട്ടേഷൻ ഓഫ് CA ചാർട്ടേഡ് അക്കൗണ്ട്. അപ്പോൾ എന്താണ്, CA ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ റെപ്യൂട്ടേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണെന്ത്, കോഡ് ഓഫ് എത്തിക്സ്. നമ്മൾ ആ കോഡ് ഓഫ് എത്തിക്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റെപ്യൂട്ടേഷൻ എപ്പോഴും അത് അവിടെ മെയിൻറ്റെയിൻ ആവും. സോ ICA's മോട്ടോ യ ഈശ സുപ്തേഷു ജാഗ്രതി. അതാണ് എന്ത്, ICAൻ്റെ മോട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു മോട്ടോ പറയുന്നത്, നമുക്കറിയാം ഇത് സംസ്കൃതമാണെന്നറിയാം. സോ അതിൻ്റെ മീനിങ് എന്താണ്? ICA's മോട്ടോസ് ടേക്കൺ ഫ്രം കഥോപനിഷത്ത്. അതൊരു ഉപനിഷത്താണ്. നമ്മളുടെ ഹിന്ദു ഗ്രന്ഥങ്ങളിലെ ഉപനിഷത്തിലെ അതിൽ നിന്നും എടുത്തിട്ടുള്ളൊരു മോട്ടോ ആണെന്ത്, ICAൻ്റെത്. സോ അതെന്താ പറഞ്ഞു വെച്ചാൽ മീൻസ് ഇറ്റേണൽ വിജിലൻസ്, സ്റ്റേയിങ് അവേക്ക് വെൻ അതേഴ്സ് ആർ സ്ലീപ്പ്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു അറിവുള്ളൊരു വ്യക്തി
അറിവുള്ളൊരു വ്യക്തി എന്ത് ചെയ്യും, അയാൾ എപ്പോഴും ഉണർന്നുകൊണ്ടിരിക്കും. വൈൽ മറ്റ് വ്യക്തികൾ അത് ഇഗ്നോർ ചെയ്യുന്ന അറിവില്ലാത്തൊരു വ്യക്തി എന്താണ്, അയാൾ ഉറങ്ങുന്ന സമയത്ത് എപ്പോഴും അറിവുള്ളൊരു വ്യക്തി ഉണർന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇതിൻ്റെ മെയിൻ ആൾക്കാരെന്ന് വെച്ചാൽ അതിൻ്റെ ഓണേഴ്സാണ്. ഈ ഓണേഴ്സിന് എന്തേ ചെയ്യാറിയുള്ളൂ, അവർക്ക് ബിസിനസ്സേ ചെയ്യാനറിയുള്ളൂ. അവർക്ക് ചെയ്യാറുള്ള കാര്യം ബിസിനസ്സാണ്. അവർക്ക് എന്താണ്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റൂൾസോ റെഗുലേഷൻസോ അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ല. സോ അവർ അതിനെക്കുറിച്ചിട്ട് അറിവില്ലാത്ത വ്യക്തികളാണ്. സോ അവരതിനെക്കുറിച്ച് ബോധമല്ലാത്ത സമയത്ത് അതിനെക്കുറിച്ചിട്ട് അറിവുള്ള CAക്കാരാണ് എന്ത് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് കൂടുതൽ വിജിലൻ്റ് ആവുന്നത്. സോ അതാണ് ഈ ഒരു മോട്ടോ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അറിവില്ലാത്ത വ്യക്തികൾ ഉറങ്ങുന്ന സമയത്ത് അറിവുള്ള വ്യക്തികൾ എന്താണ് ഉണർന്നിരിക്കുന്നത്, അതിനെക്കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ. Then public interest responsibility of chartered accountants. CA must act in the public interest. ഇപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റിൽ വേണം CA ആക്ട് ചെയ്യാൻ. എന്ന് വെച്ചാൽ നമ്മുടെ ഓഡിറ്റ് ചെയ്യുന്ന ഫേമിന് ഇൻട്രസ്റ്റ് ആവരുത്. ഇപ്പോൾ അവിടെ തെറ്റാണെങ്കിൽ നമ്മൾ തെറ്റ് തന്നെ പറയണം, കാരണം മറ്റൊരാൾക്കത് അതിനെക്കൊണ്ടൊരു ഹാം വരരുത്. എൻഷുറിങ് ട്രാൻസ്പെറൻസി ആൻഡ് ട്രസ്റ്റ് ഇൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. ദെൻ കോഡ് ഓഫ് എത്തിക്സ് ആസ് പ്രൊട്ടക്റ്റീവ് ഷീൽഡ്. കോഡ് ഓഫ് എത്തിക്സ് ആക്ട് ആസ് എ ഷീൽഡ്. അതൊരു ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സേഫ് ഗാർഡിങ് ദ ഇൻറ്റഗ്രിറ്റി ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് CA. അപ്പോൾ CAൻ്റെ എന്താണ് ഇൻറ്റഗ്രിറ്റിയും റെപ്യൂട്ടേഷനും അത് എന്ത് ചെയ്യുന്നുണ്ട്, സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ട്. എൻഷുറിങ് ദേ കമൻറ്റ് റെസ്പെക്ട്. ദെൻ ഓവർവ്യൂ ഓഫ് കോഡ് ഓഫ് എത്തിക്സ്. അപ്പോൾ കോഡ് ഓഫ് എത്തിക്സിനെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും മനസ്സിലാക്കാൻ പോവാണ്. ഓക്കെ. സോ ഫസ്റ്റ് റിവൈസ്ഡ് കോഡ് ഓഫ് എത്തിക്സ് സ്ട്രക്ചർ. The revised code of ethics consists of different parts that outlines the ethical guidelines for CA. അപ്പോൾ CA ഫോളോ ചെയ്യേണ്ട ഗൈഡ് എന്താണ്, അതിൻ്റെ ഓരോ ഡിഫറെൻറ്റ് പാർട്ടാക്കുക, അതിനെ ഓരോ ഭാഗങ്ങളാക്കുക. അപ്പോൾ നമ്മൾ 2 ഷെഡ്യൂൾ അത് പറഞ്ഞു, ഷെഡ്യൂൾ 1 and 2 നമ്മൾ പറഞ്ഞു. അതിനെ പിന്നെ നമ്മൾ എന്താണ് ഓരോ ഭാഗങ്ങളാക്കുക. സോ അതാണ് ദ റിവൈസ്ഡ് കോഡ് ഓഫ് എത്തിക്സ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ദാറ്റ് ഔട്ട്ലൈൻസ് എത്തിക്കൽ ഗൈഡ്ലൈൻസ് ഫോർ CAs. സോ അതിൽ എന്താണ് പാർട്ട് 1, ഫസ്റ്റ് പാർട്ട് എന്താണ്, കംപ്ലൈയിങ് വിത്ത് കോഡ്, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. ദിസ് പാർട്ട് അപ്ലൈസ് ടു ഓൾ പ്രൊഫഷണൽ അക്കൗണ്ട്സ്. അപ്പോൾ ഈ ഒരു പാർട്ട് എന്താണെന്ന് വെച്ചാൽ കംപ്ലൈയിങ് വിത്ത് കോഡ്, നമ്മൾ എന്താണ് കോഡ് അനുസരിക്കണം, അതേമാതിരി തന്നെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ അനുസരിക്കണം, കോൺസെപ്ച്വൽ ഫ്രെയിംവർക്കും അനുസരിക്കണം. ഈ ഒരു ഭാഗം എന്താണ് എല്ലാ പ്രൊഫഷണൽസിനും ബാധകമാണ്, അപ്ലൈ ആവുന്നൊരു പാർട്ടാണിത്. ആൻഡ് കവേഴ്സ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫ്രെയിംവർക്ക് ഫോർ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് നമ്മൾ എന്താണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളും ഫ്രെയിംവർക്കും നമ്മൾ കവർ ചെയ്യണം. സോ ഇതെന്താണ് എല്ലാ പ്രൊഫഷണൽസിനും അപ്ലൈ ആവുന്ന പാർട്ടാണ് പാർട്ട് 1. ദെൻ പാർട്ട് 2, പ്രൊഫഷണൽ അക്കൗണ്ടൻസ് ഇൻ സർവീസ്. ഇതെന്ന് വെച്ചാൽ ദിസ് അപ്ലൈസ് ടു അക്കൗണ്ടൻസ് വർക്കിംഗ് ഇൻ ഓർഗനൈസേഷൻ വേർ ഇൻ എക്സിക്യൂട്ടീവ് ഓർ നോൺ എക്സിക്യൂട്ടീവ് റോൾ. അപ്പോൾ എക്സിക്യൂട്ടീവ് റോളിലോ അല്ലെങ്കിൽ നോൺ എക്സിക്യൂട്ടീവ് റോളിലോ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു അക്കൗണ്ടൻസിന് അവർ ഫോളോ ചെയ്യേണ്ട എത്തിക്കൽ കണ്ടക്റ്റാണെന്ന് പാർട്ട് 2 പറഞ്ഞത്. ഇൻക്ലൂഡിങ് അക്കൗണ്ടിങ് വർക്കിംഗ് ഇൻ കൊമേഴ്സ്, ഇൻഡസ്ട്രി ഓർ സർവീസ് സെക്ടർ, കവേഴ്സ് അക്കൗണ്ടൻസ് ഇൻ പബ്ലിക് സെക്ടർ റോൾ. പബ്ലിക് സെക്ടറിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്. ദെൻ ഇൻക്ലൂഡ് ദോസ് ഇൻ എഡ്യൂക്കേഷൻ, റെഗുലേറ്ററി ബോഡീസ് ഓർ നോൺ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ CA ക്വാളിഫൈ ചെയ്തിട്ട് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം, നമ്മൾ ആൾക്കാരെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ്സ് ദോസ് ഇൻ അവർക്ക് ബാധകമാവുന്ന പാർട്ടാണ് പാർട്ട് 2. ദെൻ ഓൾസോ അപ്ലൈസ് ടു അക്കൗണ്ടൻസ് വർക്കിംഗ് ഇൻ പബ്ലിക് പ്രാക്ടീസ് ആസ് എംപ്ലോയി ഓഫ് എ ഫേം. മറ്റൊരു ഫേമിൻ്റെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ. സോ അവർക്കൊക്കെ അപ്ലിക്കബിൾ ആവുന്ന ഒരു പാർട്ടാണ് പാർട്ട് 2. ഓക്കെ. പാർട്ട് 1 എല്ലാവർക്കും അപ്ലിക്കബിൾ ആവും, പാർട്ട് 2 ഇവർക്ക് മാത്രം, എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മറ്റ് പ്രൊഫഷൻ, നമ്മൾ ഓഡിറ്റ് അല്ലാതെ മറ്റ് പ്രൊഫഷനിൽ ചെയ്യുന്ന ആൾക്കാർ. ദെൻ പാർട്ട് 3 എന്ന് വെച്ചാൽ പ്രൊഫഷണൽ അക്കൗണ്ടൻസ് ഇൻ പബ്ലിക് പ്രാക്ടീസ്. ദിസ് പാർട്ട് പ്രൊവൈഡ്സ് എത്തിക്കൽ ഗൈഡ്ലൈൻസ് ഫോർ അക്കൗണ്ടൻസ് ഓഫറിംഗ് പ്രൊഫഷണൽ സർവീസ് ടു ക്ലയൻറ്റ്സ്. അപ്പോൾ
ഓഡിറ്റ് നമ്മൾ പ്രൊഫഷനായിട്ട് എടുത്തു, നമ്മൾ COP എടുത്തിട്ട് നമ്മുടെ ക്ലയൻസിന് നമ്മൾ ഓഡിറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൺസൾട്ടിങ് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ആൾക്കാർക്ക് മാത്രം അപ്ലൈ ആവുന്ന പാർട്ടാണ് പാർട്ട് 3. സോ നമ്മൾ ഫസ്റ്റ് എല്ലാവർക്കും, പാർട്ട് 1 എന്ന് വെച്ചാൽ എല്ലാവർക്കും അപ്ലിക്കബിൾ ആവും. പാർട്ട് 2 എന്ന് വെച്ചാൽ എംപ്ലോയ്മെൻറ്റ് ചൂസ് ചെയ്ത ആൾക്കാർക്ക്. ഞാനത് ജസ്റ്റ് ഒരു ജനറലായിട്ട് പറയുകയാണ്. എംപ്ലോയ്മെൻറ്റ് മാത്രമല്ല, നമ്മൾ കുറേ കാറ്റഗറീസ് കണ്ടല്ലോ അവിടെ. പഠിപ്പിക്കുന്ന ആൾക്കാർ, അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട്. ദെൻ പാർട്ട് 3 ആണെങ്കിൽ വരിക, അത് പ്രൊഫഷൻ ചൂസ് ചെയ്ത ആൾക്കാർക്ക്. ദെൻ ഇൻഡിപെൻഡൻറ്റ് സ്ട്രക്ചർ സ്റ്റാൻഡേർഡ്സ്. പ്രൊഫഷണൽ അക്കൗണ്ടൻസ് മസ്റ്റ് മെയിൻറ്റെയിൻ ഇൻഡിപെൻഡൻസ് വൈൽ ഓഫറിങ് അഷ്വറൻസ് സർവീസസ്. അപ്പോൾ നമ്മളൊരു അഷ്വറൻസ് സർവീസ് ഓഫർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് നമുക്കറിയാതെ. ദിസ് ഈസ് ഡിവൈഡ് ഇൻ ടു 2 പാർട്സ്. ഇത് 2 പാർട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ പാർട്ട് എന്ന് വെച്ചാൽ പാർട്ട് 4A എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസ് ഫോർ ഓഡിറ്റ് ആൻഡ് റിവ്യൂ എൻഗേജ്മെൻറ്റ്. ഓഡിറ്റിൻ്റെയും റിവ്യൂ എൻഗേജ്മെൻറ്റിൻ്റെയും സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ അപ്ലൈസ് ടു ഓഡിറ്റേഴ്സ് ആൻഡ് അക്കൗണ്ടൻസ് കണ്ടക്ടിങ് ഓഡിറ്റ് ആൻഡ് റിവ്യൂ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഓഡിറ്റേഴ്സിനും ഓഡിറ്റ് അല്ലെങ്കിൽ റിവ്യൂ എൻഗേജ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന അക്കൗണ്ടൻസിനുമാണ് ഇത് അപ്ലൈ ആവുക, ഈ ഒരു പാർട്ട് 4A. ഇഫ് എ CA, അപ്പോൾ ഇൻഡിപെൻഡൻസ് സ്റ്റാൻഡേർഡ് വെച്ചാൽ പാർട്ട് 4 ആട്ടോ. ഇഫ് എ CA ഓഡിറ്റ് എ കമ്പനി, ദേ മസ്റ്റ് നോട്ട് ഹാവ് എനി പേഴ്സണൽ ഓർ ഫിനാൻഷ്യൽ കണക്ഷൻ വിത്ത് ഇറ്റ്. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. CA ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു പേഴ്സണലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കണക്ഷനോ ആ ഒരു കമ്പനിയായിട്ട് പാടില്ല. അതൊക്കെ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ച ടോപ്പിക്കുകളാണ് അതൊക്കെ. ദെൻ പാർട്ട് 4B. പാർട്ട് 4B എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസ് ഫോർ അഷ്വറൻസ് എൻഗേജ്മെൻറ്റ് അതർ ദാൻ ഓഡിറ്റ് ആൻഡ് റിവ്യൂ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഓഡിറ്റോ അല്ലെങ്കിൽ റിവ്യൂ എൻഗേജ്മെൻറ്റോ അല്ലാത്ത മറ്റൊരു അഷ്വറൻസ് എൻഗേജ്മെൻറ്റിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്ന് പറയുന്ന പാർട്ടാണ് പാർട്ട് 4B. പാർട്ട് 4A ഓക്കെ, നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. പാർട്ട് 1 എന്ന് വെച്ചാൽ എല്ലാവർക്കുമാണ്. പാർട്ട് 2 എന്ന് വെച്ചാൽ ആർക്കാണ്? എംപ്ലോയീസിനാണ്. പാർട്ട് 3 എന്ന് വെച്ചാൽ ആർക്കാണ്? COP എടുത്ത ആൾക്കാർക്കാണ്. ദെൻ പാർട്ട് 4 എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞത്? ഇൻഡിപെൻഡൻസ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇൻഡിപെൻഡൻസ് ആണ് പറഞ്ഞത്. അതിൽ നമ്മളിപ്പോൾ ഇതുവരെ നമ്മൾ എന്താക്കി? 2 ഭാഗങ്ങളാക്കി. ഒന്ന് 4Aയും ഒന്ന് 4Bയും ആക്കി. ഓക്കെ, 4A ആർക്കാണ്? 4A എന്ന് വെച്ചാൽ ഓഡിറ്റ് ആൻഡ് റിവ്യൂ എൻഗേജ്മെൻറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള അഷ്വറൻസ് എൻഗേജ്മെൻറ്റ്. ഓഡിറ്റും റിവ്യൂ അഷ്വറൻസ് എൻഗേജ്മെൻ്റ് ആണ്. സോ അങ്ങനെയുള്ള അഷ്വറൻസ് എൻഗേജ്മെൻറ്റിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഇൻഡിപെൻഡൻസ് ആണ് 4A പറയുന്നത്. 4B പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ റിവ്യൂ അല്ലെങ്കിൽ ഓഡിറ്റോ അല്ലാത്ത മറ്റേതെങ്കിലും അഷ്വറൻസ് എൻഗേജ്മെൻറ്റ്, ഇത് രണ്ടും അല്ലാത്ത ഓഡിറ്റ് അല്ലെങ്കിൽ റിവ്യൂ അല്ലാത്ത മറ്റേതെങ്കിലും അഷ്വറൻസ് എൻഗേജ്മെൻറ്റിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഇൻഡിപെൻഡൻസിനെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത്? പാർട്ട് 4B പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതുവരെ നമ്മൾ പാർട്ടുകൾ പഠിച്ചതിൽ ഞാൻ സമ്മറൈസ് ചെയ്തതാണ്. സോ അപ്ലൈസ് ടു അക്കൗണ്ടൻസ് കണ്ടക്ടിങ് അഷ്വറൻസ് സർവീസസ് ദാറ്റ് ആർ നോട്ട് ഓഡിറ്റ് ഓർ റിവ്യൂ റിലേറ്റഡ്. ഓക്കെ, സോ ഇഫ് എൻ ഓഡിറ്റ് പ്രൊവൈഡ്സ് അഷ്വറൻസ് ഓഫ് എ കമ്പനീസ് ഇന്റേണൽ കൺട്രോൾ ദേ മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ്. അതിൻ്റെ എക്സാമ്പിൾ കേട്ടോ. Then glossary contains definition of key terms and abbreviations used in code of ethics. അപ്പോൾ ഗ്ലോസറി എന്ന് വെച്ചാൽ അതിലെന്താ ഉണ്ടാവുക? കീ ടേംസ് ഉണ്ടാവും, അതേമാതിരി തന്നെ അബ്രിവിയേഷൻസും. കോഡ് ഓഫ് എത്തിക്സിൽ യൂസ് ചെയ്യുന്ന അബ്രിവിയേഷൻസ് ഒക്കെ ഗ്ലോസറിയിൽ ഉണ്ടാവുക. ദ ടേം ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ഇസ് ഡിഫൈൻഡ് ടു കവർ ബോത്ത് ഓഡിറ്റ് ആൻഡ് റിവ്യൂ സർവീസസ്. അപ്പോൾ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്താണ്? അതിൽ ഓഡിറ്റും റിവ്യൂ സർവീസും വരുന്നുണ്ട്. സോ അതാണ് റിവൈസ്ഡ് കോഡ് ഓഫ് എത്തിക്സ് സ്ട്രക്ചർ. അപ്പോൾ ഓരോ 4 പാർട്ടുകളാക്കിയിട്ട് കോഡ് ഓഫ് എത്തിക്സിനെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആ 4 പാർട്ടും നോക്കി. ദെൻ സ്ട്രക്ചർ ഓഫ് ദ കോഡ് ഓഫ് എത്തിക്സ്. ദ കോഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സെക്ഷൻസ്. ഓരോ കോഡും ഓരോ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് അഡ്രസ് സ്പെസിഫിക് എത്തിക്കൽ ടോപ്പിക്. ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള എത്തിക്കൽ ടോപ്പിക്സ് ആണ് ഓരോ സെക്ഷനും ഡീൽ ചെയ്യുന്നത്. ഈച്ച് വിത്ത് എ സ്ട്രക്ചേർഡ് ഫോർമാറ്റ്. ഓരോ സ്ട്രക്ചേർഡ് ഫോർമാറ്റ് ആയിട്ട്.
സോ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഫസ്റ്റ് സ്ട്രക്ചറാണത് ഇൻട്രൊഡക്ഷൻ എക്സ്പ്ലെയിൻസ് ദ സബ്ജക്റ്റ് മാറ്റർ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, നമ്മൾ പറഞ്ഞു ഈ ഒരു കോഡ്, ഓരോ കോഡ് ഓഫ് എത്തിക്സും എന്താണ് ആ ഓരോ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ കോഡ് ഓഫ് എത്തിക്സും ഓരോ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതെന്താണ് ഓരോ സ്പെസിഫിക് എത്തിക്കൽ ടോപ്പിക്സ് ആണ് അഡ്രസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഈച്ച് വിത്ത് എ സ്ട്രക്ചേർഡ് ഫോർമാറ്റ്. ഓരോ സെക്ഷനും ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലാണ് ഉണ്ടാവുക. ആ സ്ട്രക്ചേർഡ് ഫോർമാറ്റാണ് ഇവിടെ പറഞ്ഞത്. ഫസ്റ്റ് അതിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ദെൻ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും, ദെൻ അപ്ലിക്കബിൾ മെറ്റീരിയൽ ഉണ്ടാവും. സോ അതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണെന്ത് പറഞ്ഞത്, എക്സ്പ്ലെയിൻ ദ സബ്ജക്റ്റ് മാറ്റർ. നമ്മൾ ഏത് സബ്ജക്റ്റ് മാറ്റർ, ഏത് സ്പെസിഫിക് മാറ്ററിലാണോ നമ്മൾ കോഡ് ഓഫ് എത്തിക്സ് ഫോളോ ചെയ്യേണ്ടത്, ആ സബ്ജക്റ്റ് മാറ്ററാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻട്രൊഡ്യൂസസ് കീ റിക്വയർമെൻറ്റ് ആൻഡ് പ്രൊവൈഡ്സ് ഡെഫിനിഷൻസ് ഫോർ ക്ലാരിറ്റി. ബിഫോർ ഡിസ്കസിങ് ഇൻഡിപെൻഡൻസ്, അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ദ ഇൻട്രൊഡക്ഷൻ ഡിഫൈൻസ് ദ വാട്ട് ഇൻഡിപെൻഡൻസ് മീൻസ് ഇൻ ഓഡിറ്റിംഗ്. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസ് നമ്മൾ പാർട്ട് 4 ആണ് ഡീൽ ചെയ്യുന്നതെന്ന് വെക്കുക. പാർട്ട് 4 ആണെങ്കിൽ ഇൻഡിപെൻഡൻസ് ആണ് അവിടെ ടോപ്പിക്ക്. സോ ആ ടോപ്പിക്കിന് നമ്മളൊരു സ്പെസിഫിക് സെക്ഷൻ ആക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഫസ്റ്റ് ആ ഒരു സെക്ഷനിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. അതിൽ ഫസ്റ്റ് എന്ത് ചെയ്യും, ഇൻഡിപെൻഡൻസ് എന്താണെന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഒരു മീനിങ്ങും ഓഡിറ്റിൽ എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുക. അടുത്ത ടോപ്പിക്ക് എന്ന് വെച്ചാൽ അടുത്ത ആ സ്ട്രക്ചറിലേക്ക് പോവുക. സോ സ്ട്രക്ചറിലെ ഫസ്റ്റ് കാര്യമാണ് ഇൻട്രൊഡക്ഷൻ. ദെൻ നെക്സ്റ്റ് റിക്വയർമെൻറ്റ്സ്. ലിസ്റ്റ് ജനറൽ ആൻഡ് സ്പെസിഫിക് ഒബ്ലിഗേഷൻ ദാറ്റ് പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് മസ്റ്റ് ഫോളോ. അപ്പോൾ ആ ഒരു ടോപ്പിക്ക്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു ഇൻഡിപെൻഡൻസ് ആണ് നമ്മൾ പറഞ്ഞത്, നേരത്തെ നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞത്. സോ ആ ഒരു എക്സാമ്പിളിൽ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് ഇൻഡിപെൻഡൻസിൽ എന്താണ് ഫോളോ ചെയ്യേണ്ടത്, എന്താണ് റിക്വയർമെൻറ്റ്, അയാളുടെ ജനറലായിട്ടും അതേമാതിരി തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ലിഗേഷൻ എന്താണ്. ജനറൽ മീൻസ് അയാൾ മൊത്തത്തിൽ ചെയ്യേണ്ട കാര്യം എന്താണ് ഇൻഡിപെൻഡൻസിൽ, അതേമാതിരി തന്നെ ആ ഒരു സ്പെസിഫിക് എൻഗേജ്മെൻറ്റിൽ അയാൾ ഫോളോ ചെയ്യേണ്ട ഒബ്ലിഗേഷൻ എന്താണ് എന്നുള്ള കാര്യം പറയുന്നതാണ് റിക്വയർമെൻറ്റ്. ഓക്കെ, സോ അതിൻ്റെ എക്സാമ്പിളാണ് ഓഡിറ്റർ മസ്റ്റ് നോട്ട് അക്സെപ്റ്റ് ഗിഫ്റ്റ് ഫ്രം ക്ലയൻറ്റ്സ് ടു മെയിൻറ്റെയിൻ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒബ്ലിഗേഷനാണ്. നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു എൻഗേജ്മെൻറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു കോഡ് ഓഫ് എത്തിക്സ് വി ഷുഡ് നോട്ട് അക്സെപ്റ്റ് എനി ഗിഫ്റ്റ് ഫ്രം അവർ ക്ലയൻറ്റ്. ഓക്കെ, ദെൻ application material provides additional explanation, examples and illustration to help understand and apply the code. അപ്പോൾ എന്താണ് അഡീഷണൽ മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുത്തു. നമ്മുടെ സ്ട്രക്ചറിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്താണ് ആ ടോപ്പിക്ക്, എന്ത് മാറ്ററിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കോഡ് ഓഫ് എത്തിക്സ് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അടുത്തത് റിക്വയർമെൻറ്റ് കൊടുത്തു, എന്താണ് ഓഡിറ്ററിൻ്റെ ഒബ്ലിഗേഷൻ ഉള്ളതെന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി ഇവിടെ അപ്ലിക്കബിൾ മെറ്റീരിയൽ കൊടുക്കുന്നതാണ് അഡീഷണൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷന്, എക്സാമ്പിൾസ്, ഇല്ലസ്ട്രേഷൻ ടു ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്ലൈ ദ കോഡ് ഓഫ്. നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും അതേമാതിരി തന്നെ കോഡ് ഓഫ് എത്തിക്സ് കോഡ് അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് തരുന്ന ഒരു അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് അപ്ലിക്കബിൾ മെറ്റീരിയൽ. സോ അതിൻ്റെ എക്സാമ്പിളാണിത്. ഇഫ് എ CA ഈസ് അൺഷ്യൂർ വെദർ എ ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് എഫക്റ്റ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഒരു ക്ലയൻറ്റുമായുള്ള റിലേഷൻഷിപ്പ് എന്താണ് ഇൻഡിപെൻഡൻസ് ആയിപ്പോയോ അല്ലേ എന്നുള്ള കാര്യത്തിൽ ഒരു CA കാരനൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ദ അപ്ലിക്കബിൾ മെറ്റീരിയൽ പ്രൊവൈഡ്സ് ഗൈഡൻസ് ഓൺ ഇവാലുവേറ്റിംഗ് എ റിസ്ക്. ഓക്കെ, അപ്പോൾ നമ്മളും മറ്റേ ആളും തമ്മിലൊരു റിലേഷൻ, ആ ഒരു ക്ലയൻറ്റ് റിലേഷൻഷിപ്പിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അപ്ലിക്കബിൾ മെറ്റീരിയൽ നോക്കിയിട്ട് അതിൻ്റെ കൂടുതൽ ഗൈഡ് ലൈൻസ്, കൂടുതൽ ഇൻഫർമേഷൻസും എക്സ്പ്ലനേഷൻസും നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ക്ലിയർ ആക്കാം. ദെൻ കംപ്ലയൻസ് വിത്ത് കോഡ്. ഓൾ പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ്സ് മസ്റ്റ് ഫോളോ കോഡ് ഓഫ് എത്തിക്സ്. അപ്പോൾ എല്ലാ പ്രൊഫഷണൽ അക്കൗണ്ട്സ് എന്ത് ചെയ്യണം, കോഡ് ഓഫ് എത്തിക്സ് ഫോളോ ചെയ്തിരിക്കണം. ഹവർ ഇൻ കേസസ് വെർ ലോസ് ഓർ റെഗുലേഷൻസ് കോൺഫ്ലിക്റ്റ് വിത്ത് കോഡ്. അപ്പോൾ കോഡുമായിട്ട് നിയമത്തിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടെന്ന് വെച്ചാൽ നിയമം പറയുന്നത് വേറെ, കോഡ് ഓഫ് എത്തിക്സ് പറയുന്നത് വേറെ ആണെങ്കിൽ ദ ലീഗൽ പ്രൊവിഷൻസ് ടേക്ക് പ്രയോറിറ്റി. അപ്പോൾ എന്താണ്, ലീഗൽ പ്രൊവിഷൻസിനാണ് പ്രയോറിറ്റി ഉണ്ടാവുക. ദ അക്കൗണ്ടൻറ്റ് മസ്റ്റ് സ്റ്റിൽ കംപ്ലൈ വിത്ത് ഓൾ അതർ പാർട്സ് ഓഫ് ദ കോഡ്. പക്ഷേ അപ്പോഴും എന്ത് ചെയ്യണം, ആ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള ഭാഗം ഒഴികെ കോഡ് ഓഫ് എത്തിക്സിലെ ബാക്കി എല്ലാ ഭാഗങ്ങളും ഓൾ അതർ പാർട്സ് എന്ത് ചെയ്യണം, ഒരു അക്കൗണ്ടൻറ്റ് കംപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, ഇഫ് ഗവൺമെൻറ് റെഗുലേഷൻസ് അലൗ എ സ്പെസിഫിക് ബിസിനസ് റിലേഷൻഷിപ്പ് ദാറ്റ്, ഒരു ഗവൺമെൻറ് റെഗുലേഷൻ എന്താണ്, ഒരു സ്പെസിഫിക് ബിസിനസ് റിലേഷൻഷിപ്പ് അലൗ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ദ കോഡ് റെസ്ട്രിക്റ്റ്. പക്ഷേ കോഡ് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദ CA ഫോളോ ദ ലോ ബട്ട് റിമെയിൻസ് എത്തിക്കൽ ഇൻ അതർ ഏരിയാസ്.
ഇതൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് റെഗുലേഷൻ പറയുകയാണ്, നിങ്ങളും ബിസിനസ്സും നിങ്ങളുടെ ക്ലയൻറ്റും തമ്മിൽ ഇങ്ങനത്തെ ഒരു സ്പെസിഫിക് ബിസിനസ് റിലേഷൻഷിപ്പ് ആവാം എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ കോഡ് എന്താണ്, അത് സമ്മതിക്കുന്നില്ല. കോഡ് അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ഫോളോ ചെയ്താൽ മതി? നമുക്ക് ആ ഗവൺമെൻറ് റെഗുലേഷൻ അല്ലെങ്കിൽ നിയമം ഫോളോ ചെയ്താൽ മതി. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ആ നിയമം ഫോളോ ചെയ്തു എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ കോഡ് ഓഫ് എത്തിക്സിലെ ബാക്കി കാര്യങ്ങൾ ഫോളോ ചെയ്യാതെ ഇരിക്കരുത്. Then fundamental principles. Professional accountants must follow fundamental principles to maintain integrity, trust, professionalism in their work. അപ്പോൾ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്തിരിക്കണം? ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിരിക്കണം. എന്തൊക്കെയാണത്? ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി, പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ഈ 4 കാര്യങ്ങളാണെന്ത്? ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്. എന്തൊക്കെയാണ്? ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി, പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. സോ ഇൻറ്റഗ്രിറ്റി പറഞ്ഞ സെക്ഷനാണ് സബ്സെക്ഷൻ 111, ഒബ്ജക്റ്റിവിറ്റി 112, കോമ്പിറ്റൻസ് സെക്ഷൻ 113 ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി 140. സോ അതിൽ ഫസ്റ്റ് ആണെന്ത്? ഇൻറ്റഗ്രിറ്റി. Integrity means being honest and straightforward in professional and business relationship. അപ്പോൾ എന്താണ് ഇൻറ്റഗ്രിറ്റി? കീവേഡ്സ് എന്തൊക്കെയാണ്? ഹോണസ്റ്റ് ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ്. അതാണ് ആവേണ്ടത്. ഇൻറ്റഗ്രിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ആവേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹോണസ്റ്റും സ്ട്രെയിറ്റ് ഫോർവേഡും ആവണം. ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഹോണസ്റ്റും സ്ട്രെയിറ്റ് ഫോർവേഡും ആവേണ്ടത്? പ്രൊഫഷണലിലും അതേമാതിരി തന്നെ ബിസിനസ് റിലേഷൻഷിപ്പിലുമാണ് നമ്മൾ ഹോണസ്റ്റും സ്ട്രെയിറ്റ് ഫോർവേഡും ആവേണ്ടത്. ദെൻ അക്കൗണ്ടൻസ് മസ്റ്റ് ആക്ട് വിത്ത് ഫെയർനെസ് ആൻഡ് ട്രൂത്ത്ഫുൾനെസ്. അപ്പോൾ അക്കൗണ്ട് എന്ത് ചെയ്യണം? ഫെയർനെസ് ആൻഡ് ട്രൂത്ത്ഫുൾനെസ് ആ രീതിയിൽ വേണം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, വർക്ക് ചെയ്യാൻ. Accountants should not be associated with any information that contains false or misleading statement, includes incorrect information due to negligence, omit or hide important details that could mislead others. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യരുത്? അക്കൗണ്ടൻസ് അസോസിയേറ്റ് ചെയ്യരുത്. അവരെപ്പോഴും ഫെയറും ട്രൂത്തും ആയിട്ട് വേണം വർക്ക് ചെയ്യാൻ. സോ എന്താണ്? ഒരു ഫോൾസോ അല്ലെങ്കിൽ മിസ്ലീഡിങ്ങോ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അതിന് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യരുത്. പിന്നെ ഒരു ഇൻകറക്റ്റ് ഇൻഫർമേഷൻ ഡ്യൂ ടു നെഗ്ലിജൻസ്, നമ്മളൊരു നെഗ്ലിജൻസ് കാരണം, ഒരു മിസ്റ്റേക്ക് കാരണം ഒരു ഇൻകറക്റ്റ് ഇൻഫർമേഷൻ വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ അസോസിയേറ്റഡ് ആവരുത്, ഒരു അക്കൗണ്ടൻറ്റ് അസോസിയേറ്റ് ആവരുത്. അതേമാതിരി തന്നെ ഒമിറ്റ് ഓർ ഹൈഡ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ദാറ്റ് കുഡ് മിസ്ലീഡ് അതേഴ്സ്. സോ ഈ ഒരു ഇൻഫർമേഷൻ വിത്ത് എനി ഇൻഫർമേഷൻ ദാറ്റ്, ഈ 3 കാര്യങ്ങളിൽ അസോസിയേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ടൻറ്റ് വർക്ക് ചെയ്യരുത്. ദേ ഷുഡ് ബി ഫെയർ ആൻഡ് ട്രൂത്ത്ഫുൾ. ഇഫ് ആൻ അക്കൗണ്ടൻറ്റ് റിയലൈസസ് ദേ ആർ അസോസിയേറ്റഡ് വിത്ത് സച്ച് ഇൻഫർമേഷൻ, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻസിൽ അവർ അസോസിയേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു അക്കൗണ്ടൻറ്റ് റിയലൈസ് ചെയ്യുകയാണെങ്കിൽ ദേ ഷുഡ് ഐദർ കറക്റ്റ് ഇറ്റ് ഓർ ഡിസ്അസോസിയേറ്റ് ദംസെൽഫ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പിന്നെയാണ് മനസ്സിലാക്കിയത്, ഇതിലേതെങ്കിലും ഒരു ഇൻഫർമേഷനിൽ നമ്മൾ അസോസിയേറ്റ് ആയിട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ ആ ഒരു ഇൻഫർമേഷൻ കറക്റ്റ് ചെയ്യുക. ഇപ്പോൾ നെഗ്ലിജൻസ് കാരണം നമ്മളെന്തെങ്കിലും ഇൻകറക്റ്റ് ഇൻഫർമേഷൻ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഒമിറ്റോ അല്ലെങ്കിൽ ഹൈഡോ, ഒമിറ്റ് ചെയ്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അത് കാണിക്കുക, പ്രസൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ്? ഹൈഡ് ചെയ്യുമോ? ഒരു ഫ്രോഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു അസോസിയേഷനിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുക, ഡിസ്അസോസിയേറ്റഡ് ആവുക. എക്സാമ്പിൾ, ഇഫ് ആൻ ഓഡിറ്റർ ഫൈൻഡ്സ് എറർ ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ എറർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ദേ ഷുഡ് കറക്റ്റ് ദം ഓർ പ്രൊവൈഡ് മോഡിഫൈഡ് റിപ്പോർട്ട് ഇൻസ്റ്റെഡ് ഓഫ് സൈനിങ് ഓഫ് ഓൺ ഇൻകറക്റ്റ് ഡാറ്റ. അപ്പോൾ ഒരു ഇൻകറക്റ്റ് ഇൻഫർമേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ ആ ഒരു ഇൻകറക്റ്റ് ഡാറ്റ നമ്മൾ സൈൻ ചെയ്യരുത്. സോ ദാറ്റ് ഈസ് ഇൻറ്റഗ്രിറ്റി. ദെൻ ഒബ്ജക്റ്റിവിറ്റി. ഒബ്ജക്റ്റിവിറ്റി മീൻസ് എന്താണ്? നമ്മൾ അക്കൗണ്ട്സ് എന്തായിരിക്കണം? അൺബയസ്ഡ് ആയിരിക്കണം. നമ്മളുടെ ഡിസിഷൻസ് എപ്പോഴും അൺബയസ്ഡ് ആയിരിക്കണം. വിത്തൗട്ട് ബീയിങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണൽ റിലേഷൻഷിപ്പ്, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ എക്സ്റ്റേണൽ പ്രഷർ. അപ്പോൾ എന്താണ് ആവേണ്ടത്? എന്താണ് കീവേഡ്? അൺബയസ്ഡ് ഡിസിഷൻസ് വേണം എടുക്കാൻ. മസ്റ്റ് മേക്ക് അൺബയസ്ഡ് ഡിസിഷൻസ് വേണം എടുക്കാൻ. ഈ അൺബയസ്ഡ് ഡിസിഷൻസിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആവാം, അല്ലെങ്കിൽ എന്താണ്? ഒരു എക്സ്റ്റേണൽ പ്രഷർ ആവാം. സോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒഴിവാക്കണം. വിത്തൗട്ട് ബീയിങ് ഇൻഫ്ലുവൻസ്ഡ്, ഈ 3 കാര്യങ്ങൾ. ദെൻ അക്കൗണ്ടൻറ്റ് മസ്റ്റ് നോട്ട് ലെറ്റ് ബയസ് ഓർ പ്രഷർ ഫ്രം അതർ എഫക്റ്റ് ദെയർ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ മറ്റൊരാൾ നമുക്ക് തരുന്നൊരു നമ്മൾ മറ്റൊരാൾ എന്താണ് നമ്മളൊരു ഇത് വേർതിട്ട് കാണിക്കുക,
ഒരു ബയസ്ഡ് ആവുക, അല്ലെങ്കിൽ നമുക്ക് തരുന്നൊരു പ്രഷർ കാരണം എന്ത് ചെയ്യരുത്, നമ്മളുടെ ഒരു ജഡ്ജ്മെൻറ്റിനെ അത് എഫക്റ്റ് ചെയ്യരുത്. ദെൻ ഇഫ് എൻ അക്കൗണ്ടൻസ് ജഡ്ജ്മെൻറ്റ് ഈസ് അൺഡ്യൂലി ഇൻഫ്ലുവൻസ്ഡ്, ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ജഡ്ജ്മെൻറ്റ് എന്താണ്, ഒരു ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണെങ്കിൽ ദേ ഷുഡ് അവോയ്ഡ് അണ്ടർടേക്കിംഗ് ഓഫ് ദ പ്രൊഫഷണൽ ടാസ്ക്. ആ ഒരു പ്രൊഫഷണൽ ടാസ്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മളുടെ ജഡ്ജ്മെൻറ്റ് ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണെങ്കിൽ. എക്സാമ്പിൾ, an auditor should not approve company's financial statement if they are pressured by the management to overlook fraud. അപ്പോൾ നമ്മളൊരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഓഡിറ്റ് ചെയ്യുന്നത് അപ്രൂവ് ചെയ്യരുത്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണ് ഫ്രോഡ് ഓവർലുക്ക് ചെയ്യുന്നത് സമ്മതിക്കുന്നില്ലെങ്കിൽ. Then professional competence and due care. Accountants must continuously update their knowledge and skill. അപ്പോൾ അക്കൗണ്ട്സ് എന്ത് ചെയ്യണം, അവരുടെ നോളേജും അവരുടെ ഒരു സ്കില്ലും അവരെപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മളെ നിയമങ്ങളും ഓരോരോ പുതിയ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മളെന്താണ്, നമ്മളൊരു ഇതായിരിക്കും, നമ്മളൊരു പ്രൊഫഷന് സ്യൂട്ടബിൾ അല്ലാത്തൊരാളായിപ്പോൾ. ടു പ്രൊവൈഡ് കോമ്പിറ്റൻറ്റ് സർവീസ് ബേസ്ഡ് ഓൺ ലോ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഒരു അക്കൗണ്ടിന് എപ്പോഴും എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അയാളുടെ നോളേജും അയാളുടെ സ്കില്ലും അയാൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ടു പ്രൊവൈഡ് കോമ്പിറ്റൻറ്റ് സർവീസ് ബേസ്ഡ് ഓൺ കറൻറ്റ് ലോ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് പ്രൊഫഷണൽ നോളേജ് ടു പ്രൊവൈഡ് കോമ്പിറ്റൻറ്റ് സർവീസ്. അപ്പോൾ നമ്മളെന്ത് മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മൾ പ്രൊഫഷണൽ നോളേജ് നമ്മൾ മെയിൻറ്റെയിനും ചെയ്യണം, അതേമാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പ്രൂവും ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ട് ഡിലിജൻ്റ്ലി ആൻഡ് ഫോളോ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ഡിലിജൻ്റ് ആയിട്ട് എന്താണ് പെർഫോം എന്ന് വെച്ചാൽ നമ്മളൊരു ആവേശത്തോടെ, ആവേശമല്ല ഒരു കറക്റ്റ് വേർഡല്ല, നമ്മളെന്താണ്, നമ്മളൊരു ചടപ്പില്ല, നമ്മളെന്നൊരു ഇനീഷ്യേറ്റീവ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. നമ്മളാ ഒരു വർക്കിനെ നമ്മളൊരു സ്നേഹിച്ച് നമ്മൾ വർക്ക് ചെയ്യണം. ആൻഡ് നമ്മളൊരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യണം. യൂസ് സൗണ്ട് ജഡ്ജ്മെൻറ്റ്സ് യൂസ് ചെയ്യണം വെൻ അപ്ലൈയിങ് നോളേജ് ഇൻ പ്രൊഫഷണൽ ടാസ്ക്. ഇപ്പോൾ പ്രൊഫഷണൽ ടാസ്കിൽ നമ്മൾ നോളേജ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെന്താണ് ഒരു സൗണ്ട്, നമ്മൾ ആ ഒരു സ്യൂട്ടബിൾ ആയിട്ടൊരു ജഡ്ജ്മെൻറ്റ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. കീപ്പ് അപ്പ് വിത്ത് ന്യൂ ഡെവലപ്മെൻറ്റ്സ് ഇൻ അക്കൗണ്ടിങ് ആൻഡ് ബിസിനസ്. അപ്പോൾ ബിസിനസ്സിലും അക്കൗണ്ടിങ്ങിലൊക്കെ വരുന്ന പുതിയ കാര്യങ്ങൾ നമ്മളെന്താണ് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടിന്യൂ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ടു സ്റ്റേ കോമ്പീറ്റൻറ്റ്. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ആ നോളേജും നമ്മളുടെ ഒരു സ്കില്ലും നമ്മളെപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഫീൽഡിൽ നമ്മൾ കോമ്പീറ്റൻ്റ് ആയി നിൽക്കണം. ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ നടന്നൊരു പെണ്ണുങ്ങൾ, ഒരു സ്ത്രീ, ആ ഒരു സ്ത്രീ എന്താണ് ഏറ്റവും പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവരെന്തുണ്ടാവില്ല, അവർ ആ ഒരു ബ്യൂട്ടി പാർലർക്ക് നടത്താൻ പറ്റില്ല. അവരിപ്പോൾ ഒരു 80s 90s ഒരു ബ്യൂട്ടി കോൺസെപ്റ്റാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ ബിസിനസ് പൂട്ടിപ്പോകും. സോ ആ ഒരു പ്രൊഫഷനിൽ അവർ കോമ്പീറ്റൻ്റ് ആണെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോഴും ക്ലയൻസുകൾ വരണം. അവരെ ആൾക്കാർ വിശ്വസിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം, അവരന്ന് ബ്യൂട്ടീഷ്യനായിട്ട് ഒരു ഭയങ്കര ഒരു എന്താണ് 80s അല്ലെങ്കിൽ 90s അവരെന്താണ് ഏറ്റവും ടോപ്പ് ബ്യൂട്ടീഷ്യനാണെന്നുള്ള കാര്യം ഇപ്പോൾ പ്രസക്തിയില്ല. കറൻറ്റ് സിനാരിയോയിൽ അവരെന്താണ് കോമ്പീറ്റൻ്റ് ആണോ എന്നുള്ള കാര്യം അവരെപ്പോഴും ഉറപ്പ് വരുത്തണം. അതേമാതിരി തന്നെയാണ് CA. ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ പാസ്സായി, CA ക്വാളിഫൈഡായി. ആ കൊല്ലത്തെ അന്ന് ഞാൻ പഠിച്ച റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമേ, സ്റ്റാൻഡേർഡ്സ് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പുതിയ വന്ന യാതൊരു മാറ്റങ്ങളും എനിക്ക് അറിയില്ലെങ്കിൽ എന്താണ് ആ ഒരു ക്വാളിഫിക്കേഷൻ എൻ്റെ പേരിൻ്റെ മുമ്പിൽ വെക്കല്ലാതെ എനിക്ക് വേറെ യാതൊരു എന്തുണ്ടാവില്ല, ഒരു കോമ്പിറ്റൻസും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ കറൻറ്റ് സിനാരിയോയിൽ വർക്ക് ചെയ്യാൻ ഞാൻ തീരെ കോമ്പിറ്റൻ്റ് അല്ല. സോ നമ്മളത് എൻഷുർ ചെയ്യണം. വി നീഡ് ടു ബി കോമ്പിറ്റൻറ്റ് ആൻഡ് ഡ്യൂ കെയർ അബൌട്ട് അവർ പ്രൊഫഷണൽ നോളേജ് ആൻഡ് സ്കിൽസ്. എൻഷുർ എംപ്ലോയീസ് അണ്ടർ ദെയർ അതോറിറ്റി റിസീവ്സ് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് സൂപ്പർവിഷൻ. അപ്പോൾ എന്താണ് നമ്മൾ എന്തും എൻഷുർ ചെയ്യണം, നമ്മളുടെ കീഴിൽ CAൻ്റെ കീഴിൽ എന്താ പറയുക വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും അതേ ഒരു ട്രെയിനിങ്ങും സൂപ്പർവിഷനൊക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവരെയും കോമ്പിറ്റൻ്റ് ആക്കണം. ദെൻ ഇൻഫോം ക്ലയൻറ്റ്സ് ഓർ എംപ്ലോയീസ് ഓഫ് എനി ലിമിറ്റേഷൻസ് ഇൻ സർവീസ് പ്രൊവൈഡ്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലയൻറ്റ്സ്, നമ്മൾ പ്രൊഫഷണൽ അടുത്തെങ്കിൽ നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്തും അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ അടുത്തും നമ്മളത് പറയണം, ഇൻഫോം ചെയ്യണം. എക്സാമ്പിൾ, an accountant working on tax compliance must stay updated. അയാൾ അപ്ഡേറ്റ് ആയിരിക്കണം വിത്ത് ദ ലേറ്റസ്റ്റ് ടാക്സ് ലോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാക്സ് ലോയിൽ അയാൾ അപ്ഡേറ്റ് ആയിരിക്കണം. ടു ഗിവ് കറക്റ്റ് അഡ്വൈസ് ടു ക്ലയൻറ്റ്സ്. ദെൻ നെക്സ്റ്റ്, കോൺഫിഡൻഷ്യാലിറ്റി സബ്സെക്ഷൻ 140.
സോ കോൺഫിഡൻഷ്യാലിറ്റി എന്താണ്? ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഈ ഒരു ഇൻറ്റഗ്രിറ്റി, എന്തൊക്കെയാണ് ഒബ്ജക്റ്റിവിറ്റി, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മൾ നുള്ളി പറയുന്നത് മാത്രം. കോൺഫിഡൻഷ്യാലിറ്റി വെച്ചാൽ എന്താണ്? നമ്മൾ ക്ലയൻറ്റിൻ്റെ ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളത് കോൺഫിഡൻഷ്യാലിറ്റി വെക്കണം. മറ്റൊരാളെ വ്യക്തിനെ നമുക്കത് ആ ഒരു ഇൻഫോർമേഷൻ നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. സോ അക്കൗണ്ടൻറ്റ് മസ്റ്റ് കീപ്പ് ക്ലയൻറ്റ് ആൻഡ് എംപ്ലോയേഴ്സ് ഇൻഫർമേഷൻ, ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെ ഇൻഫർമേഷൻ എന്ത് ചെയ്യണം, കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യണം. അൺലെസ് ലീഗലി റിക്വയർഡ് ടു ഡിസ്ക്ലോസ് ഇറ്റ്, ലീഗലി അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറയുന്നതല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, അത് കോൺഫിഡൻഷ്യലായിട്ട് വെക്കണം. ഡു നോട്ട് ഷെയർ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഈവൻ ഇൻ കാഷ്വൽ കോൺവെർസേഷൻ, ഒരു കാഷ്വൽ കോൺവെർസേഷനിലാണെങ്കിൽ പോലും നമ്മൾ എന്താണ്, ഒരു ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെ ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. ഞാൻ എൻ്റെ സുഹൃത്തിയോട് സംസാരിക്കുകയാണ്, ഞാനന്ന് ഓഡിറ്റർ ചെയ്തൊരു സ്ഥാപനത്തിൻ്റെ ടേൺ ഓവർ എന്ന് വെച്ചാൽ 50 കോടിയാണ്. അങ്ങനത്തെ ഒരു കാഷ്വൽ ടോക്സിൽ പോലും ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. കീപ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ പ്രൈവറ്റ് വിത്തിൻ ദ ഫേം ഓർ ഓർഗനൈസേഷൻ, സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്താണ്, ഫേമിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം. ഡു നോട്ട് യൂസ് കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽസ് ഫോർ പേഴ്സണൽ ഓർ തേർഡ് പാർട്ടി ഗെയിൻ, നമ്മൾ മറ്റൊരാളുടെ ഗെയിനോ അല്ലെങ്കിൽ നമ്മളുടെ ഗെയിനോ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ഈവൻ ആഫ്റ്റർ ലീവിങ് ദ ഓർഗനൈസേഷൻ, ആ ഒരു ഓർഗനൈസേഷൻ നമ്മളൊരു എംപ്ലോയി ആണെന്ന് വിചാരിക്കുക, ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ മാറി നമ്മൾ വേറെ സ്ഥാപനത്തിൽ പോയാൽ പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ആ ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. എൻഷുർ എംപ്ലോയീസ് ആൻഡ് അഡ്വൈസേഴ്സ് ഓൾസോ റെസ്പെക്ട് കോൺഫിഡൻഷ്യാലിറ്റി, അപ്പോൾ എംപ്ലോയീസും അതേപോലെ തന്നെ അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരും എന്ന് വെച്ചാൽ കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാരും ഈ ഒരു കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം എന്താണ് എൻഷുർ ചെയ്യുന്നത്. Then however disclosure is permitted or required in some case. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനോ അല്ലെങ്കിൽ സെൻസിറ്റീവ് ഇൻഫർമേഷനോ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല, നമ്മളുടെ പേഴ്സണൽ ഗെയിനോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഗെയിനോ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ചില സർക്കംസ്റ്റാൻസിൽ ചില കേസുകളിൽ എന്താണ്, ഈ ഒരു ഡിസ്ക്ലോഷർ പെർമിറ്റഡ് ആണ്, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റും, റിക്വയർഡ് ആണ്. എപ്പോൾ എന്ന് വെച്ചാൽ വെൻ റിക്വയർഡ് ബൈ ലോ, നിയമം പറയാണ് എന്ന് വെച്ചാൽ നമ്മൾ പബ്ലിക് ആക്കാൻ വേണ്ടി നിയമം പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇഫ് ദ ക്ലയൻറ്റ് ഓർ എംപ്ലോയർ അലൗസ് ഇറ്റ്, ക്ലയൻറ്റോ അല്ലെങ്കിൽ എംപ്ലോയറോ നമ്മളോട് പറഞ്ഞു കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞെന്താണ്, ഞാനൊരു കാഷ്വൽ ടോക്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ഓഡിറ്റ് ചെയ്ത സ്ഥാപനത്തിന് 50 കോടിയാണെന്ന് പറഞ്ഞു. ആ ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ആ ക്ലയൻറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ടേൺ ഓവർ നിങ്ങൾക്ക് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഞങ്ങൾക്ക് ഒരു ഇതാണ് ഒരു ഗുഡ് വിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവർ. സോ ഞാൻ എന്താണ് അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, അവർ എന്നോട് എന്ത് തന്നിട്ടുണ്ട്, ഒരു പെർമിഷൻ തന്നിട്ടുണ്ട്. സോ ക്ലയൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയർ അലൗ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് മറക്കാം. ദെൻ ടു കംപ്ലൈ വിത്ത് പിയർ റിവ്യൂ ഓർ ക്വാളിറ്റി റിവ്യൂ ബൈ ICA, അപ്പോൾ പിയർ റിവ്യൂ അല്ലെങ്കിൽ ക്വാളിറ്റി റിവ്യൂ ICA കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും എന്താണ് കുഴപ്പമില്ല. ദെൻ വെൻ റെസ്പോണ്ടിങ് ടു റെഗുലേറ്ററി ഇൻവെസ്റ്റിഗേഷൻ, ഒരു റെഗുലേറ്ററി ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്, അപ്പോൾ ഒരു ഓഡിറ്റർ സ്ഥിതിയിൽ നമ്മളോട് ചോദിക്കും, അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യാം. ദെൻ ടു പ്രൊട്ടക്ട് പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് ഇൻ ലീഗൽ കേസ്, അപ്പോൾ ലീഗൽ കേസുകൾ വരികയാണെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് ഡിസ്ക്ലോസ് ചെയ്യാം. ആൻഡ് ടു കംപ്ലൈ വിത്ത് ടെക്നിക്കൽ ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ടെക്നിക്കലും അതേമാതിരി തന്നെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് മറക്കാം, എന്നിട്ട് നമുക്ക് ആ കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാം. എക്സാമ്പിൾ, ഇഫ് എ കോർട്ട് ഓർഡർ ആൻ ഓഡിറ്റർ ടു ഡിസ്ക്ലോസ് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ്, അപ്പോൾ ഒരു കോടതി നമ്മളോട് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഓഫ് എ കമ്പനി അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ, ദെൻ ദേ മസ്റ്റ് കംപ്ലൈ വിത്ത് എ ലോ, നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ആ നിയമം നമ്മൾ ഫോളോ ചെയ്യണം, വൈൽ എൻഷുറിങ് മിനിമൽ എക്സ്പോഷർ ഓഫ് സെൻസിറ്റീവ് ഡാറ്റ. Okay, so there is fundamental principles. Then threats, evaluation of threats and safeguards. The conceptual framework provides a structured approach for professional accountants. അപ്പോൾ ഒരു കോൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് എന്താ പറയുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ചാണ് പ്രൊഫഷണൽ അക്കൗണ്ടൻസ് ടു ഹാൻഡിൽ ത്രെറ്റ്സ് ദാറ്റ് കുഡ് എഫക്റ്റ് കംപ്ലയൻസ് വിത്ത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് നമ്മൾ കംപ്ലൈ ചെയ്യുന്നത് എഫക്റ്റ് ചെയ്യുന്ന ത്രെറ്റുകൾ ഉണ്ടാവുമല്ലോ, അതിനെ ഹാൻഡിൽ ചെയ്യാൻ പ്രൊഫഷണൽ അക്കൗണ്ടൻസിനെ ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് പ്രൊവൈഡ് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്, കോൺസെപ്റ്റൽ ഫ്രെയിംവർക്കുകൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ടോപ്പിക് വെച്ചാൽ ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് അഡ്രസ്സിങ് ത്രെറ്റ്. സോ ഐഡൻറ്റിഫൈയിങ്, ഇവാലുവേറ്റിംഗ് ആൻഡ് അഡ്രസ്സിങ് ത്രെറ്റ്. പ്രൊഫഷണൽ അക്കൗണ്ടൻസ് എന്ത് ചെയ്യണം,
ഐഡൻറ്റിഫൈ ത്രെഡ്സ് ടു കംപ്ലയൻസ് വിത്ത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് കംപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ത്രെറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ഇവാലുവേറ്റ് ദ സെവറിറ്റി ഓഫ് ദ ത്രെറ്റ്. ആ ത്രെറ്റിൻ്റെ എന്താണ് ഒരു മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അത് എത്രമാത്രം ഇതാണ് ഒരു മെറ്റീരിയലാണ് എന്നുള്ള കാര്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ അഡ്രസ് ദ ത്രെറ്റ് ബൈ എലിമിനേറ്റിംഗ് ദം ഓർ റെഡ്യൂസിങ് ദം ടു എൻ അക്സെപ്റ്റബിൾ ലെവൽ. ഒന്നുകിൽ നമ്മൾ ആ ഒരു ത്രെറ്റ് നമ്മൾ ആ ത്രെറ്റ് അഡ്രസ്സ് ചെയ്യണം. എങ്ങനെ? ഒന്നുകിൽ അത് എലിമിനേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ട് അത് റെഡ്യൂസ് ചെയ്തിട്ട് ഏതിലേക്ക്? ഒരു അക്സെപ്റ്റബിൾ ലെവലിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട്. ദെൻ കാറ്റഗറീസ് ഓഫ് ത്രെറ്റ്. എന്തൊക്കെയാണ് ത്രെറ്റിൻ്റെ കാറ്റഗറീസ്? ത്രെറ്റ് ടു പ്രൊഫഷണൽ അക്കൗണ്ടൻസ് ഫോൾ ഇൻ ടു 5 മെയിൻ കാറ്റഗറി. ഇപ്പോൾ 5 മേജർ കാറ്റഗറീസിലാണ് എന്തുള്ളത്? ത്രെറ്റ് ഉള്ളത്. അതിലെ ഫസ്റ്റ് കാറ്റഗറി ആണെന്ത്? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ്. എന്ന് വെച്ചാൽ വെൻ എ ഫിനാൻഷ്യൽ ഓർ അതർ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇൻഫ്ലുവൻസ് ദ അക്കൗണ്ടൻസ് ജഡ്ജ്മെൻറ്റ് ഓർ ബിഹേവിയർ. അപ്പോൾ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ജഡ്ജ്മെൻറ്റോ അല്ലെങ്കിൽ ബിഹേവിയറിനോ എന്ത് ചെയ്യാണ്? ഇൻഫ്ലുവൻസ് ചെയ്യാണ്. എന്ത്? ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ്. സോ അതിനാണ് നമ്മൾ എന്ത് പറയുക? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് എന്ന് പറയുക. സോ എന്തൊക്കെയാണ് കീവേഡ്? ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അതർ പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാണ്? ഇൻഫ്ലുവൻസ് ചെയ്യാണ്. ആരെ? അക്കൗണ്ടൻസിൻ്റെ ജഡ്ജ്മെൻറ്റിനെയോ ബിഹേവിയറിനോ. എക്സാമ്പിൾ, ആൻ അക്കൗണ്ടൻറ്റ് ഹോൾഡ് ഷെയർസ് ഇൻ എ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയർ ആ അക്കൗണ്ടൻറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ആർ ഓഡിറ്റിംഗ് ലീഡിങ് ടു എ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ത്രെറ്റ് എന്ന് വെച്ചാൽ സെൽഫ് റിവ്യൂ ത്രെറ്റ്. ലൈക്ക് വെൻ എൻ അക്കൗണ്ടൻറ്റ് ഇവാലുവേറ്റ്സ് ദെയർ ഓൺ പ്രീവിയസ് വർക്ക്. അപ്പോൾ അവരെ തന്നെ എന്താണ്? ഓൺ പ്രീവിയസ് വർക്ക് അവർ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ മേക്കിംഗ് ഇറ്റ് ഹാർഡ് ടു റിമെയിൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ എന്താണ്? നമ്മൾ ഒബ്ജക്റ്റീവ് അല്ല. കാരണം നമ്മൾ പണ്ട് ചെയ്തൊരു വർക്കാണ്, അതിലൊരു തെറ്റുണ്ട്. ആ ഒരു തെറ്റിനോട് നമുക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടാവും. നമ്മൾ മറ്റൊരാളുടെ ഒരു വർക്കിലല്ല നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത്. നമ്മളുടെ തന്നെ വർക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഒന്നുകൂടി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തുണ്ടാവും? അവിടെ നമ്മളൊരു ഒബ്ജക്റ്റീവ്, നമ്മൾ ബയസ്ഡ് ആവും. ഓക്കെ, സോ സെൽഫ് റിവ്യൂ ത്രെറ്റ്. എക്സാമ്പിൾ, ആൻ അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദേ ഒറിജിനലി പ്രിപ്പയർഡ്. അവർ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിലൊരു മിസ്റ്റേക്ക് കാണുകയാണെങ്കിൽ അവരത് പറയില്ല. കാരണം എന്താണ്? മാനേജ്മെൻറ്റ് അടുത്ത് പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ചോദിക്കും, ഇത് നിങ്ങളല്ലേ ഉണ്ടാക്കിയത്, നിങ്ങൾ തന്നെ ആ മിസ്റ്റേക്ക് വരുത്തല്ലേ എന്ന് ചോദിക്കും. സോ നമ്മൾ എന്തുണ്ടാവും? നമുക്ക് ഒരു ആൻസറബിൾ ആയിരിക്കില്ല നമ്മൾ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുണ്ടാവും? ഒരു സെൽഫ് റിവ്യൂ ത്രെറ്റ് അവിടെ വരും. നമ്മളത് ഹൈഡ് ചെയ്യാൻ നോക്കും. ദെൻ അഡ്വക്കസി ത്രെറ്റ്. When an accountant support a client's position so strongly that objectivity is compromised. അപ്പോൾ നമ്മളെന്താണ്? നമ്മൾ ഒരു ക്ലയൻറ്റ് നമ്മളടുത്ത് ഒരു കൺസൾട്ടേഷൻ എന്ന ക്ലയൻറ്റാണ്. നമ്മൾ അയാൾക്ക് പല ഉപദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളയാളോട് പറഞ്ഞു എന്താണ്? ഒരു വലിയൊരു പ്ലാന്റ് നിങ്ങളവിടെ വാങ്ങാം, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ഒരു ബിൽഡിംഗ് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നമ്മളൊരു കുറേ കാര്യങ്ങൾ ഫോർകാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി പ്രോഫിറ്റ് കൂടും എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു അഡ്വക്കസി, നമ്മളൊരു കൺസൾട്ടേഷൻ കൊടുക്കുന്ന ഒരു ക്ലയൻ്റ് ആണെങ്കിൽ അവിടെ നമ്മളുടെ ഒബ്ജക്റ്റിവിറ്റി കോംപ്രമൈസ്ഡ് ആവും. വെൻ ആൻ അക്കൗണ്ടൻറ്റ് സപ്പോർട്ട്സ് എ ക്ലയൻറ്റ്സ് പൊസിഷൻ, ഒരു ക്ലയൻറ്റിൻ്റെ പൊസിഷൻ ഒരു അക്കൗണ്ടൻറ്റ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സോ സ്ട്രോങ്ലി ദാറ്റ് ഒബ്ജക്റ്റിവിറ്റി ഈസ് കോംപ്രമൈസ്ഡ്. എക്സാമ്പിൾ, ആൻ അക്കൗണ്ടൻറ്റ് റെപ്രസെൻറ്റ് എ ക്ലയൻറ്റ് ഇൻ ലീഗൽ ഡിസ്പ്യൂട്ട്. ഒരു ലീഗൽ ഡിസ്പ്യൂട്ടിൽ നമ്മൾ ഒരു ക്ലയൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ലൂസിങ് ഇമ്പാർഷ്യാലിറ്റി. ദെൻ ഫെമിലിയാരിറ്റി ത്രെറ്റ് എന്ന് വെച്ചാൽ വെൻ എ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് എ ക്ലയൻറ്റ് എഫക്ട് ദ അക്കൗണ്ടൻസ് എബിലിറ്റി ടു ആക്ട് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമ്മളെന്താണ്? നമ്മളും ആ ക്ലയൻറ്റും തമ്മിലൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് ഇൻഡിപെൻഡൻറ്റ് എന്തുണ്ടാവും? അത് എഫക്റ്റ് ആവും. ക്ലയൻറ്റ് എഫക്ട് ദ അക്കൗണ്ടൻസ് എബിലിറ്റി ടു ആക്ട് ആസ് ഇൻഡിപെൻഡൻറ്റ്. സോ ഇതാണ് നാലാമത്തെ ത്രെറ്റ്, ഫെമിലിയാരിറ്റി ത്രെറ്റ്. എക്സാമ്പിൾ, an accountant has been auditing the same company for many and becoming too trusting. ഒരു കമ്പനി നമ്മൾ കുറേ നാളായിട്ട് ഓഡിറ്റ് ചെയ്യാണ്, അപ്പോൾ ഒരു ട്രസ്റ്റ് വളരെ കൂടി. സോ നമുക്ക് ആ ഫെമിലിയാരിറ്റി വളരെ കൂടി. സോ അതെന്താണ്? നമ്മളുടെ ഒരു ഇതിനെ ബാധിക്കും, ഒബ്ജക്റ്റിവിറ്റിയും നമ്മളുടെ ഇൻഡിപെൻഡൻസിനൊക്കെ ബാധിക്കും. ദെൻ ലാസ്റ്റ് വൺ ഇസ് ഇൻറ്റിമിഡേഷൻ ത്രെറ്റ് എന്ന് വെച്ചാൽ വെൻ അക്കൗണ്ടൻറ്റ് ഇസ് പ്രഷർ ടു ആക്ട് ഇൻ എ സെർട്ടൻ വേ ഇമ്പാക്റ്റിംഗ് ദെയർ ഒബ്ജക്റ്റിവിറ്റി. അപ്പോൾ ഒരു അക്കൗണ്ടൻസിനെ പ്രഷർ ചെയ്യാണ്, ഇൻറ്റിമിഡേറ്റ് ചെയ്യാണ് വർക്ക് ചെയ്യാൻ വേണ്ടി. നമ്മളൊരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മളെ പ്രഷർ ചെയ്യാണ് നമ്മളുടെ ഒരു ഒബ്ജക്റ്റിവിറ്റിനെ അത് ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിൽ. എക്സാമ്പിൾ, എ മാനേജർ ത്രെറ്റൻസ് ടു ഫയർ ആൻ അക്കൗണ്ടൻറ്റ്. ഒരു അക്കൗണ്ടൻറ്റിനെ ഫയർ ചെയ്യും എന്ന് വെച്ചാൽ പിരിച്ചുവിടും എന്നൊരു മാനേജർ ഭീഷണിപ്പെടുത്തി. അൺലെസ് ദേ അപ്രൂവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവ് ചെയ്തില്ലെങ്കിൽ. ഈ ഒരു കാര്യം നടക്കില്ല. ഇതൊരു ഫോൾസ് എക്സാമ്പിളാണ്. കാരണം അധിക സ്ഥിതിയിലും ഓഡിറ്റേഴ്സ് തന്നെയാണ് എന്ത് പോവുക? പിരിഞ്ഞു പോവുക വെച്ചാൽ
അവർ വിഡ്രോ ചെയ്യും, എൻഗേജ്മെൻറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യും ഈ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ. സോ ദോസ് ആർ ദ കാറ്റഗറീസ് ഓഫ് ത്രെറ്റ്. 5 categories are there. Then next one is example of threat in different situation. അപ്പോൾ ഓരോ സിറ്റുവേഷൻ, ഡിഫറെൻറ്റ് സിറ്റുവേഷനിലുള്ള ഓരോ എക്സാമ്പിൾ നമ്മൾ 5 കാറ്റഗറീസാണ് പറഞ്ഞത്. ഫസ്റ്റ് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റാണ്. അതിലെന്താണ്? ഹോൾഡിംഗ് ഷെയർസിൻ്റെ കമ്പനി, ക്ലയൻറ്റിൻ്റെ കമ്പനിയിൽ നമ്മൾ ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. ദെൻ കോട്ടിങ് എക്സ്ട്രീം ലോ ഫീസ് ഫോർ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിന് നമ്മൾ വളരെ ചെറിയ എമൗണ്ട് മാത്രം കോട്ട് ചെയ്യുക. മേക്കിംഗ് ഇറ്റ് ഹാർഡ് ടു മീറ്റ് സ്റ്റാൻഡേർഡ്സ്. നമ്മളങ്ങനെ ഒരു ചെറിയ ഫീസ് മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളധികം എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. ദെൻ ഹാവിങ് ആക്സസ് ടു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനിൽ ആക്സസ് കിട്ടി. ദാറ്റ് കുഡ് ബി യൂസ് ഫോർ പേഴ്സണൽ ഗെയിൻ. അതെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഒരു കോൺഫിഡൻഷ്യൽ ഡാറ്റ യൂസ് ചെയ്ത് നമുക്കൊരു പേഴ്സണൽ ഗെയിൻ നമുക്ക് എടുക്കാൻ പറ്റും. അതും ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റാണ്. ദെൻ ഡിസ്കവറിങ് എ മേജർ എറർ. ഒരു മേജർ എറർ ഡിസ്കവർ ചെയ്തു ഇൻ പാസ്റ്റ് വർക്ക് ബട്ട് ഹെസിറ്റേറ്റിംഗ് ടു റിപ്പോർട്ട് ഇറ്റ് ഡ്യൂ ടു പേഴ്സണൽ റെപ്യൂട്ടേഷൻ ഓർ കൺസേൺ. അപ്പോൾ നമ്മൾ പണ്ട് ചെയ്തൊരു വർക്ക് നമ്മൾ എന്താണ് ഒരു മേജർ ആയിട്ടുള്ള എറർ കണ്ടുപിടിച്ചു, പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മളുടെ ഒരു പേഴ്സണൽ റെപ്യൂട്ടേഷനെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം പേടിച്ചിട്ട്. ദെൻ സെൽഫ് റിവ്യൂ ത്രെറ്റാണ്. ഓഡിറ്റിംഗ് ഫിനാൻഷ്യൽ സിസ്റ്റം ദാറ്റ് ദ അക്കൗണ്ടൻറ്റ് ഹെൽപ്പ് ഡിസൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഫിനാൻഷ്യൽ സിസ്റ്റം നമ്മൾ ഓഡിറ്റ് ചെയ്യാണ്, പക്ഷേ അത് ഡിസൈൻ ചെയ്ത് തന്നെയാണ്, നമ്മളത് ഡിസൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ റിപ്പോർട്ട് ചെയ്യില്ല. ദെൻ റിവ്യൂയിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് റിവ്യൂ ചെയ്യാണ്. ഒറിജിനലി പ്രിപ്പയർഡ് ബൈ ദ സെയിം അക്കൗണ്ടൻറ്റ്. അപ്പോൾ സെയിം അക്കൗണ്ടൻറ്റ് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഫിനാൻഷ്യൽ റെക്കോർഡ്സും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അയാൾ തന്നെയാണ് അത് റിവ്യൂ ചെയ്യുന്നത്. ദെൻ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റാണ്. ഹോൾഡിംഗ് ഷെയർസ് ഇൻ എ ക്ലയൻറ്റ്സ് കമ്പനി. ഇത് റിവ്യൂ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് തന്നെയല്ലേ. ഓക്കെ, അഡ്വക്കസി ത്രെറ്റാണ് നെക്സ്റ്റ്. പ്രൊമോട്ടിങ് എ ക്ലയൻറ്റ്സ് ഷെയർ ഇൻ പബ്ലിക്. അപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ ഷെയർ നമ്മൾ പബ്ലിക്കായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, ആ ഒരു ഷെയറിനെ നെഗറ്റീവായ രീതിയിൽ നമ്മൾ റിപ്പോർട്ട് കൊടുക്കില്ല. ദെൻ ആക്ടിങ് ആസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഫോർ ക്ലയൻറ്റ്സ് ഇൻ കോർട്ട്. അപ്പോൾ നമ്മൾ കോർട്ടിൽ ക്ലയൻറ്റ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് നമ്മൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്പോഴും അയാൾക്കെതിരെ ഒരു നെഗറ്റീവ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യില്ല, അത് പ്രസൻറ്റ് ചെയ്യില്ല. ദെൻ ലോബിങ് ഫോർ ക്ലയൻറ്റ്സ് ലെജിസ്ലേറ്റീവ് ഇൻട്രസ്റ്റ്. ദെൻ അടുത്തത് ഫെമിലിയാരിറ്റി ത്രെറ്റാണ്. ആൻ അക്കൗണ്ടൻസ് ഫാമിലി മെമ്പർ ഈസ് എ സീനിയർ ഓഫീസർ ഓഫ് ദ ക്ലയൻറ്റ്സ് കമ്പനി. അപ്പോൾ ഒരു അക്കൗണ്ടൻ്റെ ഫാമിലി മെമ്പർ എന്താണ്, അയാൾ ആ ക്ലയൻറ്റിൻ്റെ കമ്പനിത്തെ ഒരു സീനിയർ ഓഫീസർ എന്ന് വെച്ചാൽ ഒരു CEO അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ എന്താണ്, അപ്പോൾ ഒരു ഫെമിലിയാരിറ്റി ത്രെറ്റ് വരുന്നു, നമ്മളുടെ ഇൻഡിപെൻഡൻസിനെ അത് എഫക്റ്റ് ചെയ്തു. ആൻ ഓഡിറ്റ് ടീം മെമ്പർ ഹാസ് ബീൻ ഓഡിറ്റിംഗ് ദ സെയിം കമ്പനി ഫോർ ടു ലോങ്. അപ്പോൾ നമ്മൾ ആ ഒരു കമ്പനി എന്താണ് ഒരുപാട് കൊല്ലമായിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്തെങ്കിൽ നമ്മൾ അപ്പോഴും എന്ത് വരും, ഒരു ഫെമിലിയാരിറ്റി ത്രെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ഇൻറ്റിമിഡേറ്റിംഗ് ത്രെറ്റ് എന്ന് വെച്ചാൽ ത്രെറ്റ് ഓഫ് ഡിസ്മിസൽ ഫോർ നോട്ട് അഗ്രീയിങ് വിത്ത് ദ ക്ലയൻറ്റ്സ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ അഗ്രി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ഡിസ്മിസ് ചെയ്യും എന്നുള്ളൊരു ത്രെറ്റ്. ദെൻ പ്രഷർ ടു അക്സെപ്റ്റ് ഇൻകറക്റ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്. ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട് നമ്മളോട് അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞ പ്രഷർ. ദെൻ എ ക്ലയൻറ്റ് യൂസിങ് ദർ എക്സ്പെർട്ടൈസ് ടു മാനിപ്പുലേറ്റ് ആൻ അക്കൗണ്ടിങ് ഡിസിഷൻ. ഒരു അക്കൗണ്ടിങ് ഡിസിഷൻ എന്താണ്, മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ക്ലയൻറ്റിൻ്റെ എക്സ്പെർട്ടൈസ്. സോ ഈ കാര്യങ്ങൾക്കാണ് എന്ത് വരുന്നത്, ഇൻറ്റിമിഡേഷൻ ത്രെറ്റിൽ വരിക. ദെൻ ഇവാലുവേഷൻ ഓഫ് ത്രെറ്റ്. Accountants must assess whether threats are at an acceptable level using their reasonable and informed third party test. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ടൻസ് എന്ത് ചെയ്യണം, അസസ് ചെയ്യണം ഈ ഓരോ ത്രെറ്റുകളും ഒരു അക്സെപ്റ്റബിൾ ലെവലിലാണോ ഉള്ളത് എന്നുള്ള കാര്യം അസസ് ചെയ്യണം. എങ്ങനെ? യൂസിങ് ദ റീസണബിൾ ആൻഡ് ഇൻഫോംഡ് തേർഡ് പാർട്ടി ടെസ്റ്റ്. അക്സെപ്റ്റബിൾ ലെവൽ. വെൻ an objective person would agree that compliance with the fundamental principle is maintained. അക്സെപ്റ്റബിൾ ലെവൽ എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു വ്യക്തി അയാൾ എഗ്രി ചെയ്യണം ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അത് കംപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അയാൾ എഗ്രി ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്കൊരു റിസ്ക്കുകളും മിസ്റ്റേറ്റ്മെൻറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അയാൾ അഗ്രി ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് എൻ അക്സെപ്റ്റബിൾ ലെവൽ. ദെൻ റീസണബിൾ ആൻഡ് ഇൻഫോംഡ് തേർഡ് പാർട്ടി ടെസ്റ്റ് എന്ന് വെച്ചാൽ ഡിറ്റർമൈൻസ് വെദർ അനദർ നോളജബിൾ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ വുഡ് റീച്ച് ദ സെയിം കൺക്ലൂഷൻ. അപ്പോൾ നമ്മളൊരു കൺക്ലൂഷനിലെത്തി എന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കൺക്ലൂഷനിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തി എന്ന് വെച്ചാൽ ബയസ്ഡ് അല്ലാത്തൊരു വ്യക്തി എത്തിയിട്ടുണ്ട്.
അതേ ഒരു കൺക്ലൂഷനിൽ മറ്റൊരു അനദർ നോളജബിളായിട്ടും അതേമാതിരി തന്നെ ഇൻഡിപെൻഡൻറ്റുമായിട്ടുള്ളൊരു മറ്റൊരു വ്യക്തിയും അതേ സെയിം കൺക്ലൂഷനിൽ വരുന്നതാണ് നമ്മൾ എന്ത് പറഞ്ഞത്, റീസണബിൾ ആൻഡ് ഇൻഫോംഡ് തേർഡ് പാർട്ടി ടെസ്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ത്രെറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ട് എന്ത് ചെയ്യണം, ആ ഒരു ത്രെറ്റ് അസസ് ചെയ്യണം. എങ്ങനെയൊക്കെ, അക്സെപ്റ്റബിൾ ലെവലിലാണോ എന്നുള്ള കാര്യം, അതേമാതിരി തന്നെ റീസണബിൾ ആൻഡ് ഇൻഫോംഡ് തേർഡ് പാർട്ടി ടെസ്റ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ അഡ്രസ്സിങ് ത്രെറ്റ്സ്. നമ്മൾ ത്രെറ്റ് എങ്ങനെ അഡ്രസ്സ് ചെയ്യുക? ഇഫ് ത്രെറ്റ് ഈസ് നോട്ട് അറ്റ് അക്സെപ്റ്റബിൾ ലെവൽ. അപ്പോൾ ഈ ഒരു ത്രെറ്റ് എന്താണ്, ഒരു അക്സെപ്റ്റബിൾ ലെവലല്ല ഈ ഒരു ത്രെറ്റ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ദ അക്കൗണ്ടൻറ്റ് മസ്റ്റ് ടേക്ക് ആക്ഷൻ. അക്കൗണ്ട് ചെയ്യണം, ആക്ഷൻസ് എടുക്കണം. എന്താ ചെയ്യേണ്ടത്? ഒന്നുകിൽ എലിമിനേറ്റ് ദ സർക്കംസ്റ്റാൻസ് ക്രിയേറ്റിംഗ് ദ ത്രെറ്റ്. ആ ഒരു ത്രെറ്റ് ഉണ്ടാക്കുന്ന സർക്കംസ്റ്റാൻസ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ അപ്ലൈ സേഫ് ഗാർഡ്സ് ടു റെഡ്യൂസ് ദ ത്രെറ്റ്. ആ ഒരു ത്രെറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള സേഫ് ഗാർഡ്സ് അപ്ലൈ ചെയ്യുക. ദെൻ ഡിക്ലൈൻ ഓർ എൻഡ്. ഒന്നുകിൽ ഡിക്ലൈൻ ചെയ്യുക അല്ലെങ്കിൽ എൻഡ് ചെയ്യുക. എന്ത്? പ്രൊഫഷണൽ ആക്ടിവിറ്റി ഇഫ് ത്രെറ്റ് കനോട്ട് ബി എലിമിനേറ്റ്. ആ ഒരു ത്രെറ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊഫഷണൽ ആക്ടിവിറ്റി തന്നെ, നമ്മളൊരു എൻഗേജ്മെൻറ്റ് തന്നെ ഡിക്ലൈൻ ചെയ്യുക അല്ലെങ്കിൽ നിർത്തുക. ദെൻ സേഫ് ഗാർഡ്സ് അഗെയിൻസ്റ്റ് ത്രെറ്റ്സ്. ആക്ഷൻസ് ടേക്കൺസ് ടു റെഡ്യൂസ് ത്രെറ്റ് ടു എൻ അക്സെപ്റ്റബിൾ ലെവൽ. അപ്പോൾ ഒരു ത്രെറ്റിനെ നമ്മളൊരു അക്സെപ്റ്റബിൾ ലെവലിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കേണ്ടത്? ഓക്കെ, അതാണ് പറഞ്ഞത്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് അസൈനിങ് എക്സ്ട്രാ പേഴ്സണൽ ടു മാനേജ് വർക്ക് ലോഡ് ആൻഡ് എൻഷുർ കംപ്ലയൻസ്. അപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൊണ്ടുവരിക, അസൈൻ ചെയ്യുക. കൂടുതൽ ആൾക്കാരെ അസൈൻ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു വർക്ക് ലോഡ് മാനേജ് ചെയ്യാനും അതേമാതിരി തന്നെ കംപ്ലയൻസ് എൻഷുർ ചെയ്യാനും വേണ്ടിയിട്ട്. സോ ഇത് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റിനെയാണിത് കുറയ്ക്കുക, സേഫ് ഗാർഡ് ചെയ്യുക. കാരണം നമ്മൾ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുമെന്നാണ് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് എന്ന് എഫക്റ്റ് ആവും. ദെൻ അപ്പോയിൻറ്റിങ് ആൻ ഇൻഡിപെൻഡൻറ്റ് റിവ്യൂവർ ടു ചെക്ക് ദ വർക്ക്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത സാധനം ഒരു ഇൻഡിപെൻഡൻറ്റ് റിവ്യൂവറിനെ കൂടി കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ടും കൂടി ചെക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അപ്പോഴും സെൽഫ് റിവ്യൂ ത്രെറ്റ് അവിടെ കുറയും. കാരണം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തന്നെ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് മോശം റിപ്പോർട്ട് കൊടുക്കില്ല. പക്ഷേ വേറൊരാൾ വന്നിട്ട് അത് റിവ്യൂ കൂടി ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് മനസ്സിലാവും ഇവർ അവിടെ ഒരു തെറ്റുണ്ടെന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കും. ദെൻ സെപ്പറേറ്റിംഗ് ടീംസ് ഫോർ അഷുറൻസ് ആൻഡ് നോൺ അഷുറൻസ് സർവീസ്. അപ്പോൾ അഷുറൻസ് സർവീസിനും നോൺ അഷുറൻസ് സർവീസിനും ടീമുകളെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ സെൽഫ് റിവ്യൂ ത്രെറ്റും അഡ്വക്കസി ത്രെറ്റും അതേമാതിരി തന്നെ ഫെമിലിയാരിറ്റി ത്രെറ്റും അവിടെ കുറയും. ദെൻ ഇൻവോൾവിങ് ആൻ എക്സ്റ്റേണൽ ഫേം ഫോർ ഇൻഡിപെൻഡൻറ്റ് റിവ്യൂ. ഒരു ഇൻഡിപെൻഡൻറ്റ് റിവ്യൂ ചെയ്യുക, ഒരു എക്സ്റ്റേണൽ ഫേമിനെ യൂസ് ചെയ്തിട്ട്. അങ്ങനെയാകുമ്പോൾ മൾട്ടിപ്പിൾ ത്രെറ്റ്സ്, ഒട്ടുമിക്ക 5 ത്രെറ്റുകളും കുറയും. ദെൻ കീപ്പിംഗ് ടീംസ് സെപ്പറേറ്റ്ലി വെൻ ഹാൻഡ്ലിങ് കോൺഫിഡൻഷ്യൽ മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മളുടെ എൻഗേജ്മെൻറ്റ് ടീമിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയും സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് കുറയും. കാരണം നമ്മളൊരു കോൺഫിഡൻഷ്യൽ ഡാറ്റ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ അത് വെച്ചിട്ട് മറ്റവരെ ത്രെറ്റ് ചെയ്യാൻ, അത് നമ്മളൊരു പേഴ്സണൽ ഗെയിൻ ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. അവരുടെ ടീമിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ. സോ അതാണെന്ത് ത്രെറ്റ്സ്, ഇവാലുവേഷൻ ഓഫ് ത്രെറ്റ്സ് ആൻഡ് സേഫ് ഗാർഡ്സ്. ഇനി അടുത്തതാണെന്ത് നോൺ കംപ്ലയൻസ് വിത്ത് ലോ ആൻഡ് റെഗുലേഷൻ. സോ നോൺ കംപ്ലയൻസ് വിത്ത് ലോ ആൻഡ് റെഗുലേഷൻ, NOCLAR. സോ അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം നമുക്ക്. ഡെഫിനിഷൻ ഓഫ് NOCLAR: when professional accountants provides service or work for employer, they might come across cases of non-compliance with law and regulations. അപ്പോൾ ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് സർവീസോ അല്ലെങ്കിൽ വർക്കോ കൊടുക്കുകയാണ് ഒരു എംപ്ലോയറിന്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഒരു ലോയോ റെഗുലേഷൻസോ കംപ്ലൈ ചെയ്യാത്ത കുറേ സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യും. സോ ദിസ് കുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ ക്ലയൻറ്റ്, എംപ്ലോയർ, മാനേജ്മെൻറ്റ് ഓർ എംപ്ലോയർ. അപ്പോൾ ഈ ഒരു നോൺ കംപ്ലൈൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റഡ് ബൈ. ദിസ് കുഡ് ബി കമ്മിറ്റഡ് ബൈ. ഒന്നുകിൽ ക്ലയൻ്റ് ആയിരിക്കും ഈ ഒരു നോൺ കംപ്ലൈൻസ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എംപ്ലോയർ ആയിരിക്കും, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എംപ്ലോയീസ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ അതാണിത് നോൺ കംപ്ലൈൻസ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ വെച്ചാൽ വാട്ട് ഈസ് കൺസിഡർഡ് ആസ് NOCLAR, നോൺ കംപ്ലയൻസ്
വിത്ത് ലോ ആൻഡ് റെഗുലേഷൻ. എന്താണത് എന്തിനാണ് നമ്മളത് നോൺ കംപ്ലയൻസ് ആയിട്ട് കാണുന്നത്? ആക്ട് ഓഫ് ഒമീഷൻ ഓർ കമ്മീഷൻ. ആക്ട് ഓഫ് ഒമീഷൻ ഓർ കമ്മീഷനാണ് നമ്മൾ നോൺ കംപ്ലയൻസ് ആയിട്ട് കാണുന്നത്. എന്ന് വെച്ചാൽ ഇൻറ്റൻഷണൽ ഓർ അൺഇൻറ്റൻഷണൽ അഗെയിൻസ്റ്റ് പ്രിവെയിലിംഗ് ലോ റെഗുലേഷൻ. ഇപ്പോൾ ലോ റെഗുലേഷനെ ഫോളോ ചെയ്യാൻ നമ്മളെന്താണ് ഒമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെന്താണ് മനഃപൂർവ്വം ചെയ്യുക. അത് ഇൻറ്റൻഷനോ അല്ലെങ്കിൽ അൺഇൻറ്റൻഷനോ ആവാം. ദെൻ കമ്മിറ്റഡ് ബൈ ക്ലയൻറ്റ്സ്, എംപ്ലോയർ, മാനേജ്മെൻറ്റ് ഓർ എംപ്ലോയി. അല്ലെങ്കിൽ എന്തെങ്കിലും എന്താവാം, എംപ്ലോയീസോ ക്ലയൻറ്റോ എംപ്ലോയീസോ മാനേജ്മെൻറ്റോ എംപ്ലോയീസോ അത് സ്വന്തം അവർ തന്നെ കമ്മിറ്റ് ചെയ്തായിരിക്കാം, അവരെന്താണ് അത് ഫോളോ ചെയ്യേണ്ടത് തന്നെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ഡസ് നോട്ട് ഇൻക്ലൂഡ് പേഴ്സണൽ മിസ്കണ്ടക്ട് അൺറിലേറ്റഡ് ടു ബിസിനസ് ആക്ടിവിറ്റി. അപ്പോൾ ഇത് എന്തും ആവാം, ഒരു പേഴ്സണൽ മിസ്കണ്ടക്ട് റിലേറ്റഡ് അല്ലാത്തതും ആവാം. ഡസ് നോട്ട് ഇൻക്ലൂഡ് പേഴ്സണൽ മിസ്കണ്ടക്ട് റിലേറ്റഡ് ടു ബിസിനസ് ആക്ടിവിറ്റി ആവാം. സോ എ കമ്പനി ഫോൾസിഫൈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ഇവേഡ് ടാക്സ്. അപ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെന്താണ് ഇത് ഫോൾസ് ആയിട്ട് കാണിക്കുക, ഫോൾസ് ഡാറ്റാസ് അതിൽ കാണിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടാക്സ് ഇവേഡ് ചെയ്യാൻ വേണ്ടി, ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, വെട്ടിക്കാൻ വേണ്ടിയിട്ട്. ദിസ് ഈസ് നോൺ കംപ്ലയൻസ് ആണ്, അത് നോൺ കംപ്ലയൻസ് ആണ്. ഹവർ ഇഫ് എ ഡയറക്ടർ കമ്മിറ്റ്സ് പേഴ്സണൽ ഫ്രോഡ്, ഒരു ഡയറക്ടർ ഒരു പേഴ്സണൽ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാണ് ഔട്ട്സൈഡ് വർക്കിന് പുറത്ത് ഒരു പേഴ്സണൽ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്തല്ല, അത് നോൺ കംപ്ലയൻസ് അല്ല, വർക്കുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. Then examples of non-compliance as per IESBA എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഫ്രോഡ്, കറപ്ഷൻ, ബ്രൈബറി, ദെൻ മണി ലോണ്ടറിങ്, ടെററിസ്റ്റ് ഫിനാൻസിങ് ആൻഡ് പ്രൊസീഡ്സ് ഓഫ് ക്രൈം, ദെൻ സെക്യൂരിറ്റി മാർക്കറ്റ് ആൻഡ് ട്രേഡിംഗ്, ദെൻ ബാങ്കിങ് ആൻഡ് അതർ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, ഡാറ്റ പ്രൊട്ടക്ഷൻ, എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, പബ്ലിക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ടാക്സ് ആൻഡ് പെൻഷൻ ലയബിലിറ്റി ആൻഡ് പേയ്മെൻറ്റ്സ്. ഇതൊക്കെ നോൺ കംപ്ലയൻസിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ഇഫ് എ കമ്പനി ഡിസ്പോസ് ഓഫ് ഹസാർഡസ് വേസ്റ്റ് ഇംപ്രോപ്പർലി ഇറ്റ് ഫോൾസ് അണ്ടർ നോൺ കംപ്ലയൻസ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ഇത് വെച്ചാൽ എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ പ്രോപ്പർ അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് നോക്കിയിട്ടല്ലെങ്കിൽ അത് നോൺ കംപ്ലയൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ദെൻ കീ ഫാക്ട്സ് അബൌട്ട് നോൺ കംപ്ലയൻസ് ഡ്യൂറിങ് പ്രൊഫഷണൽ സർവീസ്. അപ്പോൾ പ്രൊഫഷണൽ സർവീസിൻ്റെ സമയത്താണെങ്കിൽ നോൺ കംപ്ലയൻസ് അപ്ലൈസ് ഇഫ് എ പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് എൻകൗണ്ടർ എ നോൺ കംപ്ലയൻസ് വൈൽ പ്രൊവൈഡിങ് സർവീസ്. അപ്പോൾ നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്, ഒരു പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നോൺ കംപ്ലയൻസ് അയാൾ കണ്ടുപിടിച്ചു. ഹവർ ദേ ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓർ ഫുൾ കംപ്ലയൻസ് എൻഫോഴ്സ്മെൻറ്റ്. പക്ഷേ അവർ ആ ഒരു ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ ഫുൾ കംപ്ലയൻസ് എൻഫോഴ്സ്മെൻറ്റിനോ ഒന്നും അവർ റെസ്പോൺസിബിൾ അല്ല. സോ ഇതാണെന്ത് ഡ്യൂറിങ് പ്രൊഫഷണൽ സർവീസ് കീ ഫാക്റ്റായിട്ട് പറഞ്ഞത്. ദെൻ എക്സ്പെർട്ടൈസ് നോട്ട് റിക്വയർഡ്. അക്കൗണ്ട്സ് ആർ എക്സ്പെക്റ്റഡ് ടു യൂസ് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് ബട്ട് ആർ നോട്ട് റിക്വയർഡ് ടു ലീഗൽ എക്സ്പെർട്സ്. അപ്പോൾ അക്കൗണ്ട്സ് എന്തായിരിക്കണം, ആർ എക്സ്പെക്റ്റഡ് ടു യൂസ് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്സ്. അവർ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്സ് യൂസ് ചെയ്യണം അവരൊരു നോൺ കംപ്ലയൻസ് കാണുകയാണെങ്കിൽ. ബട്ട് ആർ നോട്ട് റിക്വയർഡ് ടു ബി എ ലീഗൽ എക്സ്പെർട്ട്. അവർ ലീഗൽ എക്സ്പെർട്ട് ഒന്നും ആവേണ്ട ആവശ്യമില്ല, പക്ഷേ ഒരു പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് എന്ത് ചെയ്യണം, അവർ യൂസ് ചെയ്യണം. ദെൻ മാറ്റേഴ്സ് നോട്ട് കവേർഡ്. ഏതൊക്കെ മാറ്റേഴ്സാണ് കവർ ചെയ്യാത്തത്? ട്രിവിയൽ ഇഷ്യൂസ് ആൻഡ് പേഴ്സണൽ മിസ്കണ്ടക്ട് അൺറിലേറ്റഡ് ടു ബിസിനസ് ആക്ടിവിറ്റി. അപ്പോൾ ബിസിനസ് ആക്ടിവിറ്റി റിലേറ്റഡ് അല്ലാത്ത ട്രിവിയൽ ഇഷ്യൂസ് അല്ലെങ്കിൽ പേഴ്സണൽ മിസ്കണ്ടക്ട് ഒന്നും നമ്മൾ നോൺ കംപ്ലയൻസ് അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വർക്ക് റിലേറ്റഡ് അല്ലാത്തൊരു ഫ്രോഡ് ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റ് ചെയ്താൽ നോൺ കംപ്ലയൻസ് അല്ല. ദെൻ ഡിസ്ക്ലോഷേഴ്സ് എക്സ്പെക്ടേഷൻസ്. ഇഫ് ഡിസ്ക്ലോസിങ് നോൺ കംപ്ലയൻസ് ഇസ് അഗെയിൻസ്റ്റ് ദ ലോ ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. അപ്പോൾ നമ്മൾ നോൺ കംപ്ലയൻസിന് ഡിസ്ക്ലോഷർ കൊടുക്കുകയാണ്, ആ ഡിസ്ക്ലോഷർ നിയമത്തിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ്, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നോർമലി എന്ത് ചെയ്യണം, ഈ ഒരു നോൺ കംപ്ലയൻസ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം, പക്ഷേ ആ ഡിസ്ക്ലോഷർ നിയമത്തിനെതിരെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. An accountant notices financial fraud but is not required to act as legal investigator. അപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ഒരു ഫിനാൻഷ്യൽ ഫ്രോഡ് കണ്ടുപിടിച്ചു, പക്ഷേ ബട്ട് ഇസ് നോട്ട് റിക്വയർഡ് ടു ആക്ട് ആസ് എ ലീഗൽ ഇൻവെസ്റ്റിഗേറ്റർ. അയാളൊരു ലീഗൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഹവർ ദേ മസ്റ്റ് അസസ് വെദർ ഇറ്റ് ടു റിപ്പോർട്ട് ഇറ്റ്. അത് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യം അവരെന്ത് ചെയ്യണം, അപ്പോൾ അസസ് ചെയ്യണം. So that is the definition of NOCLAR. Then applicability of NOCLAR in India. അപ്പോൾ ഇന്ത്യയിലുള്ള അതിൻ്റെ ആപ്ലിക്കബിലിറ്റി നമുക്ക് നോക്കാം. ഫോർ പ്രൊഫഷണൽ അക്കൗണ്ടൻസ് ഇൻ സർവീസ്. അപ്പോൾ സർവീസ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ അക്കൗണ്ടൻസ് സെക്ഷൻ 260 ആണ് പറഞ്ഞത്.
applies to senior professional accountants in listed companies who have decision making power over resources. അപ്പോൾ ലിസ്റ്റഡ് കമ്പനീസിൽ ഉള്ള ഒരു പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ്, സീനിയർ പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ്, അയാൾക്ക് എന്തുണ്ട്, അയാൾക്കൊരു ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾ എന്ത് ചെയ്യണം, ലൈക്ക് എ CFO മാനിപ്പുലേറ്റിംഗ് റവന്യൂ ഫിഗേഴ്സ് ഇൻ ലിസ്റ്റഡ് കമ്പനി മസ്റ്റ് ബി റിപ്പോർട്ടഡ് അണ്ടർ ഈ ഒരു എന്താണ് NOCLAR പ്രകാരമാണ് റിപ്പോർട്ട് ചെയ്യണം അങ്ങനത്തെ ഒരാളാണെങ്കിൽ. ദെൻ പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് ഇൻ പബ്ലിക് പ്രാക്ടീസ്. അപ്പോൾ ഒരു കമ്പനിയിൽ എംപ്ലോയി ആണ്, പക്ഷേ അയാൾ എന്താണ്, അയാൾ വളരെ ഇൻഫ്ലുവൻസ് ആയുള്ളൊരു വ്യക്തിയാണ് അവിടെ. അയാൾക്ക് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനും എല്ലാത്തിനുമുള്ള പവർ അയാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അയാളത് NOCLAR പ്രകാരം റിപ്പോർട്ട് ചെയ്യണം. ദെൻ ഫോർ എ പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് ഇൻ പബ്ലിക് പ്രാക്ടീസിലുള്ളൊരു പ്രൊഫഷണൽ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ ആസ് പെർ സെക്ഷൻ 360 പ്രകാരമാണെങ്കിൽ അപ്ലൈസ് ടു ഓഡിറ്റർ ഓഫ് കമ്പനീസ് ലിസ്റ്റഡ് ഇൻ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക്. അപ്പോൾ ആർക്കത് അപ്ലൈ ആവുക, ഓഡിറ്റർ ഓഫ് എ കമ്പനീസ് ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ലിസ്റ്റഡ് കമ്പനീസിനാണ് അപ്പോഴും ആപ്ലിക്കബിൾ ആവുക എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ വിത്ത് എ നെറ്റ് വർത്ത് ഓഫ് 250 crores ഓർ മോർ. പക്ഷേ ആ ഒരു കമ്പനീൻ്റെ നെറ്റ് വർത്ത് എന്തോ ആവണം, 250 കോടിയോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആവും വേണം. സോ ആർക്കാണ് NOCLAR റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക, അതിൻ്റെ പബ്ലിക് പ്രാക്ടീസിൽ ഒരു ഓഡിറ്റർ. ഏത് ഓഡിറ്റർ, ലിസ്റ്റഡ് കമ്പനീൻ്റെ ഓഡിറ്റർ. ആ കമ്പനി എന്തു ആവണം, 250 crore അല്ലെങ്കിൽ മോർ നെറ്റ് വർത്തും വേണം അവർക്ക്. അവരെന്ത് ചെയ്യണം, NOCLAR പ്രകാരം റിപ്പോർട്ട് ചെയ്യണം. An auditor finds that a large listed company is concealing a liability. This should be addressed under NOCLAR. Then comparison of NOCLAR versus SA 250. അപ്പോൾ SA 250യും NOCLAR നമ്മളൊരു കമ്പാരിസണാണ് പറഞ്ഞത്. SA 250 ഏതാ സ്റ്റാൻഡേർഡിൻ്റെ പേര്, കംപ്ലയൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ് ആണ് SA 250 ഡീൽ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്. അപ്പോൾ ഈ NOCLAറും അതേമാതിരി തന്നെ 250 തമ്മിൽ എന്താണ് റിലേഷനും അതേമാതിരി തന്നെ എന്തൊക്കെയാണ് ഡിഫറൻസുകൾ, അതാണ് നമ്മൾ നോക്കുന്നത്. സോ 250 അപ്ലൈസ് ടു ഓൺലി ഓഡിറ്റ് നോട്ട് അതർ അഷുറൻസ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ 250 ഏതിന് മാത്രമേ അപ്ലൈ ആവുന്നുള്ളൂ, ഓഡിറ്റിന് മാത്രമേ അപ്ലിക്കബിൾ ആവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് ഓഫ് അപ്ലിക്കബിലിറ്റി 250 ഓഡിറ്റിന് മാത്രമേ അപ്ലൈ ആവുന്നുള്ളൂ, മറ്റ് അഷുറൻസ് എൻഗേജ്മെൻ്റ് ഒന്നും അപ്ലിക്കബിൾ അല്ല. NOCLAR ആണെങ്കിലോ അപ്ലൈസ് ടു പ്രൊഫഷണൽ അക്കൗണ്ടൻസ് ഇൻ ബോത്ത് സർവീസ് ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ പ്രാക്ടീസിലുള്ള ആളും അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നത് വെച്ചാൽ എംപ്ലോയീസ് അങ്ങനെയുള്ള ആൾ, ആ എല്ലാവർക്കും എന്താണ് ഈ ഒരു NOCLAR അപ്ലിക്കബിൾ ആണ്. ദ നേച്ചർ ഓഫ് ലോ കവേഴ്സ് ലോ ദാറ്റ് എഫക്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന നിയമങ്ങൾ മാത്രമേ എന്താണ് SA 250യിൽ കവർ ചെയ്യുന്നുള്ളൂ. പക്ഷേ NOCLAR ഇൻക്ലൂഡ്സ് ബ്രോഡർ നോൺ കംപ്ലയൻസ് ദാറ്റ് കോസസ് സീരിയസ് ഫിനാൻഷ്യൽ ഓർ നോൺ ഫിനാൻഷ്യൽ ഹാം. ഫിനാൻഷ്യൽ അതേമാതിരി തന്നെ നോൺ ഫിനാൻഷ്യൽ ഹാമും അത് രണ്ടും എന്താണ് NOCLAR കൺസിഡർ ചെയ്യുന്നുണ്ട്. Then stakeholders consider does not define stakeholders. 250ൽ നിന്നാണ് സ്റ്റേക്ക് ഡിഫൈൻ ചെയ്യുന്നില്ല. NOCLAR considered impact on investors, creditors, employees and other public. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, എംപ്ലോയീസ്, പബ്ലിക് ഈ 4 ആൾക്കാരാണിത് NOCLAR കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ 250 എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നില്ല, ജസ്റ്റ് എന്തേ പറയുന്നുള്ളൂ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് കംപ്ലൈ ചെയ്യണം എന്നുള്ളത് മാത്രമേ 250 പറയുന്നുള്ളൂ. ദെൻ റിപ്പോർട്ടിംഗ് ഇമിനൻറ്റ് ബ്രീച്ച്. SA 250 നോ പ്രൊവിഷൻസ് ഫോർ റിപ്പോർട്ടിംഗ് ഇമിനൻറ്റ് ഹാം. അപ്പോൾ ഇമിനൻറ്റ് ഹാം എന്ന് വെച്ചാൽ ഒരു മിസ്കണ്ടക്റ്റ്, ഒരു നോൺ കംപ്ലയൻസ് നടക്കാൻ പോവുകയാണ്, അടുത്ത് തന്നെ നടക്കാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തിലില്ല, 250ൽ റിപ്പോർട്ട് ചെയ്യില്ല. നോ പ്രൊവിഷൻ ഫോർ റിപ്പോർട്ടിംഗ് ഇമിനൻറ്റ് ഹാം എന്ന് വെച്ചാൽ ജസ്റ്റ് അടുത്ത് തന്നെ നടക്കാൻ ചാൻസ് ഉള്ളൊരു ഹാം അല്ലെങ്കിൽ ഒരു ബ്രീച്ച് ഓഫ് നോൺ കംപ്ലയൻസ് ഓഫ് ലോ, അത് നമ്മൾ എന്ത് ചെയ്യില്ല, 250ൽ നമ്മൾ ആ ഒരു റിപ്പോർട്ടിംഗ് പ്രൊവിഷൻ ഇല്ല. NOCLAR ആണെങ്കിൽ എന്താണ്, റിക്വയർ അക്കൗണ്ടൻസ് ടു അസസ് വെദർ റിപ്പോർട്ട് ടു ഇമിനൻറ്റ് ലോ ബ്രീച്ച് ടു അതോറിറ്റി. അപ്പോൾ അതോറിറ്റീസിന് ഒരു ഇമിനൻറ്റ് ലോ ആ ഒരു ബ്രീച്ച് എന്താണ് റിപ്പോർട്ട് ചെയ്യണോ എന്നുള്ള കാര്യം അസസ് ചെയ്യും. അങ്ങനത്തെ ഒരു പ്രൊവിഷൻ എന്താണ് NOCLARലുണ്ട്. ഇഫ് എൻ അക്കൗണ്ടൻറ്റ് ലേൺസ് ദാറ്റ് എ കമ്പനി ഈസ് അബൌട്ട് ടു കമ്മിറ്റ് എ ടാക്സ് ഫ്രോഡ്. അപ്പോൾ ഒരു ടാക്സ് ഫ്രോഡ് എന്താണ്, ഒരു കമ്പനി കമ്മിറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യം ഒരു അക്കൗണ്ടൻറ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ NOCLAR അലൗസ് ഇമ്മീഡിയറ്റ് റിപ്പോർട്ടിംഗ് ടു ടാക്സ് അതോറിറ്റി. അപ്പോൾ ടാക്സ് അതോറിറ്റിക്ക് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ NOCLAR പറയുന്നുണ്ട്, അലൗ ചെയ്യുന്നുണ്ട്. സോ അതാണ് NOCLAR വേഴ്സസ് 250 കമ്പാരിസൺ, SA 250 കമ്പാരിസൺ. ദെൻ പ്രോസസ് ഫോർ റെസ്പോണ്ടിങ് ടു NOCLAR. അപ്പോൾ NOCLAറിന് റെസ്പോണ്ട് ആയിട്ടുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ്?
അണ്ടർസ്റ്റാൻഡ് ദ ഇഷ്യൂ ആൻഡ് ഗ്യാദർ റിലവൻറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ ആ ഒരു ഇഷ്യൂ മനസ്സിലാക്കണം, അതേമാതിരി തന്നെ റിലവൻറ്റ് ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്യണം. അങ്ങനെയാണ് ഇത് റെസ്പോണ്ട് ചെയ്യുക NOCLRന് വേണ്ടിയിട്ട്. ദെൻ ഡിസ്കസ് വിത്ത് മാനേജ്മെൻറ്റ് ആൻഡ് TCW. അപ്പോൾ TCWൻ്റെ അടുത്ത് മാനേജ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു നമ്മൾ മനസ്സിലാക്കിയുള്ള കാര്യം അതേമാതിരി തന്നെ ഗ്യാദർ ചെയ്തുള്ള ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. ദെൻ സീക്ക് എക്സ്പേർട്ട് അഡ്വൈസ് ഇഫ് നെസറി. എക്സ്പേർട്ട് അഡ്വൈസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ആവശ്യപ്പെടണം. ദെൻ ഡിസൈഡ് വെദർ ഫർദർ ആക്ഷൻ ഇസ് നീഡഡ്. അപ്പോൾ കൂടുതൽ ആക്ഷൻസ് വേണോ എന്നുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്യണം, ഇൻക്ലൂഡിങ് റിപ്പോർട്ടിംഗ്. ആസ് ഇഫ് ഡിസ്ക്ലോസർ ഇസ് റിക്വയർഡ് ടു എൻ അതോറിറ്റി. അപ്പോൾ ഒരു അതോറിറ്റിക്ക് ഏതെങ്കിലും അതോറിറ്റിക്ക് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ എല്ലാവരും ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അസസ് ചെയ്യണം. ദെൻ കൺസിഡർ അർജൻറ്റ് കേസസ് വേർ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇസ് ടേക്കൺ നീഡഡ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ട എന്തെങ്കിലും അർജൻറ്റ് കേസുകളുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അക്കൗണ്ടൻറ്റ് കൺസിഡർ ചെയ്യണം. ഇഫ് എൻ അക്കൗണ്ടൻറ്റ് ഫൈൻഡ്സ് ദാറ്റ് എ കമ്പനി ഈസ് ഇൻവോൾവ് ഇൻ മണി ലോണ്ടറിങ് എന്ന് വെച്ചാൽ കള്ളപ്പണം വെളുപ്പിക്കലിൽ എന്താണ് ഒരു കമ്പനി ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ദേ ഷുഡ് കൺസൾട്ട് സീനിയർ മാനേജ്മെൻറ്റ് അടുത്ത് കൺസൾട്ട് ചെയ്യണം ആൻഡ് കൺസിഡർ റിപ്പോർട്ടിംഗ് ഇറ്റ് ടു റെഗുലേറ്ററി ബോഡീസ്. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി ഇൻ NOCLR. അപ്പോൾ NOCLRൽ കോൺഫിഡൻഷ്യാലിറ്റി. അപ്പോൾ ഫോർ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്, ഫോർ എംപ്ലോയിഡ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യുക NOCLR. സോ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ട് ആണെങ്കിൽ എന്താണ്, അണ്ടർ ദ CA ആക്ട് 1949 പ്രകാരം എ CA ഇൻ പ്രാക്ടീസ് കനോട്ട് ഡിസ്ക്ലോസ് ക്ലയൻറ്റ് ഇൻഫർമേഷൻ വിത്തൗട്ട് കൺസെൻറ്റ് അൺലെസ് റിക്വയർഡ് ബൈ ലോ. അപ്പോൾ ഈ ഒരു NOCLR കോൺഫിഡൻഷ്യാലിറ്റി പറഞ്ഞ രീതിയിൽ പ്രകാരമാണെങ്കിൽ എന്താണ്, ഒരു ക്ലയൻറ്റിൻ്റെ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല CA ആക്ട് പ്രകാരം. പക്ഷേ നിയമം നിയമം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ഇനി ഒരു എംപ്ലോയിഡ് CA ആണെങ്കിൽ എന്ത് ചെയ്യണം, എംപ്ലോയീസ് കനോട്ട് ഡിസ്ക്ലോസ് കോൺഫിഡൻഷ്യൽ കമ്പനി ഇൻഫർമേഷൻ അൺലെസ് റിക്വയർഡ് ബൈ ലോ ഓർ പെർമിറ്റഡ് ബൈ എംപ്ലോയർ. അപ്പോൾ എംപ്ലോയർ പെർമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിയമം അനുവദിക്കുകയോ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ആ സിറ്റുവേഷനിൽ നമ്മളൊരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒരു എംപ്ലോയി ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. An auditor cannot share sensitive client data unless legally mandated. Then documentation requirements in NOCLR. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ റിക്വയർമെൻ്റ് ആണ് പറഞ്ഞത്. റെക്കോർഡ് മാനേജ്മെൻറ്റ് റെസ്പോൺസ് ടു ഇഷ്യൂ. അപ്പോൾ മാനേജ്മെൻറ്റ് റെസ്പോൺസ് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് പറഞ്ഞത്. നമ്മൾ ഈ ഒരു കാര്യം മാനേജ്മെൻറ്റോട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാനേജ്മെൻറ്റ് റെസ്പോൺസ് എന്താണോ ആ കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യണം. ദെൻ ഡോക്യുമെൻറ്റ് ആക്ഷൻസ് കൺസിഡേർഡ്, ജഡ്ജ്മെൻറ്റ്സ് മെയ്ഡ് ആൻഡ് ഫൈനൽ ഡിസിഷൻ. അപ്പോൾ എന്തൊക്കെ ആക്ഷൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ജഡ്ജ്മെൻറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്, അതേമാതിരി തന്നെ ഫൈനൽ ഡിസിഷൻ എന്താണോ ഈ കാര്യം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം. ദെൻ എൻഷുർ കംപ്ലയൻസ് വിത്ത് ദ റീസണബിൾ ആൻഡ് ഇൻഫോംഡ് തേർഡ് പാർട്ടി ടെസ്റ്റ്. അപ്പോൾ റീസണബിളും അതേമാതിരി തന്നെ ഇൻഫോംഡ് തേർഡ് പാർട്ടി ടെസ്റ്റും അതിൻ്റെ കംപ്ലയൻസ് നമ്മൾ എന്താണ് എൻഷുർ ചെയ്യണം. ആ കാര്യം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം. ദെൻ മെയിൻറ്റെയിൻ അഡീഷണൽ ഡോക്യുമെൻറ്റേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അണ്ടർ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. An accountant must document discussions about NOCLR issues with the company's board and legal team. അപ്പോൾ കമ്പനീൻ്റെ ബോർഡും ലീഗൽ ടീമുമായിട്ട് നമ്മൾ നടത്തിയുള്ള ഡിസ്കഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം. ഇതൊരു എക്സാമ്പിളായിട്ട് മാത്രം പറഞ്ഞതാണ്. Then manage membership of the institute. When an applicant's membership application is accepted by the council, their name is entered into the register. അപ്പോൾ ഒരു അപ്ലിക്കൻ്റെ മെമ്പർഷിപ്പ് അപ്ലിക്കേഷൻ, അപ്പോൾ ഒരാൾ CA ക്വാളിഫൈഡ് ആയി, അയാൾ എന്ത് ചെയ്തു, അയാൾ മെമ്പർഷിപ്പിലുള്ള അപ്ലിക്കേഷൻ കൊടുത്തു. അതെന്താണ് കൗൺസിൽ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ദെയർ നെയിം ഈസ് എൻറ്റേർഡ് ഇൻ ടു ദ രജിസ്റ്റർ. അത് അവരുടെ പേര് രജിസ്റ്ററിൽ എഴുതി ചേർക്കും. ആൻഡ് ദേ റിസീവ് എ മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്. അവർക്കൊരു മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും കിട്ടും. ഓക്കെ, സോ ഇത് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് പർട്ടിക്കുലേഴ്സ് ഓഫ് രജിസ്റ്റർ, സെക്ഷൻ 19 ഓഫ് CA ആക്ട് 1949. അപ്പോൾ CA ആക്ട് 1949 സെക്ഷൻ 19 ആണ് എന്ത് പറഞ്ഞത്, ഈ ഒരു രജിസ്റ്ററിൽ നമ്മൾ കാണുന്ന പർട്ടിക്കുലേഴ്സ് എന്തൊക്കെയാണ് രജിസ്റ്ററിൽ ഉണ്ടാവുക. രജിസ്റ്ററിൽ ഉണ്ടാകുന്ന പർട്ടിക്കുലേഴ്സ് ആണ് ഫുൾ നെയിം, അയാളുടെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഡൊമാസിൽ ആൻഡ് റെസിഡൻഷ്യൽ ആൻഡ് പ്രൊഫഷണൽ അഡ്രസ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദെൻ ഡേറ്റ് ഓഫ് എൻട്രി ഓഫ് നെയിം ഇൻ രജിസ്റ്റർ. അപ്പോൾ നമ്മൾ ആ ഒരു അവരുടെ പേര് ഏത് ദിവസമാണ് ഏത് ഡേറ്റിലാണ് എൻട്രി ചെയ്തില്ല, രജിസ്റ്ററിൽ എൻട്രി ചെയ്തില്ല ഡേറ്റ് അതുണ്ടാവും. ദെൻ ക്വാളിഫിക്കേഷൻ, എന്താണ് ക്വാളിഫിക്കേഷൻ. ദെൻ വെദർ ദ മെമ്പർ ഹോൾഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്, അയാൾ നമ്മൾ ഈ രജിസ്റ്ററിൽ കാണിച്ചിട്ടുള്ള ആൾ ഇത് ഒരു മെമ്പർഷിപ്പ്, നമ്മൾ CA മെമ്പർഷിപ്പാണ് എടുക്കുന്നത് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. സോ അയാൾക്ക് ആ ഒരു COP ഉണ്ടോ, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അത് കാണിക്കണം. ആൻഡ് എനി അതർ പ്രിസ്ക്രൈബ്ഡ് പെർട്ടിക്കുലേഴ്സ്, അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആ ഒരു ഇൻഫർമേഷനും കൂടി നമ്മൾ കൊടുക്കണം.
ദെൻ ഡിസബിലിറ്റീസ് ഫോർ ദ പർപ്പസ് ഓഫ് മെമ്പർഷിപ്പ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഡിസബിലിറ്റീസ്, മെമ്പർഷിപ്പിനുള്ള ഡിസബിലിറ്റീസ് എന്തൊക്കെയാണ്? സെക്ഷൻ 8 ആണ് പറയുന്നത്. സെർട്ടൻ കണ്ടീഷൻസ് പ്രിവെൻറ്റ് എ പേഴ്സൺ ഫ്രം ബീങ് എ മെമ്പർ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ചില കാര്യങ്ങൾ എന്താണ് ഒരാളെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെമ്പർ ആവാൻ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ വെച്ചാൽ, ഇഫ് എനി ഓഫ് ദീസ് അപ്ലൈ, ഏതെങ്കിലും അപ്ലൈ ആവുകയാണെങ്കിൽ ദെയർ നെയിം കനോട്ട് ബി എൻറ്റേർഡ് ഇൻ ദ രജിസ്റ്റർ. അവരുടെ പേര് എന്ത് ചെയ്യാൻ പറ്റില്ല, രജിസ്റ്ററിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു പ്രിവെൻഷൻ എന്ന് വെച്ചാൽ, ഫസ്റ്റ് ബിലോ 21 ഇയേഴ്സ് ഓഫ് ഏജ് അറ്റ് ദ ടൈം ഓഫ് അപ്ലിക്കേഷൻ. അപ്പോൾ ആ ആപ്ലിക്കേഷൻ സമയത്ത് 21 വയസ്സിന് താഴെയാണ് അയാളുടെ ഏജ് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെമ്പർ ആവാൻ പറ്റില്ല. എക്സാമ്പിൾ, എ 19-year-old കനോട്ട് അപ്ലൈ. ദെൻ അടുത്ത വെച്ചാൽ ഡിക്ലെയർഡ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ബൈ എ കോമ്പീറ്റൻറ്റ് കോർട്ട്. ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള കോടതി അയാൾ എന്ത് വിധിച്ചു, അയാൾ അൺസൗണ്ട് മൈൻഡാണ് എന്നുള്ള കാര്യം ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ സെയിം ടൈമും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെമ്പർ ആവാൻ പറ്റില്ല. എ പേഴ്സൺ വിത്ത് സെവറൽ മെൻ്റൽ ഇൽനെസ് അണ്ടർ ലീഗൽ ഗാർഡിയൻഷിപ്പ്. ദെൻ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവൻ്റ് ആണെങ്കിലും അയാൾക്ക് എന്താകാൻ പറ്റില്ല, അയാൾക്ക് മെമ്പർ ആവാൻ പറ്റില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, അയാൾക്ക് ആ രജിസ്റ്ററിൽ അയാളെ പേര് എഴുതാൻ പറ്റില്ല. എ പേഴ്സൺ ഹു ഹാസ് ഡിക്ലെയർഡ് ബാങ്ക്രപ്സി ബട്ട് ഹാസൻ സെറ്റിൽഡ് ഡെറ്റ്സ് യെറ്റ്. ദെൻ ഡിസ്ചാർജ്ഡ് ഇൻസോൾവൻറ്റ് വിത്തൗട്ട് കോർട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് മിസ്ഫോർച്യൂൺ. അപ്പോൾ അയാൾ എന്താണ്, ഡിസ്ചാർജ് ആയിട്ടുള്ള ഇൻസോൾവൻ്റ് ആണ്, പക്ഷെ എന്തില്ല, കോർട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. എന്തിന്, മിസ്ഫോർച്യൂണിൻ്റെ കോർട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അപ്പോഴും അയാൾ എന്തല്ല, അയാൾ ഒരു രജിസ്റ്ററിൽ പേര് വരാൻ അയാൾ അർഹനല്ല. ദെൻ കൺവിക്റ്റഡ് ഓഫ് എൻ ഒഫൻസ് ഇൻവോൾവിങ് മോറൽ ട്രിബ്യൂട്ട് ഓർ മിസ്കണ്ടക്ട് അൺലെസ് പാർഡൻഡ് ഓർ ഡിസബിലിറ്റി റിമൂവ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അയാളൊരു ഒഫൻസ് കൺവിക്റ്റ് ചെയ്തു. കൺവിക്റ്റഡ് ഓഫ് എൻ ഒഫൻസ്, ഒരു ഒഫൻസിന് അയാൾ കൺവിക്റ്റ് ആണ്. ഇൻവോൾവിങ് മോറൽ ട്രിബ്യൂട്ട് ആൻഡ് മിസ്കണ്ടക്ട്, മോറൽ ട്രിബ്യൂട്ടിനും മിസ്കണ്ടക്റ്റും. അൺലെസ് പാർഡൻഡ് ഓർ ഡിസബിലിറ്റി റിമൂവ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ആ ഒരു എന്താണ് കൺവിക്ഷൻ ആ ഒരു സെൻട്രൽ ഗവൺമെൻറ് റിമൂവ് ചെയ്തിട്ടില്ല. ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ആ ഒരു മിസ്കണ്ടക്റ്റ് എന്താണ്, ആ ഒരു കൺവിക്ഷൻ എന്താണ് കോടതി സെൻട്രൽ ഗവൺമെൻറ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ പേര് രജിസ്റ്ററിൽ എഴുതാം. പക്ഷേ അൺലെസ് അത് എഴുതിയിട്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ അയാൾ സ്റ്റിൽ എന്താണ് ഒരു കൺവിക്റ്റ് ആണെങ്കിൽ എന്താണ് അയാളുടെ പേര് നമ്മൾക്ക് രജിസ്റ്ററിൽ എഴുതാൻ പറ്റില്ല. ദെൻ റിമൂവ്ഡ് ഫ്രം മെമ്പർഷിപ്പ് ഡ്യൂ ടു പ്രൊഫഷണൽ ഓർ അതർ മിസ്കണ്ടക്ട്. അയാളുടെ പേര് ഓൾറെഡി എന്താണ് പ്രൊഫഷണൽ അല്ലെങ്കിൽ അതർ മിസ്കണ്ടക്റ്റിന് റിമൂവ് ചെയ്താണെങ്കിലും എന്താകാൻ പറ്റില്ല, അയാളുടെ പേര് രജിസ്റ്ററിൽ എഴുതാൻ പറ്റില്ല. ഇഫ് എ പേഴ്സൺ ഫെയിൽസ് ടു ഡിസ്ക്ലോസ് എനി ഓഫ് ദിസ് ഡിസബിലിറ്റീസ്. അപ്പോൾ ഈ ഒരു ഡിസബിലിറ്റീസും ഇല്ല എന്നുള്ള കാര്യം ഡിസ്ക്ലോസ് ചെയ്യാൻ ഒരു പേഴ്സൺ ഫെയിൽ ആവുകയാണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. അതും എന്താണ് ഒരു പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റ് ആണ്. ദെൻ ടൈപ്സ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ എന്തൊക്കെ ടൈപ്സ് മെമ്പേഴ്സാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളത്, അതാണ് സെക്ഷൻ 5 പറഞ്ഞത്. സെക്ഷൻ 19 എന്താ പറഞ്ഞത്, രജിസ്റ്ററിൻ്റെ പെർട്ടിക്കുലേഴ്സ് ആണ് പറഞ്ഞത്. സെക്ഷൻ 8 എന്ന് വെച്ചാൽ ആർക്കൊക്കെയാണ്, എന്തൊക്കെ ഡിസബിലിറ്റീസ് ആണ് ഒരു രജിസ്റ്ററിനുള്ളത്, മെമ്പർഷിപ്പ് ആവാനുള്ള പർപ്പസിന് ഉള്ള ഡിസബിലിറ്റീസ് എന്തൊക്കെയാണ്. ഇനി സെക്ഷൻ 5 എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞത്, ടൈപ്സ് ഓഫ് മെമ്പേഴ്സ് ആണ് പറഞ്ഞത്. അസോസിയേറ്റ് മെമ്പേഴ്സും ഫെല്ലോ മെമ്പറാണുള്ളത്. ഫസ്റ്റ് അസോസിയേറ്റ് മെമ്പർ. A person whose name is in register is an associate and can use ACA after their name. അപ്പോൾ എ പേഴ്സൺ ഹൂസ് നെയിം രജിസ്റ്ററിലുള്ള ഒരാൾ, രജിസ്റ്ററിൽ ആളെ പേരുണ്ട്, അപ്പോൾ അയാളെ എന്ത് വിളിക്കാൻ പറ്റും, ACA എന്ന് വിളിക്കാൻ പറ്റും ആഫ്റ്റർ ദെയർ നെയിം. ദെൻ ഫെല്ലോ മെമ്പർ. എ ഫെല്ലോ മെമ്പർ FC എന്ന് വെച്ചാൽ എന്താണ്, ഇസ് എൻ എക്സ്പീരിയൻസ്ഡ് അസോസിയേറ്റ്. അയാളൊരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഹു ഹാസ് ഐദർ എ പ്രാക്ടീസ് ഇൻ ഇന്ത്യ കണ്ടിന്യൂസ്ലി ഫോർ 5 years. 5 കൊല്ലമായിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്ത ഒരാളാണ് അയാൾ. ആൻഡ് ബീൻ ആൻ അസോസിയേറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 5 years ആൻഡ് ഹാസ് ക്വാളിഫിക്കേഷൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ കൗൺസിൽ. അപ്പോൾ കൗൺസിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ ആൾക്കുണ്ട്. അതേമാതിരി തന്നെ അയാൾ എന്താണ് 5 കൊല്ലമായിട്ട് അസോസിയേറ്റും ആണെങ്കിലും അയാൾ എന്താവും, ഒരു FC ആവും. അപ്പോൾ 2 കാര്യങ്ങളാണ് FCക്ക് വേണ്ടത്. അയാൾ എന്താണ് ഇന്ത്യയിൽ 5 കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ അയാൾ 5 കൊല്ലമായിട്ട് അസോസിയേറ്റും ആണ്. അതേമാതിരി തന്നെ കൗൺസിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ക്വാളിഫിക്കേഷനും അയാൾക്കുണ്ടെങ്കിൽ ഹീ ഈസ് കോൾഡ് ആസ് എൻ FCA, ഫെല്ലോ മെമ്പർ. അങ്ങനെ 2 ടൈപ്പ് മെമ്പർഷിപ്പാണ് ഇതിലുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളത്. അത് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മളിപ്പോൾ CA പഠിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും അതറിയാം. ദെൻ റിമൂവൽ ഓഫ് നെയിം ഫ്രം രജിസ്റ്റർ, അത് പറഞ്ഞ സെക്ഷനാണ് സെക്ഷൻ 20. അപ്പോൾ സെക്ഷൻ 19 എന്ന് വെച്ചാൽ പെർട്ടിക്കുലേഴ്സ്, സെക്ഷൻ 8 എന്ന് വെച്ചാൽ ഡിസബിലിറ്റീസ്, സെക്ഷൻ 5 എന്ന് വെച്ചാൽ ടൈപ്പ്, ആൻഡ് സെക്ഷൻ 20 എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് നെയിം ഫ്രം രജിസ്റ്റർ. എപ്പോഴാണ് നമ്മൾ രജിസ്റ്ററിൽ നിന്നും പേര് റിമൂവ് ചെയ്യുക.
ദ കൗൺസിൽ മേ റിമൂവ് എ മെമ്പേഴ്സ് നെയിം ഓഫ് ദ ഫോളോയിങ് റീസൺ. അപ്പോൾ താഴെ പറഞ്ഞ റീസൺസിന് എന്താണ് നമ്മളുടെ ഒരു മെമ്പറിൻ്റെ പേര് രജിസ്റ്ററിൽ നിന്നും മാറ്റും. ഒന്ന് ഡെത്ത്, അയാൾ മരിച്ചു പോയാലും മാറ്റും. പേഴ്സണൽ റിക്വസ്റ്റ് ഫോർ റിമൂവൽ, നമ്മൾ റിക്വസ്റ്റ് ചെയ്തു, റിമൂവ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തു. ദെൻ നോൺ പേയ്മെൻറ്റ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ഫീ, പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഫീ എന്ത് ചെയ്യുന്നില്ല, പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല നമ്മൾ മെമ്പർ ആവുന്നതിന്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, പേര് വെട്ടും, റിമൂവ് ചെയ്യും. ദെൻ ഫൗണ്ട് ടു ഹാവ് ഹാഡ് എ ഡിസബിലിറ്റി, സെക്ഷൻ 8 പറയുന്ന ഏതെങ്കിലും ഡിസബിലിറ്റി ആൾക്കുണ്ട് എന്നുള്ള കാര്യം കണ്ടുപിടിക്കുകയാണെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യും, പേര് റിമൂവ് ചെയ്യും. വെൻ ദെയർ നെയിം വാസ് എൻറ്റേർഡ് ഓർ ലേറ്റർ. ഇഫ് എൻ ഓർഡർ അണ്ടർ ദിസ് ആക്ട് റിമൂവ്സ് എ പേഴ്സൺ ഫ്രം മെമ്പർഷിപ്പ്, ദെയർ നെയിം ഈസ് ഓൾസോ റിമൂവ്ഡ് ഫ്രം ദ രജിസ്റ്റർ. അപ്പോൾ മെമ്പർഷിപ്പിൽ നിന്നും റിമൂവ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ പേരും എന്താണ്, രജിസ്റ്ററിൽ നിന്നും പോകും. സോ അടുത്ത വെച്ചാൽ റീസ്റ്റോറേഷൻ ഓഫ് മെമ്പർഷിപ്പ് റെഗുലേഷൻ 19 ഓഫ് CA റെഗുലേഷൻ 1980. അപ്പോൾ അത് CA ആക്ട് അല്ല, CA റെഗുലേഷൻ 1988 ആണ് പറഞ്ഞത്. ഏത് റെഗുലേഷൻ 19 ആണ് എന്ത് പറഞ്ഞത്, മെമ്പർഷിപ്പ് റീസ്റ്റോറേഷനെ കുറിച്ചിട്ട്. എ റിമൂവ്ഡ് മെമ്പർ ക്യാൻ ഓൺലി അപ്ലൈ ഫോർ റീഇൻസ്റ്റേറ്റഡ് ഇഫ് ദേ മീറ്റ് എലിജിബിൾ കണ്ടീഷൻ ആൻഡ് പേ. അപ്പോൾ എന്താണ്, ഒരു ഓൾറെഡി റിമൂവ് ചെയ്ത ഒരാൾ, ഒരു മെമ്പറിന് റിമൂവ് ചെയ്തു, അയാൾക്ക് എന്താണ് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റും, അയാൾ രജിസ്റ്ററിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ താഴെ പറഞ്ഞ കണ്ടീഷൻസും അതേമാതിരി തന്നെ ഫീസും പേ ചെയ്താൽ. എന്തൊക്കെയാണ്, അറിയേഴ്സ് ഓഫ് ആനുവൽ മെമ്പർഷിപ്പ് ഫീ, അപ്പോൾ ആനുവൽ മെമ്പർഷിപ്പ് ഫീസ് പേ ചെയ്താൽ, പിന്നെ എൻട്രൻസ് ഫീ പേ ചെയ്യണം, എലിജിബിൾ കണ്ടീഷൻസ് മീറ്റും ചെയ്യണം. അപ്പോൾ താഴെ പറഞ്ഞ ഫീസുകളാണ്. എന്തൊക്കെയാണ് താഴെ പറഞ്ഞ ഫീസ്, അറിയേഴ്സ് ഓഫ് ആനുവൽ മെമ്പർഷിപ്പ് ഫീസ്, എൻട്രൻസ് ഫീസ് ആൻഡ് അഡീഷണൽ ഫീ ഫോർ ഡിറ്റർമൈൻഡ് ബൈ ദ കൗൺസിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന അഡീഷണൽ ഫീസും. ഈ 3 ഫീസും കൂടി പേ ചെയ്തിട്ട് ആ കണ്ടീഷൻസും കൂടി എലിജിബിൾ ആവുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അയാളെ തിരിച്ച് രജിസ്റ്ററിൽ കയറ്റും. ദെൻ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് റീസ്റ്റോറേഷൻ. അപ്പോൾ എഫക്റ്റീവ് ഡേറ്റ് എന്നാണ് വരുന്നത് റീസ്റ്റോറേഷൻ്റെ. ഇഫ് അപ്ലൈഡ് വിത്തിൻ ദ സെയിം ഇയർ ഓഫ് റിമൂവൽ, റീസ്റ്റോറേഷൻ ഈസ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിമൂവൽ. അപ്പോൾ എന്താണ്, ഇഫ് അപ്ലൈഡ്, ഈ ഒരു റീസ്റ്റോറേഷൻ എന്താണ്, ഈ ഒരു റിമൂവ് ചെയ്ത അതേ സെയിം ഇയർ തന്നെ അപ്ലൈ ആവുകയാണെങ്കിൽ, നമ്മൾ ചെയ്യുകയാണെങ്കിൽ റീസ്റ്റോറേഷൻ ഈസ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിമൂവൽ. നമ്മൾ എന്നാണോ റിമൂവ് ചെയ്തത് ആ ഡേറ്റ് തന്നെ റീസ്റ്റോറും ചെയ്യും. ഇഫ് റിമൂവ്ഡ് ബൈ അൻ ഓർഡർ എന്ന് വെച്ചാൽ ഡിസിപ്ലിനറി കമ്മിറ്റി, ബോർഡ് അല്ലെങ്കിൽ കോർട്ട്, ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്താണ്, റീസ്റ്റോറേഷൻ ഫോളോസ് ദ ഓർഡർ ടേംസ്. ആ ഒരു ഓർഡർ ടേംസ് വെച്ചിട്ടായിരിക്കും റീസ്റ്റോറേഷൻ ഉണ്ടാവുക. ഇൻ ഓൾ അതർ കേസസ്, ബാക്കി എല്ലാ കേസിലും എന്താണ്, റീസ്റ്റോറേഷൻ ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ആൻഡ് ഫീ പേയ്മെൻറ്റ്. ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫീ പേയ്മെൻറ്റ് ആ ഒരു ടൈമിലായിരിക്കും എന്ത് വരിക, ആ ഒരു ഡേറ്റിലായിരിക്കും റീസ്റ്റോറേഷൻ നമ്മൾ ഡേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക, എഫക്റ്റീവ് ഡേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ദെൻ പെനാൾട്ടി ഫോർ ഫോൾസ്ലി ക്ലെയിമിംഗ് മെമ്പർഷിപ്പ് സെക്ഷൻ 24 സെക്ഷൻ 24. സെക്ഷൻ 19 വെച്ചാൽ പെർട്ടിക്കുലേഴ്സ് ആണ്, 8 എന്ന് വെച്ചാൽ ഡിസബിലിറ്റി ആണ്, 5 വെച്ചാൽ ടൈപ്സ് ആണ്, 20 എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ദ നെയിം ആണ്, റെഗുലേഷൻ 19 വെച്ചാൽ റീസ്റ്റോറേഷൻ ആണ്, ആൻഡ് സെക്ഷൻ 24 എന്ന് വെച്ചാൽ എന്താണ്, പെനാൾട്ടി ഫോർ ഫോൾസ്ലി ക്ലെയിമിംഗ് മെമ്പർഷിപ്പ്. എ പേഴ്സൺ ഫോൾസ്ലി ക്ലെയിമിംഗ് ടു ബി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഈ സബ്ജക്റ്റ് ടു എ പെനാൾട്ടി. അയാൾക്ക് പെനാൾട്ടി ഉണ്ട്. ക്ലെയിമിംഗ് ടു ബി CA വിത്തൗട്ട് മെമ്പർഷിപ്പ്. ഇപ്പോൾ ഒരു മെമ്പർഷിപ്പ് ഇല്ലാതെ അയാൾ CA ആണെന്ന് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ യൂസിങ് എ ടൈറ്റിൽ, ഹെഡിങ് 1 അല്ല, ടൈറ്റിൽ ആട്ടോ, ടൈറ്റിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് വിത്തൗട്ട് ബീങ് എ മെമ്പർ. അവൾ മെമ്പർ അല്ലാതെ എന്താണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്നുള്ള ടൈറ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ, ആൻഡ് പ്രാക്ടീസിങ് ആസ് എ CA വിത്തൗട്ട് എ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്, അല്ലെങ്കിൽ എന്താണ് COP ഇല്ലാതെ അയാൾ CA പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലൊക്കെ എന്താണ് സെക്ഷൻ 24 പ്രകാരം അയാൾക്ക് എന്തുണ്ട്, അയാൾക്ക് പെനാൾട്ടി ഉണ്ടാവും. ആൻഡ് എന്താണ് ഇതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒഫൻസ് ആണെങ്കിൽ അയാൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളെങ്കിൽ എന്താണ് 1000 rupees വരിക. റിപ്പീറ്റ് ഒഫൻസ് ആണ്, അയാൾ പിന്നെയും ചെയ്തു അത്, അങ്ങനെയാണെങ്കിൽ എന്താണ് ഫൈൻ അപ് ടു 5000 ഓർ ഇംപേഴ്സൺമെൻറ്റ് അപ് ടു 6 months ഓർ ബോത്ത്. ഒന്നുകിൽ നമ്മൾ 5000 രൂപ ഫൈൻ കൊടുക്കും, അല്ലെങ്കിൽ എന്താണ് ജയിലിൽ പിടിച്ചിട്ടും 6 മാസം, അല്ലെങ്കിൽ രണ്ടും കൂടി കൊടുക്കും, 5000 രൂപ വാങ്ങും ചെയ്യും, ജയിലും പിടിച്ചിടും. ഫസ്റ്റ് ഒഫൻസ് ആണെങ്കിൽ 1000 രൂപ മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് പ്രേം ബാത്ര 1989. അപ്പോൾ ഒരു കേസ് ഉണ്ട്, പ്രേം ബാത്ര 1989. ദ അക്യൂസ്ഡ് വാസ് ഫൗണ്ട് ഗിൽറ്റി അണ്ടർ ദ സെക്ഷൻ 24. അപ്പോൾ സെക്ഷൻ 24 പ്രകാരം എന്താണ്, അയാൾ ഗിൽറ്റി ആണെന്ന് മനസ്സിലായി. ഫോർ ഫോൾസ്ലി ക്ലെയിമിംഗ് ടു ബി എ CA ആൻഡ് വാസ് ഫൈൻഡ്. അയാൾക്ക് ഫൈൻ കൊടുത്തു. ഓൺ ഫെയിലിയർ ടു പേ ഹി വാസ് സെൻറ്റൻസ് ടു 3 months ഓഫ് റിഗറസ് ഇംപേഴ്സൺമെൻറ്റ്. അപ്പോൾ അയാൾക്ക് 3 മാസത്തെ എന്താണ് ജയിൽവാസം അയാൾക്ക് കൊടുത്തു.
Chartered accountants in practice. A practicing CA is a member of the institute who hold COP. അപ്പോൾ ഒരു പ്രാക്ടീസിങ് CA എന്ന് വെച്ചാൽ COP ഹോൾഡ് ചെയ്യുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെമ്പറാണ്. ദിസ് ഓൾസോ ഇൻക്ലൂഡ്സ് മെമ്പർ ഹു ആർ ഡീംഡ് ടു ബി ഇൻ പ്രാക്ടീസ് ആസ് പെർ CA ആക്ട്. അപ്പോൾ ഒരു മെമ്പർ CA ആക്ട് പ്രകാരം എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നൊരു CA, അതാണ് ഇത് ഡീം ചെയ്യുന്നത്. സോ സിഗ്നിഫിക്കൻസ് ഓഫ് COPൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. So requirement of COP for practice. Section 6 of the CA Act 1949 states that a member cannot practice in India or abroad without obtaining a COP from council. അപ്പോൾ കൗൺസിലിൽ നടന്ന ഒരു COP ഒബ്റ്റെയിൻ ചെയ്യാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ദിസ് റൂൾ ഡസ് നോട്ട് അപ്ലൈ ടു എ രജിസ്റ്റേർഡ് അക്കൗണ്ടൻറ്റ് ഓർ റെസ്ട്രിക്റ്റഡ് സർട്ടിഫിക്കറ്റ് ഹോൾഡർ ഹൂ വർ പ്രാക്ടീസിങ് ബിഫോർ ദ ആക്ട് കമൻസ്ഡ്. അപ്പോൾ ഈ ഒരു ആക്ട് വരുന്നതിന് മുമ്പ് എന്താണ് ചില വ്യക്തികൾക്ക് എന്തുണ്ട്, ഒരു റെസ്ട്രിക്റ്റഡ് സർട്ടിഫിക്കറ്റ് ഇട്ട് ആ സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കും അതേമാതിരി തന്നെ രജിസ്റ്റേർഡ് അക്കൗണ്ടൻസിനും എന്തല്ല ഈ ഒരു റൂൾ അപ്ലിക്കബിൾ അല്ല. ദേ ഹാവ് 1 month ആഫ്റ്റർ ദ ഫസ്റ്റ് കൗൺസിൽ മീറ്റിംഗ് ടു കംപ്ലൈ. അവർക്ക് എന്തുണ്ടായിരുന്നു, ഒരു മാസത്തിൻ്റെ ഒരു ടൈം ഉണ്ടായിരുന്നു ഈ ഒരു കൗൺസിൽ മീറ്റിങ്ങിന് ശേഷം ഈ ഒരു ആക്ട് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എവരി CA മസ്റ്റ് പേ ആൻ ആനുവൽ ഫീ. എല്ലാ CA എന്ത് ചെയ്യണം, ഒരു ആനുവൽ ഫീ പേ ചെയ്യണം ഫോർ ദ COP ആസ് ഡിറ്റർമൈൻഡ് ബൈ ദ കൗൺസിൽ. കൗൺസിൽ ഡിറ്റർമൈൻ ചെയ്യുന്നൊരു ഫീ എന്താണ് എല്ലാ മെമ്പേഴ്സും പേ ചെയ്യണം. ദ ഫീസ് ഡ്യൂ ബൈ April 1st എവറി ഇയർ. എല്ലാ കൊല്ലം April 1st ഈ ഒരു ഫീ ഡ്യൂ ആവുക. ദ കൗൺസിൽ ക്യാൻ ക്യാൻസൽ COP അണ്ടർ പ്രിസ്ക്രൈബ്ഡ് സർക്കംസ്റ്റൻസ്. കൗൺസിൽ ചെയ്യാൻ പറ്റും ഈ ഒരു COP ക്യാൻസൽ ചെയ്യാൻ പറ്റും. എ CA വിത്തൗട്ട് COP കനോട്ട് അക്സെപ്റ്റ് എൻഗേജ്മെൻറ്റ്. ഒരു COP ഇല്ലാത്തൊരു CA എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് ഒരു എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഫോർ സർവീസ് ദാറ്റ് എ പ്രാക്ടീസിങ് CA പ്രൊവൈഡ്സ് ഈവൻ ഇഫ് ദോസ് സർവീസ് ഡു നോട്ട് റിക്വയർ സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ. ആ ഒരു സർവീസിനൊരു സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും ഒരു CA ഇൻ പ്രാക്ടീസിന് COP ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സർവീസുകളൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, ആ എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. ഇനി ക്ലയൻറ്റ്സ് വ്യൂ ഓൺ പ്രാക്ടീസ് വിത്തൗട്ട് COP. കൗൺസിൽസ് വ്യൂ ഓൺ പ്രാക്ടീസ് വിത്തൗട്ട് COP. ഇഫ് എ പേഴ്സൺ ബിക്കംസ് എ മെമ്പർ ഓഫ് ICA, ഒരു ICN മെമ്പറായി, ദേ മസ്റ്റ് ഫോളോ ദ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആക്ട് ആൻഡ് റെഗുലേഷൻ. അയാൾ എന്ത് ചെയ്യണം, CA ആക്ടും റെഗുലേഷനും അയാൾ ഫോളോ ചെയ്യണം. ഈവൻ ഇഫ് സസ്പെൻഡ് ഫ്രം പ്രാക്ടീസ്, അയാൾ പ്രാക്ടീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ പോലും CA കനോട്ട് റെപ്രസെൻറ്റ് ക്ലയൻറ്റ്. ഒരു CAക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലയൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല ബിഫോർ ടാക്സ് അതോറിറ്റി ഇൻ എനി അതർ കപ്പാസിറ്റി. എ CA റിമൂവ്ഡ് ഫ്രം മെമ്പർഷിപ്പ്, ഒരു മെമ്പർഷിപ്പിൽ നിന്നും റിമൂവ് ചെയ്തൊരു CA ആണെങ്കിൽ ഡ്യൂ ടു മിസ് കണ്ടക്ട് കനോട്ട് അപ്പിയർ ബിഫോർ ടാക്സ് അതോറിറ്റി. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് അതോറിറ്റിൻ്റെ മുമ്പിൽ അയാൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു മിസ്കണ്ടക്റ്റിന് വേണ്ടിയിട്ട് ഒരു മെമ്പർഷിപ്പിൽ നിന്നും റിമൂവ് ചെയ്തൊരു CA ആണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് അതോറിറ്റിൻ്റെ മുമ്പിൽ അയാൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല ഓർ സിമിലർ ബോഡീസ് ഡ്യൂറിങ് ദ റിമൂവൽ പീരീഡ്. സോ ദാറ്റ് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് COP. ദെൻ ക്യാൻസലേഷൻ ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് COP. അപ്പോൾ COPൻ്റെ ക്യാൻസലേഷനും റീസ്റ്റോറേഷനും. ക്യാൻസലേഷൻ ഓഫ് COP റെഗുലേഷൻ 10 ആണ്. COP ക്യാൻ ബി ക്യാൻസൽഡ് ഇൻ ദ ഫോളോയിങ് കേസ്. അപ്പോൾ താഴെ പറഞ്ഞ കേസുകൾ എന്താണ് COP ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇഫ് ദ മെമ്പർഷിപ്പ് നെയിം ഈസ് റിമൂവ്ഡ് ഫ്രം ദ രജിസ്റ്ററിൽ നിന്നും മെമ്പർഷിപ്പ് നെയിം റിമൂവ് ചെയ്യുകയാണെങ്കിൽ COP ക്യാൻസൽ ചെയ്യാം. ഇഫ് ദ COP വാസ് ഇഷ്യൂഡ് ബേസ്ഡ് ഓൺ ഫാൾസ്, മിസ്ലീഡിംഗ് ഓർ ഇൻകറക്റ്റ് ഇൻഫർമേഷൻ ബൈ മിസ്റ്റേക്ക്. അപ്പോൾ ഒരു തെറ്റായ രീതിയിലോ മിസ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഇൻഫർമേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് കൊണ്ടോ ഒക്കെയാണ് COP ഇഷ്യൂ ചെയ്തെങ്കിൽ നമുക്ക് എന്താണ് അപ്പോഴും COP ക്യാൻസൽ ചെയ്യാം. ദെൻ ഇഫ് ദ മെമ്പർ ഹാസ് സീസ് ടു പ്രാക്ടീസ്, മെമ്പർ എന്താണ് പ്രാക്ടീസ് ചെയ്യാൻ അനുമതിയില്ലെങ്കിലും COP ക്യാൻസൽ ചെയ്യാം. ഇഫ് ദ മെമ്പർ ഫെയിൽസ് ടു പേ ദ ആനുവൽ COP, അപ്പോൾ ഒരു മെമ്പർ എന്താണ് ആനുവൽ COP ഫീ എന്താണ് പേ ചെയ്യാൻ ഒരു മെമ്പർ ഫെയിലായി പോയാൽ, അയാൾ പേ ചെയ്തില്ല ബൈ September 30th ഓഫ് ദ ഇയർ, സെപ്റ്റംബർ 30 എന്താണ് COPൻ്റെ ആനുവൽ ഫീ ഒരു മെമ്പർ പേ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോഴും എന്താക്കും COP ക്യാൻസൽ ചെയ്യും. ഇഫ് എ COP ഈസ് ക്യാൻസൽഡ് ദ ഹോൾഡർ മസ്റ്റ് റിട്ടേൺ ഇറ്റ് ടു ദ ICA സെക്രട്ടറി. അപ്പോൾ COP ക്യാൻസൽ ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഹോൾഡർ ആ ഒരു സർട്ടിഫിക്കറ്റ് ICA സെക്രട്ടറിക്ക് ഹാൻഡ് ഓവർ ചെയ്യണം, റിട്ടേൺ ചെയ്യണം. ദെൻ റീസ്റ്റോറേഷൻ ഓഫ് COP റെഗുലേഷൻ 11. ദ കൗൺസിൽ മേ റീസ്റ്റോർ എ ക്യാൻസൽഡ് COP ഇഫ്. അപ്പോൾ ഒരു ക്യാൻസൽ ചെയ്ത COP എന്നാണ് ഒരു കൗൺസിലിന് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. എപ്പോൾ എ CA സബ്മിറ്റ് ആൻ അപ്ലിക്കേഷൻ ഇൻ ദ അപ്രൂവ്ഡ് ഫോം. ഒരു CA എന്താണ് ഒരു അപ്ലിക്കേഷൻ കൊടുക്കുകയാണ് അപ്രൂവ്ഡ് ഫോമിൽ. ദ റിക്വയർഡ് ഫീസ് പെയ്ഡ്, ഒരു ഫീ പേ ചെയ്ത് ആൻഡ് ദ അപ്ലിക്കേഷൻ ആൻഡ് പേയ്മെൻറ്റ്സ് ആർ റിസീവ്ഡ് ബിഫോർ ദ എൻഡ് ഓഫ് 11th ഇയർ.
ആ ഒരു അപ്ലിക്കേഷനും അതിൻ്റെ പേയ്മെൻറ്റും എന്താണ് റിലവൻറ്റ് ഇയറിന് മുമ്പായിട്ട് ബിഫോർ ദ എൻഡ് ഓഫ് ആ റിലവൻറ്റ് ഇയർ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൗൺസിൽ എന്ത് ചെയ്യും, ആ COP റീസ്റ്റോർ ചെയ്യും. Example, if a COP was cancelled due to non-payment of the annual fee and they submit the application with the fee within the same year ആണെങ്കിൽ the COP can be restored. COP restore ചെയ്യാൻ പറ്റും. Then deemed to be in practice. എന്താണ് ഒരു deemed to be in practice എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഡെഫിനിഷൻ ആസ് പെർ ദ ആക്ട് പ്രകാരം ഡെഫിനിഷൻ, a chartered accountant is considered to be in practice if they perform professional service for remuneration individually or in partnership with other CA or recognized professional. അപ്പോൾ എന്താണ് ഒരു CA in practice എന്ന് വെച്ചാൽ എന്താണ് എന്ന് വെച്ചാൽ, ഒരു CA ഒരു പ്രൊഫഷൻ എന്താണ്, ഒരു പ്രൊഫഷണൽ സർവീസ് പെർഫോം ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ റെമ്യൂണറേഷൻ, ഇൻഡിവിജ്വലായിട്ടോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പായിട്ടോ വിത്ത് അതർ CA അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് പ്രൊഫഷൻ. അയാളാണ് എന്ത് വിളിക്കുക, CA ഇൻ പ്രാക്ടീസ് എന്ന് വിളിക്കുക, അക്കോർഡിംഗ് ടു CA ആക്ട് 1949. സോ ഇതിൽ എൻഗേജ്ഡ് ഇൻ അക്കൗണ്ടിങ് പ്രൊഫഷൻ എന്ന് വെച്ചാൽ, ഇഫ് എ CA ഈസ് ഇൻവോൾവ് ഇൻ അക്കൗണ്ടിങ് വർക്കിലാണ് അയാൾ ഇൻവോൾവ് ആയിട്ടുള്ളെങ്കിൽ ദേ ആർ കൺസിഡർഡ് ടു ബി ഇൻ പ്രാക്ടീസ്, അയാൾ പ്രാക്ടീസിലാണെന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യും. ദെൻ ഓഡിറ്റിംഗ് ഓർ വെരിഫിക്കേഷൻ ആണെങ്കിൽ, ഇഫ് എ CA ഓഡിറ്റ്സ് ഓർ വെരിഫൈസ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആണെങ്കിൽ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ, ദേ ആർ ഡീംഡ് ടു ബി ഇൻ പ്രാക്ടീസ്, അയാൾ എന്താണ് പ്രാക്ടീസിലാണ് എന്നുള്ള കാര്യം ഡീം ചെയ്യും. ഒരു CA എന്ത് ചെയ്യാണ്, അയാൾ ഓഡിറ്റോ വെരിഫൈ ചെയ്യാണ് എന്തൊക്കെ, ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദേ ആർ ഡീംഡ് ടു ബി ഇൻ പ്രാക്ടീസ്. അക്കൗണ്ടിങ് പ്രാക്ടീസ് ആണെങ്കിൽ, എൻഗേജ് ഇൻ അക്കൗണ്ടൻസി പ്രാക്ടീസ് ആണെങ്കിൽ അയാൾ എന്താണ്, അയാളെ പ്രാക്ടീസ് ആണെന്ന് തന്നെ കൺസിഡർ ചെയ്യും. ഇതാണെങ്കിൽ ഓഡിറ്റ് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ആണെങ്കിൽ അയാളെ ഡീം ടു ബി ഇൻ പ്രാക്ടീസ് ആണ് കൺസിഡർ ചെയ്യുക. ദെൻ പ്രൊഫഷണൽ സർവീസ് ആണെങ്കിൽ, ഇഫ് എ CA പ്രൊവൈഡ്സ് പ്രൊഫഷണൽ അസിസ്റ്റൻസ്, ഒരു പ്രൊഫഷണൽ അസിസ്റ്റൻസ് CA പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇൻ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ്, ഫിനാൻഷ്യൽ ഡാറ്റ പ്രസൻറ്റേഷൻ ഓർ സർട്ടിഫിക്കേഷൻ, ദേ ക്വാളിഫൈ ആസ് ബീങ് ഇൻ പ്രാക്ടീസ്, അയാൾ അപ്പോഴും എന്താണ്, ഒരു പ്രാക്ടീസ് ആയിട്ട് അയാൾ ക്വാളിഫൈഡ് ആണ്. ഒരു എന്താണ് കൊടുക്കുന്നത്, പ്രൊഫഷണൽ അസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്. പ്രൊഫഷണൽ അസിസ്റ്റൻസിന് എന്താണ്, അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ്, ഫിനാൻഷ്യൽ ഡാറ്റ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിനൊക്കെ ഒരു പ്രൊഫഷണൽ അസിസ്റ്റൻസ് കൊടുക്കുകയാണെങ്കിൽ ദേ ക്വാളിഫൈ ആസ് ബീങ് ഇൻ പ്രാക്ടീസ്. ദെൻ അതർ റെക്കഗ്നൈസ്ഡ് സർവീസ്, ഇഫ് എ CA പെർഫോംസ് എനി അതർ സർവീസ് പെർമിറ്റഡ് ബൈ ICA കൗൺസിൽ പെർമിറ്റ് ചെയ്തിട്ടുള്ള മറ്റെന്തെങ്കിലും സർവീസ് അയാൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഓൾസോ കൺസിഡർഡ് ആസ് ഇൻ പ്രാക്ടീസ്, അപ്പോഴും അയാൾ എന്താണ്, പ്രാക്ടീസിലാണെന്നുള്ള കാര്യം ഡീംഡ് കൺസെഷൻ കൊടുക്കും. എ CA ഇസ് ഇൻ പ്രാക്ടീസ് ഈവൻ ഇഫ് ദേ ഓഫർ സർവീസ് വിത്തൗട്ട് ഹാവിങ് ആക്ച്വൽ ക്ലയൻറ്റ്, ഒരു ആക്ച്വൽ ക്ലയൻറ്റ് ഇല്ലാതെ ഒരു സർവീസ് ഓഫർ ചെയ്യുകയാണെങ്കിൽ, എ CA ഇസ് ഇൻ പ്രാക്ടീസ് ഈവൻ ഇഫ് ദേ ഓഫർ സർവീസ് വിത്തൗട്ട് ഹാവിങ് ആക്ച്വൽ ക്ലയൻറ്റ്സ്. ഓക്കെ, എക്സാമ്പിൾ, എ CA ഹു സെറ്റ്സ് അപ്പ് ഫേം അഡ്വർടൈസിങ് ടാക്സ് ഫയലിംഗ് സർവീസ് ഇസ് ഇൻ പ്രാക്ടീസ് ഈവൻ ഇഫ് ദേ ഹാവൻ സർവ്ഡ് എനി ക്ലയൻറ്റ് യെറ്റ്. അപ്പോൾ ഇതൊരു ക്ലയൻറ്റിനും സർവ് ചെയ്തില്ലെങ്കിൽ പോലും എന്താണ്, ഒരു ടാക്സ് ഫയലിംഗ് സർവീസിന് അഡ്വർടൈസ്മെൻറ്റ് ഫേം കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അയാൾ പ്രാക്ടീസിലാണെന്നുള്ള കാര്യം നമ്മൾ ഡീം ചെയ്യും, കൗൺസിൽ ഡീം ചെയ്യും. സോ ഡീം ടു ബി ഇൻ പ്രാക്ടീസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് സാലറീഡ് എംപ്ലോയിഡ് ഇൻ CA ഫേം സ്പെഷ്യൽ കേസസ്. എ CA വർക്കിംഗ് ആസ് എ സാലറീഡ് എംപ്ലോയി, ഒരു CA എന്താണ്, ഒരു സാലറീഡ് എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാണ് എവിടെ, ഒരു ഇൻ എ CA ഫേം ഈസ് നോട്ട് കൺസിഡേർഡ് എ പ്രാക്ടീസിങ് CA, അയാൾ എന്താക്കില്ല, അയാളൊരു പ്രാക്ടീസിങ് CA ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഒരു സാലറീഡ് എംപ്ലോയിഡ് ആണ് അയാൾ ഒരു CA ഫേമിൽ എന്ന് വെച്ചിട്ട് അയാൾ എന്തല്ല, അയാൾ പ്രാക്ടീസിങ് CA അല്ല. അയാൾ ചെയ്യുന്ന വർക്കൊക്കെ സെയിം ആണ്, പക്ഷേ അയാൾ എന്താ വാങ്ങുന്നത്, അയാൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ല വാങ്ങുന്നത്, അയാൾ സാലറിയാണ് വാങ്ങുന്നത്. അതുകൊണ്ട് അയാൾ എന്തല്ല, അയാൾ പ്രാക്ടീസിങ് CA അല്ല. ഹവർ ഫോർ ട്രെയിനിങ് ആർട്ടിക്കിൾ അസിസ്റ്റൻസിനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ദേ ആർ ഡീം ടു ബി ഇൻ പ്രാക്ടീസ്, അവരെന്താണ്, പ്രാക്ടീസിലാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡീം ചെയ്യുക. എ CA എംപ്ലോയിഡ് ഇൻ എ CA ഫേം കനോട്ട് സൈൻ ഓഡിറ്റ് റിപ്പോർട്ട് ബട്ട് ക്യാൻ ട്രെയിൻ ആർട്ടിക്കിൾ അസിസ്റ്റൻറ്റ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിക്കിൾ അസിസ്റ്റൻസിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു CA ഫേമിൽ നമ്മൾ സാലറി വാങ്ങിയിട്ട് നമ്മൾ ആർട്ടിക്കിൾസ് അസിസ്റ്റൻസിനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെന്താണ്, അത് ഡീം ടു ബി ഇൻ പ്രാക്ടീസാണ്. ദെൻ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ആൻഡ് അതർ സർവീസസ്.
എ പ്രാക്ടീസിംഗ് CA ക്യാൻ പ്രൊവൈഡ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ബട്ട് കനോട്ട് പെർഫോം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഓർ ടാക്സ് റെപ്രസെൻറ്റേഷൻ അണ്ടർ കാറ്റഗറി. അപ്പോൾ ഒരു പ്രാക്ടീസിംഗ് CAക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റോ അല്ലെങ്കിൽ ടാക്സ് റെപ്രസെൻറ്റേഷനോ അണ്ടർ ദിസ് കാറ്റഗറി ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് പ്ലാനിങ്. അഡ്വൈസിങ് ബിസിനസ് ഓൺ ഫിനാൻഷ്യൽ പോളിസീസ്, ഫണ്ട് അലോക്കേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്. ഇത് അയാൾക്ക് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഇത് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണല്ലോ. സോ എന്താണ് ബിസിനസ്സിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പോളിസി, ഫണ്ട് അലോക്കേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് ഇതിനൊക്കെ അഡ്വൈസ് കൊടുക്കാൻ പറ്റും. ആർക്ക്? ഒരു പ്രാക്ടീസിങ് CAക്ക്. എക്സാമ്പിൾ, എ CA ഹെൽപ്പിംഗ് ഇൻ കമ്പനി പ്ലാൻ ഇറ്റ്സ് ബഡ്ജറ്റ് ഫോർ എക്സ്പാൻഷൻ. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്, അഡ്വൈസിങ് ഓൺ ബെസ്റ്റ് മിക്സ് ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഫോർ ബിസിനസ് ഫിനാൻസിങ്. അപ്പോൾ ഒരു കമ്പനിക്ക് എന്താണ് ബെസ്റ്റ് ഒരു ഇക്വിറ്റി ഡെപ്റ്റ് മിക്സ് എന്താണ് നമ്മളൊരു പ്രൊവൈഡ് ചെയ്യണം. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ്, അതിനൊരു അഡ്വൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അപ്പം എന്താണ് ഒരു പ്രാക്ടീസാണ്, CA ഇൻ പ്രാക്ടീസാണ്. അത് നമ്മൾ ഡീം ചെയ്യും. സോ ഒരാൾ COP വാങ്ങിയിട്ടില്ല, ആ COP വാങ്ങാൻ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അല്ലെങ്കിൽ ടാക്സ് റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ്മെൻറ്റ് കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. സോ അതിൻ്റെ എക്സാമ്പിൾസാണ് ഇവിടെ പറഞ്ഞത്. ദെൻ പ്രൊജക്റ്റ് റീസ്റ്റോറേഷൻ ആൻഡ് ഫിസിബിലിറ്റി സ്റ്റഡീസ്, പ്രിപ്പയർ എ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ ഫോർ ന്യൂ ബിസിനസ് പ്രൊജക്ട്സ്. അപ്പോൾ പുതിയ ബിസിനസ് പ്രൊജക്ട്സ് എന്താണ്? ഒരു ഫിനാൻഷ്യൽ പ്രൊജക്റ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരു പ്രാക്ടീസിങ് CA എന്ന രീതിയിൽ. എക്സാമ്പിൾ, എ CA അനലൈസിങ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ന്യൂ മാനുഫാക്ചറിങ് യൂണിറ്റ്. Then a cost control and value analysis, helping business cut cost and improve efficiency. അപ്പോൾ ഒരു ബിസിനസ്സിന് കോസ്റ്റ് കട്ട് ചെയ്യാനും അതേപോലെ തന്നെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെയുള്ള ഒരു എന്താ പറയുക നമുക്ക് ഉപദേശങ്ങൾ നമുക്ക് കൊടുക്കാം. എ CA അഡ്വൈസിങ് റീറ്റെയിൽ ചെയിൻ ഓൺ റിഡ്യൂസിങ് പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റ്. ദെൻ ബിസിനസ് പോളിസി ആൻഡ് കോർപ്പറേറ്റ് പ്ലാനിങ്, ഡെവലപ്പിംഗ് എ ലോങ് ടേം സ്ട്രാറ്റജി ഫോർ ബിസിനസ് ഗ്രോത്ത്. അപ്പോൾ ഒരു ബിസിനസ് ഗ്രോത്തിന് ലോങ് ടേം സ്ട്രാറ്റജി നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു പ്രാക്ടീസിങ് CAക്ക്. എക്സാമ്പിൾ, CA ഹെൽപ്പിംഗ് ഫേം ഡൈവേഴ്സിറ്റി ഇൻറ്റു ന്യൂ മാർക്കറ്റ്സ്. ദെൻ പേഴ്സണൽ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്, അസിസ്റ്റിംഗ് കമ്പനീസ് ഇൻ ഹയറിംഗ് സ്കിൽഡ് പേഴ്സൺ. അപ്പോൾ സ്കില്ലുള്ള ആൾക്കാരെ ഒരു കമ്പനിക്ക് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഇൻ്റർവ്യൂ ബോർഡ് നമുക്ക് ഇരുന്ന് കൊടുക്കാൻ പറ്റും. സോ അസിസ്റ്റിംഗ് കമ്പനീസ് ഇൻ ഹയറിംഗ് സ്കിൽഡ് പേഴ്സൺ. എക്സാമ്പിൾ, CA setting up an incentive plan for sales employees. Then IT and system analysis, helping business develop financial software and automation. അപ്പോൾ ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനും അതേപോലെ തന്നെ ഓട്ടോമേഷനൊക്കെ ഡെവലപ്പ് ചെയ്യാനും എന്താണ് ബിസിനസ്സുകളെ ഹെൽപ്പ് ചെയ്യാം. എ CA അഡ്വൈസിങ് എ കമ്പനി ഓൺ ചൂസിങ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ദെൻ വാല്യുവേഷൻ സർവീസസ്, വാല്യൂയിങ് ഷെയർസ് ആൻഡ് ബിസിനസ് ഇൻക്ലൂഡിങ് ആക്ടിങ് ആസ് എ രജിസ്റ്റേർഡ് വാല്യർ. അപ്പോൾ രജിസ്റ്റേർഡ് വാല്യറായിട്ട് ആക്ട് ചെയ്തിട്ട് ഷെയറും ബിസിനസ്സൊക്കെ വാല്യൂ ചെയ്യാനും എന്താണ് ഒരു CAക്ക് ഹെൽപ്പ് ചെയ്യാം. എക്സാമ്പിൾ, CA വാല്യൂയിങ് എ കമ്പനി ബിഫോർ എ മെർജർ. ഓക്കെ. ദെൻ റെസ്ട്രിക്ഷൻസ് ഓൺ മാനേജ്മെൻറ്റ് കൺസൾട്ടേഷൻ. മാനേജ്മെൻറ്റ് കൺസൾട്ടേഷന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാ വെച്ചാൽ, എ CA ഇൻ പ്രാക്ടീസിങ് മാനേജ്മെൻറ്റ് കൺസൾട്ടേഷൻ കനോട്ട് ഓഫർ, അവർക്ക് എന്തൊക്കെ ഓഫർ ചെയ്യാൻ പറ്റില്ല? സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ ടാക്സ് ഓഡിറ്റ് സർവീസ് ഓഡിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ടാക്സ് റെപ്രസെൻറ്റേഷൻ ഓർ അഡ്വൈസ് കൊടുക്കാൻ പറ്റില്ല, ഓൾറെഡി പറഞ്ഞു. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഓർ ബ്രോക്കറിംഗ് സർവീസ് കൊടുക്കാൻ പറ്റില്ല. ആൻഡ് സർവീസ് ആസ് എ ലിക്വിഡേറ്റർ, ട്രസ്റ്റി, എക്സിക്യൂട്ടർ ഓർ ആർബിട്രേറ്റർ, ഈ സർവീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി എന്നുള്ള പേരിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്, ലിമിറ്റഡ് സ്കോപ്പാണ് അതിനുള്ളത്. CAs can assist client in routine clerical work but cannot use professional judgment in these tasks. അപ്പോൾ ഒരു CAക്ക് എന്ത് ചെയ്യാൻ പറ്റും? CAs can assist client in routine clerical work. ക്ലറിക്കൽ വർക്കുകൾ എന്ന് വെച്ചാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ടല്ലോ, അതിൽ റുട്ടീൻ ക്ലറിക്കൽ വർക്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അസിസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ cannot യൂസ് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് ഇൻ ദോസ് ടാസ്ക്. നമ്മളുടെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് ആ ടാസ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഫയലിംഗ് ഫോംസ് ഫോർ ക്ലയൻറ്റ്, സബ്മിറ്റിംഗ് സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെൻറ്റ്സ്, മോണിറ്ററിംഗ് ഫയലിംഗ് ഡെഡ് ലൈൻസ്, അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു റുട്ടീൻ ക്ലറിക്കൽ വർക്കുകൾ ചെയ്യാൻ പറ്റും. ഫോം ഫയൽ ചെയ്ത് കൊടുക്കുക, സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുക, എന്താണ് ഫയലിംഗ് ഡെഡ് ലൈൻസ് മോണിറ്റർ ചെയ്യുക, അതൊന്നും ചെയ്യരുത്. എ CA റിമൈൻഡിങ് എ കമ്പനീസ് അബൌട്ട് എ GST റിട്ടേൺ ഫയലിംഗ് ഡേറ്റ് ബട്ട് നോട്ട് മാർക്കറ്റ് മേക്കിംഗ് ഫിനാൻഷ്യൽ ഡിസിഷൻ ഫോർ ദം. ഈ കാര്യങ്ങൾ ചെയ്യാമെന്നാട്ടോ പറഞ്ഞത്, ഒരു കൺഫ്യൂഷൻ വന്നതാണ്. ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഒരു ക്ലറിക്കൽ വർക്കായിട്ട് എന്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ.
ഒരു GST റിട്ടേൺ ഫയലിംഗ് ഡേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കമ്പനിക്ക് റിമൈൻഡ് കൊടുക്കാൻ പറ്റും, പക്ഷേ ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ അവർക്ക് വേണ്ടി എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ കാര്യമായിട്ട് പറഞ്ഞത്. മാനേജ്മെൻറ്റ് കൺസൾട്ടേഷൻ നമുക്ക് അതൊക്കെ ചെയ്യാം. ദെൻ അതർ പെർമിറ്റഡ് സർവീസസ്. CA ഇൻ പ്രാക്ടീസ് ക്യാൻ ഓൾസോ പ്രൊവൈഡ്. അവർക്ക് എന്തും കൂടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ക്വാളിറ്റി, എൻവിറോൺമെൻറ്റ് ആൻഡ് എനർജി ഓഡിറ്റ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി, എൻവിറോൺമെൻറ്റ് ആൻഡ് എനർജി ഓഡിറ്റ് ചെയ്യാൻ പറ്റും. റിക്കവറി കൺസൾട്ടൻസി ഫോർ ബാങ്ക് ചെയ്യാൻ പറ്റും. ഇൻഷുറൻസ് ഫിനാൻസ് അഡ്വൈസറി സർവീസ് അണ്ടർ IRDA ആക്ട് 1999. സോ ഇൻഷുറൻസ് ഫിനാൻസ് അഡ്വൈസറി സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ദെൻ ഇൻസോൾവൻസി പ്രൊഫഷണൽ സർവീസ് അണ്ടർ IBC 2016 ആക്ട് പ്രകാരം നമുക്ക് കൊടുക്കാൻ പറ്റും. A CA acting as a resolution professional is an insolvency case. ഇതൊരു എക്സാമ്പിൾ കേട്ടോ. ദെൻ ഓഡിറ്റേഴ്സ് റെസ്ട്രിക്ഷൻസ് ആസ് പെർ കമ്പനീസ് ആക്ട് 2013. അപ്പോൾ ഓഡിറ്റേഴ്സിൻ്റെ റെസ്ട്രിക്ഷൻസ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം 144 നമുക്കറിയാം. നമ്മൾ ഓൾറെഡി നമ്മൾ ഇൻ്റർലൊക്കെ പഠിച്ച ടോപ്പിക്കാണത്. ഓഡിറ്റർ കനോട്ട് ഓഫർ സെർട്ടൻ സർവീസ് ടു ദ കമ്പനീസ് കമ്പനി ദേ ഓഡിറ്റ്. അപ്പോൾ അവർ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനീസിൽ അവർക്ക് സെർട്ടൻ സർവീസ് കൊടുക്കാൻ പറ്റില്ല. എന്തൊക്കെയാ വെച്ചാൽ ഇറ്റ്സ് ഹോൾഡിംഗ് കമ്പനി ഓർ സബ്സിഡറി. അതിൻ്റെ ഹോൾഡിംഗ് കമ്പനിക്കും സബ്സിഡറി കമ്പനിക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല. എന്തൊക്കെയാ വെച്ചാൽ ഫസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് സർവീസ്. എക്സാമ്പിൾ CA ഓഡിറ്റിംഗ് കമ്പനി കനോട്ട് ഓൾസോ മെയിൻറ്റെയിൻ ഇറ്റ്സ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ദെൻ ഇൻറ്റേർണൽ ഓഡിറ്റ് കൊടുക്കാൻ പറ്റില്ല. എക്സാമ്പിൾ CA കനോട്ട് കണ്ടക്ട് ഇറ്റ്സ് ഇൻറ്റേർണൽ ഓഡിറ്റ് ഫോർ എ കമ്പനി ദേ ഓഡിറ്റ്. അവർ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിക്ക് അവർ ഇൻറ്റേർണൽ ഓഡിറ്റ് കൊടുക്കാൻ പറ്റില്ല. ദെൻ ഡിസൈനിങ് ഫിനാൻഷ്യൽ സിസ്റ്റം. എക്സാമ്പിൾ CA കനോട്ട് ക്രിയേറ്റ് എൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ സിസ്റ്റം ഫോർ ദെയർ ഓഡിറ്റ് ക്ലയൻറ്റ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി ഓർ ബാങ്കിങ് സർവീസ് കൊടുക്കാൻ പറ്റില്ല. എക്സാമ്പിൾ CA കനോട്ട് അഡ്വൈസ് ആൻ ഓഡിറ്റ് ക്ലയൻറ്റ് ഓൺ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. And then outsourced financial services. Example, CA cannot provide payroll processing for their audit client, and management service CA example cannot act as a business consultant for an audit client. And key rule എന്ന് വെച്ചാൽ CA ഇത് 3 കാര്യമായിട്ടുള്ള സർവീസുകൾ. കീ റൂൾ CA cannot audit a company while also offer other financial service to them. അപ്പോൾ മറ്റ് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു CA എന്ത് ചെയ്യാൻ പാടില്ല, ആ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പാടില്ല എന്നതാണ് കീ റൂള്. ആ റൂള് ബേസ് ചെയ്തിട്ടാണ് സെക്ഷൻ 144 ഉള്ളത്. ഓക്കെ. ദെൻ സ്പെഷ്യൽ കേസസ് വെയർ CA ആർ സ്റ്റിൽ ഇൻ പ്രാക്ടീസ്. അപ്പോൾ എന്തൊക്കെയാണ് സ്പെഷ്യൽ കേസുകൾ? എ CA ഈസ് കൺസിഡേർഡ് ഇൻ പ്രാക്ടീസ് ഈവൻ ഇഫ് ദേ ഓൺലി ഓഫർ സർവീസ് ആൻഡ് ഹാവൻറ്റ് അക്യൂർഡ് എനി ക്ലയൻറ്റ്. അപ്പോൾ അവരെന്താണ് സർവീസ് മാത്രമേ ഓഫർ ചെയ്യുന്നുള്ളൂ, അവരെന്ത് ചെയ്തില്ല, ഒരു ക്ലയൻറ്റിനെ അവർ എടുത്തിട്ടില്ല, അവർ അക്യൂർ ചെയ്തിട്ടില്ല. എക്സാമ്പിൾ CA അഡ്വർടൈസ് ഓഡിറ്റ് സർവീസ് ബട്ട് ഹാവൻ സെക്യൂർഡ് എ ക്ലയൻറ്റ് യെറ്റ്. ഒരു CA എന്താണ് ഒരു അഡ്വർടൈസ്, അവർ ഓഡിറ്റ് സർവീസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു, അവർ ഒരു പേപ്പറിൽ കൊടുത്തു, പക്ഷേ അവർക്ക് ഇതുവരെ ക്ലയൻ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോഴും അവരെന്താണ് ഒരു പ്രാക്ടീസിങ് CA ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദെൻ ദേ ആർ സെർവിങ് ഇൻ ദ ആംഡ് ഫോഴ്സസ്. എക്സാമ്പിൾ CA വർക്കിംഗ് ഇൻ ദ ഇന്ത്യൻ ആർമി ഫിനാൻസ് കോർപ്പ് ഈസ് സ്റ്റിൽ ഡീം ടു ബി ഇൻ പ്രാക്ടീസ്. അപ്പോൾ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യണം, ആംഡ് ഫോഴ്സിൽ സെർവ് ചെയ്യുന്നൊരു CA ആണെങ്കിൽ അവരും എന്താണ് ഒരു CA ഇൻ പ്രാക്ടീസാണ്. ദെൻ ദേ ആക്ട് ആസ് എ ലിക്വിഡേറ്റർ, ട്രസ്റ്റി ഓർ റിസീവർ അണ്ടർ ഗവൺമെൻറ് ഓർ ലീഗൽ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ലീഗൽ അപ്പോയിൻമെൻറ്റോ എന്താണ് ഒരു ലിക്വിഡേറ്ററോ ട്രസ്റ്റിയോ അല്ലെങ്കിൽ റിസീവറോ ആയിട്ട് അവർ ആക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും അവരെന്താണ് CA ഇൻ പ്രാക്ടീസാണ്. സോ എക്സാമ്പിൾ CA അപ്പോയിൻറ്റ് ആസ് എൻ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ബൈ എ കോർട്ട്, അപ്പോഴും ദേ ആർ CA ഇൻ പ്രാക്ടീസ്. സോ CA ഇൻ പ്രാക്ടീസിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കാണെന്ത്, കമ്പനീസ് നോട്ട് ടു എൻഗേജ് ഇൻ അക്കൗണ്ടൻസി. കമ്പനീസ് നോട്ട് ടു എൻഗേജ് ഇൻ അക്കൗണ്ടൻസി. അതിൽ ഫസ്റ്റ് റെസ്ട്രിക്ഷൻസ് ഓൺ കമ്പനീസ് പ്രാക്ടീസിങ് ആസ് CAs. Section 25 of the CA Act 1949 states that no company whether incorporated in India or elsewhere shall practice as a chartered accountant. ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു CA ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. സോ റെസ്ട്രിക്ഷൻസ് ഓൺ കമ്പനീസ് പ്രാക്ടീസിങ് ആസ് CA. ഒരു കമ്പനീസിനും ഇന്ത്യയിലോ അല്ലെങ്കിൽ പുറത്തോ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനീസിനും എന്താണ് CA Act 1949 പ്രകാരം, അതിൻ്റെ സെക്ഷൻ 25 പ്രകാരം എന്ത് ചെയ്യാൻ പറ്റില്ല, ഷാൽ നോട്ട് പ്രാക്ടീസ്. അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, CA ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇൻക്ലൂഷൻ ഓഫ് LLP വിത്ത് ദ കമ്പനീസ് ആസ് പാർട്ട്ണർ. ഫോർ ദിസ് സെക്ഷൻ ദ ടേം കമ്പനി ഓൾസോ ഇൻക്ലൂഡ്സ് എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. അപ്പോൾ കമ്പനി എന്ന് വെച്ചാൽ എന്താണ് LLPയും കൂടി അതിൻ്റെ ഭാഗമാണ്. ദാറ്റ് ഹാസ്
that has a company as its partner. Then penalty for contravention. എന്താണ് പെനാൽറ്റി വരുന്നത്? ഇഫ് എ കമ്പനി വയലേറ്റ്സ് ദ പ്രൊവിഷൻ, ഈ ഒരു പ്രൊവിഷൻ കമ്പനി വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചാൽ അവർ CA ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഓൺ ദ ഫസ്റ്റ് കൺവിക്ഷൻ, ഫസ്റ്റ് അവർ എന്താണ് കൺവിക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് എ ഫൈൻ ഓഫ് 1000 മേ ബി ഇമ്പോസ്ഡ്. ഇനി സബ്സിക്വൻറ്റ് കൺവിക്ഷൻ ആണെങ്കിൽ എന്താണ് ഫൈൻ ഓഫ് 5000 മേ ബി ഇമ്പോസ്ഡ് അപ് ടു 5000. ദെൻ ഓഡിറ്റേഴ്സ് ഇൻ LLP ആൻഡ് റെസ്ട്രിക്ഷൻസ്. As per section 141 subsection 2 of the Companies Act 2013, if an LLP is appointed as an auditor, only its chartered accountant practice can act and sign on behalf of the firm. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു LLPനെ ഒരു ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലെ CAക്കാർക്ക് മാത്രമേ ഓഡിറ്റ് ചെയ്യാനും അതേമാതിരി തന്നെ സൈൻ ചെയ്യാനും പറ്റുള്ളൂ ഫേമിൻ്റെ ബിഹാഫിൽ. സോ LLPs can be appointed as an auditor under the Companies Act 2013. അപ്പോൾ LLPക്ക് എന്ത് ചെയ്യാൻ പറ്റും? LLPസിനെ ഒരു ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും കമ്പനീസ് ആക്ട് 2013 പ്രകാരം. However, an LLP cannot engage in practice if it has a company as a partner. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ ഒരു പാർട്ട്ണർ കമ്പനി ആണെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു LLP ഉണ്ട്, അതിൽ 3 പാർട്ട്നേഴ്സാണ് വെക്കുക. ഒരാൾ A, ഒരാൾ B, ഒരാൾ AB ലിമിറ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ LLPക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് നേരത്തെയും പറഞ്ഞത്. അല്ലാതെ LLPക്ക് മൊത്തമുള്ള റെസ്ട്രിക്ഷൻ അല്ല നേരത്തെ പറഞ്ഞത്. ഈ ഒരു റെസ്ട്രിക്ഷനാണ് നേരത്തെയും ആ ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷനിലും ഈ ഒരു റെസ്ട്രിക്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഹവർ an LLP cannot engage in practice if it has a company as a partner as per the Chartered Accounts Act 1949 section 25 പ്രകാരമായിട്ടുള്ളത്. Example, if an LLP named ABC LLP has only individual CA partner ആണെങ്കിൽ it can take audit assignments, but if a company XYZ Limited become a partner of ABC Limited, പക്ഷേ ഒരു കമ്പനി എന്താണ് ഇതിൻ്റെ പാർട്ണർ ആവുകയാണെങ്കിൽ then ABC Limited cannot practice as a CA firm. Okay, so അടുത്താണ് members in practice prohibited from using other designation. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന മെമ്പേഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല? അതർ ഡെസിഗ്നേഷൻ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അവർ പ്രൊഹിബിറ്റഡ് ആണ് അത് യൂസ് ചെയ്യുന്നതിൽ. അപ്പോൾ യൂസ് ഓഫ് CA പ്രിഫിക്സ്. മെമ്പർ ഓഫ് IC are allowed to use CA as a prefix before their name. അത് മാത്രമേ അവർക്ക് വെക്കാൻ പറ്റുള്ളൂ, വെദർ ഇൻ പ്രാക്ടീസ് ഓർ നോട്ട്. പ്രാക്ടീസിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പേരിന് മുമ്പ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? CA എന്നുള്ള പേര് വെക്കാൻ പറ്റും. Restrictions on using other designation. മറ്റ് ഡെസിഗ്നേഷൻ വെക്കാനുള്ള റെസ്ട്രിക്ഷൻസ്. As per section 7 of the Chartered Accounts Act 1949, practicing CA cannot use any designation other than CA. Chartered Accounts എന്നല്ലാത്ത വേറൊരു ഡെസിഗ്നേഷൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെക്കാൻ പറ്റില്ല. ഒരു പ്രാക്ടീസിങ് CA ആണെങ്കിൽ cannot add description like finance consultant or tax consultant. അവർക്ക് എന്തും വെക്കാൻ പറ്റില്ല. ഫിനാൻസ് കൺസൾട്ടൻറ്റ്, ടാക്സ് കൺസൾട്ടൻറ്റ് എന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഒന്നും അവർക്കൊരു വെക്കാൻ പറ്റില്ല, അവരുടെ ഓഫീസിന് മുമ്പിൽ വെക്കാൻ പറ്റില്ല. Can however use additional qualification. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് വെക്കാൻ പറ്റും. ഇഫ് റെക്കഗ്നൈസ്ഡ് ബൈ ICA റെക്കഗ്നൈസ് ചെയ്യുന്ന മറ്റു ക്വാളിഫിക്കേഷൻസ് അവർക്ക് വെക്കാൻ പറ്റും. എക്സാമ്പിൾ ACMA ഓർ FCMA ഓർ ഫോർ കോസ്റ്റ് അക്കൗണ്ട്സ് അങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. എക്സാമ്പിൾ എ CA ഹോൾഡിംഗ് എ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ക്വാളിഫിക്കേഷൻ. ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ക്വാളിഫിക്കേഷൻ ആണ് ഒരു CA ഹോൾഡ് ചെയ്യുന്നെങ്കിൽ ക്യാൻ റൈറ്റ് CA രമേശ് ACMA ബട്ട് നോട്ട് രമേശ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ്. അങ്ങനെ വെക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റും ആണ് അയാൾ എന്താണ് CA ആണെങ്കിൽ CA രമേശ് SCMA എന്ന് വെക്കാൻ പറ്റും. പക്ഷേ രമേശ് കോസ്റ്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ CA എന്നുള്ള സാധനം മാറ്റിയിട്ട് രമേശ് കോസ്റ്റ് അക്കൗണ്ട് എന്നുള്ള മാത്രം വെക്കാൻ പറ്റില്ല. ദെൻ ഡെസിഗ്നേഷൻ ഓഫ് എ മെർച്ചൻറ്റ് ബാങ്കർ ആൻഡ് അഡ്വൈസേഴ്സ്. Members can register as category 4 merchant bankers under SEBI rules and act as advisors. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ICA മെമ്പേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാറ്റഗറി 4 മെമ്പേഴ്സ് ആവാൻ പറ്റും, ഒരു മെർച്ചൻറ്റ് ബാങ്കേഴ്സ് ആവാൻ പറ്റും SEBI റൂൾസ് പ്രകാരം, SEBI റൂൾസ് ആൻഡ് ആക്ട് പ്രകാരം അഡ്വൈസറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ ഹവർ ദേ ക്യാൻ ബി ലിസ്റ്റഡ് ആസ് അഡ്വൈസേഴ്സ് ടു എൻ ഇഷ്യൂ. അപ്പോൾ ഒരു അഡ്വൈസേഴ്സ് ടു എൻ ഇഷ്യൂ എന്നുള്ള ലിസ്റ്റിലാണ് വരിക ഇൻ എൻ ഓഫർ ഡോക്യുമെൻറ്റ്, ബട്ട് ദ നെയിം ഷുഡ് നോട്ട് ബി അപ്പിയർ പ്രോമിനൻ്റ്ലി. എക്സാമ്പിൾ, ഇഫ് CA രാജേഷ് ഫേം അഡ്വൈസേഴ്സ് കമ്പനീസ് ഇഷ്യൂയിങ് ഷെയർസ്. അപ്പോൾ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എന്താണ്? ഒരു CA രാജേഷ്
അഡ്വൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈസ് നെയിം കനോട്ട് ബി മെൻഷൻഡ് അണ്ടർ ദ അഡ്വൈസർ ബട്ട് ഇൻ ദ ലാർജ് ബോൾഡ് ലെറ്റർ. അപ്പോൾ പക്ഷേ അയാളുടെ പേരിൽ എന്ത് കൊടുക്കാൻ പറ്റില്ല? അഡ്വൈസർ എന്നുള്ള പേര് അയാളുടെ ഒരു ലാർജ് ബോൾഡ് ലെറ്ററിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോഴും CA എന്നുള്ള പേരാണ് CA എന്നുള്ള പേരിനാണ് എന്ത് മുൻതൂക്കം കൊടുക്കേണ്ടത്, അഡ്വൈസർ എന്നുള്ള പേരിനല്ല എന്നാണ് പറഞ്ഞത്. Then restrictions for directors, political party members and clubs. A chartered accountant who are director in a company cannot mention this in their CA related documents. അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, അയാൾ ഡയറക്ടറാണ്, ഒരു കമ്പനിയുടെ ഡയറക്ടർ ആണെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കനോട്ട് മെൻഷൻ ദിസ് ഇൻ എ CA റിലേറ്റഡ് ഡോക്യുമെൻറ്റ്. ഒരു CA റിലേറ്റഡ് ഡോക്യുമെൻറ്റിൽ ഈ ഒരു കാര്യം ആൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. മെമ്പേഴ്സ് ആക്റ്റീവ് ഇൻ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിൽ ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണെങ്കിൽ ഓർ ക്ലബിൽ ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണെങ്കിൽ ഓൾസോ കനോട്ട് യൂസ് ദീസ് പൊസിഷൻ, ഈ ഒരു പൊസിഷൻ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഫോർ പ്രൊഫഷണൽ പ്രൊമോഷൻ. പ്രൊഫഷണൽ പ്രൊമോഷൻ അത് യൂസ് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിലോ അല്ലെങ്കിൽ ഒരു ക്ലബിലോ ഒക്കെ ഉള്ള മെമ്പർഷിപ്പ്. എക്സാമ്പിൾ, എ CA അമിത് ഈസ് എ ഡയറക്ടർ ഓഫ് ABC ലിമിറ്റഡ്. ABC ലിമിറ്റഡ് ഡയറക്ടറാണ്. ഹി കനോട്ട് റൈറ്റ് CA അമിത് ഡയറക്ടർ ഓഫ് ABC ലിമിറ്റഡ്. അങ്ങനെ ആൾക്ക് എന്താണ് ഒരു ബോർഡിൽ ആൾക്ക് വെക്കാൻ പറ്റില്ല. ഓൺ ഹിസ് CA വിസിറ്റിംഗ് കാർഡ്, അയാളുടെ CA വിസിറ്റിംഗ് കാർഡൊന്നും ആൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. Then using foreign membership and additional qualification. If a CA is a member of a foreign institute recognized by ICA, അപ്പോൾ ICA റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെമ്പറാണ് ഒരു CA കാരനെങ്കിൽ ത്രൂ MOU ഓർ MRA ഹി ക്യാൻ ബി മെൻഷൻ ഇറ്റ്, അയാൾക്കത് മെൻഷൻ ചെയ്യാൻ പറ്റും. സുപ്രീം കോർട്ട് ക്ലാരിഫൈഡ് ദാറ്റ് അതർ ക്വാളിഫിക്കേഷൻ മീൻസ് നോൺ അക്കൗണ്ടൻസി ഡിഗ്രി. അപ്പോൾ ഒരു നോൺ അക്കൗണ്ടൻസി ഡിഗ്രിയാണ് എന്ത് പറയുക, അതർ ക്വാളിഫിക്കേഷൻ എന്ന് പറയാം. എന്ത് സുപ്രീം കോർട്ട് അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ MBA, LLB അതൊക്കെ. CA കനോട്ട് യൂസ് ഇൻകം ടാക്സ് കൺസൾട്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് ഓർ കോർപ്പറേറ്റ് ലോയർ ഇൻ പ്രൊഫഷണൽ ഡോക്യുമെൻറ്റ്. അയാളുടെ പ്രൊഫഷണൽ ഡോക്യുമെൻറ്റ്സിലൊന്നും ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഇൻകം ടാക്സ് കൺസൾട്ടൻ്റ് എന്നോ കോസ്റ്റ് അക്കൗണ്ടൻ്റ് എന്നോ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് എന്നോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലോയറിനൊന്നും അയാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ, എ CA വിത്ത് MBA ക്യാൻ റൈറ്റ് CA രോഹിത് MBA എന്ന് എഴുതാൻ പറ്റും, ബട്ട് കനോട്ട് CA രോഹിത് ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് എന്ന് എഴുതാൻ പറ്റില്ല. ഓക്കെ. Then using CPA or other foreign designation. CA cannot use CPA. CAക്ക് എന്താ CPA യൂസ് ചെയ്യണം. ചില സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻ്റ് ആവാൻ പറ്റില്ല. ഓൺ വിസിറ്റിംഗ് കാർഡ്, അയാളുടെ വിസിറ്റിംഗ് കാർഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, CPA എന്നുള്ള കാര്യം അയാൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻ്റ് എന്നുള്ള കാര്യം. Then maintenance of branch offices. As per section 27 of the Act, CA Act, a CA firm has multiple offices. Each office must have a separate members in charge. അപ്പോൾ സെക്ഷൻ 27 CA ആക്ടിലെ സെക്ഷൻ 27 പ്രകാരം എന്താ, ഒരു CA ഫേമിന് മൾട്ടിപ്പിൾ ഓഫീസ് ആവാം. ഈച്ച് ഓഫീസ് എന്തും വേണം, ഒരു സെപ്പറേറ്റ് മെമ്പർ ഇൻ ചാർജ് വേണം. ഓരോ ഓഫീസിലും ഓരോ മെമ്പർ ചാർജിലും വേണം. സോ ഫെയിലിയർ ടു കംപ്ലൈ ഈസ് കൺസിഡേർഡ് എ പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. ഇത് കംപ്ലൈ ചെയ്തത് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ്, അതൊരു പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ. എക്സെപ്ഷൻസ് ഫോർ ഹിൽ ഏരിയാസ്. ഹിൽ ഏരിയാസിലുള്ള എക്സെപ്ഷൻസ്. CA in hill areas are allowed to open temporary offices in cities for up to 3 months annually provided. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹിൽ ഏരിയയിൽ ഓഫീസുള്ളൊരു CA കാരനാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടെമ്പററി ഓഫീസ് അയാൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. സിറ്റിയിൽ അയാൾക്ക് ഒരു ടെമ്പററി ഓഫീസ് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ് ടു 3 months ആനുവലി. ഒരു കൊല്ലം 3 മാസത്തെ പീരീഡ്. ഇപ്പോൾ ഒരു കൊല്ലം 12 മാസം, അതിൽ 3 മാസത്തെ പീരീഡ് എന്താണ്, അയാൾക്ക് ഒരു ടെമ്പററി ഓഫീസ് സിറ്റിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അയാളുടെ ഓഫീസ് എന്തിനാണുള്ളത്, ഹിൽ ഏരിയയിലുള്ളത്. പക്ഷേ അയാൾക്ക് എന്താണ്, ഹിൽ ഏരിയയിലുള്ള ഒരാൾക്ക് എന്താണ്, സിറ്റിയിൽ ഒരു 3 മാസം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്കൊരു ഓഫീസ് ടെമ്പററി ആയിട്ട് ദ മെയിൻ ഓഫീസ് റിമെയിൻ ഓപ്പൺ. പക്ഷെ അപ്പോഴും എന്ത് ചെയ്യണം, ആ ഒരു മെയിൻ ഓഫീസ് ഓപ്പൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആൻഡ് ദ ടെമ്പററി ഓഫീസ് നോട്ട് ഡിസ്പ്ലേഡ് പെർമനൻ്റ്ലി. ടെമ്പററി ഓഫീസ് എന്താണ്, പെർമനൻ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല. ആൻഡ് ICA ഈസ് നോട്ടിഫൈഡ് ബിഫോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ദ ടെമ്പററി ഓഫീസ്. ICAക്ക് എന്തും കൊടുക്കണം, നോട്ടിഫിക്കേഷനും കൊടുക്കണം. ആ ഒരു ടെമ്പററി ഓഫീസ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പും അത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പും എന്താണ്, ICAക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കണം. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് നമ്മൾക്ക് ഫോളോ ചെയ്യണം.
ഇതൊരു എക്സംഷനാണ്. എന്ത്, ഒരു ഹിൽ ഏരിയയിലുള്ള ഒരാൾക്ക് എന്ത് അയാൾ പറഞ്ഞു നമുക്ക് മൾട്ടിപ്പിൾ ഓഫീസ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഓരോ ഓഫീസിനും എന്താണ് സെപ്പറേറ്റ് മെമ്പർ ഇൻ ചാർജ് വേണം. പക്ഷെ അത് വേണ്ട, രണ്ട് ഓഫീസ് എന്താണ് ഒരേ സി എക്കാരൻ മതി, ഒരു മെമ്പർ ഇൻ ചാർജ് മതി. എപ്പം ഹില്ലി ഏരിയയിലാണെങ്കിൽ അയാൾ എന്താണ് ഒരു ടെമ്പററി ഓഫീസ് ഒരു കൊളത്തിൽ 3 മാസത്തിൻ്റെ കണക്കിൽ അയാൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ അയാൾ എന്താണ് ആ ഒരു മെയിൻ ഓഫീസ് അയാൾ ഓപ്പൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതേമാതിരി തന്നെ എന്താണ് ഒരു പെർമനൻറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല ടെമ്പററി ഓഫീസിൽ. അതേമാതിരി തന്നെ ICAക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കണം ആ ഒരു ടെമ്പററി ഓഫീസ് ഓപ്പൺ ചെയ്യുന്നതിനും ക്ലോസ് ചെയ്യുന്നതിനും മുമ്പ്. എക്സാമ്പിൾ, ഇഫ് എ CA മീന പ്രാക്ടീസസ് ഇൻ എ ഹില്ലി ഏരിയ ബട്ട് നീഡ്സ് എൻ ഓഫീസ് ഇൻ ഡൽഹി ഫോർ വിൻ്ററിൽ എന്താണ് ഒരു ഡൽഹിയിൽ അവർക്ക് ഓഫീസ് വേണമെങ്കിൽ ഷീ ക്യാൻ ഓപ്പൺ ഇറ്റ് ഫോർ 3 months ബട്ട് മസ്റ്റ് നോട്ടിഫൈ ICAI. ദെൻ ബ്രാഞ്ച് ഓഫീസ് റൂൾസ്. A CA in charge of a branch must be either a partner or a full-time paid assistant. അപ്പോൾ ഒരു CA in charge of a branch, ഒരു ബ്രാഞ്ചിൽ ചാർജുള്ള ഒരു CA എന്താവണം, ഐദർ എ പാർട്ണർ, ഒന്നെങ്കിൽ ഒരു പാർട്ണർ ആവണം അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം പെയ്ഡ് അസിസ്റ്റൻ്റ് ആയിരിക്കണം. എ CA മസ്റ്റ് ബി ഫിസിക്കലി പ്രസൻറ്റ്. ആ CA എന്താണ് അവിടെ ഫിസിക്കലി പ്രസൻറ്റ് ആയിരിക്കണം. ഫോർ അറ്റ്ലീസ്റ്റ് 182 days ഇൻ എ ബ്രാഞ്ച് ഓഫീസ് പെർ ഇയർ. ഒരു കൊല്ലം എന്താണ് അറ്റ്ലീസ്റ്റ് 182 ദിവസമെങ്കിലും അവരവിടെ ഫിസിക്കലി പ്രസൻ്റ് ആയിരിക്കണം ഒരു CA. Example, if a CA Rahul runs a firms with branches, he must either be present 182 days at each branch or appoint another CA. അല്ലെങ്കിൽ മറ്റൊരു CAനെ അപ്പോയിൻ്റ് ചെയ്യണം. Then exception for second office. Second office-ൻ്റെ exceptions. A CA firm can open a second office without a separate in charge. ഒരു സെപ്പറേറ്റ് ആൾ ചാർജ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെക്കൻഡ് ഓഫീസ് നമുക്ക് തുറക്കാൻ പറ്റും. പക്ഷേ അതിന് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാ വെച്ചാൽ ഇറ്റ് ഈസ് ഇൻ ദ സെയിം പ്രിമൈസ് ആസ് ദ ഫസ്റ്റ് ഓഫീസ്. അപ്പോൾ ഒരു സെയിം ബിൽഡിംഗ് തന്നെയാണുള്ളത്. ഒരു ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളുടെ എന്താ പറയുക സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മളുടെ ഫസ്റ്റ് ഓഫീസ് എങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ രണ്ടാമത്തെ ഓഫീസ് തുടങ്ങുന്നതെങ്കിൽ എന്തില്ല, ഒരു കുഴപ്പമില്ല. സോ ഇറ്റ് ഈസ് ഇൻ ദ സെയിം പ്രിമൈസ് ആസ് ദ ഫസ്റ്റ് ഓഫീസ് ആൻഡ് വിത്തിൻ ദ സെയിം സിറ്റിയിലായിരിക്കണം. ആൻഡ് വിത്തിൻ 50 kilometers ഓഫ് ദ മുനിസിപ്പൽ ലിമിറ്റ് ഓഫ് ദ ഫസ്റ്റ് ഓഫീസ്. അപ്പോൾ 3 കണ്ടീഷനാണ് പറയുന്നത്. നമുക്ക് 2 ഓഫീസ് തുടങ്ങാനുള്ള 3 കണ്ടീഷൻ പറയുന്നുണ്ട്. ഒന്ന് വെച്ചാൽ സെയിം പ്രിമൈസ് ആയിരിക്കണം, ഒരേ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിരിക്കണം. രണ്ടാമത്തെ വെച്ചാൽ സെയിം സിറ്റി, ഒരു സിറ്റി വെക്കുക, സെയിം സിറ്റീൻ്റെ ഉള്ളിലാണ് 2 ഓഫീസും വരുന്നതെന്ന് വെക്കുക. മൂന്നാമത്തെ വെച്ചാൽ ഡിസ്റ്റൻസ്, 2 ഓഫീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഫസ്റ്റ് ഓഫീസും സെക്കൻഡ് ഓഫീസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം, 50 kilometer മുനിസിപ്പൽ ലിമിറ്റിൻ്റെ ഉള്ളിലായിരിക്കണം. ഇറ്റ് ഈസ് വിത്തിൻ 50 kilometers ഓഫ് മുനിസിപ്പൽ ലിമിറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് ഓഫീസ്. അങ്ങനെയായിരിക്കണം. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ആണെങ്കിൽ, ഇത് 3 മോറാണ്. ഫസ്റ്റ് ഒരേ പ്രിമൈസ് ആണെങ്കിൽ എന്ത് വേണ്ട, ഈ 2 കണ്ടീഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം രണ്ടും സെയിം സിറ്റീൻ്റെ ഉള്ളിലും അതേമാതിരി തന്നെ മുനിസിപ്പൽ ലിമിറ്റിൻ്റെ ഉള്ളിലായിരിക്കും. ഇപ്പോൾ ഈ ഒരു സെയിം സിറ്റി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, സപ്പോസ് ഇപ്പോൾ ഒരാൾക്കൊരു പാലക്കാട് ഒരു ഓഫീസ് ഉണ്ടെന്ന് വെക്കുക, പിന്നെ ഒരു കോയമ്പത്തൂരിൻ്റെ അടുത്തോ അങ്ങനെ ഒരു ഓഫീസ് കൊണ്ട് വെക്കുക. പക്ഷേ ലിമിറ്റ് എന്താണ്, 45 kilometer മാത്രമേ മുനിസിപ്പൽ ലിമിറ്റ് ഉള്ളൂ. പക്ഷേ എന്താണ്, രണ്ടും വേറെ വേറെ സിറ്റിയിലാണുള്ളത്. അപ്പോൾ എന്താണ്, അതൊരു ഇഷ്യൂ ആണ്. ഇതിലും അങ്ങനെ വരാം. ഇതും ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ ഒരു സിറ്റീൻ്റെ ഒരു ബോർഡർ പോകുന്നത് ഈ ഒരു രീതിയിലാണെന്ന് വിചാരിക്കുക, ജസ്റ്റ് അങ്ങനെ വിചാരിക്കുക. സോ ഒരു ഓഫീസ് ഇവിടെയും ഒരു ഓഫീസ് ഇവിടെ ആണെങ്കിലും പറ്റില്ല. കാരണം ഒരു കണ്ടീഷൻ എന്താണ്, വിത്തിൻ്റെ സെയിം സിറ്റി ആയിരിക്കണം. സോ സെയിം പ്രിമൈസ് ആവണം, അല്ലെങ്കിൽ സെയിം സിറ്റി ആവണം, അല്ലെങ്കിൽ എന്താണ് 50 kilometers മുനിസിപ്പൽ ലിമിറ്റും വേണം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എന്താണ് ഫുൾഫിൽ ആവുന്നില്ലെങ്കിൽ, ഏതെങ്കിലും കണ്ടീഷൻ അല്ല, ഈ 3 കണ്ടീഷൻ ഫുൾഫിൽ ആക്കുകയാണെങ്കിൽ എന്താണ് കുഴപ്പമില്ല. എ ഫേം വിത്തിൻ ദ ഹെഡ് ഓഫീസ് ഇൻ സിറ്റി എക്സ്, ഒരു സിറ്റി എക്സിലാണ് ഒരാളുടെ ഹെഡ് ഓഫീസ് ഉള്ളത്, ക്യാൻ ഹാവ് എ ബ്രാഞ്ച് 45 kilometer അവേ ഇൻ സിറ്റി വൈ, സിറ്റി വൈയിൽ ആക്കാം വിത്തൗട്ട് ഇൻ ചാർജ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. മനസ്സിലായല്ലോ. ഇതിൽ ഓറാണ് വരുന്നത്, ഓറാണ് ഇവിടെ വരുന്നത്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ, ഒന്നെങ്കിൽ സെയിം പ്രിമൈസ് നോക്കുക, അല്ലെങ്കിൽ എന്താണ് സെയിം സിറ്റി ആണോ നോക്കുക, അല്ലെങ്കിൽ 50 kilometer മുനിസിപ്പൽ ലിമിറ്റിൻ്റെ ഉള്ളിലാണോ എന്നുള്ള കാര്യം നോക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്താണ് അയാൾക്ക് സെക്കൻഡ് ഓഫീസ് തുറക്കാൻ പറ്റും. ദെൻ KYC നോംസ് ഫോർ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇൻ പ്രാക്ടീസ്. KYC നോംസ് ആണ്. ICA മാൻഡേറ്റ്സ് KYC നോംസ് എന്ന് വെച്ചാൽ നോ യുവർ ക്ലയൻറ്റ് നോംസ് ഫോർ അറ്റസ്റ്റേഷൻ ഫംഗ്ഷൻ. അപ്പോൾ അറ്റസ്റ്റേഷൻ ഫംഗ്ഷൻ എന്താണ്, KYC നോംസ് ICA മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതിൽ ഫോർ ഇൻഡിവിജ്വൽ ക്ലയൻസിനാണെങ്കിൽ നെയിം, പാൻ അല്ലെങ്കിൽ ആധാർ, ബിസിനസ് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ എന്താണ് ലാസ്റ്റ് ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് ഒരു ഇൻഡിവിജ്വൽ ക്ലയൻറ്റിന് നമ്മൾ വാങ്ങേണ്ട ഡീറ്റെയിൽസ് KYCക്ക് വേണ്ടിയിട്ട്. പേര് വേണം, പാൻ അല്ലെങ്കിൽ ആധാർ വേണം, ബിസിനസ് ഡീറ്റെയിൽസ് വേണം, അല്ലെങ്കിൽ എന്താണ് അതിന് പുറമെ എന്തും വേണം, ലാസ്റ്റ് ഓഡിറ്റ് ചെയ്ത FSും വേണം. ഇനി ഫോർ കോർപ്പറേറ്റിനാണെങ്കിൽ കമ്പനീൻ്റെ പേര് വേണം, അഡ്രസ്സ് വേണം, പാരൻ്റ് കമ്പനി വേണം, ഇഫ് അപ്ലിക്കബിൾ. പാരൻ്റ് കമ്പനി ഉണ്ടെങ്കിൽ അതും വേണം. ആൻഡ് അതിൻ്റെ കൂടെ പാന്, സിന്ന്, ഡയറക്ടേഴ്സ് ഡീറ്റെയിൽസും വേണം. ദെൻ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണെങ്കിൽ എന്ത് വേണം, പേര് വേണം, പാന് വേണം, അതേപോലെ തന്നെ ബിസിനസ് ഡിസ്ക്രിപ്ഷനും വേണം. പേര്, പാന് ആൻഡ് ബിസിനസ് ഡിസ്ക്രിപ്ഷനും വേണം. അതിൻ്റെ കൂടെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വേണം, അവരുടെ പാനും ആധാറും പിന്നെ ഡിന്നും. എക്സാമ്പിൾ, ബിഫോർ ഓഡിറ്റിംഗ്, ഒരു ഓഡിറ്റ് ചെയ്തതിന് മുമ്പ്, ഒരു XYZ ലിമിറ്റഡ് നമ്മൾ ഓഡിറ്റ് ചെയ്തതിന് മുമ്പ് എന്ത് ചെയ്യണം, CA മസ്റ്റ് കളക്ട് പാൻ, ഡയറക്ടേഴ്സ് ഡീറ്റെയിൽസ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്. ഓക്കെ, സോ നമ്മളൊരു ഓഡിറ്റ് കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നമ്മൾ KYC നമ്മൾ ആ ഡീറ്റെയിൽസ് നമ്മൾ വാങ്ങിയിരിക്കണം. ഓക്കെ, ദെൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇൻ സർവീസ്. അപ്പോൾ സർവീസിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന ടോപ്പിക്. എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇൻ സർവീസ് റിഫേഴ്സ് ടു എ പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് എംപ്ലോയിഡ് ഓർ എൻഗേജ്ഡ് ഇൻ എക്സിക്യൂട്ടീവ് ഓർ നോൺ എക്സിക്യൂട്ടീവ് കപ്പാസിറ്റി ഇൻ വേരിയസ് സെക്ടേഴ്സ് സച്ച് ആസ് കൊമേഴ്സ്, ഇൻഡസ്ട്രി ആൻഡ് സർവീസ്, പബ്ലിക് സെക്ടർ, എഡ്യൂക്കേഷൻ സെക്ടർ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, റെഗുലേറ്ററി ഓർ പ്രൊഫഷണൽ ബോഡീസ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നോക്കുന്ന ടോപ്പിക്കാണ് എന്ത്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ സർവീസ്. എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ സർവീസ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് എന്താണ്, എംപ്ലോയ്മെൻറ്റിൽ നിൽക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ എന്താണ് ഒരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ നോൺ എക്സിക്യൂട്ടീവ് കപ്പാസിറ്റിയിൽ അതിൽ വർക്ക് ചെയ്യുക. ഏതൊക്കെയാണ് ആ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് കൊമേഴ്സ്, ഇൻഡസ്ട്രി ആൻഡ് സർവീസ് സെക്ടർ ആവാം, പബ്ലിക് സെക്ടേഴ്സ് ആവാം, എഡ്യൂക്കേഷൻ സെക്ടർ ആവാം, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവാം, അതേമാതിരി തന്നെ റെഗുലേറ്ററി അല്ലെങ്കിൽ പ്രൊഫഷണൽ ബോഡീസും ആവാം. ദീസ് അക്കൗണ്ടൻസ് ക്യാൻ ബി ഫുൾ ടൈം എംപ്ലോയീസ് ഓർ വർക്ക് ഓൺ എ കോൺട്രാക്ച്വൽ ബേസ്. അവർക്ക് എന്താവാം, ഒരു ഫുൾ ടൈം എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ച്വൽ ബേസിസിനും അവർക്ക് വർക്ക് ചെയ്യാം. അവരെയും നമ്മൾ എന്താ വിളിക്കുക, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ സർവീസ് എന്നാണ് നമ്മൾ റിഫർ ചെയ്യുക. എക്സാമ്പിൾ, എ CA വർക്കിംഗ് ആസ് എ CFO ഇൻ എ കമ്പനി ഓർ എ കൺസൾട്ടൻറ്റ് ഫോർ എൻ NGO ഫോൾസ് അണ്ടർ ദിസ് കാറ്റഗറി. ദെൻ ഇനി ആണ് നമ്മൾ നോക്കുന്നത് ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് നമ്മൾ നോക്കുന്നത്. ദ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് ഫോർ മിസ്കണ്ടക്ട് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഈസ് ഗവേൺഡ് ബൈ സെക്ഷൻ 21, 21A, 21B, 21C, 22A ആൻഡ് 22G. അപ്പോൾ ഇത്രയും സെക്ഷൻസ് ആണ് എന്ത് നോക്കുന്നത്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസ് മിസ്കണ്ടക്ട് നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് നോക്കുന്നത്. ഏതൊക്കെയാണ് സെക്ഷൻ 21, 21A, 21B, 21C ആൻഡ് അതിനുശേഷം 22ലേക്ക് ചാടും 22A ആൻഡ് 22G ഓഫ് ദ CA ആക്ട് ആൻഡ് ഫോളോസ് എ സ്ട്രക്ചേർഡ് പ്രോസസ്. സോ പ്രോസസ് ഓവർവ്യൂ. അപ്പോൾ എന്താണ് പ്രോസസ്സ്? എ കംപ്ലൈൻറ്റ് അഗെയിൻസ്റ്റ് എ CA ഈസ് സബ്മിറ്റഡ് ടു ദ ഡിസിപ്ലിനറി ഡയറക്ടർ. അപ്പോൾ ഒരു CAക്ക് എതിരെയായിട്ട് ഒരു കംപ്ലൈൻറ്റ് വന്ന് ആർക്കാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്, ഡിസിപ്ലിനറി ഡയറക്ടറേറ്റിനാണ് ഈ ഒരു കംപ്ലൈൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ CA ഈസ് ഫൗണ്ട് ഗിൽറ്റി, CA ഗിൽറ്റി ആണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അണ്ടർ ദ ഫസ്റ്റ് ഷെഡ്യൂൾ പ്രകാരം CA ഗിൽറ്റി ആണ് എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ദേ മേ ഫേസ് റിമൂവൽ ഫ്രം ദ രജിസ്റ്റർ. അവരുടെ പേരെന്ത് ചെയ്യും, രജിസ്റ്ററിൽ നിന്ന് റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ ഫൈൻ ഓഫ് ₹10 lakh, 10 ലക്ഷം ഫൈൻ. അതേമാതിരി തന്നെ എന്തും ചെയ്യും, രജിസ്റ്ററിൽ നിന്നും റിമൂവും ചെയ്യും. ഓക്കെ, ഏത് ഫസ്റ്റ് ഷെഡ്യൂൾ പ്രകാരം. ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ എന്താണ്, അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ലീസ്റ്റ് സീരിയസ് മിസ്കണ്ടക്റ്റ് ആണ് അതിലുണ്ടാവുക, നെഗ്ലിജൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടാവുക. അങ്ങനെ ഉള്ള ഫസ്റ്റ് ഷെഡ്യൂളിൽ പ്രകാരമുള്ളൊരു മിസ്കണ്ടക്റ്റിൽ CA എന്താണ് ഗിൽറ്റി ആണെങ്കിൽ അയാളെ രജിസ്റ്ററിൽ നിന്ന് റിമൂവും ചെയ്യും, അതേമാതിരി തന്നെ 10 ലക്ഷം രൂപ ഫൈനും വരും. ഇനി ഇഫ് ഗിൽറ്റി അണ്ടർ സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ ഒരു സീരിയസ് മാറ്ററിൽ എന്താണ് ഒരു CA ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഗിൽറ്റി ആണെങ്കിൽ, ഇഫ് ഗിൽറ്റി അണ്ടർ ദ സെക്കൻഡ് ഷെഡ്യൂൾ
പെനാൾട്ടീസ് മേ ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് പെനാൾട്ടി വരിക എന്ന് വെച്ചാൽ റിമൂവൽ ഫ്രം എ ലോങ്ങർ പീരീഡ്, ഒരു ലോങ്ങർ കുറേ കാലത്തേക്ക് എന്ത് ചെയ്യും, അവരെ രജിസ്റ്ററിൽ നിന്ന് റിമൂവ് ചെയ്യും. ദെൻ ഫൈൻ എന്ന് വെച്ചാൽ എത്രയാണ്, 60 lakh rupees ആണ് വരിക, 60 ലക്ഷം രൂപീസ്. ഇഫ് ഫൗണ്ട് നോട്ട് ഗിൽറ്റി അല്ലെങ്കിൽ ദ കേസ് ഈസ് കേസ് ക്ലോസ് ചെയ്യും. ആൻഡ് ഇഫ് റിക്വയർഡ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ആർ കണ്ടക്ടഡ്, ചിലപ്പോൾ എന്താണ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യും. ആൻഡ് എനി മെമ്പർ ക്യാൻ അപ്പീൽ വിത്ത് 90 days. ഏതൊരാൾക്കും അയാൾക്കെതിരെ ഒരു കേസ് വന്നിട്ട് അയാൾക്കെതിരെ എന്താണ് വിധിക്കുകയാണെങ്കിൽ, അയാൾ ഗിൽറ്റിയാണെന്ന് വിധിക്കുകയാണെങ്കിൽ 90 ദിവസം വരെ അയാൾക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും അഗെയിൻസ്റ്റ് ദ ഡിസിഷൻ. ഒരു ഡിസിഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് 90 ദിവസം വിത്തിൻ 90 days അയാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും, ഒരു മെമ്പറിന് അപ്പീൽ കൊടുക്കാൻ പറ്റും. Example, if a CA is accused of a financial fraud, the ICA investigates if guilty, and if guilty, he or she may be fined or removed from the register. അപ്പോൾ എന്ത് ചെയ്യും, ഒരു CA ഗിൽറ്റി എന്ന് കണ്ടുപിടിച്ചാൽ അവരെന്ത് ചെയ്യും, അവരെയോ അല്ലെങ്കിൽ അവളെയോ രജിസ്റ്ററിൽ നിന്നും റിമൂവ് ചെയ്യും. ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് മിസ്കണ്ടക്റ്റ് ആണ്. 2 ടൈപ്പ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പ്രൊഫഷണൽ അല്ലെങ്കിൽ അതർ മിസ്കണ്ടക്റ്റ് ആണെന്ത് ടൈപ്സ് ഓഫ് മിസ്കണ്ടക്റ്റ്. പ്രൊഫഷണൽ ഓർ അതർ മിസ്കണ്ടക്റ്റ് റിഫർ ടു എനി റോങ്ഫുൾ ആക്ട് ഓർ ഫെയിലിയർ ടു ആക്ട് ബൈ എ CA വെദർ ആസ് എൻ ഇൻഡിവിജ്വൽ ഓർ പാർട്ട് ഓഫ് എ ഫേം. ഒരു ഇൻഡിവിജ്വലായിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഫേമിൻ്റെ ഭാഗമായിട്ടോ നമ്മൾ റോങ്ഫുൾ ആക്റ്റോ അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ടു ആക്ട് ബൈ എ CA എന്ന രീതിയിൽ നമ്മൾ ഫെയിലിയറായി അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിലാണ് ഇതിനെ പ്രൊഫഷണൽ അല്ലെങ്കിൽ അതർ മിസ്കണ്ടക്റ്റ് എന്ന് പറയാം. പ്രൊഫഷണൽ മിസ്കണ്ടക്ട് എന്ന് വെച്ചാൽ CA റിലേറ്റഡ് വർക്കിൽ ഒരു മിസ്കണ്ടക്ട് വരുത്തുന്നതാണ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട് എന്നും. അതർ മിസ്കണ്ടക്ട് എന്ന് വെച്ചാൽ എന്താണ്, റിലേറ്റഡ് ടു എ പേഴ്സണൽ മിസ്കണ്ടക്ട് ഔട്ട്സൈഡ് പ്രൊഫഷണൽ ഡ്യൂട്ടീസിന് പുറത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പേഴ്സണൽ മിസ്കണ്ടക്ട് നടത്തുകയാണെങ്കിൽ അതിനാണ് അതർ മിസ്കണ്ടക്ട് എന്ന് പറയാം. സോ നമുക്ക് പ്രൊഫഷണൽ മിസ്കണ്ടക്ട് എന്താണെന്ന് നോക്കാം. ഡിഫൈൻഡ് ഇൻ ഫസ്റ്റ് ഷെഡ്യൂളിലാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഫഷണൽ മിസ്കണ്ടക്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഷെഡ്യൂൾ പാർട്ട് 1, പാർട്ട് 2 ആൻഡ് പാർട്ട് 3. ആൻഡ് സെക്കൻഡ് ഷെഡ്യൂളിലത്തെ എന്താണ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2ലാണെന്ത് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ പാർട്ട് 1, പാർട്ട് 2 ആൻഡ് പാർട്ട് 3ലും സെക്കൻഡ് ഷെഡ്യൂളിൻ്റെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2ലുമാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ഡിഫൈൻ ചെയ്യുന്നത്. എ CA മസ്റ്റ് ഫോളോ എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റ് ഇൻ ദീസ് ഷെഡ്യൂൾ. അപ്പോൾ ഈ ഷെഡ്യൂൾസിൽ ഫസ്റ്റ് ഷെഡ്യൂളും സെക്കൻഡ് ഷെഡ്യൂൾസിലും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള എത്തിക്കലും അതേമാതിരി തന്നെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സും എന്ത് ചെയ്യണം, ഒരു CA ഫോളോ ചെയ്യണം. ഇഫ് എ CA കമ്മിറ്റ്സ് എനി ആക്ട് ലിസ്റ്റഡ് ഇൻ ദീസ് ഷെഡ്യൂൾസ്, അപ്പോൾ ഈ ഷെഡ്യൂൾസിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും മിസ്കണ്ടക്ട് CA കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ദേ ആർ ഗിൽറ്റി ഓഫ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. അവരെന്താണ്, പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിന് ഗിൽറ്റിയാണ് അവർ. എക്സാമ്പിൾ, ഇഫ് എ CA മാനിപ്പുലേറ്റ്സ് എ ക്ലയൻറ്റ്സ് ഫിനാൻഷ്യൽ റെക്കോർഡ്, CA എന്താണ്, ഒരു ക്ലയൻറ്റിൻ്റെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോർ ടാക്സ് ഇവേഷൻ ഇറ്റ്സ് എ പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. ദെൻ അതർ മിസ്കണ്ടക്ട് ഡിഫൈൻഡ് ഇൻ ഷെഡ്യൂൾ പാർട്ട് 4ലാണ് ഡിഫൈൻ ചെയ്തത്, അതേമാതിരി തന്നെ സെക്കൻഡ് ഷെഡ്യൂളിൻ്റെ പാർട്ട് 3ലും. അപ്പോൾ നമ്മളെന്താണ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 നമ്മൾ പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റും പാർട്ട് 4ൽ അതർ മിസ്കണ്ടക്റ്റും, സെക്കൻഡ് ഷെഡ്യൂളിൻ്റെ പാർട്ട് 1, പാർട്ട് 2ൽ പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ആൻഡ് പാർട്ട് 3ൽ അതർ മിസ്കണ്ടക്റ്റുമാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഈവൻ മിസ്കണ്ടക്ട് ഔട്ട്സൈഡ് പ്രൊഫഷണൽ ഡ്യൂട്ടീസിന് ഔട്ട്സൈഡ് ആ സ്കോപ്പിൻ്റെ പുറത്ത് നമ്മൾ എന്തെങ്കിലും മിസ്കണ്ടക്ട് ചെയ്താൽ പോലും ക്യാൻ ലീഡ് ടു ഡിസിപ്ലിനറി ആക്ഷൻ, അതും എന്താണ് ഡിസിപ്ലിനറി ആക്ഷന് കാരണമാവും. ദ ICA ക്യാൻ ടേക്ക് ആക്ഷൻ എഗെയിൻസ്റ്റ് CA ഫോർ പേഴ്സണൽ മിസ്ബിഹേവിയർ. അപ്പോൾ ഒരു പേഴ്സണൽ മിസ്ബിഹേവിയർ എന്ത് ചെയ്യാൻ പറ്റും, CAക്കെതിരെ ആക്ഷൻസ് എടുക്കാൻ പറ്റും. ദിസ് എൻഷ്യൂർ ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഈവൻ ഇൻ പേഴ്സണൽ ലൈഫ്. അപ്പോൾ പേഴ്സണൽ ലൈഫിൽ പോലും എന്ത് ചെയ്യണം, CAക്കാർ എത്തിക്കൽ ബിഹേവിയർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അത് എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ അതർ മിസ്കണ്ടക്റ്റിൻ്റെ സ്കോപ്പും കൂടി നമ്മൾ ഷെഡ്യൂൾസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ലീഗൽ കൺവിക്ഷൻ ഫോർ മോറൽ ക്രൈംസ്. ഇപ്പോൾ മോറൽ ക്രൈംസ് നടക്കുകയാണെങ്കിൽ ലീഗൽ കൺവിക്ഷനും അതിൽ പെടും. എക്സാമ്പിൾ, ഇഫ് എ CA is convicted of fraud or bribery even outside their professional work, they can face disciplinary action. So, ഇനിയാണ് നമ്മൾ പറഞ്ഞത് ഷെഡ്യൂൾസ് ടു ദ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആക്ട് ആൻഡ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. അപ്പോൾ എന്തൊക്കെ ഷെഡ്യൂൾസ്, നമ്മൾ 2 ഷെഡ്യൂൾസ് പറഞ്ഞു, ഷെഡ്യൂൾ 1 ആൻഡ് ഷെഡ്യൂൾ 2 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ രണ്ട് ഷെഡ്യൂൾസും ആണ് നമ്മൾ നോക്കുന്നത് ഇതിൽ ഇപ്പോൾ. സോ ഓവർവ്യൂ ഓഫ് ഷെഡ്യൂൾസ് ടു ദ ആക്ട് ആൻഡ് നമ്പർ ഓഫ് ക്ലോസ് ഇൻ ഈച്ച് പാർട്ട് ആൻഡ് ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് ഓഫ് ഷെഡ്യൂൾ മിസ്കണ്ടക്ട് ആൻഡ് പാർട്ട് 1 വരെയാണ് നമ്മൾ നോക്കുക. ഷെഡ്യൂൾ 1ൻ്റെ പാർട്ട് 1 വരെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ നോക്കുക. പാർട്ട് 2 മുതൽ നമ്മൾ സെക്കൻഡ് പാർട്ടിലായിരിക്കും നമ്മൾ കവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് തന്നെ നമ്മൾ വലിയൊരു എന്താ പറയുക ടൈം കുറേ നമ്മൾ ഈ ഒരു പാർട്ട് 1 നമ്മൾ കുറേ പോയിട്ടുണ്ട്. അപ്പോൾ ഒറ്റൊരു വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒരുപാട് ടൈമാകും. സോ അതുകൊണ്ട് നമ്മൾ പാർട്ട് 2 മുതൽ സെക്കൻഡ് വീഡിയോയിലേക്ക് നോക്കുക. സോ ഫസ്റ്റ് ഓവർവ്യൂ ഓഫ് ഷെഡ്യൂൾ ടു ദ ആക്ട്. The CA Act defines professional misconduct in section 22. അപ്പോൾ സെക്ഷൻ 22-ലാണ് ഇത് പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഡിവൈഡ് ഇൻറ്റു 2 ഷെഡ്യൂൾസ്, ഫസ്റ്റ് ഷെഡ്യൂൾസ് ആൻഡ് സെക്കൻഡ് ഷെഡ്യൂൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഫസ്റ്റ് ഷെഡ്യൂളിൽ 4 പാർട്ടുകളാണുള്ളത്, സെക്കൻഡ് ഷെഡ്യൂളിൽ 3 പാർട്ടുകളും. ഓക്കെ, സോ ഫസ്റ്റ് ഷെഡ്യൂൾ 4 പാർട്ട്. അതിൽ പാർട്ട് 1 എന്ന് വെച്ചാൽ പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ പ്രാക്ടീസ്. ഇൻ പ്രാക്ടീസിലുള്ള ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റാണ് കാണിക്കുന്നത്. പാർട്ട് 2-ലാണെങ്കിൽ മിസ്കണ്ടക്ട് ഓഫ് മെമ്പേഴ്സ് ഇൻ സർവീസ് എന്ന് വെച്ചാൽ എംപ്ലോയ്മെൻറ്റോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ നോൺ എക്സിക്യൂട്ടീവ് സർവീസിലിരിക്കുന്ന ഒരാളുടെ മിസ്കണ്ടക്ട്. പാർട്ട് 3 വെച്ചാൽ മിസ്കണ്ടക്ട് ഓഫ് മെമ്പേഴ്സ് ജനറലായിട്ടുള്ള കുറച്ച് മിസ്കണ്ടക്റ്റാണ് പാർട്ട് 3-ൽ പറഞ്ഞത്. പാർട്ട് 4 എന്ന് വെച്ചാൽ അതർ മിസ്കണ്ടക്റ്റാണ് പറയാം. ഇത് മൂന്നും നമ്മൾ പറഞ്ഞു പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിനാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഒന്ന് വെച്ചാൽ മെമ്പർ ഇൻ പ്രാക്ടീസ്, രണ്ട് മെമ്പർ ഇൻ സർവീസ് ആൻഡ് ജനറൽ, എല്ലാവർക്കും അപ്ലിക്കബിൾ ആവുന്നത്. പാർട്ട് 4 എന്താണ് അതർ മിസ്കണ്ടക്റ്റാണ് പറഞ്ഞത്, റിലേറ്റഡ് ടു മെമ്പേഴ്സ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻഡ് ദെൻ സെക്കൻഡ് ഷെഡ്യൂൾ 3 പാർട്ട്. അതൊക്കെ വെച്ചാൽ പാർട്ട് 1 വെച്ചാൽ പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ഇൻ റിലേഷൻ ടു ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ പ്രാക്ടീസ്. അതും എന്താണ് CA ഇൻ പ്രാക്ടീസിൻ്റെ പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റാണ് പറയുന്നത്. പാർട്ട് 2 വെച്ചാൽ മിസ്കണ്ടക്ട് ഓഫ് മെമ്പേഴ്സ് ജനറലി, അതിലെന്ത് പറയുന്നില്ല, ഇൻ സർവീസ് പറയുന്നില്ല. എന്നുവെച്ചാൽ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ നോൺ എക്സിക്യൂട്ടീവിൽ പോകുന്ന ആൾക്കാരുടെ പ്രൊഫഷണൽ മിസ്കണ്ടക്ട് എന്തിൽ പറയുന്നില്ല, സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നില്ല, അത് ഷെഡ്യൂൾ 1-ലേ പറയുന്നുള്ളൂ. സോ മിസ്കണ്ടക്ട് ഇൻ ജനറലാണ് സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞത്. തേർഡ് പാർട്ട് എന്താണ്, അതർ മിസ്കണ്ടക്ട് റിലേറ്റഡ് ടു മെമ്പേഴ്സ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ദെൻ നമ്പർ ഓഫ് ക്ലോസസ് ഇൻ ഈച്ച് പാർട്ട്. ഓരോ പാർട്ടിലും എത്ര ക്ലോസുകളാണുള്ളത്. ഫസ്റ്റ് ഷെഡ്യൂൾ അതിൽ 4 പാർട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിലുള്ളത് 12 ഷെഡ്യൂൾ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ 12 ക്ലോസുകൾ കംപ്ലീറ്റ് ആയാൽ നമ്മൾ നെക്സ്റ്റ് പാർട്ടിലാണ് ബാക്കിയുള്ള പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 നമ്മളത് കവർ ചെയ്യുക. സോ ഈ പാർട്ടിൽ നമ്മൾ ഈ 12 ക്ലോസ് കൂടി നമ്മൾ കവർ ചെയ്യുള്ളൂ. സോ പാർട്ട് 1 നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്കാണ് 12 ക്ലോസുകൾ. പാർട്ട് 2-ലാകെ 2 ക്ലോസേ ഉള്ളൂ, പാർട്ട് 3-ൽ 3 ക്ലോസ്, പാർട്ട് 4-ൽ 2 ക്ലോസ്. ഓക്കെ, അപ്പോൾ പാർട്ട് 1 എന്താണ്, മെമ്പർ ഇൻ പ്രാക്ടീസിൻ്റെ മിസ്കണ്ടക്റ്റുകളാണ്. പാർട്ട് 2 എന്ന് വെച്ചാൽ മെമ്പർ ഇൻ സർവീസിൻ്റെ മിസ്കണ്ടക്ട്. പാർട്ട് 3 വെച്ചാൽ മെമ്പർ ഇൻ ജനറലിൻ്റെ മിസ്കണ്ടക്ട്. ആൻഡ് പാർട്ട് 4 അതർ മിസ്കണ്ടക്റ്റും. ആൻഡ് ദെൻ സെക്കൻഡ് ഷെഡ്യൂൾ പാർട്ട് 1 10 ക്ലോസസ് ആണുള്ളത്, പാർട്ട് 2 4 ക്ലോസ്, ആൻഡ് പാർട്ട് 3 അതർ മിസ്കണ്ടക്ട് ഒറ്റ ക്ലോസ് മാത്രമേ ഉള്ളൂ. Then disciplinary process of first schedule misconduct. If the director finds a member guilty of misconduct in first schedule, the matter is placed before the board of discipline. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ഡയറക്ടർ എന്തൊരു മെമ്പർ ഗിൽറ്റിയാണ്, മിസ്കണ്ടക്റ്റിന് ഗിൽറ്റിയാണ്, ഫസ്റ്റ് ഷെഡ്യൂൾ പ്രകാരം ഗിൽറ്റിയാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ദ മാറ്റർ ഈസ് പ്ലേസ്ഡ് ബിഫോർ ബോർഡ് ഓഫ് ഡിസിപ്ലിൻ. അപ്പോൾ ബോർഡ് ഓഫ് ഡിസിപ്ലിൻ്റെ മുമ്പിൽ ഈ ഒരു കാര്യം എന്ത് ചെയ്യും, അവതരിപ്പിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ പാർട്ട് 1 നമ്മൾ കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പാർട്ട് 1 നമുക്ക് കവർ ചെയ്യാനുള്ളത് 12 ക്ലോസുകളാണ്. 12 ക്ലോസാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ക്ലോസുകളായിട്ട് നോക്കാം. സോ ക്ലോസ് 1, allowing an unqualified person to practice. സോ ക്ലോസ് 1, allowing an unqualified person to practice. അപ്പോൾ ഒരു ക്വാളിഫൈഡ് അല്ലാത്തൊരു വ്യക്തിയെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കുക. അതെന്താണ്, അത് ഷെഡ്യൂൾ 1 പാർട്ട് 1-ലെ ക്ലോസ് 1 പ്രകാരം എന്താണ്, അതാണ് ഏറ്റവും ഫസ്റ്റായിട്ട് പറയുന്ന മിസ്കണ്ടക്ട്. എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇൻ പ്രാക്ടീസ് cannot allow any person to practice in his name unless that person is a chartered accountant in practice, a partner in a firm,
ഓർ ആൻ എംപ്ലോയി അണ്ടർ ഹിസ് സൂപ്പർവിഷൻ. അപ്പോൾ എന്താണ്, ഈ മൂന്ന് വ്യക്തികൾക്കല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സി എക്കാരൻ്റെ പേര്, അയാളുടെ പേര് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. സോ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇൻ പ്രാക്ടീസ് കനോട്ട് അലൗ എനി പേഴ്സൺ ടു പ്രാക്ടീസ്, ആരെയും പ്രാക്ടീസ് അനുവദിക്കാൻ പാടില്ല ഇൻ ഹിസ് നെയിം അൺലെസ് ദാറ്റ് പേഴ്സൺ, അയാൾ എന്താണ്, അയാളൊരു സി എക്കാരനോ അല്ലെങ്കിൽ പാർട്ട്ണർ ഇൻ ഹിസ് ഫേം, അയാളുടെ ഫേമിലെ പാർട്ട്ണറോ അല്ലെങ്കിൽ എന്താണ് അയാളുടെ എംപ്ലോയിയോ അണ്ടർ ഈ സൂപ്പർവിഷൻ, ഈ മൂന്ന് ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാളുടെ പേരിൽ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അയാൾ എന്താണ്, പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിന് പാർട്ട് 1 ക്ലോസ് 1 പ്രകാരം, ഷെഡ്യൂൾ 1 പാർട്ട് 1 ക്ലോസ് 1 പ്രകാരം അയാൾ എന്താണ്, പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റ് ആണ്, ഗിൽറ്റി ഓഫ് പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റ് ആണ്. ഇഫ് എ സി എ അലൗസ് ഹിസ് നോൺ ക്വാളിഫൈഡ് ഫ്രണ്ട് എന്താണ്, ടു സൈൻ എൻ ഓഡിറ്റ് റിപ്പോർട്ട് ഇൻ ഹിസ് നെയിം, അയാളുടെ പേരിലാക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റ്. സോ ദാറ്റ് ഈസ് ക്ലോസ് 1. ഇനി ക്ലോസ് 2 എന്താ നോക്കാം. ക്ലോസ് 2 എന്ന് വെച്ചാൽ ഷെയറിങ് ഫീ ഓർ പ്രോഫിറ്റ് വിത്ത് അൺഓതറൈസ്ഡ് പേഴ്സൺ. ഓതറൈസ്ഡ് അല്ലാത്ത ഒരാളുമായിട്ട് നമ്മൾക്ക് കിട്ടിയ ഫീസോ അല്ലെങ്കിൽ പ്രോഫിറ്റോ നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്താണ്, ക്ലോസ് 2 പ്രകാരം അത് മിസ്കണ്ടക്റ്റ് ആണ്. എ പ്രാക്ടീസിങ് സി എ കനോട്ട് ഷെയർ ഫീസ് ഓർ പ്രോഫിറ്റ് വിത്ത് anyone except another member of ICA, a partner or retired partner, a legal representative of a deceased partner, a member of recognized professional body as per ICA regulation. അപ്പോൾ ഈ 4 ആൾക്കാർ ആരൊക്കെ, അനദർ മെമ്പർ ഓഫ് ഐ സി എയിലെ മറ്റൊരു മെമ്പർ എന്ന് വെച്ചാൽ മറ്റൊരു സി എക്കാരൻ, അല്ലെങ്കിൽ എ പാർട്ട്ണർ അല്ലെങ്കിൽ റിട്ടയർഡ് പാർട്ട്ണർ ഓർ എ റിട്ടയർഡ് പാർട്ട്ണർ, അല്ലെങ്കിൽ ഒരു മരിച്ചു പോയ ഡിസീസ്ഡ് പാർട്ട്ണറുടെ റെപ്രസെൻറ്റേറ്റീവ്, ലീഗൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ കൂടെയോ, അല്ലെങ്കിൽ എ മെമ്പർ ഓഫ് എ റെക്കഗ്നൈസ്ഡ് പ്രൊഫഷണൽ ബോഡി, ICA റെഗുലേഷൻ പ്രകാരമുള്ള, ആസ് പെർ ICA റെഗുലേഷൻ പ്രകാരമുള്ള ഒരു റെക്കഗ്നൈസ്ഡ് പ്രൊഫഷണൽ ബോഡിയിലെ മെമ്പറോ, ഈ 4 ആൾക്കാരെ കൂടെ അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ കൂടെ എന്താണ്, നമ്മളുടെ ഫീസോ പ്രോഫിറ്റോ ഒരു പ്രാക്ടീസിങ് സി എ എന്താണ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അയാൾ എന്താണ്, പ്രൊഫഷണലി മിസ്കണ്ടക്റ്റ് ആണ്. സോ ഈ പാർട്ട് 1 നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രാക്ടീസിങ് സി എൻ്റെ കേസുകൾ മാത്രമേ പറയുന്നുള്ളൂ. സി എ മെമ്പർ ഇൻ സർവീസിൻ്റെ കേസ് പറയുന്നില്ല, സി എ ഇൻ പ്രാക്ടീസിൻ്റെ കേസ് മാത്രമേ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് സമയത്ത് ആൻസർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പ്രാക്ടീസിങ് സി എ കനോട്ട് ഷെയർ എന്തൊക്കെ, ഫീ ഓർ പ്രോഫിറ്റ് വിത്ത് anyone except member of ICA, partner or retired partner, legal representative of deceased partner or member of any recognized professional body as per ICA regulation. So ഇതാണ് ക്ലോസ് 2. ഇനി ICA അലൗസ് ഫീ ഷെയറിംഗ് വിത്ത് മെമ്പേഴ്സ് ഓഫ് സ്പെസിഫിക് പ്രൊഫഷണൽ ബോഡീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, സ്പെസിഫിക് പ്രൊഫഷണൽ ബോഡീസിലെ മെമ്പേഴ്സുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫീസ് ഷെയർ ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അവരാരൊക്കെയാണെന്ന് വെച്ചാൽ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീൻ്റെ മെമ്പറാണെങ്കിൽ കുഴപ്പമില്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അതാണെങ്കിൽ കുഴപ്പമില്ല, ദ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണെങ്കിലും കുഴപ്പമില്ല, ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് ആണെങ്കിലും ഇഷ്യൂ ഇല്ല, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറി ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ 5 ആൾക്കാർ ആരൊക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, ദ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യ. ഇവർ 5 പേരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഒരു പ്രൊഫഷണൽ ബോഡി ആയിട്ട് ICA റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. Then ICA also allows fee sharing with individuals having specific qualification in India. അപ്പോൾ ഇന്ത്യയിൽ എന്താണ്, ഈ ഒരു റെഗുലേഷൻ അല്ലാതെ സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തികളെയും എന്താണ് ആ ഒരു ഇൻഡിവിജ്വൽസുമായിട്ടും ഫീസ് ഷെയർ ചെയ്യാം എന്നുള്ള കാര്യം ICA അലൗ ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, കമ്പനി സെക്രട്ടറി ICA ഇതാക്കിയ ബോഡിയാണ്, അപ്രൂവ് ചെയ്ത ബോഡി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അവരെന്താണ്, ഫസ്റ്റ് കമ്പനി സെക്രട്ടറി, ദെൻ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, ദെൻ ആക്ച്വറി, ദെൻ ബാച്ചിലർ ഓഫ് എഞ്ചിനീയർ, ദെൻ ബാച്ചിലർ ഓഫ് ടെക്നോളജി BTech, ദെൻ ബാച്ചിലർ ഇൻ ആർക്കിടെക്ചർ, ദെൻ ബാച്ചിലർ ഇൻ ലോ ആൻഡ് MBA ആൻഡ് AICTE റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. സോ ഇവർ ഈ ഒരു ഇൻഡിവിജ്വൽസ് എന്ന് വെച്ചാൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള, ഈ ഒരു സ്പെസിഫിക് ക്വാളിഫിക്കേഷൻസ് ഉള്ള ഇൻഡിവിജ്വൽസുമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഒരു CA മെമ്പേഴ്സിന് ഫീസ് ഷെയർ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, എ CA ക്യാൻ ഷെയർ ഫീസ് വിത്ത് കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ബട്ട് കനോട്ട് ഷെയർ ഇറ്റ് വിത്ത് അൺക്വാളിഫൈഡ് കൺസൾട്ടൻറ്റ്.
ദെൻ ഗവൺമെൻറ് റെഗുലേഷൻസ് ഓൺ ഓഡിറ്റ് ഫീസ്. അപ്പോൾ ഗവൺമെൻറ് റെഗുലേഷൻസ് ഉണ്ട് ഓഡിറ്റ് ഫീസിൻ്റെ കേസിൽ. സം സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് റിക്വയർഡ് ഓഡിറ്റർ ടു ഡെപ്പോസ് പെർസെൻറ്റേജ് ഓഫ് ഓഡിറ്റ് ഫീസ് വിത്ത് ദ ഗവൺമെൻറ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. അപ്പോൾ ചില കോഓപ്പറേറ്റീവ് സൊസൈറ്റി, സം സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് പറയുന്നുണ്ട്, ഓഡിറ്റേഴ്സിനോട് അവർക്ക് കിട്ടിയ ഫീസ്, ഓഡിറ്റ് ഫീസ് അതിൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് വിത്ത് ഗവൺമെൻറ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. ഗവൺമെൻറ്റിലേക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന രീതിയിൽ എന്ത് ചെയ്യാണ്, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കിട്ടുന്ന ഫീസിൻ്റെ ഒരു പെർസെൻറ്റേജ്. ആൻഡ് ICA അലൗസ് ദിസ് പ്രാക്ടീസ് ആസ് ഇറ്റ് ഡസ് നോട്ട് വയലേറ്റ്സ് ദ കോഡ് ഓഫ് എത്തിക്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മളുടെ ഫീസ് എന്താണ്, ഫീസിൻ്റെ ഒരു പെർസെൻറ്റേജ് ഈ ഒരു ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആയ രീതിയിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്താണ്, കോഡ് ഓഫ് എത്തിക്സിൻ്റെ വയലേഷൻ അല്ലാത്ത രീതിയിലാണ് ICA ഈ ഒരു പ്രാക്ടീസിനെ കാണുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. സോ എക്സാമ്പിൾ, ഇഫ് CA ഓഡിറ്റ്സ് of a cooperative banks and the state requires 10% audit fees to be deposited. അപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഓഡിറ്റ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു ഒരു 10% ഫീസിൻ്റെ 10% എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്തല്ല, ഇത് മിസ്കണ്ടക്റ്റ് അല്ല. ഓക്കെ, ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ ഇൻ CA ഫേംസ്. ഗുഡ് വിൽ ഈസ് ട്രീറ്റഡ് ആസ് ഡിഫറെൻ്റ്ലി ഇൻ പാർട്ണർഷിപ്പ് ഫേംസ് ആൻഡ് പ്രൊപ്രൈറ്ററി ഫേം. അപ്പോൾ എന്താണ് ഗുഡ് വിൽ എന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടാണ് പാർട്ണർഷിപ്പ് ഫേമിലായാലും പ്രൊപ്രൈറ്ററി ഫേമിലായാലും ഒരു ഫേമിൻ്റെ റെപ്യൂട്ടേഷൻ വാല്യൂ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഡിഫറെൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഗുഡ് വിൽ ഇൻ പാർട്ണർഷിപ്പ് ഫേം, ഇഫ് എ പാർട്ണർ ഡൈസ്, ഒരു ആൾ മരിക്കുക, ഒരു പാർട്ണർ മരിക്കുകയാണെങ്കിൽ ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഈസ് ഹെഡിങ് ആട്ടോ, എൻഡിങ് അല്ല, എൻടൈറ്റിൽഡ് ആണ്. ഓക്കെ, ദ റെപ്രസെൻറ്റേറ്റീവ് ഈസ് എൻടൈറ്റിൽഡ് ടു ദ ഗുഡ് വിൽ. എൻടൈറ്റിൽ മൊത്തം ഇതാ. ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഈസ് എൻടൈറ്റിൽഡ് ടു ദ ഗുഡ് വിൽ ആസ് പെർ പാർട്ണർഷിപ്പ് അഗ്രിമെൻറ്റ്. അപ്പോൾ ഒരു പാർട്ണർ മരിക്കുകയാണെങ്കിൽ ആ ഒരു ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്താണ്, ആ ഒരു ഗുഡ് വില്ലിന് അയാൾക്ക് അവകാശമുണ്ട്. ഇഫ് ഓൾ പാർട്ട്നേഴ്സ് ഡൈഡ്, എല്ലാ പാർട്ട്നേഴ്സും മരിക്കുകയാണെങ്കിൽ ഗുഡ് വിൽ ഈസ് ഹാൻഡിൽഡ് ആസ് പെർ ICA റൂൾസ്. അപ്പോൾ എന്ത് ചെയ്യണം, ICA റൂൾസ് പ്രകാരം വേണം ഗുഡ് വില്ല് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ, ഇഫ് എ പാർട്ണർ ഇൻ എ ഫേം CA ഫേം ഡൈസ്, ഹിസ് ഫാമിലി ഗെറ്റ്സ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ അൺലെസ് ദ എഗ്രിമെൻറ്റ് സ്റ്റേറ്റ് അതർവൈസ്. ആൻഡ് ദെൻ ഗുഡ് വിൽ ഇൻ പ്രൊപ്രൈറ്റർഷിപ്പ്. അപ്പോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ വേറെ രീതിയിലാണ് ഗുഡ് വിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഇഫ് ദ പ്രൊപ്രൈറ്റർ ഡൈസ്, പ്രൊപ്രൈറ്റർ മരിക്കുകയാണെങ്കിൽ ആഫ്റ്റർ 31 മാർച്ച് 1988, അപ്പോൾ 1988 മാർച്ച് 31 ശേഷമാണ് പ്രൊപ്രൈറ്റർ മരിക്കുന്നതെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഇൻഹെറിറ്റ് ഗുഡ് വിൽ. അപ്പോൾ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ അടുത്തേക്ക് എന്താണ് ഗുഡ് വില്ല് പോകും, ഇൻഹെറിറ്റൻ്റ് ആയിട്ട് ഗുഡ് വില്ല് പോകും. പക്ഷേ 1988 മാർച്ച് 31 മുമ്പാണ് അയാൾ മരിക്കുന്നതെങ്കിൽ ഗുഡ് വിൽ ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ്സിൻ്റെ ബേസിലാണ് ഗുഡ് വിൽ അപ്പോൾ നമ്മൾ സെറ്റിൽ ചെയ്യുക. സോ മനസ്സിലായല്ലോ. അപ്പോൾ ഡേറ്റ് എന്ന് വെച്ചാൽ ഗുഡ് വിൽ, പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ കേസിൽ ഗുഡ് വില്ലിൻ്റെ ഡേറ്റ് എന്ന് വെച്ചാൽ 31 മാർച്ച് 1988 ആണ്. അപ്പോൾ അതിന് ശേഷമാണ് മരിക്കുന്നതെങ്കിൽ എന്ത് പോവും, ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് ഗുഡ് വില്ല് പോവും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിന് മുമ്പാണ് മരിക്കുന്നതെങ്കിൽ അത് ഡിസ്പ്യൂട്ട് ചെയ്തിട്ടാണ് സെറ്റിൽ ചെയ്യുക. എക്സാമ്പിൾ, ഇഫ് എ സോൾ പ്രൊപ്രൈറ്റർ CA dies today, his family inherit goodwill and can sell it with liabilities. സോ അതാണ് ക്ലോസ് 2. ക്ലോസ് 2 എന്ന് വെച്ചാൽ എന്താണ്, ഫീസാണ്, ഫീസ് ആൻഡ് പ്രോഫിറ്റ്. ക്ലോസ് 1 എന്തായിരുന്നു, അൺക്വാളിഫൈഡ് പേഴ്സൺ ടു പ്രാക്ടീസ് ആണ്. ഇനി നെക്സ്റ്റ് ക്ലോസ് 3 ആണ്, ഷെയറിങ് പ്രോഫിറ്റ് വിത്ത് നോൺ മെമ്പേഴ്സ്. നോൺ മെമ്പേഴ്സുമായിട്ട് നമ്മൾ എന്താണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുക. നമ്മളിപ്പോൾ ഫീസും പ്രോഫിറ്റും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടെയാണ് നമ്മൾ പറഞ്ഞത്. നോൺ മെമ്പേഴ്സ് അല്ല, അൺഓതറൈസ്ഡ് വ്യക്തികളെ കൂടെ നമ്മൾ ഫീസോ അല്ലെങ്കിൽ പ്രോഫിറ്റോ ഷെയർ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ക്ലോസ് 2 പറഞ്ഞത്. 3 എന്ന് വെച്ചാൽ പ്രോഫിറ്റാണ്, പ്രോഫിറ്റ് മാത്രമാണ്. അതേമാതിരി തന്നെ വിത്ത് നോൺ മെമ്പേഴ്സ്. എ CA is not allowed to accept or share profit from professional work of a person who is not a member of ICA. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു CA എന്ത് ചെയ്യാൻ പാടില്ല, ഈസ് നോട്ട് അലൗഡ് ടു അക്സെപ്റ്റ് ഓർ ഷെയർ. അയാൾ അക്സെപ്റ്റും ചെയ്യാൻ പാടില്ല, അതേമാതിരി തന്നെ അയാൾ ഷെയറും ചെയ്യാൻ പാടില്ല. എന്ത്, പ്രോഫിറ്റ്. അയാൾ അക്സെപ്റ്റും ചെയ്യാൻ പാടില്ല, ഷെയറും ചെയ്യാൻ പാടില്ല, പ്രോഫിറ്റ് ഫ്രം പ്രൊഫഷണൽ വർക്ക്. ഒരു ആൾ പ്രൊഫഷണൽ വർക്ക് ചെയ്തു, പക്ഷേ ആ ആൾ എന്താണ്, ഓഫ് എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ICA. ICAൻ്റെ മെമ്പർ അല്ലാത്ത ഒരാളുടെ അടുത്ത് നിന്ന് ഒരു പ്രൊഫഷണൽ വർക്കിൻ്റെ പേരിൽ നമ്മളൊരു
ഫീസ് എക്സെപ്റ്റോ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയൊരു ഫീസ് അയാളോട് ഷെയർ ചെയ്യാനോ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ചെയ്യാൻ പാടില്ല. എക്സെപ്ഷൻസ് ടു ദിസ് റൂൾ. അപ്പോൾ ഈ റൂളിന് എക്സെപ്ഷൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ഹവർ എ സി എ ക്യാൻ ഷെയർ ഫീസ് ഓർ പ്രോഫിറ്റ് ഇൻ സർട്ടൈൻ കേസസ് സച്ച് ആസ് വിത്ത്, പക്ഷേ ഫീസും പ്രോഫിറ്റും ഷെയർ ചെയ്യാൻ പറ്റും. ഏതൊക്കെ കേസ് വെച്ചാൽ മെമ്പർ ഓഫ് അതർ പ്രൊഫഷണൽ ബോഡീസ് റെക്കഗ്നൈസ്ഡ് ബൈ കൗൺസിൽ അണ്ടർ റെഗുലേഷൻ 53A ഓഫ് ദ CA റെഗുലേഷൻ 1988. അപ്പോൾ CA റെഗുലേഷൻ 1988 പ്രകാരം എന്താണ്, 53A റെഗുലേഷൻ പ്രകാരം എന്താണ്, ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബോഡി, ആ ബോഡിത്തെ മെമ്പറായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ദെൻ അതർ ക്വാളിഫൈഡ് പ്രൊഫഷണൽ അലൗഡ് ബൈ IC. അപ്പോൾ IC അലൗ എന്ന മറ്റ് പ്രൊഫഷണൽ വ്യക്തികൾ, പ്രൊഫഷണൽ ബോഡി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കൂടിയും എന്ത് ചെയ്യാൻ പറ്റും, CAക്കാർക്ക് ഫീസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ പറ്റും. ഇത് ക്ലോസ് 2 പറഞ്ഞ കാര്യമാണ്. എക്സാമ്പിൾ, എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ക്യാൻ ഷെയർ പ്രോഫിറ്റ് വിത്ത് കമ്പനി സെക്രട്ടറി, ക്ലോസ് 2 പറഞ്ഞ കാര്യമാണ്. ഇഫ് ദ പാർട്ണർഷിപ്പ് ഇസ് ഇൻ കംപ്ലയൻസ് വിത്ത് ICA റെഗുലേഷൻസ്. അവർ ഷെയറിംഗ് പ്രോഫിറ്റ് വിത്ത് എൻ അൺക്വാളിഫൈഡ് അക്കൗണ്ടൻറ്റ് ഇസ് നോട്ട് അലൗഡ്. സോ അതാണെന്ത്, ക്ലോസ് 3. ഓക്കെ, ഇനി അടുത്തത് ക്ലോസ് 4 ആണ്. പാർട്ണർഷിപ്പ് വിത്ത് നോൺ CAs. നോൺ CAസുമായിട്ട് പാർട്ണർഷിപ്പ് ചെയ്യുക. എ CA ഈസ് ജനറലി നോട്ട് അലൗഡ് ടു എൻ്റർ ഇൻ എ പാർട്ണർഷിപ്പ് വിത്ത് എ നോൺ CA. അപ്പോൾ ഒരു നോൺ CA ആയിട്ട് ഒരു പാർട്ണർഷിപ്പിലേക്ക് എൻ്റർ ചെയ്യാൻ എന്താണ്, CA അലൗഡ് അല്ല. ഹവർ പാർട്ണർഷിപ്സ് ആർ അലൗഡ് വിത്ത് സെർട്ടൻ പ്രൊഫഷണൽ ഹൂ ഹാവ് സ്പെസിഫൈഡ് ക്വാളിഫിക്കേഷൻസ് റെക്കഗ്നൈസ്ഡ് ബൈ ICA ഓർ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റോ ICAയോ റെക്കഗ്നൈസ് ചെയ്യുന്ന സ്പെസിഫിക് ക്വാളിഫിക്കേഷനുള്ള വ്യക്തികളുടെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഫഷണൽസിൻ്റെ കൂടെ നമുക്ക് പാർട്ണർഷിപ്പ് ചെയ്യാം. പക്ഷേ അല്ലാതെ ഒരു നോൺ CAൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നോൺ CAൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു നോൺ CA എന്താണ്, സെൻട്രൽ ഗവൺമെൻറ്റോ ICAയോ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ക്വാളിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അയാളുടെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, പാർട്ണർഷിപ്പ് എടുക്കാൻ പറ്റും. സോ നമ്മളാണൊരു ഒരു CAക്കാരാണ് നമ്മൾ. അപ്പോൾ നമ്മളെന്താണ്, മറ്റൊരാളുടെ കൂടെ പാർട്ണർഷിപ്പ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് നോക്കണം, ഇയാൾ CA ആണോ എന്ന് നോക്കണം. CA ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഫസ്റ്റ് നമ്മൾ CA ആണോ എന്ന് നോക്കണം. CA ആണെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ, പാർട്ണർഷിപ്പ് ചെയ്യാം. ഈ CA അല്ലെങ്കിലോ, CA അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത് വെച്ചാൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ആരൊക്കെ, സെൻട്രൽ ഗവൺമെൻറ്റും ICAയും റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷൻ, സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ പ്രോസസ് ചെയ്യുന്ന ഒരു പ്രൊഫഷനിലാണോ എന്ന് നോക്കണം. അതാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. ദെൻ അപ്രൂവ്ഡ് പ്രൊഫഷണൽ ബോഡീസ് ഫോർ പാർട്ണർഷിപ്പ്. ഓക്കെ, ദ ഫോളോയിങ് പ്രൊഫഷണൽസ് ആർ എലിജിബിൾ ഫോർ പാർട്ണർഷിപ്പ് വിത്ത് CA. അപ്പോൾ താഴെ പറഞ്ഞ പ്രൊഫഷണൽസ് ആണെന്ത്, CA ആയിട്ട് പാർട്ണർഷിപ്പ് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ ആസ് പെർ റെഗുലേഷൻ 53B പ്രകാരം കേട്ടോ, റെഗുലേഷൻ 53B. അപ്പോൾ ആരൊക്കെയാണത്, ഫസ്റ്റ് കമ്പനി സെക്രട്ടറി, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യ, ദെൻ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, അഡ്വക്കേറ്റ്സ്, മെമ്പേഴ്സ് ഓഫ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, ദെൻ എഞ്ചിനീയേഴ്സ്, മെമ്പേഴ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഓർ ഹോൾഡേഴ്സ് ഓഫ് ആൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഫ്രം എ recognized institution, then architects, member of Indian Institute of Architects, and actuaries, members of the Institute of Actuaries of India. അപ്പോൾ അത്രയും ആൾക്കാരെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ണേഴ്സ് ആവാൻ പറ്റും, അവർ നോൺ CA ആണെങ്കിൽ പോലും. എക്സാമ്പിൾ, എ CA firm can form a partnership with a cost accountant for consultancy service, however cannot partner with an unqualified financial advisor. സോ അതാണ് ക്ലോസ് 4. ദെൻ ക്ലോസ് 5 ആണ് സെക്യൂറിങ് പ്രൊഫഷണൽ ബിസിനസ് അൺഎത്തിക്കലി. നമ്മളുടെ ബിസിനസ് നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത് ഒരു അൺഎത്തിക്കൽ രീതിയിൽ നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നതാണ് ക്ലോസ് 5 പറഞ്ഞത്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഷുഡ് സെക്യൂർ വർക്ക് ബേസ്ഡ് ഓൺ ദെയർ റെപ്യൂട്ടേഷൻ. അവരുടെ റെപ്യൂട്ടേഷൻ്റെ ബേസിൽ, അവരുടെ സ്കില്ലിൻ്റെ ബേസിൽ, ഇൻറ്റഗ്രിറ്റീൻ്റെ ബേസിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഒരു CA അവരുടെ വർക്ക് അവർ സെക്യൂർ ചെയ്യേണ്ടത്. നോട്ട് ത്രൂ അൺഓതറൈസ്ഡ് മീൻസ് ലൈക്ക് ഏജൻറ്റ്സ്, നോൺ എംപ്ലോയീസ് ഓർ അൺഫെയർ മെത്തേഡ്സ്. അപ്പോൾ ഒരു ഏജൻസിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ എംപ്ലോയീസ് അല്ലാത്തവരെ കൊണ്ട് നമ്മൾ എന്താണ് പബ്ലിസിറ്റി ചെയ്യിപ്പിച്ചിട്ടോ അങ്ങനെ ഒരു അൺഫെയർ ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു CA പ്രൊഫഷനെ നമ്മൾ അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല. എ മാൻ മസ്റ്റ് സ്റ്റാൻഡ് എറക്റ്റ് ആൻഡ് നോട്ട് ടു കെപ്റ്റ് എറക്റ്റ് ബൈ അതേഴ്സ്, മാർക്കസ് ഓർലോസ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ, ഒരു എ മാൻ മസ്റ്റ് സ്റ്റാൻഡ് എറക്റ്റ് എന്ന് വെച്ചാൽ ഒരാൾ ഉയർന്നു നിൽക്കണം. ആൻഡ് നോട്ട് ടു കെപ്റ്റ് എറക്റ്റ് ബൈ അതേഴ്സ്, മറ്റുള്ളവരെ കൊണ്ട് ഒരാൾ ഉയർന്നു നിൽക്കാൻ പാടില്ല, മറ്റുള്ളവരെ കൊണ്ട് നമുക്കൊരു പ്രശസ്തി വരാൻ പാടില്ല. നമ്മൾ സ്വന്തം വേണം നമ്മളൊരു സ്കില്ലും റെപ്യൂട്ടേഷൻ നമ്മൾ ഉണ്ടാക്കാൻ. നമ്മൾ മറ്റൊരാളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കരുത് എന്നാണ് പറഞ്ഞത് ആര്, മാർക്കസ്.
CA must not use third-party services or unapproved methods to obtain work. അപ്പോൾ ഒരു വർക്ക് നമുക്ക് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തേർഡ് പാർട്ടി സർവീസോ അല്ലെങ്കിൽ അൺഅപ്രൂവ്ഡ് മെത്തേഡ്സോ യൂസ് ചെയ്യാൻ പാടില്ല CS. അഗ്രിമെൻറ്റ്സ് അണ്ടർ ക്ലോസ് 2, ക്ലോസ് 3, ക്ലോസ് 4 ആർ അലൗഡ്. അപ്പോൾ ക്ലോസ് 2, ക്ലോസ് 3, ക്ലോസ് 4 പ്രകാരമുള്ള എന്താണ് എഗ്രിമെൻറ്റ്സ് അലൗഡ് ആണ്. എന്ന് വെച്ചാൽ നമുക്കൊരു കമ്പനി സെക്രട്ടറീൻ്റെ കൂടെ വന്നിട്ടോ അല്ലെങ്കിൽ ഒരു നമ്മൾ വക്കീലിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പാർട്ണർഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ആ കാര്യങ്ങൾക്ക് അലൗഡ് ആണ്. അല്ലാത്ത എന്താണ് ഒരു അൺഅപ്രൂവ്ഡ് മെത്തേഡ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ, CA സെൻഡ് ലെറ്റേഴ്സ് ടു ആൻ ആർമി ക്യാൻറ്റീൻ ഡീറ്റെയിലിംഗ് ഹിസ് ക്വാളിഫിക്കേഷൻ ആൻഡ് ഫീ നോംസ് ഹെൽഡ് ഗിൽറ്റി ഓഫ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. അയാൾ എന്താണ് അയാൾ പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിന് ഗിൽറ്റിയാണ് ആ ഒരു കേസിൽ. ദെൻ ക്ലോസ് 6, സോളിസൈറ്റിംഗ് വർക്ക് അൺഎത്തിക്കലി. നമ്മൾ അൺഎത്തിക്കലായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് യാചിക്കുക. ഒരാളോട് പോയിട്ട് നമ്മൾ വർക്ക് തരണം എന്നുള്ള കാര്യം നമ്മൾ യാചിക്കുക. സോ ക്ലോസ് 6, സോളിസൈറ്റിംഗ് വർക്ക് അൺഎത്തിക്കലി. Soliciting clients or work directly or indirectly through advertisement, personal communication, circulars, interviews or other means is prohibited. അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ കൊടുത്ത് നമ്മൾ പറയുകയാണ് ഞങ്ങളുടെ ഫേം വളരെ നല്ല ഫേമാണ്, എല്ലാവരും വന്ന് വർക്ക് എടുത്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ യാചിക്കുക. അതെന്താണ്, അത് പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റ് ആണ്, ഇത് പ്രൊഹിബിറ്റഡ് ആണ്, ചെയ്യാൻ പാടില്ല ഒരു CA കാരൻ. എക്സെപ്ഷൻസ്, പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട്. എന്താ വെച്ചാൽ CA ക്യാൻ സീക്ക് വർക്ക് ഫ്രം അതർ CS. മറ്റ് CAസിൻ്റെ അടുത്ത് നമുക്ക് എന്താണ് നമുക്ക് വർക്ക് ചോദിക്കാം, നിങ്ങൾക്ക് എക്സ്ട്രാ വർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൊടുത്ത് തരാം എന്നുള്ള കാര്യം പറയാം. മറ്റ് CAസിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CA വർക്ക് നമുക്ക് ചോദിക്കാൻ പറ്റും. റെസ്പോണ്ടിങ്, അപ്പോഴും എന്താണ് ഒരു CAക്ക് കൂടുതൽ വർക്കുള്ളതാണ് നമുക്കൊരു CAക്ക് വേറെ വർക്ക് കിട്ടുന്നത്. അപ്പോൾ ആ CA പ്രൊഫഷൻ്റെ റെപ്യൂട്ടേഷൻ അവിടെ നിൽക്കുന്നുണ്ട്, അതിന് യാതൊരു ബാധവും വരില്ല. പക്ഷേ നമ്മളെന്താണ് നമ്മൾ പബ്ലിക്കായിട്ട് പോയിട്ട് എന്താണ് നമ്മൾ വർക്ക് യാചിക്കുമ്പം ആ ഒരു പ്രൊഫഷൻ്റെ ഒരു വാല്യൂ ആണ് അവിടെ പോകുന്നത്. മറ്റൊരു CAൻ്റെ അടുത്ത് പോയിട്ട് വർക്ക് ചോദിക്കുമ്പോൾ നമുക്കെന്തില്ല, ആ ഒരു പ്രൊഫഷൻ്റെ വാല്യൂ അവിടെ കുറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CA ക്യാൻ സീക്ക് വർക്ക് ഫ്രം അതർ CAs. അതിന് വേറൊരു എക്സെപ്ഷൻ എന്താ വെച്ചാൽ റെസ്പോണ്ടിങ് ടു ടെൻഡേഴ്സ് ഇസ് അലൗഡ്. അപ്പോൾ ടെൻഡേഴ്സ് നമുക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്കൊരു വലിയൊരു വർക്ക് ഉണ്ടെങ്കിൽ അത് ടെൻഡേഴ്സിലാണ് പോവുക. ഏറ്റവും കൂടുതൽ വർക്ക് എമൗണ്ട് ഫീസ് കോട്ട് ചെയ്യുന്ന ആൾക്കും അതേമാതിരി തന്നെ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാണ് ഇത് ടെൻഡർ പോവുക. സോ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്താണ്, അതൊന്നും ഇഷ്യൂ ഇല്ല. സോ റെസ്പോണ്ടിങ് ടു എ ടെൻഡർ ഇസ് അലൗഡ് എക്സെപ്റ്റ് ഫോർ റിസർവ്ഡ് സർവീസസ് ലൈക്ക് ഓഡിറ്റ്സ് അൺലെസ് ദ ടെൻഡർ മെൻഷൻഡ് എ മിനിമം ഫീ. അപ്പോൾ ഓഡിറ്റ് മാരിക്കുള്ള ഒരു സർവീസ് ആണെങ്കിൽ എന്താണ്, റിസർവ് ചെയ്ത സർവീസ് ആണെങ്കിൽ കുഴപ്പമില്ല, അൺലെസ് ദ ടെൻഡർ മെൻഷൻ എ മിനിമം ഫീ. ഒരു മിനിമം ഫീ എന്താണ് ടെൻഡർ മെൻഷനും ചെയ്യണം. ദെൻ ഇൻഡയറക്റ്റ് സൊളിസിറ്റേഷൻ ത്രൂ എ കോച്ചിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു കോച്ചിങ് ആക്ടിവിറ്റിയിലൂടെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളത് യാചിക്കുക. CAs ഇൻവോൾവ് ഇൻ കോച്ചിങ് ഓർ ടീച്ചിങ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ടീച്ചറാണ്, ക്ലാസ് എടുക്കുന്നുണ്ട്. സോ എൻ്റെ ഫേമിലേക്ക് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ സൈഡിലായിട്ട് ഞാൻ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക, എൻ്റെ ഫേമിന് ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. എന്നിട്ട് അതിലെ ഫീസ് സ്ട്രക്ചറൊക്കെ പറയാം, ഇത്ര മെമ്പേഴ്സ് ഇത്ര പാർട്ട്നേഴ്സ് എനിക്കുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയാം. സോ അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് രീതിയിൽ ഒരു കോച്ചിങ്ങോ അല്ലെങ്കിൽ ടീച്ചിങ്ങോ സർവീസ് നടത്തുന്ന ഒരാൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ മെമ്പർ ഇൻ സർവീസ്, അയാൾ എന്ത് ചെയ്യുക, അയാളുടെ ഫേമിന് വേണ്ടി മെമ്പർ ഇൻ സർവീസും പ്രാക്ടീസുമാണ്, അയാൾ എന്ത് ചെയ്യുക, അയാളുടെ ഈ വർക്കിന് വേണ്ടി യാചിക്കുക ഈ ഇൻഡയറക്റ്റ് രീതിയിൽ. സോ എ CA ഇൻവോൾവ് ഇൻ കോച്ചിങ് ഓർ ടീച്ചിങ് മസ്റ്റ് നോട്ട് അഡ്വർടൈസ് യൂസിങ് പോസ്റ്റേഴ്സ്, ഹോർഡിങ്സ് ഓർ ബാനേഴ്സ് ആസ് ഇറ്റ് മേ ബി കൺസിഡേർഡ് ഇൻഡയറക്റ്റ് സൊളിസിറ്റേഷൻ. അപ്പോൾ അതെന്താണ്, അതൊരു ഇൻഡയറക്റ്റ് സൊളിസിറ്റേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും ഈ ഒരു കാര്യം. ദെൻ അലൗ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ എ സൈൻ ബോർഡ് ഔട്ട്സൈഡ് ദ കോച്ചിങ് സെൻറ്റർ വിത്ത് ദ നെയിം, കോൺടാക്ട് ഡീറ്റെയിൽസ് ആൻഡ് സബ്ജക്റ്റ് ടോട്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഞാനിപ്പോൾ ഒരു കോച്ചിങ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അവിടെ എന്താണ് എൻ്റെ പേര്, എൻ്റെ കോൺടാക്ട് നമ്പർ, ഡീറ്റെയിൽസ്, അതേമാതിരി തന്നെ സബ്ജക്റ്റ്, ഞാൻ ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒരു സൈൻ ബോർഡിൽ കൊടുക്കാൻ പറ്റും. എവിടെ, ഔട്ട്സൈഡ് ദ കോച്ചിങ് സെൻറ്ററിൻ്റെ ഔട്ട്സൈഡ് എനിക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? എക്സാമ്പിൾ, എ CA ഹു ഓൺസ് എ കോച്ചിങ് സെൻറ്റർ പ്ലേസസ് ആൻ ആഡ് ഇൻ ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു എന്തൊരു CA, അതും ചെയ്യാൻ പറ്റില്ല. അത് ക്ലോസ് 6 വയലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആക്ച്വലി ഈ ഒരു എക്സാമ്പിൾ ആക്ച്വലി കറക്റ്റ് അല്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് വെച്ചാൽ എന്താണ്, മെമ്പർ ഇൻ പ്രാക്ടീസാണ്. അപ്പോൾ ഓൺസ് കോച്ചിങ് സെൻറ്റർ ഓൺ ചെയ്യുന്ന ഒരാൾ പ്ലേസ് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ന്യൂസ് പേപ്പർ, അയാൾക്ക് ഓൺ ചെയ്താലും ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ കോച്ചിങ് ആക്ടിവിറ്റീസിലൂടെ നമ്മളെന്താണ്
പ്രൊഫഷണൽ വർക്ക് നമ്മൾ എടുക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ദെൻ അഡ്വർടൈസിങ് ആൻഡ് പബ്ലിസിറ്റി റെസ്ട്രിക്ഷൻസ്. അപ്പോൾ എന്തൊക്കെ റെസ്ട്രിക്ഷൻസാണ് ഉള്ളത് അഡ്വർടൈസ് ചെയ്യാനും പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ടുള്ളത്? സോ പ്രൊഹിബിറ്റഡ് അഡ്വർടൈസിങ് മെത്തേഡ്സ് എന്തൊക്കെയാ വെച്ചാൽ CA മസ്റ്റ് നോട്ട് അഡ്വർടൈസ് ഇൻ ന്യൂസ് പേപ്പേഴ്സ് ഓർ സർക്കുലർ ലെറ്റർ ടു പൊട്ടൻഷ്യൽ ക്ലയൻസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ക്ലയൻസിൻ്റെ സർക്കുലർ ലെറ്റേഴ്സിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊന്നും എന്ത് കൊടുക്കാൻ പാടില്ല, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല CAs. ദെൻ ക്യാൻവാസ് ഫോർ ക്ലയൻസ് ഓഫ് ദർ പ്രീവിയസ് എംപ്ലോയീസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ക്യാൻവാസ് നടത്തരുത്. നമ്മുടെ വർക്ക് ചെയ്ത് വെച്ചാൽ ഈ ഒരു കൊല്ലം നമ്മൾ ഡിസ്കൗണ്ട് കുറയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻവാസ് നമ്മൾ നടത്താൻ പാടില്ല. ദെൻ ഇതിനും എന്തുണ്ട്, എക്സെപ്ഷൻസ് ഉണ്ട്. എന്താ വെച്ചാൽ അനൗൺസ്മെൻറ്റ് അബൌട്ട് ഫേംസ് ചേഞ്ചസ്. അപ്പോൾ ഫേമിൻ്റെ മാറ്റങ്ങൾ, ചില ന്യൂ പാർട്ണർ വന്നതും അല്ലെങ്കിൽ അഡ്രസ്സ് മാറിയതും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനൗൺസ് ചെയ്യാൻ പറ്റും. ആർ അലൗഡ് ഇഫ് ഫാക്ച്വൽ. അത് ഫാക്ച്വൽ ആണെങ്കിൽ എന്ന് വെച്ചാൽ പുതിയൊരു പാർട്ണർ വന്നു എന്നുള്ള കാര്യം നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ അഡ്രസ്സ് മാറുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഫാക്ച്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനൗൺസ് ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ ആഡ്സ് ഇൻ ICAI ന്യൂസ് ലെറ്റർ ഫോർ ഷെയറിംഗ് വർക്ക് ഓർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതും എന്താണ്, അലൗഡ് ആണ്. An example, a CA publishing an ad offering accounting service in magazine violates rules. Then, so empanelment for government work. എന്ന് വെച്ചാൽ നമ്മളൊരു ഗവൺമെൻറ് വർക്ക്, ഒരു CNDAGൻ്റെ വർക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പാനൽ ഉണ്ടാവും, CAസിൻ്റെ പാനൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു പാനലിലേക്ക് നമ്മളെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രഷർ ചെയ്യുക. CA can apply for panel maintained by government institution for professional assignment. അപ്പോൾ ഒരു പ്രൊഫഷണൽ അസൈൻമെൻറ്റിന് വേണ്ടി ഒരു പാനലുണ്ട്. ആ പാനലിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് കൊടുക്കാം, ആപ്ലിക്കേഷൻസ് കൊടുക്കാം. CAക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം, യാതൊരു തെറ്റുമില്ല. ബട്ട് ഷുഡ് നോട്ട് മേക്ക് അൺനെസസറി ഇൻക്വയറീസ് ടു ബി ഇൻക്ലൂഡ് ഇൻ സച്ച് പാനൽ. പക്ഷേ ആ ഒരു പാനലിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യരുത്, അൺനെസറി ആയിട്ടുള്ള ഇൻക്വയറീസ് നമ്മൾ നടത്തരുത്. ഓക്കെ. അലൗഡ് അപ്ലൈയിങ് ടു നോൺ പാനൽ ഫോർ ഓഡിറ്റ് അസൈൻമെൻറ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നമുക്ക് അറിയുന്നൊരു പാനലിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നോട്ട് അലൗഡ് സെൻഡിങ് മാസ് അപ്ലിക്കേഷൻ ടു അൺനോൺ ഓർഗനൈസേഷൻ. ഒരു അൺനോൺ ഓർഗനൈസേഷനിലേക്ക് നമ്മളൊരു മാസ്സായിട്ടുള്ളത് ഒരുപാട് അപ്ലിക്കേഷൻസ് അയക്കുക, അത് ചെയ്യാൻ പാടില്ല. അതേമാതിരി തന്നെ നോട്ട് അലൗഡ് സെൻഡിങ് മാസ് അപ്ലിക്കേഷൻ ടു അൺനോൺ ഓർഗനൈസേഷൻ. അത് രണ്ട് സെയിം തന്നെ കേട്ടോ, സോറി. Then responding to tenders allowed. CA can respond to tenders unless reserved exclusively for CA without a minimum fee. A cost sheet must be maintained to justify the quoted fee. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്ത്, quoted ഫീസ് ജസ്റ്റിഫൈഡ് ആണെന്നുള്ള കാര്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ബോർഡ് മേ റിവ്യൂ. എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ബോർഡ് നമ്മൾ റിവ്യൂ ചെയ്യണം. എക്സസീവ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് EMD നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ നമ്മളൊരു EMD കൊടുത്തിട്ടാണല്ലോ നമ്മൾ EMDയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും കൊടുത്തിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുക, ടെൻഡർ നമ്മൾ വിളിക്കുക. അല്ല, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ടെൻഡർ കിട്ടിയതിന് ശേഷമാണ് വിളിക്കുക. EMD നമ്മൾ ടെൻഡർ വിളിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കും. എക്സാമ്പിൾ, CA റെസ്പോണ്ട് ടു എ ടാക്സ് കൺസൾട്ടൻറ്റ്. CA റെസ്പോണ്ട് ടു എ ടാക്സ് കൺസൾട്ടൻറ്റ് ടെൻഡർ ബട്ട് നോട്ട് എൻ ഓഡിറ്റ് ടെൻഡർ. ഒരു ടാക്സ് കൺസൾട്ടൻറ്റ് ടെൻഡറാണ് വിളിച്ചിട്ടുള്ളത്, പക്ഷേ ഒരു ഓഡിറ്റ് ടെൻഡർ അല്ല. അങ്ങനെയാണെങ്കിൽ വിത്തൗട്ട് എ മിനിമം ഫീ, ഒരു മിനിമം ഫീ ഇല്ലാതെ, അതെന്താണ്, അത് കംപ്ലൈൻ്റ് ആണ്. ദെൻ പബ്ലിഷിംഗ് ബുക്സ്, ആർട്ടിക്കിൾസ് ഓർ പ്രസൻറ്റേഷൻ. അപ്പോൾ നമ്മൾ സോളിസിറ്ററിയാണ് ഒരു ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻസ് പബ്ലിഷ് ചെയ്തിട്ടോ അതിലെന്താ അലൗ എന്ന് വെച്ചാൽ മെൻഷനിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ എ ഫേം നെയിം. ഒരു നമ്മൾ CA അല്ലെങ്കിൽ ഫേം നെയിമോ മെൻഷൻ ചെയ്തതിൽ തെറ്റില്ല. പക്ഷേ അലൗ ചെയ്തത് എന്താ വെച്ചാൽ ഹൈലൈറ്റിംഗ് പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സ് ഇൻ പബ്ലിക്കേഷൻ. നമ്മളുടെ ഒരു പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സ് നമ്മൾ പബ്ലിക്കേഷനിൽ ഹൈലൈറ്റ് ചെയ്യുന്നതൊന്നും എന്താണ്, അലൗഡ് അല്ല. എക്സാമ്പിൾ, എ CA റൈറ്റിംഗ് എ ബുക്സ് ഓൺ ടാക്സേഷൻ. ഒരു ടാക്സേഷനെ കുറിച്ചൊരു ബുക്ക് നമ്മൾ എഴുതുകയാണ് ആൻഡ് മെൻഷൻ ഹിസ് CA ഫേം, ഇറ്റ്സ് അലൗഡ്, അത് അലൗഡാണ്. ദെൻ ഗ്രീറ്റിംഗ് കാർഡ്സ് ആൻഡ് ഇൻവിറ്റേഷൻ. ഗ്രീറ്റിംഗ് കാർഡ്സും ഇൻവിറ്റേഷൻസും അലൗഡ്, അത് അലൗഡാണ്. യൂസിങ് CA ഓർ ഫേം നെയിം. നമ്മൾ CA പേരോ അല്ലെങ്കിൽ ഫേം നെയിമോ യൂസ് ചെയ്യാം ആ ഗ്രീറ്റിംഗ് കാർഡിൽ. ഇനി ഗ്രീറ്റിംഗ് കാർഡ് ഫോർ പേഴ്സണൽ ഒക്കേഷൻസ് ലൈക്ക് വെഡ്ഡിങ് ഓർ ഓഫീസ് ഓപ്പണിംഗ്. വെഡ്ഡിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഓഫീസ് ഓപ്പണിങ്ങിൻ്റെ ഒക്കെ പേഴ്സണൽ ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ CA എന്നുള്ള പേര് നമുക്ക് മെൻഷൻ ചെയ്യാം, ഫേം നെയിം നമുക്ക് മെൻഷൻ ചെയ്യാം. പക്ഷേ എന്താ അലൗഡ് ഇല്ലാത്ത വെച്ചാൽ കാർഡ് പ്രൊമോട്ടിങ് പ്രൊഫഷണൽ സർവീസസ്. നമ്മളൊരു പ്രൊഫഷണൽ സർവീസസിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാർഡ്സ് എന്താണ്, അത് അലൗഡ് അല്ല. എക്സാമ്പിൾ, എ CA സെൻസ് എ ന്യൂ ഇയർ കാർഡ് വിത്ത് ബെസ്റ്റ് ഓഡിറ്റ് സർവീസസ് അവൈലബിൾ എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, ഇറ്റ് വയലേറ്റ്സ് ക്ലോസ് 6.
ദെൻ സ്പോൺസറിങ് ഇവൻറ്റ്സ്, നമ്മൾ ഇവൻറ്റ്സ് സ്പോൺസർ ചെയ്യുക, അത് അലൗഡ് അല്ല. എന്താ അലൗഡ് അല്ല വെച്ചാൽ സ്പോൺസറിങ് ഇവൻറ്റ്സ് അൺലെസ് ഇറ്റ് ഇസ് എൻ ICAS അപ്രൂവ്ഡ് പ്രോഗ്രാം. അപ്പോൾ ICA അപ്രൂവ് ചെയ്തൊരു പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ആ ഒരു ഇവൻറ്റ് നമ്മൾ സ്പോൺസർ ചെയ്യരുത്. ദെൻ അലൗ എന്ന കാര്യം വെച്ചാൽ മെൻഷനിങ് CA വെൻ സ്പോൺസറിങ് CSR ഇവൻറ്റ്സ് ബട്ട് നോട്ട് എ ഫേം നെയിം. നമുക്ക് CA എന്നുള്ളത് വെച്ചാൽ CA എന്നുള്ളൊരു പേര് നമുക്ക് നമ്മുടെ പേരിൻ്റെ മുമ്പായിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യരുത്, ഫേമിൻ്റെ നെയിം മെൻഷൻ ചെയ്യരുത്. CSR ഇവൻറ്റ്സൊക്കെയാണെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. മെൻഷൻ അല്ല, ഫേമിൻ്റെ നെയിം എന്തായാലും മെൻഷൻ ചെയ്യരുത്. സ്പോൺസർ, നമ്മൾ CSR ഇവൻറ്റ് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ CA എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യാം. എക്സാമ്പിൾ, എ CA ഫേം സ്പോൺസറിങ് എ ഫിനാൻസ് സെമിനാർ വയലേറ്റ്സ് റൂൾസ്. അതെന്താണ്, ക്ലോസ് 6 വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫിനാൻസ് സെമിനാറൊക്കെ നമ്മൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ. ദെൻ ഷെയറിങ് ഫേം പ്രൊഫൈൽ. എ CA ഫേംസ് പ്രൊഫൈൽ ക്യാൻ ഓൺലി ബി ഷെയർഡ് വിത്ത് എ പ്രോസ്പെക്റ്റീവ് ക്ലയൻറ്റ് ഇൻ റെസ്പോൺസ് ടു ദെയർ റിക്വസ്റ്റ്. അപ്പോൾ നമ്മളൊരു CA ഫേമിൻ്റെ പ്രൊഫൈൽ എന്താണ്, ഒരു പ്രോസ്പെക്റ്റീവ് ക്ലയൻറ്റിൻ്റെ അടുത്ത് മാത്രമേ നമ്മൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. ഇൻ റെസ്പോൺസ് ടു ദെയർ റിക്വസ്റ്റ്, അവരുടെ റിക്വസ്റ്റ് പ്രകാരം. നോട്ട് അലൗഡ് എന്താണ്, സെൻഡിങ് അൺസോളിസിറ്റഡ് ഫേം പ്രൊഫൈൽ ടു പൊട്ടൻഷ്യൽ ക്ലയൻറ്റ്സിന് നമ്മളെന്താണ്, നമ്മളുടെ ഒരു പ്രൊഫൈൽ നമ്മൾ സെൻഡ് ചെയ്യുക, അതൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. ആൻഡ് ആൻ എക്സാമ്പിൾ, എ CA ഇമെയിൽസ് ഈസ് ഫേം ബ്രോഷർ ടു മൾട്ടിപ്പിൾ ബിസിനസ്. അപ്പോൾ നമ്മളുടെ ഒരു ഫേമിൻ്റെ ബ്രോഷർ നമ്മൾ മൾട്ടിപ്പിൾ ബിസിനസ്സിലേക്ക് നമ്മൾ ഇമെയിൽ ചെയ്യാണ്. ഇറ്റ് വയലേറ്റ്സ് ദ എത്തിക്സ്. ദെൻ പബ്ലിസിറ്റി ഇൻ മീഡിയയിൽ പബ്ലിസിറ്റി കൊടുക്കുക, നോട്ട് അലൗഡ്. TV ഓർ മൂവി ക്രെഡിറ്റ് പ്രൊമോട്ടിംഗ് CA ഫേം ഡിഫറെൻ്റ്ലി ഫ്രം അതേഴ്സ്. അതിൽ അലൗ എന്ന കാര്യം എന്താ വെച്ചാൽ ലിസ്റ്റിംഗ് എ CA's നെയിം ഈസ് ക്രെഡിറ്റ് ഇൻ ന്യൂട്രൽ. അപ്പോൾ എന്താണ്, നമ്മൾ CA എന്നുള്ള പേര് കൊടുക്കുന്നത് എന്താണ് പ്രശ്നമില്ല. എക്സാമ്പിൾ, CA ഫേംസ് നെയിം അപ്പിയറിംഗ് പ്രോമിനൻ്റ്ലി ഇൻ എ മൂവി ഫിനാൻഷ്യൽ സ്പോൺസർ ലിസ്റ്റ്. അപ്പോൾ മൂവീൻ്റെ ഫിനാൻഷ്യൽ സ്പോൺസർ ലിസ്റ്റിൽ എന്താണ് നമ്മളുടെ ഒരു CAൻ്റെ പേര് ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുന്നത്, എന്താണ് അത്, ഇറ്റ് വയലേറ്റ്സ് ക്ലോസ് 6. Then drawing inquiries for work. CA should not send direct letters or email soliciting work from business or individual. അപ്പോൾ ബിസിനസ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അടുത്തോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇമെയിലോ കാര്യങ്ങളോ നമ്മൾ അയക്കാൻ പാടില്ല, ഡയറക്റ്റ് ലെറ്റേഴ്സ് നമ്മൾ അയക്കാൻ പാടില്ല. നമ്മൾ വർക്ക് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇതിൽ അലൗ എന്ന കാര്യം എന്ന് വെച്ചാൽ സീക്കിംഗ് വർക്ക് ഫ്രം പ്രൊഫഷണൽ കൊളീഗ്സ് ഇൻ പെർമിറ്റഡ് വേ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് CAൻ്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചോദിക്കാൻ പറ്റും. അത് ചെയ്യാം. ഒരു നമ്മുടെ പ്രൊഫഷണൽ കൊളീഗ്സിൻ്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വർക്ക് ചോദിച്ച് നമുക്ക് വർക്ക് സീക്ക് ചെയ്യാം. അലൗ ചെയ്ത കാര്യം വെച്ചാൽ സെൻഡിങ് ഡയറക്റ്റ് ഇമെയിൽസ് ടു ബിസിനസ് ഓഫറിംഗ് സർവീസ്. നമ്മൾ ബിസിനസ്സിനടുത്ത് ഒരു സർവീസ് ഓഫർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഇമെയിൽ നമ്മൾ അയക്കാൻ പാടില്ല. എക്സാമ്പിൾ, CA കോൾഡ് ഇമെയിലിംഗ് സ്റ്റാർട്ടപ്പ് അബൌട്ട് ഹിസ് സർവീസസ് വയലേറ്റ്സ് റൂൾ. അത് ക്ലോസ് 6 വയലേറ്റ് ചെയ്യും. ദെൻ റെപ്രസെൻറ്റേഷൻ ഇൻ കമ്പനി ഓഡിറ്റേഴ്സ് റിമൂവൽ കേസസ്. അപ്പോൾ കമ്പനി ഓഡിറ്ററിൻ്റെ റിമൂവൽ കേസിലുള്ള റെപ്രസെൻറ്റേഷൻസ്. ആൻ ഔട്ട് ഗോയിങ് ഓഡിറ്റർ ക്യാൻ എക്സ്പ്ലെയിൻ ഹിസ് പാസ്റ്റ് വർക്ക് ബട്ട് മസ്റ്റ് നോട്ട് ക്യാൻവാസ് ഫോർ റീ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളൊരു കമ്പനി ഓഡിറ്ററാണ്. അപ്പോൾ നമ്മൾ ആ കമ്പനീൻ്റെ നമ്മൾ ടേം കഴിഞ്ഞു, നമ്മൾ റിമൂവ് ചെയ്യാൻ പോവാണ്. നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആൻ ഔട്ട് ഗോയിങ് ഓഡിറ്റർ ക്യാൻ എക്സ്പ്ലെയിൻ ഹിസ് പാസ്റ്റ് വർക്ക്. അവരുടെ പാസ്റ്റ് വർക്കിൻ്റെ എക്സ്പീരിയൻസ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ബട്ട് മസ്റ്റ് നോട്ട് ക്യാൻവാസ് ഫോർ റീ അപ്പോയിൻമെൻറ്റ്. ആൾ റീ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അയാൾക്ക് ക്യാൻവാസ് ചെയ്യാൻ പാടില്ല. അലൗ എന്ന കാര്യം വെച്ചാൽ ദ ഡിഗ്നിഫൈഡ് ലെറ്റർ ടു ഷെയർ ഹോൾഡേഴ്സ് അബൌട്ട് ഇൻഡിപെൻഡൻസ് ഇൻ വർക്ക്. അപ്പോൾ നമ്മളുടെ വർക്കിലുള്ള ഇൻഡിപെൻഡൻസിൻ്റെ ഒരു ഡിഗ്നിറ്റി നമുക്ക് എന്താണ്, ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് ലെറ്റർ കൊടുക്കാൻ പറ്റും. ബട്ട് നോട്ട് അലൗഡ് ആസ്കിങ് ഫോർ റീ അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ്ലി. റീ അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റായിട്ട് ചോദിക്കാം, ഒന്നുകൂടി ഞങ്ങളെ അപ്പോയിൻറ്റ് ചെയ്തു എന്ന് ചോദിക്കാൻ പാടില്ല. എക്സാമ്പിൾ, CA അർജ് ഷെയർ ഹോൾഡേഴ്സ് ടു റീറ്റെയിൻ ഹിം, ഇറ്റ് വയലേറ്റ്സ് ദ റൂൾസ്. ദെൻ accepting client introduced by other CA. അപ്പോൾ മറ്റ് CAs ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്ലയൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. എ CA ഷുഡ് നോട്ട് ടേക്ക് ഡയറക്റ്റ് വർക്ക് ഫ്രം ക്ലയൻറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അതർ CAs വിത്തൗട്ട് ഇൻഫോംഡ് ദ ഫസ്റ്റ് CA. അപ്പോൾ മറ്റൊരു CA നമ്മളൊരു ക്ലയൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വെച്ചാൽ അയാളുടെ ഒരു ക്ലയൻറ്റാണ്, അയാളുടെ ക്ലയൻറ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അയാൾ അറിയാതെ ഇതൊരു CA, അപ്പോൾ ഇയാളുടെ ഒരു ക്ലയൻറ്റാണ് ഇതാണ് ക്ലയൻറ്റ്. അപ്പോൾ ഇയാളെ ഈ ഒരു CAക്ക് എന്താണ് പരിചയപ്പെടുത്തി കൊടുത്തു. ഇയാൾ അറിയാതെ, ഈ ഒരു CA അറിയാതെ എന്ത് ചെയ്തു, ഇയാളുടെ വർക്ക് ഇവരെടുത്തു. അതെന്താണ്, അത് ക്ലോസ് 6 പ്രകാരം തെറ്റാണ്. ഇറ്റ് വയലേറ്റ്സ് ദ റൂൾ. ഇയാൾ ഇൻഫോം ചെയ്തിട്ടാണ് ഇയാളുടെ വർക്ക് എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, ഇയാൾ ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഇയാളെ പറ്റിച്ചിട്ട് ഇയാളെ വർക്ക് എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എന്താണ്, അത് അലൗഡല്ല. ആസ്കിങ് ദ ക്ലയൻറ്റ് ടു ഗോ ത്രൂ ദ ഒറിജിനൽ CA, അത് അലൗഡാണ്. ഒറിജിനൽ CAയോട് ചോദിച്ചിട്ട് നമ്മളുടെ വർക്ക് എടുക്കുന്നത് എന്താണ്, അലൗഡാണ്. എക്സാമ്പിൾ, എ CA ടേക്സ്
ഓവർ എ ടാക്സ് ഫയലിംഗ് ക്ലയൻറ്റ് ഫ്രം അനദർ CA വിത്തൗട്ട് ഇൻഫോമിങ്, അതെന്താണ്, ഇറ്റ് വയലേറ്റ്സ് ദ റൂൾ. ദെൻ പബ്ലിക് ഇൻ്റർവ്യൂസ്, അതിനെന്താണെന്ന് വെച്ചാൽ ഗിവിങ് ഫാക്ച്വൽ നോൺ പ്രൊമോഷണൽ റെസ്പോൺസസ് ടു മീഡിയ ക്വയറീസ്. അപ്പോൾ ഒരു ഫാക്ച്വലോ അല്ലെങ്കിൽ നോൺ പ്രൊമോഷണൽ റെസ്പോൺസ് കൊടുക്കുകയാണെങ്കിൽ, ഒരു മീഡിയ ക്വയറീസിന് കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഹൈലൈറ്റിംഗ് പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അത് അലൗഡ് അല്ല. എക്സാമ്പിൾ CA boosting about his high profile clients in interview violates rules. Then box number advertisement, എന്ന് വെച്ചാൽ CA cannot use anonymous box number in newspapers for professional ads. Then educational videos, എന്ന് വെച്ചാൽ അപ്ലോഡിങ് എഡ്യൂക്കേഷണൽ വീഡിയോസ് വിത്തൗട്ട് മെൻഷനിങ് ഫേം നെയിം ഓർ കോൺടാക്ട് ഡീറ്റെയിൽസ്, അത് ചെയ്യാൻ പറ്റും. നമുക്കൊരു എഡ്യൂക്കേഷണൽ വീഡിയോസ് നമ്മളുടെ ഫേമിൻ്റെ നെയിമോ അല്ലെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസോ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൊമോട്ടിങ് പേഴ്സണൽ സർവീസ് ത്രൂ എ വീഡിയോ, ഒരു വീഡിയോ പ്രകാരം നമ്മൾ ഒരു പേഴ്സണൽ സർവീസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല, അത് അലൗഡ് അല്ല. എക്സാമ്പിൾ CA പോസ്റ്റിംഗ് എ ടാക്സ് അഡ്വൈസ് വീഡിയോ CA പോസ്റ്റ് ചെയ്യാണ് വിത്ത് ഇസ് ഫേംസ് വെബ്സൈറ്റ് ലിങ്ക്, അയാളുടെ ഫേമിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് പ്രകാരം, അതെന്താണ്, ഇറ്റ് വയലേറ്റ്സ് ദ റൂൾസ്. സോ ഇതാണ് ക്ലോസ് 6, സോളിസൈറ്റിംഗ് വർക്ക് അൺഎത്തിക്കൽ. നമ്മളെന്താണ്, വർക്ക് അൺഎത്തിക്കലായ രീതിയിൽ നമ്മൾ യാചിക്കുക, അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത ക്ലോസ് ആണ് ക്ലോസ് 7, അഡ്വർടൈസിങ് പ്രൊഫഷണൽ അറ്റൈൻമെൻറ്റ് ആൻഡ് യൂസ് ഓഫ് ഡെസിഗ്നേഷൻസ്. സോ ക്ലോസ് 7, അഡ്വർടൈസിങ് പ്രൊഫഷണൽ അറ്റൈൻമെൻറ്റ് ആൻഡ് യൂസ് ഓഫ് ഡെസിഗ്നേഷൻ. അപ്പോൾ നമ്മളെന്താണ്, നമ്മുടെ ഒരു പ്രൊഫഷണൽ അറ്റൈൻമെൻറ്റ്സ് നമ്മൾ അഡ്വർടൈസ് ചെയ്യുക, അതേമാതിരി തന്നെ ഡെസിഗ്നേഷൻ നമ്മൾ യൂസ് ചെയ്യുക. സോ റെസ്ട്രിക്ഷൻസ് ഓൺ അഡ്വർടൈസിങ് ബൈ ചാർട്ടേഡ് അക്കൗണ്ട്സ്. അപ്പോൾ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണുള്ളത്? ചാർട്ടേഡ് അക്കൗണ്ട്സ് കനോട്ട് അഡ്വർടൈസ് ദെയർ പ്രൊഫഷണൽ അറ്റൈൻമെൻറ്റ്സ് ഓർ സർവീസ്. അവരുടെ പ്രൊഫഷണൽ അറ്റൈൻമെൻറ്റ്സും സർവീസും അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അവർ അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല. ദേ കനോട്ട് യൂസ് എനി ഡെസിഗ്നേഷൻ ഓർ എക്സ്പ്രഷൻ അതർ ദാൻ CA ഓൺ പ്രൊഫഷണൽ ഡോക്യുമെൻറ്റ്. ഇപ്പോൾ അവരുടെ പ്രൊഫഷണൽ ഡോക്യുമെൻറ്റ്സിലോ വിസിറ്റിംഗ് കാർഡിലോ അല്ലെങ്കിൽ ലെറ്റർ ഹെഡിലോ അല്ലെങ്കിൽ സൈൻ ബോർഡിലോ അവർ CA എന്നല്ലാതെ മറ്റൊരു ഡെസിഗ്നേഷനും അവർ യൂസ് ചെയ്യാൻ പാടില്ല. എ ഡിഗ്രി ഫ്രം യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഇൻ ഇന്ത്യ ഓർ റെക്കഗ്നൈസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. സോ അൺലെസ് ഇറ്റ് ഈസ് എന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാം. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ CA അവരുടെ എന്താണ് ലെറ്റർ ഹെഡിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡോക്യുമെൻറ്റ്സിലോ അവർക്ക് CA എന്നുള്ള ഡെസിഗ്നേഷൻ കൊടുക്കാനേ എന്തുള്ളൂ, പെർമിഷൻ ഉള്ളൂ. പക്ഷേ അവർക്ക് എന്തും കൂടി കൊടുക്കാം, അൺലെസ് ഇറ്റ് ഈസ് എ ഡിഗ്രി ഫ്രം എ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഇൻ ഇന്ത്യ. ഇന്ത്യയിലൊരു ലോ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഡിഗ്രി ആണെങ്കിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്ത ഡിഗ്രി ആണെങ്കിൽ അവർക്ക് കൊടുക്കാം. ആ ഡിഗ്രിയാണ് അവർ ഡെസിഗ്നേഷനായിട്ട് വെച്ചെങ്കിൽ അതും കൂടി അവർക്ക് അവരുടെ പേരിന് ശേഷം കൊടുക്കാം. ആൻഡ് എ ടൈറ്റിൽ ഇൻഡിക്കേറ്റിംഗ് മെമ്പർഷിപ്പ് ഇൻ ICA അനദർ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ ICA. അപ്പോൾ എ ടൈറ്റിൽ ഓഫ് ഇൻഡിക്കേഷൻ മെമ്പർഷിപ്പ് ഇൻ ICAയിലെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അനദർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ICAയോ സെൻട്രൽ ഗവൺമെൻറ്റോ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൊരു എന്താണെങ്കിൽ എന്താ പറയുക ഡെസിഗ്നേഷൻ ആണെങ്കിൽ അതും അവർക്ക് കൊടുക്കാം. ദെൻ പെർമിസിബിൾ അഡ്വർടൈസ്മെൻറ്റ് ത്രൂ റൈറ്റപ്സ്. അപ്പോൾ റൈറ്റപ്സിൽ വഴി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്. ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇൻ പ്രാക്ടീസ് മേ അഡ്വർടൈസ് ദെയർ സർവീസ് ത്രൂ റൈറ്റപ്സ് അണ്ടർ ദ ഗൈഡ് ലൈൻസ് ഓഫ് കൗൺസിൽ. അപ്പോൾ കൗൺസിലിൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം നമുക്ക് റൈറ്റപ്സിലൂടെ നമുക്ക് അഡ്വർടൈസ് ചെയ്യാം നമ്മളുടെ പ്രാക്ടീസ്. ദിസ് അലൗസ് ദം ടു ഇൻഫോം ദ പബ്ലിക് അബൌട്ട് ദെയർ സർവീസ് ഇൻ എ റെസ്ട്രിക്റ്റഡ് മാനർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക്കിന് നമ്മുടെ സർവീസിനെ കുറിച്ച് നമുക്ക് ഇൻഫോം ചെയ്യാം. A CA can publish a brochure detailing their service, but it must comply with the ICA advertising guidelines. Then use of other designation. മറ്റ് ഡെസിഗ്നേഷൻ യൂസ് ചെയ്യുന്ന കാര്യം. A chartered accountant in practice should not state on professional document they are income tax consultant, cost accountant, company secretary, cost consultant, മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്. അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഇൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു CA കാരൻ എന്ത് ചെയ്യാൻ പാടില്ല, ഷുഡ് നോട്ട് സ്റ്റേറ്റ് ഓൺ പ്രൊഫഷണൽ ഡോക്യുമെൻറ്റ്. അവരുടെ പ്രൊഫഷണൽ ഡോക്യുമെൻറ്റിൽ എന്ത് ചെയ്യാൻ പാടില്ല വെച്ചാൽ അവർ ടാക്സ് കൺസൾട്ടൻ്റ് ആണ്, കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്, കമ്പനി സെക്രട്ടറി ആണ്, കോസ്റ്റ് കൺസൾട്ടൻ്റ് ആണ്, മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങളൊന്നും അവർ മെൻഷൻ ചെയ്യാൻ പാടില്ല. എ CA വർക്കിംഗ് ഇൻ ടാക്സേഷൻ കനോട്ട് റൈറ്റ് എ ടാക്സ് കൺസൾട്ടൻറ്റ്. ഒരു ടാക്സേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു CA കാരൻ എന്ത് ചെയ്യാൻ പാടില്ല, അയാളൊരു ടാക്സ് കൺസൾട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യരുത് ഓൺ ദെയർ ബിസിനസ് കാർഡ്. ബട്ട് ക്യാൻ ഡിസ്ക്രൈബ് ദെയർ ടാക്സേഷൻ സർവീസ് ഇൻ എ റൈറ്റപ്പ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റപ്പിൽ അവരുടെ ടാക്സേഷൻ സർവീസിനെ കുറിച്ച് അവർക്ക് മെൻഷൻ ചെയ്യാം. ദെൻ ഡെസിഗ്നേഷൻ ആസ് എ കോർപ്പറേറ്റ് ലോയർ.
ചാർട്ടേഡ് അക്കൗണ്ടൻസ് കനോട്ട് യൂസ് ദ ഡെസിഗ്നേഷൻ കോർപ്പറേറ്റ് ലോയർ. കോർപ്പറേറ്റ് ലോയർ എന്നുള്ള ഡെസിഗ്നേഷൻ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈവൻ തോ ദേ മേ അപ്പിയർ ബിഫോർ അതോറിറ്റീസ് ലൈക്ക് കമ്പനി ലോ ബോർഡ്, ITAT ഓർ സെയിൽസ് ടാക്സ് ട്രിബ്യൂണൽ. അപ്പോൾ ഇൻകം ടാക്സ് ട്രിബ്യൂണലോ അല്ലെങ്കിൽ സെയിൽസ് ടാക്സ് ട്രിബ്യൂണലോ കമ്പനി ലോ ബോർഡോ ഇവരെ അടുത്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കോർപ്പറേറ്റ് ലോയർ എന്നുള്ള ഡെസിഗ്നേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. എ CA ഹാൻഡ്ലിംഗ് കമ്പനി ലോ കേസസ് കനോട്ട് കോൾ ദംസെൽസ് എ കോർപ്പറേറ്റ് ലോയർ. അപ്പോൾ കമ്പനീൻ്റെ ലോ കേസ് ഹാൻഡിൽ ചെയ്യുന്നൊരു CA-കാരനാണെങ്കിലും അവരെന്ത് ചെയ്യാൻ പാടില്ല, ഒരു കോർപ്പറേറ്റ് ലോയർ എന്നുള്ളൊരു ഡെസിഗ്നേഷൻ അവർ യൂസ് ചെയ്യരുത്. ബട്ട് ക്യാൻ പ്രൊവൈഡ് സർവീസ് റിലേറ്റഡ് ടു കമ്പനി ലോ. ദെൻ യൂസിങ് പൊളിറ്റിക്കൽ ഓർ ഗവൺമെൻറ് ടൈറ്റിൽ. പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ടൈറ്റിൽസ് യൂസ് ചെയ്യുക. എ ചാർട്ടേഡ് അക്കൗണ്ട്സ് മസ്റ്റ് നോട്ട് യൂസ് ഡെസിഗ്നേഷൻ സച്ച് ആസ് മെമ്പർ ഓഫ് പാർലമെൻറ്റ്, മുനിസിപ്പൽ കൗൺസിലർ, എനി അതർ ഒഫീഷ്യൽ ടൈറ്റിൽ. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. എ CA ഹു ഈസ് ഓൾസോ എ MP മസ്റ്റ് നോട്ട് യൂസ് MP അലോങ് വിത്ത് CA ഓൺ ബിസിനസ് കാർഡ്. അപ്പോൾ MP ആണ്, ഒരു CA MP ആണെങ്കിലും അയാളുടെ ബിസിനസ് കാർഡിൽ CA എന്നല്ലാതെ അതിന് പുറമെ MP എന്നും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ദെൻ മെൻഷനിങ് ഫോറിൻ ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്യുക. മെമ്പേഴ്സ് ക്യാൻ മെൻഷൻ മെമ്പർഷിപ്പ് ടൈറ്റിൽ ഫ്രം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ICA. അപ്പോൾ ICA റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള എന്താണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെമ്പർഷിപ്പ് ടൈറ്റിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെൻഷൻ ചെയ്യാം മെമ്പേഴ്സിന്. അപ്പോൾ ഈ ICA റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതൊക്കെയാ വെച്ചാൽ സൗത്ത് ആഫ്രിക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് CA ചാർട്ടേഡ് അക്കൗണ്ട്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫിക്കറ്റ് പബ്ലിക് അക്കൗണ്ടൻസ് CPA അയർലൻഡ്, ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും സൗത്ത് ആഫ്രിക്കേൻ്റെത്, അയർലാൻഡ് ആൻഡ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് കിട്ടിയുള്ള മെമ്പർഷിപ്പ് ടൈറ്റിൽ നമുക്ക് മെൻഷൻ ചെയ്യാം നമ്മളുടെ കാർഡിൽ. എ CA വിത്ത് CPA അയർലാൻഡ് ക്വാളിഫിക്കേഷൻ ക്യാൻ റൈറ്റ് CA CPA അയർലാൻഡ് ഓൺ വിസിറ്റിംഗ് കാർഡ്സ്. ദെൻ മെൻഷനിങ് ഡേറ്റ് ഓഫ് പ്രാക്ടീസ് എസ്റ്റാബ്ലിഷ്ഡ്. CA ഷുഡ് നോട്ട് മെൻഷൻ ദ ഡേറ്റ് ഓഫ് സ്റ്റാർട്ടിങ് ദെയർ പ്രാക്ടീസ്. അവരെന്ത് ചെയ്യാൻ പാടില്ല, അവർ എന്ന് മുതലാണോ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഡേറ്റ് അവർ മെൻഷൻ ചെയ്യാൻ പാടില്ല, ഷുഡ് നോട്ട്. ഓർ ഫേം എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓൺ പ്രൊഫഷണൽ ഡോക്യുമെൻറ്റ്. അതേമാതിരി തന്നെ ഫേം എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റും അവർ മെൻഷൻ ചെയ്യാൻ പാടില്ല അവരുടെ പ്രൊഫഷണൽ ഡോക്യുമെൻറ്റ്സിൽ. എ ഫേം മസ്റ്റ് നോട്ട് പ്രിൻറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2005 ഓൺ ലെറ്റർ ഹെഡ്. അവരെന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ അവരുടെ ലെറ്റർ ഹെഡിൽ അവർ പ്രിൻറ്റ് ചെയ്യാൻ പാടില്ല. ദെൻ പ്രാക്ടീസിങ് ആസ് അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ CA ഇൻ പ്രാക്ടീസ് ഹു ആർ ഓൾസോ ആൻ അഡ്വക്കേറ്റ് മസ്റ്റ് ഗെറ്റ് പെർമിഷൻ ഫ്രം ദ ബാർ കൗൺസിൽ. അവരെന്ത് ചെയ്യണം, ഒരു CA, അയാൾ CA ആണ്, CA ഇൻ പ്രാക്ടീസ് ആണ്, അയാൾ എന്തും കൂടിയാണ് അഡ്വക്കേറ്റും കൂടി ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ബാർ കൗൺസിലിൻ്റെ അടുത്ത് അയാൾ പെർമിഷൻ വാങ്ങണം. ഹവർ ദേ ദേ കനോട്ട് യൂസ് CA വെൻ പ്രാക്ടീസിങ് ആസ് ആൻ അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ CA എന്നുള്ളത് യൂസ് ചെയ്യാൻ പാടില്ല. കനോട്ട് യൂസ് CA ആൻഡ് അഡ്വക്കേറ്റ് ടുഗദർ. രണ്ടും കൂടി ഒരുമിച്ച് CA എന്നും അതേമാതിരി തന്നെ അഡ്വക്കേറ്റും, ഈ രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. CA ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ CA എന്ന് മാത്രം, അഡ്വക്കേറ്റ് ആണെങ്കിൽ അഡ്വക്കേറ്റ് മാത്രം. എ CA ഹു ഈസ് ഓൾസോ ആൻ അഡ്വക്കേറ്റ് മസ്റ്റ് യൂസ് അഡ്വക്കേറ്റ് ഓർ എ ലീഗൽ കേസസ് ആൻഡ് CA ഫോർ അക്കൗണ്ടിങ് വർക്ക് ബട്ട് നോട്ട് ടുഗദർ. ദെൻ പ്രാക്ടീസിങ് ആസ് എ കമ്പനി സെക്രട്ടറി ഓർ എ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്. ഒരു കമ്പനി സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയിട്ടോ പ്രാക്ടീസ് ചെയ്യാണ്. CA ഹു ആർ ഓൾസോ കമ്പനി സെക്രട്ടറി ഓർ എ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്. CA എന്താണ്, കമ്പനി സെക്രട്ടറിയും അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റും കൂടി കൂടിയാണെങ്കിൽ ക്യാൻ പ്രാക്ടീസ് ബോത്ത് പ്രൊഫഷൻ, രണ്ട് പ്രൊഫഷനും കൂടി പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് കനോട്ട് യൂസ് CA ആൻഡ് CS ഓർ CA ആൻഡ് CMA ടുഗദർ. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, CA CS അല്ലെങ്കിൽ CA CMA എന്നുള്ള കാര്യം ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല, ആ രണ്ട് അബ്രിവിയേഷനും. A CA and CS must write CA John Doe for accounting work and CS John Doe for secretarial work but not use CA and CS John Doe. അങ്ങനെ ഇങ്ങനത്തെ ഒരു അബ്രിവിയേഷൻ പാടില്ല. ദെൻ മെൻഷനിങ് ഫേം നെയിം ഔട്ട്സൈഡ് പ്രൊഫഷണൽ ഡോക്യുമെൻറ്റ്. അപ്പോൾ പ്രൊഫഷണൽ ഡോക്യുമെൻ്റ് ഔട്ട്സൈഡ് നമ്മൾ എന്താണ് ഫേമിൻ്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്യൽ. എ CA firm can use the designation chartered accountants only on professional documents, visiting card, letterhead and signboard. അപ്പോൾ ഈ എന്താ പറയുക, പ്രൊഫഷണൽ ഡോക്യുമെൻറ്റ്സ്, വിസിറ്റിംഗ് കാർഡ്, ലെറ്റർ ഹെഡ്, സൈൻ ബോർഡിലൊക്കെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു CA ഫേമിന് അവരുടെ ഡെസിഗ്നേഷൻ കാണിക്കാൻ പറ്റുള്ളൂ. എ CA firm cannot display its name on advertisement but can have a signboard outside its office. Then newspaper notices for exam success.
Exam success notices must not advertise CA's firm contain unnecessary publicity. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ എന്ത് ചെയ്യാണ്, ഒരു എക്സാം സക്സസ് നോട്ടീസ് ചെയ്യാണ്. എക്സാം സക്സസ് നോട്ടീസസ് മസ്റ്റ് നോട്ട് എന്ത് ചെയ്യരുത്, ഒരു CA ഫേം അഡ്വർടൈസ് ചെയ്യരുത്. അതേമാതിരി തന്നെ എന്തും ചെയ്യരുത്, അൺനെസറി പബ്ലിസിറ്റി കൊടുക്കാനും പാടില്ല. ജോൺ ഡ്യൂ എ സ്റ്റുഡൻറ്റ് ഓഫ് XYZ CA ഫേം, ഒരു XYZ CA ഫേമിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ആർട്ടിക്കിളാണ് നിൽക്കുക. പാസ്റ്റ് CA ഫയൽ, അവർ ആ CA ഫയലിൽ പാസ് ചെയ്താണ് ഈസ് അക്സെപ്റ്റബിൾ. ബട്ട് XYZ CA ഫേം ഹെൽപ്പ് സ്റ്റുഡൻറ്റ് ബിക്കം ദ റാങ്ക് ഹോൾഡർ ഇസ് നോട്ട് പോസിബിൾ. അത് നമ്മൾ കൊടുക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു പബ്ലിസിറ്റി നമ്മൾ കൊടുക്കാൻ പാടില്ല. നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഈ ജോൺ ഡ്യൂ എന്താണ് XYZ CA ഫേമിൻ്റെ ആർട്ടിക്കിളാണ്, അവരെന്ത് ചെയ്തു, CA ഫൈനൽ പാസ്സായി എന്ന് പറഞ്ഞ് കൊടുക്കാം. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, റാങ്ക് ഹോൾഡിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ഫേം അവരെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ നമ്മൾ അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല. ദെൻ റിപ്പോർട്ട്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്. റിപ്പോർട്ട്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് മസ്റ്റ് ബി ഇഷ്യൂഡ് ഓൺ ദ ഫേംസ് ലെറ്റർ ഹെഡ്. അപ്പോൾ ഫേമിൻ്റെ ലെറ്റർ ഹെഡിൽ വേണം എന്ത്, റിപ്പോർട്ട്സും സർട്ടിഫിക്കറ്റ്സും ഇഷ്യൂ ചെയ്യാൻ. ആൻഡ് മസ്റ്റ് നോട്ട് എക്സാജറേറ്റ് ഓർ പ്രൊമോഷൻ. ഒരു എക്സാജറേറ്റ് ആകാൻ പാടില്ല, അത് പ്രൊമോഷനിലും ആകാൻ പാടില്ല. XYZ ആൻഡ് കമ്പനി സർട്ടിഫൈസ് ഫിനാൻഷ്യൽ ആസ് പെർ ICS സ്റ്റാൻഡേർഡ്. അപ്പോൾ ICS സ്റ്റാൻഡേർഡ്സ് പ്രകാരം എന്താണ് ഫിനാൻഷ്യൽസ് സർട്ടിഫൈ ചെയ്യുന്നത്, ഈ സ്ഥലം അത് അലൗഡ് ആണ്. പക്ഷേ XYZ ആൻഡ് കമ്പനീസ് ദ ബെസ്റ്റ് ഓഡിറ്റ് ഫേം ഇസ് നോട്ട്, അതെന്താണ്, അത് അലൗഡ് അല്ല. XYZ കമ്പനിയാണ് ദ ബെസ്റ്റ്, അങ്ങനെയൊന്നും പറഞ്ഞത് അലൗഡ് അല്ല. Then appearance on electrical media. CA can appear on TV, firms and internet. അപ്പോൾ TVയിലും ഫിലിംസിലും ഇൻ്റർനെറ്റിലൊക്കെ CAസിനെ കാണിക്കാം, അവർക്ക് അപ്പിയർ ചെയ്യാം. ആൻഡ് റേഡിയോയിലും അപ്പിയർ ചെയ്യാം. ബട്ട് മസ്റ്റ് നോട്ട്, പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, അവർ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. പ്രൊമോട്ട് ദംസെൽസ് ഓൺ ഓർ ദെയർ ഫേം, അവരെയോ അല്ലെങ്കിൽ അവരുടെ ഫേമിനെയോ അവർ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ആൻഡ് മേക്ക് എക്സാജറേറ്റഡ് ക്ലെയിംസ് ഓർ കമ്പാരിസൺസ്, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഫേമിനെ മറ്റൊരു ഫേമിനെ നമ്മൾ കമ്പയർ ചെയ്യുക, അതൊന്നും എന്തിൽ പാടില്ല, TVയിലോ ഫിലിംസിലോ ഇൻ്റർനെറ്റിലോ റേഡിയോയിലോ ഒന്നും ചെയ്യാൻ പാടില്ല. CA ക്യാൻ ഡിസ്കസ് ടാക്സേഷൻ ഇൻ എ ന്യൂസ് പ്രോഗ്രാം. ഒരു ന്യൂസ് പ്രോഗ്രാം എന്താണ് ടാക്സേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ബട്ട് കനോട്ട് സേ വി ആർ ദ ബെസ്റ്റ് ടാക്സ് അഡ്വൈസർ, അങ്ങനെ പറയാൻ പാടില്ല. ദെൻ ഓർഗനൈസിങ് ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാം. CA ക്യാൻ ഓർഗനൈസ് ട്രെയിനിങ് സെഷൻസ് ഓർഗനൈസ് ചെയ്യാം ഫോർ ദെയർ സ്റ്റാഫ് ആൻഡ് ഇൻവൈറ്റ് അതർ. അവരുടെ സ്റ്റാഫിനെയും എന്താണ് മറ്റുള്ളവരെയും ഇൻവൈറ്റ് ചെയ്യാം. ബട്ട് മസ്റ്റ് നോട്ട് പ്രൊമോട്ട് ദെയർ ഫേം എക്സസീവ്ലി. പക്ഷേ അവർ എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ ഫേമിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. CA ഫേം ക്യാൻ ഹോസ്റ്റ് GST സെമിനാർ, ഒരു GST സെമിനാർ ഹോസ്റ്റ് ചെയ്യാം ഫോർ ക്ലയൻറ്റ്സ്. ബട്ട് മസ്റ്റ് നോട്ട് അഡ്വർടൈസ് ബെസ്റ്റ് GST കൺസൾട്ടൻസ് അവൈലബിൾ. അങ്ങനെയൊന്നും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല. ദെൻ റൈറ്റിംഗ് ആർട്ടിക്കിൾസ് ഇൻ ന്യൂസ് പേപ്പറിൽ എന്താണ് ആർട്ടിക്കിൾസ് എഴുതുക. CAs ക്യാൻ റൈറ്റ് ആർട്ടിക്കിൾസ് ഇൻ ന്യൂസ് പ്രസ് ആൻഡ് മസ്റ്റ് യൂസ് ഡെസിഗ്നേഷൻ ചാർട്ടേഡ് അക്കൗണ്ട്സ്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇതിലുള്ള ഡെസിഗ്നേഷൻ യൂസ് ചെയ്യാൻ പറ്റും. CA ക്യാൻ റൈറ്റ് എ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ഓൺ ടാക്സേഷൻ ആൻഡ് മെൻഷൻ CA ജോൺ. അങ്ങനെ നമുക്ക് എന്താണ് CA എന്നുള്ള പേര് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും ആർട്ടിക്കിൾസ് നമ്മൾ എഴുതുകയാണെങ്കിൽ. പക്ഷേ അവിടെയും പ്രൊമോഷൻ യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ സൈസ് ഓഫ് സൈൻ ബോർഡിൻ്റെ സൈസ്. CA മസ്റ്റ് കീപ് സൈൻ ബോർഡ് സിമ്പിൾ ആൻഡ് പ്രൊഫഷണൽ. അത് സിമ്പിളും പ്രൊഫഷണലും ആയിരിക്കണം. ലാർജ് ഗ്ലോയിങ് സൈൻ ബോർഡ്സ് ആർ നോട്ട് അലൗഡ്. അങ്ങനത്തെ ലാർജ് വലിയ തിളങ്ങുന്ന സൈൻ ബോർഡൊന്നും അലൗഡ് അല്ല. എ നെയിം പ്ലേറ്റ് അറ്റ് ഹോം ഈസ് പെർമിറ്റഡ് ഫോർ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. അപ്പോൾ ഒരു നെയിം പ്ലേറ്റും എന്താണ് പെർമിസിബിൾ ആണ് ഒരു ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്. CA ക്യാൻ ഹാവ് എ മോഡസ്റ്റ് നെയിം ബോർഡ് ഔട്ട്സൈഡ് ദ ഓഫീസ് ബട്ട് എ ഹ്യൂജ് LED ബോർഡ് ഈസ് നോട്ട് അലൗഡ്. Then public announcement by companies. If a CA is director in a company, public announcements cannot highlight their professional skill. അപ്പോൾ ഒരു CA എന്നാണ് ഒരു കമ്പനിയുടെ ഡയറക്ടർ ആണെങ്കിൽ ആ ഒരു കമ്പനി നടത്തുന്ന പബ്ലിക് അനൗൺസ്മെൻറ്റ് എന്ത് ചെയ്യരുത്, അവരുടെ പ്രൊഫഷണൽ സ്കിൽസ് ഹൈലൈറ്റ് ചെയ്യരുത്. ആൻഡ് ക്യാൻ മെൻഷൻ ദേ ആർ ചാർട്ടേഡ് അക്കൗണ്ട്. CA ആണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്യാം, പക്ഷേ എന്താണ് പ്രൊഫഷണൽ സ്കിൽസ് ഹൈലൈറ്റ് ചെയ്യരുത്. എ കമ്പനി ക്യാൻ സേ ജോൺ ഡ്യൂ ഡയറക്ടർ ബട്ട് നോട്ട് ജോൺ ഡ്യൂ എക്സ്പേർട്ട് ടാക്സ് കൺസൾട്ടൻറ്റ് ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ട്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല എന്ത് ഒരു പബ്ലിക് അനൗൺസ്മെൻറ്റിൽ. ദെൻ നെറ്റ്വർക്ക് ഫേംസ് ആൻഡ് ലോഗോ. എ ഫേം ക്യാൻ ഫോം നെറ്റ്വർക്ക് ബട്ട് മസ്റ്റ് ഫോളോ ICA അഡ്വർടൈസ്മെൻറ്റ് ഗൈഡ് ലൈൻ. ഒരു നെറ്റ്വർക്ക് എന്താണ് ഒരു ഫോം ചെയ്യാം ഒരു ഫേമിന്, പക്ഷേ ICA ഗൈഡ് ലൈൻസ് അഡ്വർടൈസ്മെൻറ്റ് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിരിക്കണം. ലോഗോസ് ആർ പ്രൊഹിബിറ്റഡ് ഇഫ് അൺറിലേറ്റഡ് ടു ദ ഫേംസ് നെയിം. അപ്പോൾ ഫേം നെയിമായിട്ട് എന്താണ് അൺറിലേറ്റഡ് ആണ് ലോഗോ എങ്കിൽ എന്താണ് അത് കൊടുക്കാൻ പാടില്ല. ആൻഡ് അത് പ്രൊഹിബിറ്റഡ് ആവും. ആൻഡ് ഫേം ക്യാൻ
CA firm can network with other firms but cannot use an unrelated fancy logo. ഒരു അൺറിലേറ്റഡ് ഫാൻസി ലോഗോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ മറ്റ് ഫേംസായിട്ട് എന്താക്കാം, നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ അതാണിത് ക്ലോസ് 7. അത് വലിയ ക്ലോസുകളാണിത്. ക്ലോസ് 7ഉം ക്ലോസ് 6 ഒക്കെ വലുതാണ്. സോ നെക്സ്റ്റ് ക്ലോസ് ആണത്. ക്ലോസ് 7 എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഫഷണൽ അറ്റൈൻമെൻറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഡെസിഗ്നേഷൻ നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലോസ് ആണ് ക്ലോസ് 8, കമ്മ്യൂണിക്കേഷൻ വിത്ത് പ്രീവിയസ് ഓഡിറ്റർ. സോ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ പ്രീവിയസ് ഓഡിറ്റർ. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഓഡിറ്ററായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദ റിക്വയർമെൻറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പ്രീവിയസ് ഓഡിറ്റർ. എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കനോട്ട് accept an audit position previously held by another chartered accountant or a certified auditor under a restricted certified rule 1932 without first communicating with them in writing. അപ്പോൾ ഒരു ഓഡിറ്റർ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യരുത് വിത്തൗട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പ്രീവിയസ് ഓഡിറ്റർ. ഓക്കെ, സോ പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്? ദ മെയിൻ ഒബ്ജക്റ്റ് ഈസ് നോട്ട് ജസ്റ്റ് ടു പ്രൊഫഷണൽ കേർട്ടസിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. പക്ഷേ എന്തിനാണെന്ന് വെച്ചാൽ അലൗവിങ് ദ ഇൻകമിങ് ഓഡിറ്റർ ടു അണ്ടർസ്റ്റാൻഡ് ദ റീസൺ ഫോർ ദ ചേഞ്ച്. ഈ ഒരു മാറ്റത്തിന്, ഈ ഒരു ഓഡിറ്ററിനെ മാറ്റാനുള്ള കാരണം മനസ്സിലാക്കാനും, ആൻഡ് സേഫ് ഗാർഡിങ് ദ ഇൻകമിങ് ഓഡിറ്റേഴ്സ് ഇൻട്രസ്റ്റ്, ഇൻകമിങ് ഓഡിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യാനും, ആൻഡ് പ്രൊട്ടക്ട് ദ പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് എൻഷുറിങ് ഇൻഡിപെൻഡൻസ് ഓഫ് ദ പ്രീവിയസ് ഓഡിറ്റർ. അപ്പോൾ പ്രീവിയസ് ഓഡിറ്ററിൻ്റെ ഇൻഡിപെൻഡൻസ് എൻഷുർ ചെയ്യാൻ, ആൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാനും, അതേമാതിരി തന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഇഫ് എൻ ഓഡിറ്റർ ഈസ് റിമൂവ്ഡ് ഡ്യൂ ടു അൺഎത്തിക്കൽ പ്രഷർ, ഒരു അൺഎത്തിക്കൽ പ്രഷർ കാരണമാണ് ഓഡിറ്ററിനെ മാറ്റിയതെങ്കിൽ ദ ഇൻകമിങ് ഓഡിറ്റർ മസ്റ്റ് അവെയർ ദ പ്രൊട്ടക്ട് ദെയർ ഇൻറ്റഗ്രിറ്റി, അവരുടെ ഇൻറ്റഗ്രിറ്റി അവർ പ്രൊട്ടക്ട് ചെയ്യണം. ദെൻ റൈറ്റ് ഓഫ് ക്ലയൻറ്റ് ടു ചേഞ്ച് ദ ഓഡിറ്റർ എന്നുവെച്ചാൽ എവറി ക്ലയൻറ്റ് ഹാസ് എ റൈറ്റ് ടു ചൂസ് ദെയർ അക്കൗണ്ടൻറ്റ് ആൻഡ് ക്യാൻ ചേഞ്ച് ദ ഓഡിറ്റർ അറ്റ് എനി ടൈം സബ്ജക്ട് ടു സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻറ്റ്സ്. അപ്പോൾ ഒരു ക്ലയൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവരുടെ അക്കൗണ്ടൻറ്റിനെ ചൂസും ചെയ്യാം, അതേമാതിരി തന്നെ ഓഡിറ്ററിനെ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം സബ്ജക്ട് ടു ദ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻറ്റ്സ് ഫോളോ ചെയ്തിട്ട്. ചേഞ്ച് മേ ഹാപ്പൻ ഡ്യൂ ടു റീലൊക്കേഷൻ, പ്രിഫറൻസ് ഫോർ ലോക്കൽ അക്കൗണ്ടൻസ് ഓർ ഓഡിറ്റേഴ്സ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്. അപ്പോൾ ചേഞ്ച് എന്തൊക്കെ കാരണം കൊണ്ടാവും, ഒന്ന് റീലൊക്കേഷൻ കാരണമോ, അല്ലെങ്കിൽ അവരുടെ ലോക്കൽ അക്കൗണ്ടൻസിനുള്ള പ്രിഫറൻസ് കാരണമോ, അല്ലെങ്കിൽ എന്താണ് ഓഡിറ്ററിൻ്റെ റിട്ടയർമെൻറ്റോ ഡെത്തോ കാരണമൊക്കെ ഈ ഒരു മാറ്റം വരാം. സോ ഡിഫറൻസസ് ഇൻ വർക്കിംഗ് സ്റ്റൈൽസ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ ക്യാൻ ഓൾസോ ലീഡ് ടു ചേഞ്ച്. അപ്പോൾ ഒരു വർക്കിംഗ് സ്റ്റൈലിലുള്ളൊരു ഡിഫറൻസോ അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷനൊക്കെ ഈ ഒരു ചേഞ്ചിന് കാരണമാവാം. ദ ഔട്ട് ഗോയിങ് ഓഡിറ്റർ ഷുഡ് അക്സെപ്റ്റ് ദ ചേഞ്ച് പ്രൊഫഷണലി. അപ്പോൾ നമ്മൾ പോകുന്ന ഓഡിറ്റർ, ഔട്ട് ഗോയിങ് ഓഡിറ്റർ എന്ത് ചെയ്യണം, ഈ ഒരു ചേഞ്ച്, ഈ ഒരു മാറ്റം പ്രൊഫഷണലി വേണം അക്സെപ്റ്റ് ചെയ്യാൻ. എക്സാമ്പിൾ, ഇഫ് എ കമ്പനി മൂവ്സ് ദ ഡൽഹി ടു മുംബൈ, ഒരു കമ്പനി ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് മാറുകയാണെങ്കിൽ ദേ പ്രിഫർ ഹയറിങ് എ മുംബൈ ബേസ്ഡ് ഓഡിറ്റർ ഫോർ കൺവീനിയൻസ്. ദെൻ ഓഡിറ്റ് ഫീ ഡിസ്പ്യൂട്ട്സ് ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് അപ്പോയിൻമെൻറ്റ്. ഡിസ്പ്യൂട്ട്സ് ഓവർ ഓഡിറ്റ് ഫീസ് ആർ കോമൺ റീസൺ ഫോർ ഓഡിറ്റർ ചേഞ്ച്. അപ്പോൾ ഒരു ഓഡിറ്റ് ഫീയിലുള്ള ഡിസ്പ്യൂട്ട് എന്താണ്, ഓഡിറ്ററിനെ മാറ്റാനുള്ള ഒരു മെയിൻ കാരണമാണ്. ബട്ട് ദിസ് അലോൺ ഇസ് നോട്ട് എ പ്രൊഫഷണൽ റീസൺ ടു റിജക്റ്റ് ആൻ ഓഡിറ്റ്. പക്ഷേ ഇത് മാത്രം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു ഓഡിറ്റ് നമ്മൾ റിജക്റ്റ് ചെയ്ത് അതൊരു പ്രൊഫഷണൽ റീസൺ അല്ല. ഹവർ ഇഫ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഫീ അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013 റിമെയിൻസ് അൺപെയ്ഡ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഫീ, ഒരു കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഇപ്പോഴും അൺപെയ്ഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ, ഒരു ഡിസ്പ്യൂട്ട് ഇല്ലാതെ കിടക്കുകയാണെങ്കിൽ ദ ന്യൂ ഓഡിറ്റർ ഷുഡ് നോട്ട് അക്സെപ്റ്റ് ദ അപ്പോയിൻറ്റ്. പുതിയ ഓഡിറ്റർ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു അപ്പോയിൻമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ദ ഇൻകമിങ് ഓഡിറ്റർ ഷുഡ് എൻകറേജ് ദ ക്ലയൻറ്റ് ടു സെറ്റിൽ അൺപെയ്ഡ് ഫീസ് ഓഫ് ദ പ്രീവിയസ് ഓഡിറ്റർ. അപ്പോൾ ഈ ഒരു വരാൻ പോകുന്ന ഓഡിറ്റർ, ഇനി ജോയിൻ ചെയ്യുന്ന ഓഡിറ്റർ എന്ത് ചെയ്യണം, സെറ്റിൽ ചെയ്യാത്ത ആ ഫീസ് സെറ്റിൽ ചെയ്യാൻ അയാൾ എന്ത് ചെയ്യണം, ആ ക്ലയൻറ്റിനെ എൻകറേജ് ചെയ്യണം. Example, if a company refused to pay an auditor's agreed upon fee, the new auditor should advise the client to clear pending dues. Then professional reasons for not accepting an audit. ഒരു ഓഡിറ്റ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രൊഫഷണൽ റീസൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എ ന്യൂ ഓഡിറ്റർ മസ്റ്റ് ഡിക്ലൈൻ ആൻ അപ്പോയിൻമെൻറ്റ് ഇഫ് സെക്ഷൻ 139 ആൻഡ് 40 ഓഫ് ദ കമ്പനീസ് ആക്ട് ആർ നോട്ട് ഫോളോഡ്. അപ്പോൾ സെക്ഷൻ 139 അല്ലെങ്കിൽ 140 എന്താണ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഓഡിറ്ററിനത് അപ്പോയിൻമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. ആൻഡ് എനി അതർ പ്രൊഫഷണൽ ഓർ എത്തിക്കൽ കൺസേൺസ് എക്സിറ്റ്. എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ എത്തിക്കൽ കൺസേൺ ഉണ്ടെങ്കിൽ അപ്പോഴും എന്താണ്, അപ്പോയിൻമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. എക്സാമ്പിൾ, ഇഫ് എൻ ഓഡിറ്റർ ഈസ് റിമൂവ്ഡ് വിത്തൗട്ട് ഫോളോയിങ് ലീഗൽ പ്രൊസീജിയർ. ഒരു ലീഗൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാണ്ടാണ് ഒരു ഓഡിറ്റർ റിമൂവ് ചെയ്യുന്നതെങ്കിൽ ദ ന്യൂ ഓഡിറ്റർ മസ്റ്റ് നോട്ട് അക്സെപ്റ്റ് ദ അപ്പോയിൻമെൻറ്റ്. പുതിയ ഓഡിറ്റർ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല.
ദെൻ കണ്ടീഷണൽ അക്സെപ്റ്റൻസ് ഓഫ് അപ്പോയിൻമെൻറ്റ്. കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇഫ് ദ ഔട്ട് ഗോയിങ് ഓർഡർ ഹാസ് നോട്ട് റെസ്പോണ്ടഡ്, ഔട്ട് ഗോയിങ് ഓർഡർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോയി, പക്ഷേ അയാൾ റെസ്പോണ്ട് ചെയ്തില്ല, ദെൻ ദ ഇൻകമിങ് ഓർഡർ മേ ഗിവ് എ കണ്ടീഷണൽ അക്സെപ്റ്റൻസ് എൻഷുറിങ്. ഒരു കണ്ടീഷണൽ അക്സെപ്റ്റൻസ് വേണം കൊടുക്കാൻ. എന്താ എൻഷുർ ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ് വർക്ക് ഈസ് അറ്റൻഡഡ് ടു, ഇമ്മീഡിയറ്റ് ആയിട്ട് വർക്ക് അറ്റൻഡ് ചെയ്യണമെന്നും അതേമാതിരി തന്നെ ക്ലയൻറ്റ് ഈസ് ഇൻഫോംഡ് ദാറ്റ് ദ ഫൈനൽ അക്സെപ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രീവിയസ് ഓർഡേഴ്സ് റെസ്പോണ്ട്. അതേമാതിരി തന്നെ ക്ലയൻറ്റിനോട് ഇൻഫോം ചെയ്യണം എന്ത്, ഞങ്ങളുടെ ഇൻകമിങ് ഓഡിറ്റേഴ്സിൻ്റെ ഫൈനൽ അക്സെപ്റ്റൻസ് എന്ന് വെച്ചാൽ പ്രീവിയസ് ഓഡിറ്ററിൻ്റെ റെസ്പോൺസ് പ്രകാരമായിരിക്കും എന്നുള്ള കാര്യം കൂടി ക്ലയൻറ്റ് അടുത്ത് ഇൻഫോം ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് ദ പ്രീവിയസ് ഓർഡർ ഹാസ് നോട്ട് റിപ്ലൈഡ് വിത്തിൻ എ റീസണബിൾ ടൈം, ദ ന്യൂ ഓർഡർ ക്യാൻ ബിഗിൻ അർജൻറ്റ് വർക്ക് വൈൽ അവൈറ്റിംഗ് കൺഫർമേഷൻ. അയാൾക്ക് എന്ത് ചെയ്യാം? വർക്ക് തുടങ്ങാം, പക്ഷേ കൺഫർമേഷൻ വെയിറ്റ് ചെയ്തുകൊണ്ട് അയാൾക്ക് വർക്ക് തുടങ്ങാം. സോ ദാറ്റ് ഈസ് ക്ലോസ് 8 എന്താണ്? കമ്മ്യൂണിക്കേഷൻ വിത്ത് പ്രീവിയസ് ഓഡിറ്റർ. ഇനി ക്ലോസ് 9 ആണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ. അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ. ഓവർവ്യൂ ഓഫ് ക്ലോസ് 9. ക്ലോസ് 9 സ്റ്റേറ്റ്സ് ദാറ്റ് an auditor must confirm compliance with relevant laws before accepting new appointment. അപ്പോൾ എന്താണ്? ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ മസ്റ്റ് കൺഫേം കംപ്ലയൻസ് വിത്ത് റിലവൻറ്റ് ലോസ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ അപ്പോയിൻമെൻറ്റ്. അപ്പോയിൻമെൻറ്റ് അക്സെപ്റ്റ് ചെയ്തതിന് മുമ്പ് റിലവൻറ്റ് നിയമം പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ കൺഫേം ചെയ്യണം. ദ കമ്പനി ആക്ട് 2013 ഗവേൺസ് ദ അപ്പോയിൻമെൻറ്റ് പ്രോസസ് അണ്ടർ സെക്ഷൻ 139 and 140. അപ്പോൾ 139 140 എന്ത് പറയുന്നുണ്ട്? ഒരു ഓഡിറ്ററിൻ്റെ അപ്പോയിൻമെൻറ്റ് പ്രോസസ്സ് അതിൽ പറയുന്നുണ്ട്. പ്രീവിയസ്ലി സെക്ഷൻ 225 ഓഫ് ദ കമ്പനീസ് ആക്ട് 1959. കമ്പനീസ് ആക്ട് 1956 എന്താണ്? സെക്ഷൻ 225 ആയിരുന്നു ഈ ഒരു 139 and 140 പറഞ്ഞിരുന്നത്. ഇനി പർപ്പസ് ഓഫ് ക്ലോസ് 9. ക്ലോസ് 9ൻ്റെ പർപ്പസ് എന്താണ്? ദ പർപ്പസ് ഇസ് ടു എൻഷുർ ദാറ്റ് ദ ഓഡിറ്റേഴ്സ് അപ്പോയിൻമെൻറ്റ് ഈസ് വാലിഡ് ആൻഡ് കനോട്ട് ബി ചാലഞ്ച്ഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഓർ അതർ റിട്ടയറിംഗ് ഓഡിറ്റർ. അപ്പോൾ ഈ ഒരു ഓഡിറ്ററിൻ്റെ അപ്പോയിൻമെൻറ്റ് വാലിഡ് ആണെന്നും അതേമാതിരി തന്നെ എന്താണ് ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ റിട്ടയറിംഗ് ഓഡിറ്ററിനോ അത് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം എൻഷുർ ചെയ്യലാണ് എന്ത്? ക്ലോസ് 9ൻ്റെ പർപ്പസ്. ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് ബിഫോർ അക്സെപ്റ്റിംഗ്. ഒരു എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ആൻ ഇൻകമിംഗ് ഓഡിറ്റർ മസ്റ്റ് വെരിഫൈ വിത്ത് ദ കമ്പനി ദാറ്റ് ലീഗൽ റിക്വയർമെൻറ്റ്സ് ഫോർ അപ്പോയിൻമെൻറ്റ് ഹാവ് ബീൻ ഫോളോഡ്. അപ്പോൾ ഒരു കമ്പനിയിൽ എന്താണ് അപ്പോയിൻമെൻറ്റ് അക്സെപ്റ്റ് ചെയ്തതിന് മുമ്പ് എന്ത് വെരിഫൈ ചെയ്യണം? കമ്പനി ലീഗൽ റിക്വയർമെൻറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ, ആ അപ്പോയിൻമെൻറ്റിൻ്റെ ലീഗൽ റിക്വയർമെൻറ്റ് ആ കമ്പനി ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ഇൻകമിംഗ് ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. എക്സാമ്പിൾ, സപ്പോസ് കമ്പനി അപ്പോയിൻറ്റ്സ് എ ന്യൂ ഓഡിറ്റർ. ഇഫ് ദ പ്രീവിയസ് ഓഡിറ്റർ വാസ് റിമൂവ്ഡ്, പ്രീവിയസ് ഓഡിറ്ററിനെ മാറ്റിയിട്ട് പുതിയ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ കമ്പനി മസ്റ്റ് ഫോളോ ദ കറക്റ്റ് ലീഗൽ സ്റ്റെപ്സ്. എല്ലാ കറക്റ്റ് ലീഗൽ സ്റ്റെപ്സും കമ്പനി ഫോളോ ചെയ്യണം. ഇഫ് ദ ന്യൂ ഓഡിറ്റർ ഡസ് നോട്ട് കൺഫേം കംപ്ലയൻസ് ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ദ അപ്പോയിൻമെൻറ്റ് കുഡ് ബി ചാലഞ്ച്ഡ് ലേറ്റർ. Then guidelines for auditor's appointment. Auditor appointment guidelines. The council has issued guidelines specifying that an auditor must confirm compliance before accepting an appointment. അപ്പോൾ ഗൈഡ്ലൈൻസ് എന്ത് പറയുന്നുണ്ട്? ഓഡിറ്റർ എന്ത് കൺഫേം ചെയ്യണം? കംപ്ലയൻസ് എന്ന് വെച്ചാൽ ലീഗൽ റിക്വയർമെൻറ്റ് കംപ്ലൈ ചെയ്യുന്നുള്ള കാര്യം കൺഫേം ചെയ്യണം ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ അപ്പോയിൻമെൻറ്റ്. ദെൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഓഫ് അപ്പോയിൻമെൻറ്റ്. ഓരോ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് ആണെങ്കിൽ വെൻ കമ്പനി അപ്പോയിൻറ്റ്സ് എൻ ഓഡിറ്റർ ഫോർ ദ ഫസ്റ്റ് ടൈം, ഈ ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട്. പിന്നെ റീപ്ലേസിങ് ആൻ ഓഡിറ്റർ, ഒരു ഓഡിറ്റർ റീപ്ലേസ് ചെയ്യണം. എ ന്യൂ ഓഡിറ്റർ റീപ്ലേസ്ഡ് എ റിസൈനിങ്, റിമൂവ്ഡ് ഓർ ഔട്ട് ഗോയിങ് ഓഡിറ്റർ. അപ്പോൾ നമ്മളൊരു കമ്പനി തുടങ്ങിയിട്ട് അതിൻ്റെ ഫസ്റ്റ് ഓഡിറ്റർ റിട്ടയർ ചെയ്തിട്ട് അല്ലെങ്കിൽ റിമൂവ് ആയിട്ട് അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് ഓഡിറ്റർ എന്താണ് അത് കാരണം നമ്മൾ പുതിയ ഓഡിറ്ററിനെ റീപ്ലേസ് ചെയ്തു. ദെൻ ജോയിൻറ്റ് ഓഡിറ്റർ സിനാരിയോ, നമുക്ക് ഒരുപാട് ബ്രാഞ്ച് ഉണ്ട്, അപ്പോൾ ജോയിൻറ്റ് ഓഡിറ്റർ സിനാരിയോ. ഇഫ് വൺ ഓർ മോർ ജോയിൻറ്റ് ഓഡിറ്റേഴ്സ് ആർ നോട്ട് റീഅപ്പോയിൻറ്റഡ്. ദെൻ ന്യൂ ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് എന്ന് വെച്ചാൽ വെൻ എ ന്യൂ ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ഹൂ വാസ് നോട്ട് പ്രീവിയസ്ലി ഹോൾഡിംഗ് ദ പൊസിഷൻ. ഇതൊക്കെ എന്താണ്? അപ്പോയിൻമെൻറ്റ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണ്. ഇതൊക്കെ നമുക്കറിയാം, ജസ്റ്റ് പറഞ്ഞു പോകുന്നല്ലാതെ. ദെൻ എക്സാമ്പിൾ, ഇഫ് എ കമ്പനി അപ്പോയിൻറ്റ്സ് എ ന്യൂ ഓഡിറ്റർ ആഫ്റ്റർ പ്രീവിയസ് വൺ റിസൈൻസ്. അപ്പോൾ പഴയ ആൾ റിസൈൻ ചെയ്തിട്ട് ഒരു പുതിയ ആളെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ the new auditor must check if the proper resignation process was followed before accepting. ഇനി സെക്ഷൻ 139 എന്ന് വെച്ചാൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ. സെക്ഷൻ 139 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 എക്സ്പ്ലെയിൻസ് ദ പ്രോസസ് ഓഫ് അപ്പോയിൻറ്റിംഗ് ഓഡിറ്റർ അണ്ടർ ദ ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസ്. അപ്പോൾ ഓരോ സർക്കംസ്റ്റാൻസിലും ഓഡിറ്ററിനെ എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് സെക്ഷൻ 139 പറയുന്നത്.
140 പറഞ്ഞ ടോപ്പിക് വെച്ചാൽ റിമൂവൽ ഓർ ചേഞ്ച് ഓഫ് ഓർഡർ, ഓർഡറിനെ മാറ്റുക അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുക. സെക്ഷൻ 140 ഡീറ്റെയിൽസ് ഹൗ എൻ ഓർഡർ ക്യാൻ ബി റിമൂവ്ഡ് ഓർ ചേഞ്ച്ഡ് ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ നോട്ടീസ് റിക്വയർമെൻറ്റ്. ദെൻ സ്റ്റെപ്സ് ഫോർ ചേഞ്ചിങ് ഓർ റിമൂവിങ് എൻ ഓഡിറ്റർ. അപ്പോൾ സെക്ഷൻ 140 പ്രകാരം എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഒരു ഓഡിറ്ററിനെ ചേഞ്ച് ചെയ്യാനും റിമൂവ് ചെയ്യാനുള്ളത്. സ്പെഷ്യൽ നോട്ടീസ് റിക്വയർമെൻറ്റ്. അപ്പോൾ ഇഫ് എ ഷെയർ ഹോൾഡർ വാണ്ട്സ് ടു റിമൂവ് ഓർ റീപ്ലേസ് എൻ ഓഡിറ്റർ ദേ മസ്റ്റ് ഗിവ് എ സ്പെഷ്യൽ നോട്ടീസ് അണ്ടർ സെക്ഷൻ 140 സബ്സെക്ഷൻ 4. അപ്പോൾ ഫസ്റ്റ് സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കണം സെക്ഷൻ 140 സബ്സെക്ഷൻ 4 പ്രകാരം ആര് ഷെയർ ഹോൾഡർ കൊടുക്കണം. ദെൻ നോട്ടീസ് ബിഫോർ ജനറൽ മീറ്റിംഗ്. ദെൻ ദിസ് നോട്ടീസ് എന്ന് വെച്ചാൽ സെക്ഷൻ 140 സെക്ഷൻ 4 പ്രകാരമുള്ള നോട്ടീസ് എന്ത് ചെയ്യണം, ബി ഗിവൺ ബിഫോർ ദ ജനറൽ മീറ്റിംഗ് വേർ ദ അപ്പോയിൻമെൻറ്റ് ഈസ് ഡിസ്കസ്. അപ്പോൾ നമ്മൾ ഈ ഒരു അപ്പോയിൻമെൻറ്റ് ഡിസ്കസ് ചെയ്യുന്ന ജനറൽ മീറ്റിങ്ങിന് മുൻപായിട്ട് വേണം ഇത് കൊടുക്കാൻ. ദെൻ കമ്പനീസ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൺ റിസീവിംഗ് ദ നോട്ടീസ്, ആ ഒരു നോട്ടീസ് റിസീവ് ചെയ്തതിന് ശേഷം ദ കമ്പനി മസ്റ്റ് സെൻഡ് എ കോപ്പി ടു ദ റിട്ടയറിംഗ് ഓഡിറ്റേഴ്സ് ഇമ്മീഡിയറ്റ്ലി. അതെന്ത് ചെയ്യണം, ആ ഒരു ഈ റിട്ടയറിംഗ് ഓഡിറ്ററിന് കോപ്പി കൊടുക്കണം. ദെൻ നോട്ടിഫിക്കേഷൻ ടു ദ മെമ്പേഴ്സിന് നോട്ടിഫൈ ചെയ്യണം. ദ കമ്പനി മസ്റ്റ് സെൻഡ് ദ സ്പെഷ്യൽ നോട്ടീസ് ടു ഓൾ ഷെയർ ഹോൾഡേഴ്സ് അറ്റ്ലീസ്റ്റ് 7 days ബിഫോർ ദ മീറ്റിംഗ്. എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും മീറ്റിങ്ങിൻ്റെ 7 ദിവസം മുമ്പെങ്കിലും എന്ത് ചെയ്യണം, ആ സ്പെഷ്യൽ നോട്ടീസ് സെൻഡ് ചെയ്തിരിക്കണം. ദെൻ മോഡ് ഓഫ് സർവീസ് നോട്ടീസ്. നോട്ടീസ് ക്യാൻ ബി സെൻഡ് ത്രൂ രജിസ്റ്റേർഡ് പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ്, കൊറിയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി. അപ്പോൾ എന്താണ് രജിസ്റ്റേർഡ് പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ്, കൊറിയർ, ഇലക്ട്രോണിക്കലി ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു നോട്ടീസ് സെൻഡ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, ഇഫ് എ ഷെയർ ഹോൾഡർ വാണ്ട്സ് ടു അപ്പോയിൻറ്റ് എ ന്യൂ ഓഡിറ്റർ ഇൻസ്റ്റെഡ് ഓഫ് എ കറൻറ്റ് വൺ, ഒരു പുതിയ ഓഡിറ്ററാണ് അപ്പോയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദേ മസ്റ്റ് സെൻഡ് എ റിട്ടേൺ സ്പെഷ്യൽ നോട്ടീസ് ബിഫോർ ജനറൽ മീറ്റിംഗ്. ദ കമ്പനി ദെൻ ഇൻഫോം ദ കറൻറ്റ് ഓഡിറ്റർ ആൻഡ് അതർ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ കറൻറ്റ് ഓഡിറ്ററിനെയും മറ്റ് ഷെയർ ഹോൾഡേഴ്സിനെയും എന്ത് ചെയ്യും, അവർ ഇൻഫോം ചെയ്യും. സോ ദ കംപ്ലയൻസ് വിത്ത് ലീഗൽ പ്രൊസീജിയർ. എൻഷുറിംഗ് കംപ്ലയൻസ് വിത്ത് ലീഗൽ പ്രൊസീജിയേഴ്സ് പ്രിവെൻറ്റ് ഡിസ്പ്യൂട്ട്സ് ഓവർ ഓഡിറ്റേഴ്സ് അപ്പോയിൻമെൻറ്റ് ഓർ റിമൂവൽ. അപ്പോൾ നമ്മൾ ലീഗൽ പ്രൊസീജിയേഴ്സ് പ്രോപ്പർ രീതിയിൽ കംപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്താവും, ഒരു അപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ റിമൂവലോ അത് പിന്നെ ഫ്യൂച്ചറിൽ ചാലഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു ഡിസ്പ്യൂട്ട്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലീഗൽ പ്രൊസീജിയേഴ്സ് കംപ്ലൈ ചെയ്യുന്നത്, എൻഷുർ ചെയ്യുന്നത്. An auditor must verify compliance before accepting an appointment to avoid legal challenge later. The example ആട്ടോ, ഇതും എക്സാമ്പിളാണ്. ഇഫ് എ കമ്പനി റിമൂവ്സ് an auditor but does not follow the correct process. ഒരു കമ്പനി എന്താണ്, ഒരു ഓഡിറ്റർ റിമൂവ് ചെയ്തു പക്ഷേ പ്രോസസ്സ് കംപ്ലീറ്റ് അല്ല, കറക്റ്റ് അല്ല. ദെൻ ദ ഓഡിറ്റർ മെയ് ലീഗലി ചാലഞ്ച് ദ ഡിസ്ക്രിപ്ഷൻ. ഓഡിറ്റർ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡിസിഷൻ ലീഗലി ചാലഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് പ്രോപ്പർ പ്രൊസീജിയേഴ്സ് ഹെൽപ്പ് അവോയ്ഡ് സച്ച് ഇഷ്യൂസ്. പ്രോപ്പർ പ്രൊസീജിയേഴ്സ് ആദ്യമേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ക്ലോസ് 9 കഴിഞ്ഞു, അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്ററാണ്. ഇനി ക്ലോസ് 10 ആണ്, ഫീ ബേസ്ഡ് ഓൺ പെർസെൻറ്റേജ് ഓർ കണ്ടിൻജൻറ്റ് ഫീസ്. Chartered accountants cannot charge or accept fees based on a percentage of profit or contingent on the outcome of work except where permitted by regulation. അപ്പോൾ ഒരു ഓഡിറ്ററിന്, ഒരു CA കാരന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫീസ് എന്തിൻ്റെയൊക്കെ ബേസിൽ, ഒരു പ്രോഫിറ്റ്, ഇപ്പോൾ ഒരു കമ്പനി പറയുകയാണ് ഞങ്ങൾ അടുത്ത കൊല്ലം ഒരു 10 കോടി നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു 10% പ്രോഫിറ്റ് തരാം, അല്ലെങ്കിൽ ഞങ്ങളൊരു 15 കോടി നേടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 2% കൂടി പ്രോഫിറ്റ്, ഒരു ബോണസ് വഴി തരാം. അങ്ങനെയുള്ള ഒരു പേഴ്സൻറ്റേജ് പ്രോഫിറ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ പേഴ്സൻറ്റേജോ അല്ലെങ്കിൽ ഒരു കണ്ടീജൻ ഓഫ് ആൻ ഔട്ട്കമ്മിങ് വർക്ക്, അതിൻ്റെ ഒന്നും ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഫീസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എക്സെപ്റ്റ് വെർ പെർമിറ്റഡ് ബൈ റെഗുലേഷൻ അത് പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. അല്ലാത്ത കേസുകളിൽ ഒരു CAക്ക് എന്ത് പറ്റില്ല, ഫീസ് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. വൈ ദിസ് റെസ്ട്രിക്ഷൻ എക്സിസ്റ്റ്, എന്തുകൊണ്ടാണ് ഈ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത്? എ പ്രൊഫഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ബിസിനസ്. ഒരു പ്രൊഫഷൻ എന്ന് വെച്ചാൽ എന്താണ്, ബിസിനസ്സിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. എ CA's മെയിൻ ഗോൾ ഇസ് നോട്ട് ജസ്റ്റ് പ്രോഫിറ്റ് ബട്ട് ടു മെയിൻറ്റെയിൻ പ്രൊഫഷണൽ എത്തിക്സ്. ഒരു CAൻ്റെ ഗോൾ എന്താണ്, പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ എന്താണ്, പ്രൊഫഷണൽ എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യലാണ്. ഈ ഫീ ഡിപ്പെൻഡ്സ് ഓൺ റിസൾട്ട്. ഒരു റിസൾട്ടിൻ്റെ ബേസിലാണ് ഫീസ് ഉള്ളതെങ്കിൽ CA മേ എക്സാജറേറ്റ് ദെയർ സർവീസസ് ബെനിഫിറ്റ്സ് ഓർ യൂസ് അൺഎത്തിക്കൽ മീൻസ്. അവരെന്ത് ചെയ്യും, അവരുടെ CA വർക്ക് അവർ എക്സാജറേറ്റ് ചെയ്യും, അതേമാതിരി തന്നെ അൺഎത്തിക്കൽ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. ദിസ് എഫക്ട്സ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. അതാണ് ഇൻറ്റഗ്രിറ്റിനെയും ഇൻഡിപെൻഡൻസിനെയും എഫക്റ്റ് ചെയ്യും. ഇഫ് എൻ ഓഡിറ്റേഴ്സ് ഫീസ് ഇസ് ബേസ്ഡ് ഓൺ എ ടാക്സ് സേവിംഗ് ദേ ഹെൽപ്പ് ക്ലയൻറ്റ് അച്ചീവ്. ദേ മേ മാനിപ്പുലേറ്റ് ഫിഗേഴ്സ് ടു ഇൻക്രീസ് സേവിങ്സ് വയലേറ്റിംഗ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഇനി വാട്ട് ഈസ് കൺസിഡേർഡ് എ കണ്ടിൻജൻറ്റ് ഫീ. എന്താണ് ഒരു കണ്ടിൻജൻറ്റ് ഫീ? Any fee arrangement where payment depends on a success of an
appeal in the revenue proceedings, or a CA gets paid only if specified result is obtained. അപ്പോൾ ഒരു കണ്ടിൻജൻറ്റ് ഫീ എന്ന് വെച്ചാൽ ഇനി ഫീ അറേഞ്ച്മെൻറ്റ്, അതൊരു ഫീ അറേഞ്ച്മെൻ്റ് ആണ്. ഒരു ക്ലയൻറ്റും സി എയും നമ്മുടെ ഒരു അറേഞ്ച്മെൻറ്റ്, ഫീ അറേഞ്ച്മെൻറ്റ് വേർ പേയ്മെൻറ്റ്, അതിൻ്റെ പേയ്മെൻറ്റ് എന്തിനു ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഓൺ ദ സക്സസ് ഓഫ് എൻ അപ്പീൽ ഇൻ റവന്യൂ പ്രൊസീഡിങ്. ഒരു റവന്യൂ പ്രൊസീഡിങ്സിൻ്റെ അപ്പീലിൻ്റെ സക്സസ് എന്ന് വെച്ചാൽ ഒരു പറയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ 15 കോടിക്ക് മുകളിൽ പോവുകയാണ്, അങ്ങനത്തെ ഒരു റവന്യൂ പ്രൊസീഡിങ്സിൻ്റെ അപ്പീൽ ആ ഒരു 15 കോടി അവർ സക്സസ് ആവുകയാണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പേയ്മെൻറ്റ് വരിക. അല്ലെങ്കിൽ സി എ ഗെറ്റ്സ് പെയ്ഡ് ഓൺലി വെൻ എ സ്പെസിഫൈഡ് റിസൾട്ട് ഈസ് ഒപ്റ്റെയിൻ. ഒരു സ്പെസിഫൈഡ് റിസൾട്ട് ഒപ്റ്റെയിൻ ചെയ്താൽ മാത്രമേ സി എക്ക് പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അതിനാണ് കണ്ടിൻജൻറ്റ് ഫീ എന്ന് പറയാം. അപ്പോൾ വേറെ ഫീ സെറ്റ്സ് ബൈ കോർട്ട് ഓർ പബ്ലിക് അതോറിറ്റീസ് ആർ നോട്ട് കൺസിഡേർഡ് കണ്ടിൻജൻറ്റ്. പക്ഷേ ഒരു കോർട്ടോ അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റീസോ അവർ സെറ്റ് ചെയ്യുന്ന ഫീസൊന്നും എന്തല്ല ഒരു കണ്ടിൻജൻറ്റ് ഫീ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. ദെൻ എക്സെപ്ഷൻസ് അണ്ടർ റെഗുലേഷൻസ് 192. അപ്പോൾ റെഗുലേഷൻ 192 പ്രകാരമുള്ള എക്സെപ്ഷൻസ്. ദ കൗൺസിൽ അലൗസ് പേഴ്സൻറ്റേജ് ബേസ്ഡ് ഫീസ് ഇൻ സെർട്ടൈൻ കേസ്. അപ്പോൾ ചില കേസുകൾ എന്താണ് പേഴ്സൻറ്റേജ് ബേസ്ഡ് ഫീസ് കൗൺസിൽ അലൗ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ വെച്ചാൽ റിസീവേഴ്സ് ആൻഡ് ലിക്വിഡേറ്റേഴ്സ് ഫീസ് മേ ബി ബേസ്ഡ് ഓൺ ദ അസറ്റ് റിയലൈസേഷൻ ഓർ ഡിസ്ബേഴ്സ്മെൻറ്റ്. അപ്പോൾ റിസീവേഴ്സിനോ അല്ലെങ്കിൽ ലിക്വിഡേറ്റേഴ്സിനോ എന്ന് വെച്ചാൽ കമ്പനി പൂട്ടിപ്പോവാണ്, അപ്പോൾ എന്താണ് ഫീസ് ആ റിയലൈസേഷൻ്റെ അല്ലെങ്കിൽ ഡിസ്ബേഴ്സ്മെൻറ്റിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുക ഫീസ് കൊടുക്കുക. ദെൻ കോർപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ ഫീസ് ക്യാൻ ബി ബേസ്ഡ് ഓൺ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഇൻകം ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫീസ് എന്താണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയോ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെയോ ഇൻകത്തിൻ്റെയോ പ്രോഫിറ്റിൻ്റെയോ ബേസിൽ നമുക്ക് വാങ്ങാം. ദെൻ വാല്യൂസ് ഫോർ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ ഡ്യൂട്ടീസിൻ്റെ വാല്യൂസ് ആണെങ്കിൽ ഫീസ് ക്യാൻ ബി പെർസെൻറ്റേജ് ഓഫ് ദ പ്രോപ്പർട്ടി വാല്യൂ. നമ്മൾ വാല്യൂ ചെയ്യുന്ന പ്രോപ്പർട്ടീൻ്റെ പെർസെൻറ്റേജിൻ്റെ ബേസിലാവാം ഫീസ്. ദെൻ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി സർവീസ് ആണെങ്കിൽ ഫീസ് ക്യാൻ ബി കണ്ടിൻജൻറ്റ് ആസ് പെർ കൗൺസിൽസ് ബേസ് ചെയ്യണം. അപ്പോൾ കൗൺസിലിൻ്റെ ഡിസിഷൻ്റെ ബേസിലായിരിക്കും എന്ത് വരിക ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി സർവീസിൻ്റെ ഫീ വരിക. ദെൻ റേസിംഗ് സർവീസ് ആണെങ്കിൽ ഫീ ക്യാൻ ബി ബേസ്ഡ് ഓൺ ദ ഫണ്ട് റേസ് ചെയ്തതിൻ്റെ ബേസിലായിരിക്കും ഫീ വരിക. ദെൻ ഡെറ്റ് റിക്കവറി സർവീസ് ആണെങ്കിൽ ഫീ ക്യാൻ ബി എ പെർസെൻറ്റേജ് ഓഫ് റിക്കവേർഡ് ഡെറ്റ്. നമ്മൾ റിക്കവർ ചെയ്ത ഡെറ്റിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും ആ സിറ്റുവേഷനിൽ. കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ സർവീസ് ആണെങ്കിൽ ഫീസ് ക്യാൻ ബി പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് സേവിംഗ് ആയിരിക്കും. അതർ സർവീസ് ആണെങ്കിൽ കൗൺസിൽ ക്യാൻ അലൗ സിമിലർ പെർസെൻറ്റേജ് ബേസ്ഡ് ഫീ ഫോർ സ്പെസിഫിക് സർവീസസ്. ദെൻ എ ലിക്വിഡേറ്റർ ഹാൻഡ്ലിങ് എ കമ്പനീസ് ക്ലോഷർ. ഒരു കമ്പനീൻ്റെ ക്ലോഷർ ഹാൻഡിൽ ചെയ്യുന്ന ലിക്വിഡേറ്റർ ആണെങ്കിൽ മേ ചാർജ് 2% ഓഫ് ദ ടോട്ടൽ അസെറ്റ്. ഇതൊരു എക്സാമ്പിൾ കേട്ടോ, സോൾഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫിക്സ്ഡ് ഫീ. അപ്പോൾ ഒരു ഫിക്സ്ഡ് ഫീസ് പകരം എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ അക്കൗണ്ട്സിൽ പഠിച്ചിട്ടുണ്ട്. ലിക്വിഡേറ്റേഴ്സിൻ്റെ അക്കൗണ്ട് നമ്മൾ നോക്കുമ്പോൾ അവരങ്ങനെയാണ് ചാർജ് ചെയ്യുക. ലിക്വിഡേറ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 2% അങ്ങനെയൊക്കെയാണ് ചാർജ് ചെയ്യുക. സോ നമ്മൾ ക്ലോസ് 10 കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്ന ക്ലോസ് ആണ് ക്ലോസ് 11, എൻഗേജിങ് ഇൻ എ ബിസിനസ് ഓർ അതർ ഒക്യുപ്പേഷൻ. ഒരു സി എക്കാരൊരു ബിസിനസ്സിലോ അല്ലെങ്കിൽ മറ്റൊരു ഒക്യുപ്പേഷനിലോ എൻഗേജ് ആവുകയാണെങ്കിൽ എ പ്രാക്ടീസിങ് സി എ കനോട്ട് റൺ എ ബിസിനസ് ഓർ ടേക്ക് അപ്പ് അനദർ ഒക്യുപ്പേഷൻ അൺലെസ് പെർമിറ്റഡ് ബൈ കൗൺസിൽ. അപ്പോൾ കൗൺസിൽ പെർമിറ്റ് ചെയ്യാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റൊരു ഒക്യുപ്പേഷനോ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല ഒരു പ്രാക്ടീസിങ് സി എക്ക്. വൈ ദിസ് റെസ്ട്രിക്ഷൻ എക്സിസ്റ്റ്? എന്തുകൊണ്ടാണ് ഈ റെസ്ട്രിക്ഷൻ ഉള്ളത്? ദ എയിം ഇസ് ടു മെയിൻറ്റെയിൻ ഡിഗ്നിറ്റി ഓഫ് ദ പ്രൊഫഷണൽ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇഫ് സി എ എൻഗേജ് ഇൻ ബിസിനസ് ദേ മൈറ്റ് അഡ്വർടൈസ് ദെയർ സർവീസ് അൺഫെയർലി എഫക്റ്റിംഗ് പ്രൊഫഷണൽ എത്തിക്സ്. അപ്പോൾ ഒരു ബിസിനസ്സിൽ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സി എ ഒരു അൺഎത്തിക്കലായ രീതിയിൽ അവരുടെ ബിസിനസ് അവർ എന്ത് ചെയ്യും, അവരുടെ സർവീസ് അവർ അഡ്വർടൈസ് ചെയ്യും. എ സി എ കനോട്ട് റൺ എ സ്റ്റോക്ക് ട്രേഡിംഗ് ബിസിനസ്. ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് ബിസിനസ് എന്താണ് ഒരു സി എക്ക് റൺ ചെയ്യാൻ പറ്റില്ല. വൈൽ പ്രാക്ടീസിങ് ഇറ്റ് മേ ലീഡ് ടു എ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിന് കാരണമാവും. ദെൻ അലൗഡ് ആക്ടിവിറ്റീസ് വിത്തൗട്ട് കൗൺസിൽ പെർമിഷൻ. അപ്പോൾ കൗൺസിലിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സി എന് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദ കൗൺസിൽ പെർമിറ്റ് സി എസ് ടു എൻഗേജ് ഇൻ സെർട്ടൈൻ ആക്ടിവിറ്റീസ് വിത്തൗട്ട് സ്പെഷ്യൽ അപ്രൂവൽ. അപ്പോൾ കൗൺസിലിൻ്റെ അപ്രൂവൽ ഇല്ലാതെ സി എക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എംപ്ലോയ്മെൻറ്റ് അണ്ടർ എ സി എ ഫേം, പ്രൈവറ്റ് ട്യൂട്ടോർഷിപ്പ്, പ്രൈവറ്റ് അത് രണ്ടും ഒന്നാണ്, ഹോൾഡിംഗ് എ ലൈഫ് ഇൻഷുറൻസ് ഏജൻസി ഫോർ റിന്യൂവൽ കമ്മീഷൻ, attending classes and appearing for exams, holding public elective offices, then being an honorary office bearer in non-commercial organization, then acting as a notary public or justice of the peace, past-time teaching under ICA coaching programs, exam-related roles like paper setting or moderation,
editorship of professional journals, survey and loss accesses under the Insurance Act, recovery consultation in banking, and ഓയിങ് ആൻഡ് മാനേജിങ് അഗ്രികൾച്ചർ ലാൻഡ്. സോ ഈ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാളും നല്ലത് ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ് നല്ലത്. ആൻഡ് സോ ഈ ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഒരു സി എക്ക് എന്താണ് കൗൺസിലിൻ്റെ പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുക. എ സി എ ക്യാൻ ടീച്ച് ഓഡിറ്റിംഗ് ടു സ്റ്റുഡൻസ് ഇൻ ദെയർ ഫ്രീ ടൈം ബട്ട് കനോട്ട് റൺ എ ഫുൾ ടൈം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ദെൻ ആക്ടിവിറ്റീസ് റിക്വയറിങ് സ്പെസിഫിക് കൗൺസിൽ പെർമിഷൻ. അപ്പോൾ കൗൺസിലിൻ്റെ പെർമിഷൻ വേണ്ട ആക്ടിവിറ്റീസ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കൗൺസിലിൻ്റെ പെർമിഷൻ വേണ്ടാത്ത ആക്ടിവിറ്റീസാണ് നമ്മൾ പറഞ്ഞത്. കൗൺസിലിൻ്റെ പെർമിഷൻ വേണ്ട ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സി എ ക്യാൻ എൻഗേജ് ഇൻ ദ ഫോളോയിങ് ഓൺലി വിത്ത് പ്രയർ അപ്രൂവൽ. ഏതൊക്കെയാ വെച്ചാൽ ഫുൾ ടൈം ഓർ പാർട്ട് ടൈം ജോബ് ഇൻ എ ബിസിനസ് കൺസേൺ. ഒരു ബിസിനസ് കൺസേണിൽ ഫുൾ ടൈം അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് വിത്തൗട്ട് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. ദെൻ എംപ്ലോയ്മെൻറ്റ് ഇൻ നോൺ ബിസിനസ് ഓർഗനൈസേഷൻ. Then managing director or whole-time director of a company without substantial interest. Then interest in family business without active management. Running an educational institution, ഒരു educational institution run ചെയ്യുക. Then teaching outside ICA programs. Then editing non-professional journals and any other occupation approved by executive committee. So ഇത്രയും ടോപ്പിക്കുകൾ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പറ്റുക ഒരു സി എക്ക് ഒരു പെർമിഷൻ അപ്രൂവൽ വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റുക. ദെൻ എ സി എ ക്യാൻ ഓൺ ഷെയർസ് ഇൻ എ ഫാമിലി റൺ റീറ്റെയിൽ സ്റ്റോർ ബട്ട് കനോട്ട് മാനേജ് ഡെയിലി ഓപ്പറേഷൻ. ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കേട്ടോ. ദെൻ മീനിങ് ഓഫ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. അപ്പോൾ എന്താണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? എ സി എ ഇസ് കൺസിഡർഡ് ടു ഹാവ് എ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇഫ് ഫോർ എ കമ്പനി ആണെങ്കിൽ ഇഫ് ദേ ഓൺ അറ്റ്ലീസ്റ്റ് 20% ഓഫ് വോട്ടിംഗ് ഷെയർ. അപ്പോൾ ഒരു കമ്പനീൻ്റെ 20% ഷെയറിൻ്റെ വോട്ടിംഗ് നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ എന്താണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഫോർ അതർ കൺസേൺ, മറ്റ് കമ്പനി അല്ലാതെ മറ്റ് കൺസേൺ ആണെങ്കിൽ ഇഫ് ദേ ഓർ ദെയർ റിലേറ്റീവ്സ് ആർ എ എൻറ്റൈറ്റിൽഡ് ആട്ടത് ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു 20% ഓഫ് ദ പ്രോഫിറ്റ്. അവർ ആ കമ്പനീൻ്റെ പ്രോഫിറ്റിൻ്റെ 20% അവർ എൻറ്റൈറ്റിൽഡ് ആണെങ്കിൽ, അവരോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ് ആണെങ്കിൽ എന്താണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സോ കമ്പനി ആണെങ്കിൽ വോട്ടിംഗ് ഷെയറിന് 20%, അതർ കൺസേൺസ് ലൈക്ക് പാർട്ണർഷിപ്പ് ഓർ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ എന്താണ് പ്രോഫിറ്റിൻ്റെ 20%. അത് ഒന്നുകിൽ അവരോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവോ ആണെങ്കിൽ. ഇഫ് എ സി എ ഓൺസ് എ 25% ഷെയർ ഇൻ എ ബിസിനസ് ദേ കനോട്ട് വർക്ക് ദെയർ വൈൽ പ്രാക്ടീസിങ് ആസ് എ സി എ. Then being a director in a company. CA can be a director, simpliciter, എന്നുവെച്ചാൽ ഓർഡിനറി ഡയറക്ടർ വിത്തൗട്ട് എ പ്രയർ അപ്രൂവൽ. ഒരു പ്രയർ അപ്രൂവൽ ഇല്ലാതെ ഒരു കമ്പനി ഡയറക്ടർ ആവാം. പ്രൊവൈഡിങ് ദേ ഓർ ദെയർ പാർട്ട്നേഴ്സ് ആർ നോട്ട് ദ കമ്പനീസ് ഓഡിറ്റർ. ആ ഒരു കമ്പനീൻ്റെ ഓഡിറ്റർ എന്താണ് അവരോ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറോ അല്ല എന്നുള്ള കാര്യം കൊടുത്തിട്ട് മനസ്സിലാക്കിപ്പിച്ചിട്ട്. എ സി എ ക്യാൻ ബി എ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇൻ എ ഫ്രണ്ട്സ് IT കമ്പനി ബട്ട് കനോട്ട് ബി ഇറ്റ്സ് ഓഡിറ്റർ. എക്സാമ്പിളാണ്. Then restrictions on auditors of subsidiaries or holding company. അപ്പോൾ എ സി എ ഹു ഓഡിറ്റ്സ് എ സബ്സിഡറി കമ്പനി കനോട്ട് ബി എ ഡയറക്ടർ ഓൺ ഇറ്റ്സ് ഹോൾഡിംഗ് കമ്പനി ആസ് ഇറ്റ്സ് എഫക്ട് ദ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഒരു സബ്സിഡറി കമ്പനിയുടെ ഓഡിറ്ററാണ് സി എക്കാരനെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അയാൾക്ക് അതിൻ്റെ ഹോൾഡിംഗ് കമ്പനീൻ്റെ ഡയറക്ടർ ആകാൻ പറ്റില്ല. അത് ഇൻഡിപെൻഡൻസിന് എഫക്ട് ചെയ്യും, അത് നമുക്കറിയുന്ന കാര്യമാണ്. സോ ഇഫ് എ സി എ ഓഡിറ്റ് XYZ ലിമിറ്റഡ് ദേ കനോട്ട് ബി എ ഡയറക്ടർ ഇൻ ABC ലിമിറ്റഡ് എന്ന് വെച്ചാൽ ഹോൾഡിംഗ് കമ്പനീൻ്റെ. Then promoters and promoters directors. A CA can be a promoter of a company. ഒരു കമ്പനീൻ്റെ പ്രൊമോട്ടർ ആവാം ആൻഡ് ഹോൾഡ് ഷെയറും ഹോൾഡ് ചെയ്യാം ബട്ട് കനോട്ട് പ്രാക്ടീസ് അക്കൗണ്ടൻസി ത്രൂ ദാറ്റ് കമ്പനി. ആ ഒരു കമ്പനിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അക്കൗണ്ടൻസി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. സി എ ക്യാൻ സ്റ്റാർട്ട് എ ട്രാവൽ ഏജൻസി ബട്ട് കനോട്ട് സൈൻ ഓഡിറ്റ് റിപ്പോർട്ട് ഫോർ ഇറ്റ്. എക്സാമ്പിളാണ്. ദെൻ സി എ ഇൻ HU of business. A CA can inherit a family business in HU of startup but cannot actively manage it. ഒരു HU of നമ്മുടെ ഫാമിലി ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഹറൻ്റ് ആയിട്ട് കിട്ടിയാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് ആക്റ്റീവ്ലി നമുക്ക് മാനേജ് ചെയ്യാൻ പാടില്ല. സി എ ഫാമിലി ഓൺസ് എ ടെക്സ്റ്റൈൽ ഷോപ്പ് ഇഫ് ദേ ഇൻഹറൻറ്റ് ഷെയർസ്. അവർക്ക് ഇൻഹറൻ്റ് ആയിട്ടൊരു ഷെയർ കിട്ടണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ദേ മസ്റ്റ് നോട്ട് ഇൻവോൾവ് ഇൻ ഡെയിലി ഓപ്പറേഷൻ. ദെൻ ടീച്ചിങ് റെസ്ട്രിക്ഷൻ. സി എ ക്യാൻ teach part time but must limit total teaching hours to 25 per
വീക്ക് ടു മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ഫോക്കസ്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു സി എക്ക് ടീച്ച് ചെയ്യാം, പാർട്ട് ടൈം ആയിട്ട് ടീച്ച് ചെയ്യാൻ പറ്റും. വീക്കിൽ 25 ഹവർ ലിമിറ്റ് വെച്ചിട്ട് എന്താണ് പ്രൊഫഷണൽ ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്യണം അയാൾ. എന്നുവെച്ചാൽ ഇതെന്ന് വെച്ചാൽ നമ്മളെന്താ പറഞ്ഞത്, പ്രാക്ടീസ് ചെയ്യുന്ന സി എനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പ്രാക്ടീസ് ചെയ്യാത്ത COP ഇല്ലാത്തൊരു സി എ ആണെങ്കിൽ അയാൾക്ക് ആ ലിമിറ്റ് ഇല്ല. ഓക്കെ, അത് കാര്യം മനസ്സിൽ വെക്കുക. നമ്മൾ പാർട്ട് 1 ആണ് ഡീൽ ചെയ്യുന്നത്. പാർട്ട് 1 വെച്ചാൽ എന്താണ്, CA ഇൻ പ്രാക്ടീസ് ആണ്. ഓക്കെ, സോ എ CA ക്യാൻ ലെക്ചർ അറ്റ് എ യൂണിവേഴ്സിറ്റി ഓൺ വീക്കെൻഡ്സ് ബട്ട് നോട്ട് ടേക്ക് അപ്പ് ഫുൾ ടൈം ടീച്ചിങ്. ഓക്കെ, സോ നമ്മൾ ക്ലോസ് 11 കഴിഞ്ഞു. ഇനി ക്ലോസ് 12 ആണ്, സൈനിങ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ട്സ്. റെസ്ട്രിക്ഷൻസ് ഓൺ സൈനിങ് ബൈ അതേഴ്സ്. അപ്പോൾ ക്ലോസ് 12 പ്രകാരം, ക്ലോസ് 12 പ്രൊഹിബിറ്റ്സ് എ CA ഫ്രം അലൗയിങ് സമ്മൺ ഹൂ ഈസ് നോട്ട് ഹിസ് പാർട്ണർ, അയാളുടെ പാർട്ണർ അല്ലാത്തൊരാളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സൈൻ ചെയ്യാൻ സമ്മതിക്കരുത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റോ റിപ്പോർട്ടോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റോ ഒന്നും സൈൻ ചെയ്യാൻ സമ്മതിക്കരുത് ഓൺ ഹിസ് ബിഹാഫ്, അയാളുടെ ബിഹാഫിൽ. ഇഫ് CA A runs a firm but allows CA B, who is not his partner, to sign his client's financial statement, it would be a violation. അതെന്താണ്, വയലേഷൻ ആയിരിക്കും ക്ലോസ് 12 പ്രകാരം. Then reference to section 26 of the CA Act 1949. Section 26 states that only members of institute can sign documents in a professional capacity. അപ്പോൾ ഒരു മെമ്പേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊഫഷണൽ കപ്പാസിറ്റിയിലുള്ള ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യാൻ പാടുള്ളൂ. എ നോൺ CA വർക്കിംഗ് ആസ് എൻ അസിസ്റ്റൻറ്റ് ഇൻ CA ഫേം കനോട്ട് സൈൻ ഓഡിറ്റ് റിപ്പോർട്ട് ഓർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദ ഫേം. അപ്പോൾ ഒരു നോൺ CAക്ക് എന്താണ്, ഒരു CA ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരു നോൺ CAക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു CA കാരൻ്റെ ബിഹാഫിൽ അല്ലെങ്കിൽ ഫേമിൻ്റെ ബിഹാഫിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സൈൻ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ റിപ്പോർട്ടോ സൈൻ ചെയ്യാൻ പാടില്ല. ദെൻ ഡെഫിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും റിപ്പോർട്ടിൻ്റെയും ഡെഫിനേഷനാണ് പറഞ്ഞത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്സ് റിക്വയർഡ് ബൈ law or otherwise. Reports in this clause refers only to those arising from professional assignments and expressing professional opinion. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാൽ നമ്മൾ അക്കൗണ്ട്സ് നിയമം പറയുന്ന രീതിയിൽ അക്കൗണ്ട്സ് നമ്മൾ എക്സാമിൻ ചെയ്യുക. റിപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്, ദോസ് പ്രൊഫഷണൽ അസൈൻമെൻറ്റ്സ്, ഒരു പ്രൊഫഷണൽ അസൈൻമെൻറ്റ്സ് ആണ്. അതേമാതിരി നമ്മൾ എന്ത് ചെയ്യും, പ്രൊഫഷണൽ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് റിപ്പോർട്ട്സ്. സോ എ CA's report on company's financial health submitted to a bank is covered, but an internal office memo is not. അത് എക്സാമ്പിൾ ആട്ടോ. Then delegation of routine work allowed. Routine work that does not involve professional opinion. അപ്പോൾ routine work എന്നാണ് professional opinion. പ്രൊഫഷണൽ ഒപ്പീനിയൻ റുട്ടീൻ വർക്കിൽ പെടുന്നൊരു ഭാഗമല്ല. ഓർ authentication can be delegated. അപ്പോൾ നമുക്ക് റുട്ടീൻ വർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റുട്ടീൻ വർക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഈ പ്രൊഫഷണൽ ഒപ്പീനിയൻ എന്തല്ല, റുട്ടീൻ്റെ ഭാഗമല്ല. ഓർ ഒതൻറ്റിക്കേഷനും റുട്ടീൻ്റെ ഭാഗമല്ല, ക്യാൻ ബി ഡെലിഗേറ്റഡ്. അപ്പോൾ ഇത് രണ്ടും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. സോ ഇഷ്യൂയിങ് ഓഡിറ്റ് ക്വറീസ് ഡ്യൂറിങ് ദ ഓഡിറ്റ്, ആസ്കിങ് ഫോർ ഇൻഫർമേഷൻ ഓർ സെൻഡിങ് ക്വസ്റ്റ്യൻസ്, ഫോർവേഡിങ് ഡ്രാഫ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഒബ്സർവേഷൻ, സ്റ്റാമ്പിംഗ് വൗച്ചേഴ്സ് ആൻഡ് ഷെഡ്യൂൾസ് ഫോർ ഓഡിറ്റ് പർപ്പസ്, റുട്ടീൻ കറസ്പോണ്ടൻസ് വിത്ത് ക്ലയൻറ്റ്, ഇഷ്യൂയിങ് അക്നോളജ്മെൻറ്റ് ഫോർ റെക്കോർഡ് റിസീവ്ഡ്. ഈ കാര്യങ്ങൾക്ക് എന്താണ്, റുട്ടീൻ വർക്കുകളാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പ്രൊഫഷണൽ ഒപ്പീനിയനോ അല്ലെങ്കിൽ ഒതൻറ്റിക്കേഷനോ ഒന്നും എന്തല്ല, റുട്ടീൻ വർക്കല്ല. ഇതൊന്നും റുട്ടീൻ വർക്കല്ല. ഈ താഴെ പറഞ്ഞ കേസുകളൊന്നും റുട്ടീൻ വർക്കല്ല. ഇതിന് അല്ലാത്ത എന്താണ് ബാക്കിയുള്ള കേസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. റുട്ടീൻ വർക്കുകൾ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. ഈ താഴെ പറഞ്ഞ കാര്യങ്ങളൊന്നും റുട്ടീൻ വർക്കുകളല്ല. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്യുക, ഇൻഫർമേഷൻസ് ആസ്ക് ചെയ്യുക, അതൊന്നും ഓഡിറ്റിൻ്റെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഒപ്പീനിയനിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന് പുറമെ എന്താണ്, റേസിംഗ് ബിൽസ് ആൻഡ് ഇഷ്യൂയിങ് റിപ്പോർട്ട്സ്, റുട്ടീൻ ടാക്സ് മാറ്റേഴ്സ് ആസ് സ്പെസിഫൈഡ് 288 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് ആൻഡ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ ഇൻസിഡൻ്റൽ മാറ്റേഴ്സ്. Okay, an audit assistant can issue a letter requesting missing invoices but cannot sign the final audit report. Then, no defense against professional misconduct. If a CA or a firm allows unauthorized signing, ഒരു unauthorized signing allow ചെയ്യാണ് ഒരു ഫേമിനോ അല്ലെങ്കിൽ CA കാരനോ ചെയ്യുകയാണെങ്കിൽ, they cannot claim that they didn't personally signed ദ ഡോക്യുമെൻറ്റ് ആസ് ഡിഫെൻസ് ഇൻ മിസ്കണ്ടക്ട് ഇൻക്വയറി. അപ്പോൾ എന്തെങ്കിലും മിസ്കണ്ടക്ട് വരികയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു CA കാരനോ അല്ലെങ്കിൽ ഒരു ഫേമിൽ എന്താണ് ഒരു അൺഓതറൈസ്ഡ് സൈനിങ് അലൗ ചെയ്തു, അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ അവരെന്താണ് ആ സിഗ്നേച്ചറിൽ അവർ റെസ്പോൺസിബിൾ ആണ്. ദേ കനോട്ട് ക്ലെയിം ദാറ്റ് ദേ ഡിഡിൻറ്റ് പേഴ്സണലി സൈൻ.
അവർ പേഴ്സണലി അത് സൈൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ദ ഡോക്യുമെൻറ്റ് ആസ് ഡിഫെൻസ് ഇൻ മിസ്കണ്ടക്ട് ക്വറീസ്. ഇഫ് എ നോൺ സി എ സൈൻസ് എ ഓഡിറ്റ് റിപ്പോർട്ട്, ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് നോൺ സി എ സൈൻ ചെയ്താൽ ആൻഡ് ഇഷ്യൂ അത് ഇഷ്യൂ ചെയ്തു, ദ സി എ ഫേം റിമെയിൻസ് റെസ്പോൺസിബിൾ ഫോർ മിസ്കണ്ടക്ട്. ആ സി എ ഫേം എന്താണ്, മിസ്കണ്ടക്റ്റിന് അപ്പോഴും റെസ്പോൺസിബിൾ ആണ്. ദെൻ ഡിസ്ക്ലോഷർ ഓഫ് നെയിം ആൻഡ് മെമ്പർഷിപ്പ് നമ്പർ. മെമ്പർഷിപ്പ് നമ്പറിൻ്റെയും നെയിമിൻ്റെയും ഡിസ്ക്ലോഷർ. ഇഫ് എ സി എ സൈൻസ് എ റിപ്പോർട്ട് ഓർ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു സി എ സൈൻ ചെയ്യുകയാണെങ്കിൽ ഹി മസ്റ്റ് ഡിസ്ക്ലോസ് ഹിസ് നെയിം ഇഫ് റിക്വയർഡ് ബൈ ലോ. നിയമം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അവരുടെ പേര് അവർ ഡിസ്ക്ലോസ് ചെയ്യണം. ഇഫ് നോ ലോ മാൻഡേറ്റ്സ് ഡിസ്ക്ലോഷർ, ഒരു നിയമം പറയുന്നില്ലെങ്കിൽ ഹി മേ സൈൻ ദ ഫേം നെയിം, ഫേമിൻ്റെ നെയിം മാത്രം ഫേമിൻ്റെ നെയിമിൽ സൈൻ ചെയ്താൽ മതി. SA 700 requires mentioning membership number, firm's registration number, UDIN guidelines 2018 also applied. അപ്പോൾ യുഡിനും എല്ലാം നമ്മുടെ SA 700 പറഞ്ഞ മാതിരി എല്ലാം അപ്ലൈ ആവും. സോ ഇതിൻ്റെ എക്സാമ്പിളാണ് വെൻ ഫയലിംഗ് എ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് ഓൺലൈൻ CA മസ്റ്റ് ഇൻക്ലൂഡ് ദെയർ മെമ്പർഷിപ്പ് നമ്പർ ആൻഡ് യുഡിൻ. അവരെന്ത് ചെയ്യണം, മെമ്പർഷിപ്പ് നമ്പറും യുഡിനും ഇൻക്ലൂഡ് ചെയ്യണം. ഇത് എക്സാമ്പിളാണ്. സോ ഇതാണ് ചാപ്റ്റർ 19 ഫസ്റ്റ് പാർട്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മൾ ഷെഡ്യൂൾ 1 പാർട്ട് 1 ആണ് നമ്മൾ കഴിഞ്ഞിട്ടുള്ളത്. ഷെഡ്യൂൾ 1 പാർട്ട് 1. അതിനെന്ത് 4 പാർട്ടുകളുള്ളത്. ഏറ്റവും വലിയ പാർട്ടാണ് പാർട്ട് 1. അതിൽ 12 ക്ലോസുകളുള്ളത്. നമ്മൾ ആ 12 ക്ലോസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അതേമാതിരി നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ പാർട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി പാർട്ട് 2, പാർട്ട് 3 ആൻഡ് പാർട്ട് 4. പാർട്ട് 2 എന്ന് വെച്ചാൽ CAs ഇൻ എന്താണ് സർവീസാണ്. പാർട്ട് 3 വെച്ചാൽ ജനറലാണ്. പാർട്ട് 4 എന്ന് വെച്ചാൽ അതർ മിസ്കണ്ടക്റ്റാണ്. പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റ് അല്ല, അതർ മിസ്കണ്ടക്റ്റാണ്. അതൊക്കെ ചെറുതാണ്, വളരെ കുറച്ച് ക്ലോസുകളേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ എന്ത് വെക്കും, നമ്മൾ ഷെഡ്യൂൾ 2 നോക്കും. ഷെഡ്യൂൾ 2ൽ 3 പാർട്ടാണുള്ളത്. ഇതേമാതിരി തന്നെ നമ്മൾ അടുത്ത നെക്സ്റ്റ് പാർട്ട് വീഡിയോ നമുക്ക് നോക്കാം. സോ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും ലാസ്റ്റ് വീഡിയോ കേട്ടോ, നമ്മൾ ഓഡിറ്റിങ്ങിൻ്റെ ഫുൾ കോഴ്സിൻ്റെ. പിന്നെ നമ്മൾ എന്താണ് റിവിഷൻ ടൈമിലേക്കായിരിക്കും പോവുക. റിവിഷൻ ഇപ്പോൾ ഉണ്ടാവില്ല, ഒരു ഏപ്രിൽ അടുപ്പിച്ചിട്ടായിരിക്കും ഉണ്ടാവുക.